dear Makkale, my dear examiner family. Let's step into the exciting world of English. അറിയാലോ അർജുൻ സാർ ആണ്. അപ്പോൾ നമ്മൾ കാത്തിരുന്ന ദിവസത്തിലേക്ക് നമ്മൾ ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു വർഷമായി നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു +2 ഇംഗ്ലീഷിന്റെ പരീക്ഷയോട് നമ്മൾ വളരെ അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു ടെക്നിക്കൽ ഗ്ലിച്ച് കാരണമാണ് ഒരു അല്പനേരം ക്ലാസ് ലേറ്റ് ആയിട്ട് ആരംഭിക്കേണ്ടി വന്നത്. അപ്പം എല്ലാ മക്കളെയും ആദ്യമേ ഞാൻ ഈ ഒരു ലൈവിലേക്ക് സ്വാഗതം ചെയ്യാണ്. ചെറിയൊരു സാങ്കേതികമായിട്ടുള്ള ചെറിയൊരു തകരാറ് കാരണമാണ് നമുക്ക് ഈ ഒരു ലൈവ് കുറച്ച് ഒരു 10 മിനിറ്റോളം വൈകിട്ട് ആരംഭിക്കേണ്ടി വന്നത്. പക്ഷെ അതൊന്നും നമുക്ക് പ്രശ്നമില്ല. ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ വരാൻ സാധ്യതയുള്ള മുഴുവൻ ഡിസ്കോഴ്സുകളും ഗ്രാമറുകളും എല്ലാം പഠിക്കുന്നുണ്ട്. അത് കൂടാതെ നമ്മൾ ഇന്ന് മുഴുവൻ ഇരുന്ന് പഠിക്കാൻ പോകുന്നത് മുഴുവൻ ചാപ്റ്ററുകളാണ്. നമ്മൾക്ക് പരീക്ഷയ്ക്ക് മുഴുവൻ ചാപ്റ്ററുകൾ പഠിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാലും എങ്ങനെയൊക്കെ ഗ്രാമറുകളിൽ നിന്നും ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും ഉത്തരം എഴുതാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ എല്ലാ ചാപ്റ്ററും പഠിക്കുന്നു. ഒരു ഡൗട്ടും ഇല്ല. എല്ലാ ചാപ്റ്ററും തുടക്കം മുതൽ അവസാനം വരെ എല്ലാ ഇമ്പോർട്ടൻറ്റ് ഭാഗങ്ങളും കവർ ചെയ്ത് പോവാണ്. അപ്പം നിങ്ങൾക്ക് നീറ്റ് ക്രാഷ് കോഴ്സിൻ്റെ ഭാഗമായിട്ട് എക്സാം വിന്നറിൻ്റെ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളൊന്നും നോക്കേണ്ടത് ഈ കാണുന്ന നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്ത് മതി. ഈ വരുന്ന 28-നാണ് നമ്മളെ ബാച്ച് ആരംഭിക്കുന്നത്. നീറ്റിൻ്റെയും അതുപോലെ തന്നെ JEE കീമിൻ്റെയും എല്ലാം ക്രാഷ് കോഴ്സുകൾ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ലഭ്യമാകുന്നതാണ്. റെഡിയല്ലേ മക്കളെ? എല്ലാവരും ഉണ്ടല്ലേ ലൈവിൽ? ഗുഡ് ഈവനിങ് എല്ലാവർക്കും ഗുഡ് ഈവനിങ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ പാഠഭാഗങ്ങൾ കൊമേഴ്സുകാർക്ക് ഉണ്ട് കേട്ടോ. ഇപ്പോൾ കൊമേഴ്സുകാർക്ക് ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് ഉണ്ട് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് കേട്ടോ. ക്ലിയർ അല്ലേ മക്കളെ? ബ്രൈറ്റ്നസ് കുറയ്ക്കാം കേട്ടോ. കുറഞ്ഞില്ലേ മക്കളെ? അപ്പൊ അങ്ങനെ എല്ലാവരെയും ഒരിക്കൽ കൂടെ നമ്മൾ നേരെ സ്വാഗതം ചെയ്തുകൊണ്ട് ആദ്യം തന്നെ നമുക്കൊരു നല്ല പാഠം പഠിച്ചങ്ങ് തുടങ്ങാം. ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ്. വളരെ കാലിക പ്രസക്തമായിട്ടുള്ള അതുപോലെ തന്നെ വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് നിങ്ങൾക്ക് ഈ ചാപ്റ്റർ ബേസ് ചെയ്തുകൊണ്ട് എസ്സേ ക്വസ്റ്റ്യൻ ഈ ചാപ്റ്റർ ബേസ് ചെയ്തുകൊണ്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പം ഈ ഒരു ചാപ്റ്റർ ബേസ് ചെയ്തുകൊണ്ട് എസ്സേ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുക. ക്ലിയർ? അപ്പോൾ ഈ ചാപ്റ്ററിൽ എന്താ പറയുന്നത് നമുക്ക് പെട്ടെന്ന് നോക്കിയാലോ. ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡ്രഗിൻ്റെ മയക്കുമരുന്നിൻ്റെയൊക്കെ ഉപയോഗം അതുപോലെ തന്നെ മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെയൊക്കെ ഉപയോഗം കാരണമുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. സോ ഇൻക്രീസിങ് ബിലീവ്സ് ഇൻ ദ പവർ ഓഫ് ഡ്രഗ്സ്. ആളുകളുടെ എല്ലാം വിശ്വാസം കൂടുകയാണ്. മോഡേൺ മെഡിസിൻ ഹാസ് ഡിസ്കവർഡ് ഡ്രഗ്സ് ദാറ്റ് ക്യാൻ ട്രീറ്റ് ഫിസിക്കൽ ഡിസീസസ് ആൻഡ് സം മെൻ്റൽ ഡിസോർഡർ. ഇന്നത്തെ മോഡേൺ മെഡിസിൻ ഒരുപാട് മാനസികവും അതുപോലെ തന്നെ ശാരീരികവുമായിട്ടുള്ള പ്രശ്നങ്ങൾക്കുള്ള ഒരു സൊല്യൂഷൻ ആയിട്ടാണുള്ളത്. ബിക്കോസ് ഓഫ് ദീസ് അച്ചീവ്മെന്റ്സ്, ഈ ഒരു നേട്ടങ്ങൾ കാരണം പീപ്പിൾ ഹാവ് ബിഗൺ ടു ബിലീവ് ദാറ്റ് എവറി പ്രോബ്ലം ക്യാൻ ബി സോൾവ് ബൈ ടേക്കിംഗ് എ പിൽ. നമുക്ക് എന്താ പറയുക, ഒരു മരുന്ന് കഴിച്ചുകൊണ്ട് ഒരു ഗുളിക കഴിച്ചുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ മാറ്റാൻ പറ്റുമെന്നുള്ള ഒരു വലിയ തെറ്റിദ്ധാരണ ഉണ്ട് അല്ലേ? ഒരു 4 ദിവസം കൊണ്ട് കുടവയർ കുറയ്ക്കുന്നു അല്ലേ? 5 ദിവസം കൊണ്ട് മുഖക്കുരു മാറ്റുന്നു. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറ്റാൻ മണിക്കൂറുകൾ മതി എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യം ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. അവിടെയൊക്കെ തന്നെ നമ്മൾ വഞ്ചിക്കപ്പെടുകയാണ്. അങ്ങനെ ഒരു മരുന്ന് കഴിച്ചിട്ട് ആർക്കും അസുഖം മാറാറില്ല. പിന്നെ അവർ തരുന്ന മയക്കുമരുന്നുകൾ പലതും നമ്മളുടെ ശരീരത്തിനെ ബാധിക്കുന്നതാണ്. ഓക്കെ, ഒറ്റ സെക്കൻഡ് മക്കളെ. ഓക്കെ, സെറ്റല്ലേ? Many people take drugs even for minor problems such as nervousness, sadness and fatigue. ആളുകളെ ചെറിയ ഉത്കണ്ഠകൾക്കും വിഷമങ്ങൾക്കും എല്ലാത്തിനുമായിട്ട് മരുന്നുകൾ സേവിച്ചുകൊണ്ടിരിക്കുകയാണ്. മെഡിക്കൽ അഡ്വർടൈസ്മെന്റ് ആൻഡ് പ്രിസ്ക്രിപ്ഷൻ ഫോർ ട്രാങ്കുലൈസേഴ്സ്, ആംഫിറ്റമൈൻസ് ആൻഡ് മൂഡ് ഓൾട്ടറിംഗ് ഡ്രഗ്സ് ഹാവ് സ്ട്രെങ്തൻഡ് ദിസ് ബിലീഫ്. പല ഇത്തരത്തിലുള്ള നമ്മുടെ ഡിപ്രഷൻ പോലുള്ളതിൻ്റെയൊക്കെ മരുന്നുകൾ എന്ന് പറഞ്ഞു കൊടുക്കുന്ന പലതും വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ആരോഗ്യമായിട്ട്. ആസ് എ റിസൾട്ട് സൊസൈറ്റി ഹാസ് ഡെവലപ്ഡ് ഓവർ റിലയൻസ് ഓൺ ഡ്രഗ്സ് വിച്ച് ഹാസ് ലെഡ് ടു ഡ്രഗ് അബ്യൂസ്. അത് കാരണം തന്നെ നമ്മുടെ സമൂഹം എന്ത് ചെയ്യാണ്? ഡ്രഗിൻ്റെ മേലെ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുകയാണ്. ഇനി എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? ലോസ് ഓഫ് സെൽഫ് കൺട്രോൾ ഡ്യൂ ടു ഡ്രഗ് ഡിപ്പെൻഡൻസ്. വെൻ പീപ്പിൾ ഡിപ്പെൻഡ് ടു മച്ച് ഓൺ ഡ്രഗ്സ്, ആളുകൾ മരുന്നുകളിൽ ഭയങ്കരമായിട്ട് അഭയം പ്രാപിക്കുകയാണെങ്കിൽ ദേ ലോസ് ദ എബിലിറ്റി ടു ഫേസ് ലൈഫ് ചാലഞ്ചസ്. അവർക്ക് ജീവിതത്തിൽ നേരിടാവുന്ന വെല്ലുവിളികളെ നേരിടുന്നതിൽ അവർ തോറ്റുപോവുകയാണ്. അമിതമായി മരുന്നുകളിൽ ആശ്രയിക്കുകയാണ്. ഇൻസ്റ്റെഡ് ഓഫ് സോൾവിങ് പ്രോബ്ലംസ് വിത്ത് പേഷ്യൻസ്, ക്ഷമയോടുകൂടി ആളുകൾ അവരുടെ പ്രശ്നങ്ങൾ മാറ്റുകയാണെങ്കിൽ. അതെ, സൂപ്പർ സിമ്പിൾ ടു സ്കോർ, ജസ്റ്റ് റീഡ് ദ ടെക്സ്റ്റ് ബുക്ക്. അത്രയും സിമ്പിളാണ് കേട്ടോ, പ്രശ്നമൊന്നുമില്ല.
ഓൾ സെറ്റ്. പിന്നെ ഇൻസ്റ്റെഡ് ഓഫ് സോൾവിങ് പ്രോബ്ലം വിത്ത് പേഷ്യൻസ്, ക്ഷമയോടുകൂടി പ്രശ്നം നേരിടുന്നതിന് പകരം അല്ലെങ്കിൽ ഡിസിപ്ലിനോടുകൂടിയും എഫേർട്ടോടും ശ്രമം നേരിടുന്നതിന് പകരം ദേ ലുക്ക് ക്വിക്ക് റിലീഫ് ഫോർ ദി ഡ്രഗ്സ്. ഈ മരുന്നിലൂടെ എങ്ങനെ ഇതൊക്കെ മാറ്റാമെന്നുള്ളതിനാണ് ആളുകൾ ചിന്തിക്കുന്നത്. ഗ്രാജുവലി പീപ്പിൾ ബിഗിൻ ടു യൂസ് ഡ്രഗ്സ് നോട്ട് ഓൺലി ഫോർ പ്രോബ്ലംസ്. ആളുകൾ പ്രശ്നങ്ങൾക്ക് മാത്രമല്ല ബട്ട് ഓൾസോ ഇൻക്രീസ് പ്ലഷർ ഓർ എക്സൈറ്റ്മെൻറ്റ്. അവിടെയാണ് പ്രശ്നം. ആളുകൾ ഫെറ്റിക് എന്ന് വെച്ചാൽ ഭയങ്കരമായ ക്ഷീണം അനുഭവപ്പെടുക. ഓക്കെ, ആളുകളെ ഭയങ്കരമായിട്ട് ഇത്തരത്തിലുള്ള മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നത് പലതരം ഉന്മാദത്തിന് വേണ്ടിയിട്ടാണ്, സന്തോഷത്തിന് വേണ്ടിയാണ്. ദിസ് ആറ്റിറ്റ്യൂഡ് ലീഡ്സ് മെനി ഇൻഡിവിജ്വൽസ് ടുവേർഡ്സ് അഡിക്ഷൻ. ഇത് കാരണം ഒരുപാട് പേര് അഡിക്ഷനിലേക്ക് എത്തിപ്പെടുകയാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ മെഡിസിൻസ് ആൻഡ് സെൻഷ്വൽ ഡ്രഗ്സ്. എന്തൊക്കെയാണ് മരുന്ന് അതുപോലെ തന്നെ മയക്കുമരുന്ന് തമ്മിലുള്ള വ്യത്യാസങ്ങൾ? ദ ഓഥർ എംഫസൈസസ് ദ നീഡ് ടു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ യൂസ്ഫുൾ മെഡിസിൻസ് ആൻഡ് ഹാർംഫുൾ സെൻഷ്വൽ ഡ്രഗ്സ്. ആളുകളുടെ സെൻഷ്വൽ ഡ്രഗ്സും അതുപോലെ തന്നെ ഉത്തേജനം അല്ലെങ്കിൽ നമ്മുടെ മയക്കുമരുന്നുകളും സാധാരണ മരുന്നുകളും തമ്മിലുള്ള വ്യത്യാസം പറയുകയാണ്. മെഡിസിൻസ് ആർ സയൻറ്റിഫിക്കലി ഡെവലപ്ഡ് ഫോർ സബ്സ്റ്റൻസസ് യൂസ് ടു ക്യൂർ ഡിസീസസ്. മരുന്ന് എന്ന് പറയുന്നത് എന്തിനാ? നമ്മളുടെ അസുഖങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ടുള്ളത്, അതിന് ഡെവലപ്പ് ചെയ്ത് വെക്കുന്നതാണ്. പിന്നെ സെൻഷ്വൽ ഡ്രഗ്സ് ആർ സബ്സ്റ്റൻസ് ടേക്ക് ഓൺലി ഫോർ പ്ലഷർ. ഇത് ഉന്മാദത്തിനും സന്തോഷത്തിനും സുഖത്തിനും വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ്. ഈവൻ ദ ബോഡി ഡസ് നോട്ട് നീഡ്. ശരീരത്തിന് ഒരു അസുഖമില്ലെങ്കിലും ഇത്തരം മരുന്നുകൾ ഉപയോഗിക്കുന്നത് എന്തിനാ? അവർക്കൊരു ഉല്ലാസത്തിന്, ഒരു സന്തോഷത്തിന് വേണ്ടിയാണ്. വൈൽ മെഡിസിൻസ് ആർ നെസസറി ഇൻ ട്രീറ്റിംഗ് ഇൽനെസ്. അസുഖം മാറ്റാൻ വേണ്ടിയിട്ടാണ് മെഡിസിൻസ് ഉള്ളെങ്കിൽ സെൻഷ്വൽ ഡ്രഗ്സ് ക്രിയേറ്റ് ഹാർംഫുൾ ഡിപ്പെൻഡൻസി ഓൺ ആൻഡ് അഡിക്ഷൻ. ഈ സെൻഷ്വൽ ഡ്രഗ്സ് ഉണ്ടല്ലോ, മയക്കുമരുന്ന് എന്ത് ചെയ്യാണ്? അതൊരു തരം അഡിക്ഷനായി മാറുകയാണ്. കോൺട്രിബ്യൂഷൻ ഓഫ് ഹിപ്പോക്രൈറ്റസ്. ഹിപ്പോക്രൈറ്റസ് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഇതിൽ പറയുന്നുണ്ട്. ഏൻഷ്യൻ ഗ്രീക്ക് ഫിസിഷ്യൻ ഹിപ്പോക്രൈറ്റസ് ഇസ് കൺസിഡർഡ് ദ ഫാദർ ഓഫ് മെഡിസിൻ. ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവായിട്ടാണ് ഗ്രീക്ക് ഫിസിഷ്യൻ ആയിട്ടുള്ള ഹിപ്പോക്രൈറ്റസിനെ കുറിച്ച് പറയുന്നത്. ഹി ഇൻട്രൊഡ്യൂസ് ആൻ ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾ. അദ്ദേഹം ഒരു വലിയ തത്വം പുറത്തുവിട്ടിട്ട് എന്താണ്? മെഡിസിൻ മസ്റ്റ് സ്യൂട്ട് ബോത്ത് ഡിസീസ് ആൻഡ് ദ പേഷ്യൻറ്റ്. മരുന്ന് എന്ന് പറയുന്നത് എപ്പോഴും രോഗിക്കും അതുപോലെ തന്നെ അസുഖത്തിനും യോജിക്കുന്നതായിരിക്കണം. അരിജാമിസ് ഉണ്ട്. ഓക്കെ, ഡ്രഗ് ഷുഡ് ബി ക്യൂർ ദ ഡിസോർഡർ, റീസ്റ്റോർ ബാലൻസ് ഇൻ ദ ബോഡി. ഒരു നല്ല മരുന്ന് എന്ന് പറയുന്നത് എന്താണ്? അത് അസുഖം മാറ്റുന്നതും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തതായിരിക്കണം. ഹിപ്പോക്രൈറ്റസ് ഓൾസോ സ്റ്റേറ്റഡ് ദാറ്റ് ഹെൽത്തി പീപ്പിൾ ഷുഡ് നോട്ട് ടേക്ക് മെഡിസിൻസ് അൺനെസസറിലി. ആരോഗ്യമുള്ള ഒരാൾ അനാവശ്യമായിട്ട് മരുന്ന് കഴിക്കരുതെന്ന് ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ആസ് ദേ മേ weaken the body. അവരുടെ ആരോഗ്യം അത് കാരണം നശിക്കപ്പെടും. ഇനി എങ്ങനെയാണ് മയക്കുമരുന്നുകൾ തലച്ചോറിനെ ബാധിക്കുന്നതെന്ന് കൂടെ നോക്കാം. സെൻഷ്വൽ ഡ്രഗ്സ് സ്റ്റിമുലേറ്റ് ദ പ്ലഷർ സെൻറ്റേഴ്സ് ഓഫ് ദ ബ്രെയിൻ. നമ്മുടെ തലച്ചോറിനകത്ത് പ്ലഷർ സെൻറ്ററുകളുണ്ട്. നമുക്ക് ഒരുപാട് ഹോർമോണുകൾ, നെർവ് എൻഡിങ്ങുകൾ എല്ലാം ഉള്ള ഒരു വലിയ തലച്ചോറുണ്ട്. ഇതിൻ്റെ അകത്ത് പ്ലഷർ സെൻറ്ററുകൾ എന്ന് പറയുന്ന സ്ഥലം ഉണ്ട്. ബ്രെയിൻ കൺട്രോൾ സെൻസേഷൻസ്, തോട്ട്സ്, മൂഡ്സ് ആൻഡ് ആക്ഷൻസ് ത്രൂ കോംപ്ലക്സ് കെമിക്കൽ പ്രോസസ്സ്. നമ്മുടെ തലച്ചോറ് കെമിക്കൽ പ്രോസസ്സുകൾ വഴിയാണ് ചിന്തകൾ ഉൽപ്പാദിപ്പിക്കുന്നത്, നമ്മുടെ മൂഡിന് മാറ്റം വരുത്തുന്നത്, അതുപോലെ തന്നെ നമ്മുടെ പ്രവൃത്തികളിന് മാറ്റം വരുന്നത്. വെൻ ഡ്രഗ്സ് ആർട്ടിഫിഷ്യലി സ്റ്റിമുലേറ്റ് ദീസ് പ്ലഷർ സെൻറ്റേഴ്സ്. ഇനി മരുന്നുകളിലൂടെ ഈ ഒരു പ്ലഷർ സെൻറ്ററിനെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യാൻ, ഒന്ന് ഉത്തേജിപ്പിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ദ നാച്ചുറൽ ബാലൻസ് ഓഫ് ബ്രെയിൻ കെമിക്കൽസ് ഇസ് ഡിസ്റ്റർബ്ഡ്. നമ്മൾക്ക് ജന്മനാ ലഭിച്ചിരിക്കുന്ന ആ ബ്രെയിനിൻ്റെ കെമിക്കൽസ് ഉണ്ടല്ലോ, അത് ഡിസ്റ്റർബ്ഡ് ആവും. പിന്നെ എന്താ സംഭവിക്കുന്നത്? ദ ബോഡി ബിക്കംസ് ഡിപ്പെൻഡൻറ്റ് ഓൺ ദ ഡ്രഗ്സ് ഫോർ പ്ലഷർ. പിന്നെ നമ്മുടെ ശരീരം ഈ നമ്മുടെ ജന്മനാ ലഭിക്കുന്ന, നാച്ചുറലി ലഭിക്കുന്ന ഈ പ്ലഷറിന് പകരം നമ്മുടെ തലച്ചോറ് എന്ത് ചെയ്യാണ്? ഇത്തരം ഡ്രഗ്സിനെ ഭയങ്കരമായിട്ട് ആശ്രയിക്കുകയാണ്. അതുവഴി കിട്ടുന്ന ഒരു ഉത്തേജനത്തിന് വേണ്ടി. ഇവൻച്വലി ദ ബ്രെയിൻ ലോസ് ദ എബിലിറ്റി ടു എക്സ്പീരിയൻസ് നാച്ചുറൽ പ്ലസ്. പിന്നെ നമുക്ക് നാച്ചുറൽ പ്ലഷർ നഷ്ടപ്പെടുകയാണ്. വൈ അഡിക്ഷൻ കണ്ടിന്യൂസ്. എന്തുകൊണ്ടാണ് ഒരാൾ അഡിക്റ്റ് ആയിക്കഴിഞ്ഞാൽ ആ അഡിക്ഷൻ വീണ്ടും വീണ്ടും നടക്കുന്നത്? ഒന്ന്, ഡ്രഗ് യൂസേഴ്സ് കണ്ടിന്യൂ ടേക്കിംഗ് ഡ്രഗ് ബിക്കോസ് ദെയർ ക്രേവിംഗ് ഇൻക്രീസ് ഓവർ ടൈം. കിട്ടുന്നതിനനുസരിച്ച് വീണ്ടും വേണം എന്നുള്ള ഒരു ത്വര വരും അല്ലേ? നല്ലതായിട്ട് ഭക്ഷണം കഴിക്കുന്ന ആൾക്ക് നന്നായിട്ട് ഭക്ഷണം കഴിക്കണം എന്നുള്ള ചിന്തയാണ് വരുന്നത്. ഓക്കെ സർ, സ്പീഡ് കുറയ്ക്കാമോ? സ്പീഡാണോ മോനെ? ഓക്കെ, കുറയ്ക്കാം. നിങ്ങൾക്ക് എത്ര ചാപ്റ്റർ തീർക്കാണ്ട് സെറ്റാക്കി തരാം കേട്ടോ. ഹൗഎവർ ദീസ് സെൻസ് ഓഫ് പ്ലഷർ ഡിക്രീസസ് ഗ്രാജുവലി. അപ്പോൾ എന്താണ്? ആദ്യം ചെറിയ മരുന്ന് കഴിച്ചാൽ ഒരുപാട് പ്ലഷർ കിട്ടുമായിരുന്നു. ഇപ്പം പ്ലഷർ കുറയും, മരുന്നിൻ്റെ അളവ് കൂടും. The addict then takes drugs not feel pleasure but to avoid pain of withdrawal. പിന്നെ ഇത് കിട്ടാതെ വരുമ്പോൾ ഉള്ള ഒരു വിഡ്രോവൽ പ്രശ്നങ്ങൾ വരുന്നുണ്ട് അല്ലേ? വിഡ്രോവൽ കിട്ടാതാവുമ്പോൾ ഉണ്ടാകും വിഡ്രോവൽ സിൻഡ്രോം പോലുള്ള, അതിന് വേണ്ടിയിട്ടാണ് പിന്നീട് മരുന്നെടുക്കുന്നത്. The drug only gives temporary relief from the misery rather than real happiness. യഥാർത്ഥ സന്തോഷത്തിൽ നിന്നും മാറിക്കൊണ്ട് ഒരു താൽക്കാലിക ആശ്വാസം മാത്രമേ ഇത് തരുന്നുള്ളൂ. ഇനി നമുക്ക് നോക്കേണ്ടത് സെൻസറി ഡിപ്രിവേഷൻ ആൻഡ് സൈക്കോളജിക്കൽ എഫക്റ്റ് ആണ്. നമ്മളുടെ സെൻസറി ഓർഗൻസിനും അതുപോലെ തന്നെ നമ്മളുടെ ചിന്തയ്ക്കും എല്ലാം ഇതെങ്ങനെ ബാധിക്കുന്നു നോക്കാം. ലോങ് ടേം ഡ്രഗ് അഡിക്ഷൻ കോസസ്
സെൻസറി ഡിപ്രിവേഷൻ, നമ്മുടെ സെൻസിങ് എല്ലാം ഇല്ലാതാക്കുന്നുണ്ട്. മീനിങ് പേഴ്സൺ കനോട്ട് ഫീൽ നോർമൽ പ്ലഷർ, ആളുകൾക്ക് പിന്നെ യഥാർത്ഥ സന്തോഷം എന്താണെന്ന് അറിയാൻ പറ്റുന്നില്ല. ദ അഡിക്റ്റ് എക്സ്പീരിയൻസ് ഫിസിക്കൽ ഡിസ്കംഫർട്ട്, ഡിപ്രഷൻ, ഇമോഷണൽ എംപ്റ്റിനെസ്, ഇത്രയും കാര്യങ്ങളാണ് ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള ഒരാൾ അനുഭവിക്കേണ്ടി വരുന്നത്. ദേ മേ ഫീൽ ഡെഡ് ഇൻസൈഡ്, ഉള്ളിൽ മരിച്ചു പോയതും, ആൻഡ് അൺഎബിൾ ടു എൻജോയ് ലൈഫ്, സന്തോഷം എന്താണെന്ന് ആസ്വദിക്കാൻ പറ്റാത്തൊരവസ്ഥ. ദം അഡിക്റ്റ് മേ ഓൾസോ ഡെവലപ്പ് പാരനോയിഡ് ഫീലിങ്സ്, അവർക്കൊരു വിഭ്രാന്തിയായിട്ടുള്ള ചിന്തകൾ വരാൻ തുടങ്ങുന്നുണ്ട്. ബിലീവിങ് അതേഴ്സ് ആർ സസ്പീഷ്യൻസ് ഓർ മോക്കിംഗ്, എല്ലാവരും ഇവരെ നോക്കി ചിരിക്കുകയാണ്, കളിയാക്കുകയാണ് എന്ന് ഒരു ചിന്ത ആളുകൾക്കുള്ളിൽ വരികയാണ്. ബിഹേവിയറൽ ചേഞ്ചസ് ഇൻ അഡിക്ട്സ്, വലിയ അഡിക്റ്റ് ഒക്കെ സംഭവിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഡ്രഗ് അഡിക്ട്സ് ഓഫൻ വിഡ്രോ ഫ്രം സൊസൈറ്റി, അവർ സമൂഹത്തിൽ നിന്നും ഉൾവലിയും. ദേ ലൂസ് ഇൻട്രസ്റ്റ് ഇൻ നോർമൽ ലൈഫ് ആൻഡ് റിലേഷൻഷിപ്പ്, അവർക്ക് സന്തോഷമുള്ളൊരു ജീവിതമൊന്നും ഉണ്ടാവില്ല. സം അഡിക്ട്സ് പ്രസ് ദെയർ ഫിംഗേഴ്സ് ഇൻ ടു ദെയർ ബോഡീസ് ടു റിഷ്യൂർ ദംസെൽഫ് ദാറ്റ് ദേ ആർ റിയൽ ആൻഡ് അലൈവ്. ചില ആളുകൾ അവർ സ്വയം ഇങ്ങനെ കുത്തി നോക്കും, അവർ ജീവനോടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അത്രത്തോളം ലോക ഒരു മാറ്റത്തിൻ്റെ ഭാഗമായി അവർ മാറും. ദിസ് ബിഹേവിയർ ഷോസ് ലോസ് ഓഫ് നോർമൽ സെൻസറി എക്സ്പീരിയൻസ്. ഓക്കെ, ഇനി ഫോൾസ് ബിലീവ് ദാറ്റ് ഡ്രഗ്സ് ആർ സേഫ്, മരുന്നുകൾ ഭയങ്കര സേഫ് ആണെന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ട് അല്ലേ. ചില ആളുകൾ ഈ കഞ്ചാവ് പോലുള്ള ലഹരികൾ ഉപയോഗിച്ചിട്ട് പറയാറുണ്ട് ഇത് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതാണ്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതുകൊണ്ടൊക്കെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളും മാനസിക പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ള ചില തെറ്റിദ്ധാരണകൾ നമുക്ക് മാറ്റേണ്ടത്. സം പീപ്പിൾ ബിലീവ് ഡ്രഗ്സ് ആർ ഹാംലെസ് സോഴ്സ് ഓഫ് പ്ലഷർ, ചില ആളുകൾ വിചാരിക്കുകയാണ് ഇത് വലിയ പ്രശ്നമൊന്നുമില്ല, നമുക്ക് തലച്ചോറിന് കുറച്ച് സന്തോഷം കിട്ടുന്ന, അപ്പോൾ ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ല. പക്ഷേ എന്താ സംഭവിക്കുന്നത്? ഹൗവർ ദ ഓദർ വാണ്ട്സ് ദാറ്റ് സച്ച് ക്ലെയിംസ് ആർ ഫാൾസ് ആൻഡ് ഡേഞ്ചറസ്. പക്ഷേ നമ്മുടെ ഓദർ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് അത്തരത്തിലുള്ള ചിന്തകൾ തെറ്റാണ്. ദ ഹാംഫുൾ എഫക്ട്സ് മേ നോട്ട് അപ്പിയർ ഇമ്മീഡിയറ്റ്ലി, ഇതിൻ്റെ വലിയ വലിയ അപകടങ്ങൾ പെട്ടെന്നൊന്നും തെളിയില്ല. ബട്ട് സീരിയസ് ഡാമേജ് ഒക്കേഴ്സ് ഗ്രാജുവലി, പയ്യെ പിന്നെയാണ് സീരിയസ് ആയിട്ടുള്ള ഡാമേജുകൾ ഉണ്ടാകുന്നത്. കണ്ടിന്യൂ ഡ്രഗ് യൂസ് ക്യാൻ ലീഡ് ടു മെൻ്റൽ ഡിസോർഡർ, മാനസികമായ പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, പിന്നെ മരണം വരെ ഉണ്ടായി പോകാനുള്ള സാഹചര്യങ്ങൾ. ഇനി ഇത് കാരണം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഡ്രഗ് അബ്യൂസ് ക്യാൻ കോസ് മെനി സീരിയസ് ഡിസീസസ് സച്ച് ആസ് അബസ്കസ് ആൻഡ് ഇൻഫെക്ഷൻ ഫ്രം ഡേർട്ടി ഇഞ്ചക്ഷൻ നീഡിൽസ്. ഇത് അമിതമായിട്ട് ഇഞ്ചെക്ട് ചെയ്തിട്ട് കുത്തിക്കയറ്റുന്ന സമയത്ത് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ലിവർ ഡിസീസ്, ലിവർ അടിച്ചു പോകും, കിഡ്നിക്ക് പ്രശ്നങ്ങൾ സംഭവിക്കും, തലച്ചോറിന് പ്രശ്നങ്ങൾ സംഭവിക്കും, വെനേറൽ ഡിസീസ് നമ്മുടെ ഞരമ്പുകൾക്കും കാര്യങ്ങൾക്കും പറ്റും. ലങ് ഡിസ് കോസ്ഡ് ബൈ സ്മോക്കിംഗ് കോസസ് ലൈക്ക് മരിജുവാന പോലുള്ള സാധനങ്ങൾ പുകച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ലങ് ഡിസോർഡറുകൾ വരും. ഡാമേജ് ടു നോസ് ടിഷ്യൂസ് ഡ്യൂ ടു സ്നിഫിംഗ് കൊക്കെയിൻ ഓർ ആംഫിറ്റമൈൻസ്, എന്താ ഒരു തരം കൊക്കെയിൻ പോലുള്ള ലഹരികൾ ഉപയോഗിക്കുന്ന സമയത്ത് അവരുടെ മൂക്കിൻ്റെ സെൻസിങ് നഷ്ടപ്പെടും. പിന്നെ ഹെയർ ലോസ്, മുടി കൊഴിച്ചിൽ, മാൽന്യൂട്രിഷൻ ആൻഡ് വെയിറ്റ് ലോസ്, ആരോഗ്യം നഷ്ടപ്പെടും. ബേബീസ് ആർ ബോൺ ടു അഡിക്റ്റഡ് മദർസ് സഫർ വിഡ്രോവൽ സിംറ്റംസ് ആഫ്റ്റർ ബർത്ത്, കുഞ്ഞുങ്ങൾ വരെ ഇതിനെ ബാധിക്കപ്പെടുന്നുണ്ട്. ഓക്കെ, എഫക്ട്സ് ഓൺ ബ്രെയിൻ സെൽ, തലച്ചോറിലേക്ക് ഞാൻ ബാധിക്കുന്നത്. സെൻഷ്വൽ ഡ്രഗ്സ് ഡയറക്ട്ലി എഫക്ട് ദ കെമിക്കൽ സ്ട്രക്ചർ ഓഫ് ബ്രെയിൻ സെൽ, നമ്മുടെ തലച്ചോറിൻ്റെ കെമിക്കൽ സ്ട്രക്ചറിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. ബ്രെയിൻ സെൽസ് ഫങ്ഷൻസ് ത്രൂ തൗസൻഡ്സ് ഓഫ് എൻസൈംസ് ദാറ്റ് റെഗുലേറ്റ് കമ്മ്യൂണിക്കേഷൻ. ഒറ്റ സെക്കൻഡ് മക്കളെ, ഒറ്റ സെക്കൻഡേ. യെസ്, ഇനി എന്തൊക്കെയാണ് നമ്മുടെ തലച്ചോറിനെ എങ്ങനെയൊക്കെയാണ് ബാധിക്കുന്നത് നോക്കാം. ബ്രെയിൻ സെൽ ഫംഗ്ഷൻ ത്രൂ തൗസൻഡ്സ് ഓഫ് എൻസൈംസ് ആൻഡ് റെഗുലേറ്റ് കമ്മ്യൂണിക്കേഷൻ. സൈക്കോ ആക്റ്റീവ് ഡ്രഗ്സ് കാരണം ഇതെല്ലാം ബാധിക്കപ്പെടുന്നു. തലച്ചോറിനെ ബാധിക്കുന്നത് എങ്ങനെയൊക്കെയാണ്? നമ്മുടെ തലച്ചോറിൻ്റെ ബ്രെയിൻ സെല്ലുകളെ അത് ബാധിക്കുന്നുണ്ട്. ക്ലിയർ അല്ലേ മക്കളെ? കാണുന്നില്ലേ? പിന്നെ ഡിസ്റ്റർബ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ സെല്ല്, നമ്മുടെ സെല്ലുകൾ, തലച്ചോറിനകത്ത് സെല്ലുകളെ ബാധിക്കുന്നുണ്ട്. കോസ് ടെമ്പററി ഓർ പെർമനൻറ്റ് ബ്രെയിൻ ഡാമേജ്, ഇതാണ് ഉണ്ടാകുന്നത്. സീരിയസ് റിസ്ക് ഓഫ് ഡ്രഗ് അബ്യൂസ് എന്തൊക്കെയാണ്? കണ്ടിന്യൂ ഡ്രഗ് അബ്യൂസ് കാരണം ഉണ്ടാകുന്നത് ആരോഗ്യം നശിക്കും, തലച്ചോറിൻ്റെ പ്രവർത്തനം രഹിതമാകും, അതുപോലെ തന്നെ മാനസികമായ പ്രശ്നങ്ങളുണ്ടാകും, ശ്വാസകോശ സംബന്ധ പ്രശ്നങ്ങളുണ്ടാകും, ഹൃദയ സംബന്ധ പ്രശ്നങ്ങളുണ്ടാകും, മരണം വരെ ബാധിച്ചേക്കാം. പിന്നെ ഓഫൻ ദ വാർണിംഗ് സൈൻസ് അപ്പിയർ ഓൺലി ആഫ്റ്റർ സീരിയസ് ഡാമേജസ് ഓഫ്. ഇതിൻ്റെയൊക്കെ ലക്ഷണങ്ങൾ കാണിക്കണമെങ്കിൽ കുറച്ച് കാലം കഴിയും. മെയിൻ ഫോക്കസ് ഓൺ ദ എസ്സയുടെ മെയിൻ ഫോക്കസ് എന്താ? ദ ഓദർ മെയിൻലി ഫോക്കസ് ഓൺ ദ എഫക്ട്സ് ഓഫ് ഡ്രഗ് ഓൺ ദ ബ്രെയിൻ, തലച്ചോറിനെ ബാധിക്കുന്നതാണ് പ്രധാനമായിട്ട് പറയുന്നത്. ഓൾ ദ ഡ്രഗ്സ് ഓൾസോ ഹാം അതർ ബോഡി പാർട്സ്, ബ്രെയിൻ ഡാമേജ് ഇസ് ദ മോസ്റ്റ് ഡേഞ്ചറസ് അറ്റ്ലീസ്റ്റ് അണ്ടർസ്റ്റുഡ് കോൺസിക്വൻസ്. മറ്റ് ശരീരത്തിൻ്റെ അവയവങ്ങളെ ബാധിക്കുന്നത് പോലെ തന്നെ തലച്ചോറിനെയും ബാധിക്കുന്നുണ്ട്. പക്ഷേ തലച്ചോറിനാണ് കൂടുതലും ഇത് ബാധിക്കുന്നത്. മക്കളെ ഒരു കാര്യം നോക്കുക, ഈ ഒരു ചാപ്റ്റർ ബേസ് ആയിട്ട് നിങ്ങൾക്ക് എസ്സേ ഉണ്ടാവും.
അപ്പം എസ്സേൻ്റെ അകത്ത് ഈ പറയുന്ന ഈ ഡ്രഗ് അബ്യൂസ് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഏതാണെന്നുള്ളത് വ്യക്തമായിട്ട് എഴുതുക. കൂടുതലും ബാധിക്കുന്ന തലച്ചോറിനാണ് നോക്കുക. ഓക്കെ, ഇനി ഒരു ഡ്രാമ നമുക്ക് പഠിക്കാനുണ്ട്. പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ്. RH വുഡ് എഴുതിയിട്ടുള്ള പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. ഈ ചാപ്റ്ററിൽ നമുക്ക് രസകരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ കാണാൻ പറ്റും. ഈ ചാപ്റ്റർ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ക്യാരക്ടർ സ്കെച്ച് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. ക്യാരക്ടർ സ്കെച്ച് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ അത് കൂടാതെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് കോൺവെർസേഷൻ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ചാപ്റ്റർ ബേസ് ചെയ്തിട്ട് റിവ്യൂ ഉണ്ടാവും കേട്ടോ. റിവ്യൂവും ഈ ചാപ്റ്റർ ബേസ് ചെയ്തിട്ട് വരാൻ സാധ്യതയുണ്ട്. ഈ 2 ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്യാം. നമുക്ക് പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ് നോക്കാം. എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ്, ഒന്നാമത്തെ സെറ്റിംഗ് ഓഫ് ദ പ്ലേ, അതിൻ്റെ മൊത്തം പശ്ചാത്തലം എങ്ങനെയാണെന്ന് ആദ്യം നോക്കാം. ഈ പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ് ഭയങ്കര രസമുള്ളൊരു കഥയാണ്. കുറേ തെറ്റിദ്ധാരണകളും എന്താ പറയുക, മിസ്കമ്മ്യൂണിക്കേഷനൊക്കെ കാരണം ഒരുപാട് പേർക്ക് ടെൻഷൻ കുറച്ച് നേരത്തേക്ക് ഉണ്ടാക്കുന്ന ഒരു കഥയത്. അപ്പോൾ പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസിന് ആദ്യം നമ്മൾ നോക്കേണ്ടത് അതിൻ്റെ മൊത്തം പശ്ചാത്തലം എങ്ങനെയാണ്. ദ പ്ലേ സെറ്റ് ഇൻ എ ബിസി പോസ്റ്റ് ഓഫീസ് ഡ്യൂറിങ് ക്രിസ്മസ് സീസൺ. ഒരു ക്രിസ്മസ് സമയത്ത് ഒരു പോസ്റ്റ് ഓഫീസിൽ, അത് തിരക്കുള്ളൊരു പോസ്റ്റ് ഓഫീസിലാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. പോസ്റ്റേഴ്സ് ഇൻ ദ പോസ്റ്റ് ഓഫീസ് അഡ്വൈസ് കസ്റ്റമേഴ്സ് ടു പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ്. അപ്പം ക്രിസ്മസിൻ്റെ സമയമാകുമ്പോൾ ഗ്രീറ്റിംഗ് കാർഡ് മറ്റ് സമ്മാനങ്ങളൊക്കെ അയക്കുമല്ലോ. അപ്പം അത് നേരത്തെ ആക്കാൻ വേണ്ടിയിട്ട് ആ പോസ്റ്റ് ഓഫീസിലുള്ള ആളുകൾ, വെരി ഗുഡ്, അതാരാ പറഞ്ഞിരിക്കുന്നത്, സ്പൈഡർമാൻ, ആപ്റ്റ്നെസ് ഓഫ് ദ ടൈറ്റിൽ ചോദിക്കും. വെരി ഗുഡ്. ഓക്കെ, ബ്രീഫായിട്ട് പറഞ്ഞുതരാം. ഒരു പരസ്യം ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ക്രിസ്മസിന് മുമ്പ് തന്നെ ക്രിസ്മസിന് അയക്കാനുള്ള സമ്മാനങ്ങൾ തയ്യാറാക്കി വെക്കുക. The story humorously shows the confusion and misunderstanding that occur in a crowded public place. അതാണ് ഒരു എന്താ പറയുക, കെയോസ് ആണ്. ഒരുപാട് കഥാപാത്രങ്ങൾ വന്നു പോകുന്നുണ്ട്. ഇവരൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ആട് സിനിമ കാണുന്ന പോലെയാണ്. കുറേ മണ്ടന്മാരായിട്ടുള്ള ആളുകളെ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ പൊട്ടത്തരം കാണിക്കുകയാണ്. അത് തന്നെയാണ് ഈ കഥയിലും പറയുന്നത്. അവർക്കിടയിൽ ഉണ്ടാവുന്ന കുറേ മണ്ടത്തരങ്ങളാണ് ഇതിനകത്ത്. ശരിക്കും ഇതൊരു തമാശ നിറഞ്ഞ നാടകമാണ് കേട്ടോ. നോക്കിയാലോ, ഒന്നാമത് ഇതിലെ പ്രധാന കഥാപാത്രമായിട്ടുള്ള ഒരാൾ അസിസ്റ്റന്റ് ഇൻട്രൊഡക്ഷൻ ഇങ്ങനെയാണ്. പോസ്റ്റ് ഓഫീസ് അസിസ്റ്റന്റ് ബിഗൻസ് ടോക്കിംഗ് അബൌട്ട് ഹൗ ബിസി ദ പ്രീവിയസ് ഡേ വാസ് ഡ്യൂ ടു ക്രിസ്മസ് മെയിൽ. ഈ ക്രിസ്മസിന് വന്ന കത്തുകൾ കാരണം ഭയങ്കര തിരക്കായിരുന്നു എന്ന കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇയാൾ വരുന്നത്. ഷീ മെൻഷൻസ് സെവറൽ ഫണ്ണി ഇൻസിഡൻസ് വിത്ത് കസ്റ്റമേഴ്സ്. അപ്പോൾ അവരുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് കസ്റ്റമേഴ്സിൻ്റെ മണ്ടത്തരങ്ങൾ കാരണം ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഷോയിങ് ഹൗ സ്ട്രേഞ്ച് പീപ്പിൾ ക്യാൻ ബി. അപ്പോൾ അവിടെയുള്ള ആളുകൾ എത്രത്തോളം മണ്ടന്മാരാണെന്ന് കാണിച്ചിരുന്നത്. എ മാൻ വൺസ് ആസ്ക്ഡ് വെയർ ഹി കുഡ് ബൈ എ സ്റ്റാമ്പ് ഇൻസൈഡ് ദ പോസ്റ്റ് ഓഫീസ്. പിന്നെ an old man with poor eyesight asked for a print of beer thinking the counter was a bar. ഇതൊരു ബാറാണെന്ന് തെറ്റിദ്ധരിച്ചില്ലേ, ഹോട്ടലാണെന്ന് കരുതി ബാർബർ ഷോപ്പിൽ കയറി വൃദ്ധനെ പോലുള്ള മണ്ടന്മാർ അങ്ങ് വിദേശ രാജ്യത്തുണ്ട്. അവരൊക്കെ വന്നിട്ട് അവിടെ എന്ത് ചെയ്യാണ്, ആ ബാറാണെന്ന് കരുതിയിട്ട് വരുന്നു. പിന്നെ സ്റ്റാമ്പ് വാങ്ങാൻ വരുന്നു പോസ്റ്റ് ഓഫീസിൽ. പിന്നെ മുദ്രപത്രമായിട്ട് ഉദ്ദേശിച്ചത് ദീസ് ഇൻസിഡൻസ് മേക്ക് അസിസ്റ്റന്റ് ബിലീവ് ദാറ്റ് പീപ്പിൾ ക്യാൻ ബി വെരി അമ്യൂസിങ് ആൻഡ് ഫൂളിഷ്. ആളുകൾക്ക് വളരെ രസകരമുള്ള മണ്ടന്മാരാകാൻ പറ്റും എന്ന് ആണ് അസിസ്റ്റന്റിന് ഇതിലൂടെ പഠിക്കാൻ പറ്റുന്നത്, മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി അതിൽ വരുന്നൊരു കഥാപാത്രം, ഓരോ കഥാപാത്രം വരുന്നു, അവരെന്തൊക്കെ റോള് ചെയ്തു പോകുന്നുണ്ട് നമുക്ക് നോക്കിയാലോ. ഒന്നാമത്തെ ആള് മിസ്സസ് സ്മിത്ത. Mrs. Smith enters the post office. She complains about cold weather and possible snow on Christmas, which worsens her rheumatism. അവർക്ക് വാദത്തിൻ്റെ പ്രശ്നമുണ്ട്. അത് കാരണം അവർക്ക് ഈ ഒരു കാലാവസ്ഥ, തണുത്ത കാലാവസ്ഥയും മഞ്ഞ് വീഴ്ചയും അവരുടെ വാദത്തിന് എത്രത്തോളം പ്രശ്നം ഉണ്ടാക്കുന്ന അവർ പറയുന്നു. She buys up books of stamps and പോസ്റ്റൽ ഓർഡർ. അവരൊരു സ്റ്റാമ്പിൻ്റെ ഒരു ബുക്കും വാങ്ങുന്നുണ്ട്, പിന്നെ പോസ്റ്റൽ ഓർഡറും സംഘടിപ്പിക്കുന്നുണ്ട്. ഷീ പ്രൗഡ്ലി സേസ് ഷീ ഹാസ് ഓൾറെഡി സെൻഡ് ഓൾ ഹെർ ക്രിസ്മസ് കാർഡ്സ് ആൻഡ് പ്രസൻറ്റ്സ് ഫോളോയിങ് ദ അഡ്വൈസ് ടു പോസ്റ്റ് ഏർലി. അപ്പോൾ എന്താണ്, അവർ അഭിമാനത്തോടു കൂടി പറയുന്നുണ്ട് അവരുടെ ക്രിസ്മസ് കാർഡുകളെല്ലാം അവർ ഓൾറെഡി അയച്ചിട്ടുണ്ട്, ഫോളോയിങ് ദ അഡ്വൈസ് ടു ദി പോസ്റ്റ് ഏർലി. അപ്പോൾ അവിടെ ഒരു പോസ്റ്റർ ഉണ്ടല്ലോ, പോസ്റ്റ് ഏർലി എന്ന് പറഞ്ഞാൽ അതിനെ കണ്ടുകൊണ്ട് ഇവരാ നോക്കിയിട്ടാണ് പറയുന്നത്. അറൈവൽസ് ഓഫ് മിസ്സസ് ജോൺസ് ആണ് അടുത്ത ആള്. മിസ്സസ് ജോൺസ് എൻഡേഴ്സ് ക്യാരിങ് ലാർജ് പാർസൽസ് ഫോർ ക്രിസ്മസ് ഗിഫ്റ്റ് ആയിട്ട് മിസ്സസ് ജോൺസ് വരുന്നുണ്ട്. ഷീ റിക്വസ്റ്റ് അസിസ്റ്റന്റ് ടു ഹാൻഡിൽ ദ പാർസൽസ് കെയർഫുള്ളി സോ ദാറ്റ് ദേ വിൽ നോട്ട് ബി ഡാമേജ്ഡ്. അപ്പോൾ അവിടുത്തെ അസിസ്റ്റന്റിനോട് പറയാണ് ഇത് വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം, ഇതിനകത്ത് പൊട്ടുന്ന പല സാധനമുണ്ട്. അസിസ്റ്റന്റ് പൊളൈറ്റ്ലി റിമൈൻഡ്സ് ദാറ്റ് ഹെർ പോസ്റ്റിംഗ് ഏർലിയർ വുഡ് ഹാവ് ബീൻ ബെറ്റർ. ഇവരും വന്നിട്ട് പറയും നിങ്ങൾക്ക് ഇതൊക്കെ കുറച്ച് നേരത്തെ കൊണ്ടുപോകുന്നൂടായിരുന്നോ, എന്നാൽ മാത്രമേ ഇത് കൃത്യസമയത്ത് അവിടെ എത്തുകയുള്ളൂ. അപ്പോൾ മിസ്സസ് ജോൺസ് ബിക്കം സ്ലൈറ്റ്ലി അനോയ്ഡ്. അവർക്ക് അത് അത്ര പിടിച്ചില്ല. ആൻഡ് സേസ് പോസ്റ്റിംഗ് ടൈം ഇസ് ഹെർ പേഴ്സണൽ ബെറ്റർ. അതൊക്കെ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്, നിങ്ങൾ അതിൽ ഇടപെടണ്ട എന്നാണ് ജോണസ് ആ ടൈമിൽ പറയുന്നത്. പിന്നെയോ ഡെഫ് ഓൾഡ് ജെന്റിൽമാൻ വരുന്നുണ്ട്, ചെവിട് കേൾക്കാത്ത ഒരു മാന്യനായിട്ടുള്ള ഒരാൾ വരുന്നുണ്ട്. അദ്ദേഹം എന്താ പറയുന്നത്, ഡെഫ് ഓൾഡ് ജെന്റിൽമാൻ എൻഡേഴ്സ് ദ പോസ്റ്റ് ഓഫീസ് ടു കളക്ട് ഹിസ് ഓൾഡ് ഏജ് പെൻഷൻ. ഒരു ഓൾഡ് ഏജ് പെൻഷൻ വാങ്ങാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ബിക്കോസ് ഹീസ് ആർട്ട് ഓഫ് ഹിയറിംഗ്, ചെവി കേൾക്കാൻ
ആ ബുദ്ധിമുട്ടുള്ളത് കാരണം ഹി മിസ്അണ്ടർസ്റ്റാൻഡ്സ് എവറിത്തിങ് ആൻഡ് അസിസ്റ്റൻറ്റ് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഹി മിസ്റ്റേക്സ് ദ വേർഡ് ബുക്ക് ഫോർ കുക്ക്. ആ ബുക്ക് എന്ന് പറയുന്നത് കുക്ക് എന്ന് കേൾക്കുന്നു. പിന്നെയോ ഹി തിങ്സ് അസിസ്റ്റൻറ്റ് കോളിങ് ഹിം ടെഡ് ഇൻസ്റ്റെഡ് ഓഫ് സാം. ആ സാം എന്നതിന് പകരം ഇദ്ദേഹത്തിനെ ടെഡ് എന്ന് വിളിച്ചു എന്നതൊക്കെ ഇവർക്ക് ഭയങ്കര പ്രശ്നമാണ്. മിസ്അണ്ടർസ്റ്റാൻഡിങ് ലീഡ് ടു കോമിക് ആർഗ്യുമെന്റ്സ് ബിറ്റ്വീൻ ഹിം ആൻഡ് അസിസ്റ്റന്റ്. അപ്പോൾ ഇയാളുടെ പ്രധാന കാര്യം, ഇയാളുടെ ക്യാരക്ടറൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇയാൾക്ക് ചെവിട് കേൾക്കില്ല എന്നുള്ളതാണ് പ്രധാന വിഷയം. ദ ഫിസി ഓൾഡ് ലേഡി ആൻഡ് ഹെർ കാറ്റ്. അടുത്ത ക്യാരക്ടർ ഒരു ധൃതിയുള്ള ഒരു സ്ത്രീയും അല്ലെങ്കിൽ കുറച്ച് വിപ്രാളക്കാരിയായിട്ടുള്ള സ്ത്രീയും അതുപോലെ തന്നെ ഒരു പൂച്ചയുമാണ്. ദ ഓൾഡ് ലേഡി ആൻഡ് ഈസ് ആസ്കിങ് ഫോർ അഡ്വൈസ് അബൌട്ട് ഹെർ സിക്ക് കാറ്റ് നെയിം ടിഡിൽസ്. ടിഡിൽസ് എന്ന് പറയുന്ന പൂച്ചയ്ക്ക് കുറച്ച് അസുഖമുണ്ട്. അപ്പോൾ അതിന് എന്തെങ്കിലും അഡ്വൈസ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ഷി മിസ്റ്റേക്കിംഗ്ലി തിങ്ക് ദ പോസ്റ്റ് ഓഫീസ് ഇസ് എ വെറ്റനറി ക്ലിനിക്. ഇതൊരു മൃഗാശുപത്രിയാണെന്ന് കണ്ട. അപ്പോൾ ആളുകൾ മണ്ടന്മാരായിട്ട് ചിത്രീകരിക്കുക. ആളുകൾ മണ്ടന്മാർ, നാട് സിനിമയൊക്കെ പോലെ കുറേ കാർട്ടൂൺ കഥാപാത്രങ്ങൾ ഇതിനകത്തുണ്ട് എന്ന രീതിയിലാണ് ഇവർ പറയുന്നത്. അതൊരു വെറ്റിനറി ക്ലിനിക് ആണെന്ന് വെച്ച് വരുന്നു. വെൻ ഷീ റിയലൈസസ് ഹെർ മിസ്റ്റേക്ക്, അവരുടെ മിസ്റ്റേക്ക് തിരിച്ചറിഞ്ഞപ്പോൾ ഷീ ഫീൽസ് എംബാരസ്ഡ്, അവർക്ക് ആകെ നാണക്കേട് തോന്നി. To avoid leaving without buying anything, she purchased a small stamp. അവസാനം ഒന്നും വാങ്ങാതെ പോകുന്ന മോശമല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് അവരെന്ത് ചെയ്യാണ്, അവർ ഇത് വാങ്ങിയിട്ട് പോവാണ്, സ്മോൾ സ്റ്റാമ്പ് വാങ്ങിയിട്ട് പോവാണ്. ക്ലിയർ? ദ ഫാർമർ ആൻഡ് ബോബ് ന്യൂസ്. ഇവിടെ നിന്നാണ് ട്വിസ്റ്റ് സംഭവിക്കുന്നത്. ദ ഫാർമർ ബ്രൗൺ അറൈവ്സ് പാർസൽ ടു സെൻഡ് ഹ്യൂമറസ്ലി ആസ് അസിസ്റ്റന്റ് വെദർ എനി ബോംബ്സ് ഹാവ് അറൈവ്ഡ് ഇൻ ദ മെയിൽ. അവിടെ അടുത്ത ലണ്ടനിലെങ്ങാനും ബോംബ് വെച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം മുമ്പ് സംഭവിച്ചത് കാരണം നമ്മുടെ ഫാർമർ വന്നിട്ട് പറയണേ ഇവിടെ ബോംബ് ഒന്നും വന്നിട്ടില്ലല്ലോ എന്ന് ചോദിക്കും. ഹി റീഡ്സ് എ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിംഗ് സ്റ്റേറ്റ് ദാറ്റ് ദ ടൈം ബോംബ് ഡിസ്ഗൈസ്ഡ് ആസ് ക്രിസ്മസ് പാർസൽ വാസ് ഡിസ്കവർഡ് ഇൻ ലണ്ടൻ പോസ്റ്റ് ഓഫീസ്. ലണ്ടൻ പോസ്റ്റ് ഓഫീസിനകത്ത് ടൈം ബോംബ് ഒരു ക്രിസ്മസ് പാർസലിൻ്റെ രൂപത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. ടൈം ബോംബ് ക്രിസ്മസ് പാർസലിൻ്റെ രൂപത്തിൽ വന്നത് അവിടെ മൊത്തം ഒരു പേടി ജനിച്ചിട്ടുണ്ടായിരുന്നു. അക്കോർഡിംഗ് ടു ദ റിപ്പോർട്ട് ദ ടിക്കിംഗ് സൗണ്ട് യൂഷ്വലി ഇൻഡിക്കേറ്റ്സ് ടൈം ബോംബ്. ഈ ടിക് 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 സൗണ്ട് ഉണ്ടല്ലോ അത് ആക്ച്വലി ടൈം ബോംബുമായി അസോസിയേറ്റ് ചെയ്തതായിട്ട് ധരിച്ചിരിക്കുകയാണ്. ദിസ് കോൺവെർസേഷൻ ലേറ്റർ ബിക്കംസ് ഇമ്പോർട്ടൻറ്റ് ഇൻ ക്രിയേറ്റിംഗ് പാനിക്. അവിടെയൊക്കെ ഒരു ഭയം ഉണ്ടാക്കുന്ന സിറ്റുവേഷനിലേക്ക് ഈ കോൺവെർസേഷൻ നയിക്കുകയാണ്. മിസ്സസ് ഇഗിൻസ് ആൻഡ് ബെർട്ടെ അവരാണ് അടുത്ത ക്യാരക്ടേഴ്സ്. മിസ്സസ് ഇഗിൻസ് എൻറ്റേഴ്സ് വിത്ത് ഹെർ മിസ്ചീവിയസ് സൺ ബെർട്ടെ ഹിഗിൻസ്. ഇവരുടെ മോനുണ്ട്, ഒരു കുരുത്തം കെട്ട ചെക്കനാണ്. ഈ കുരുത്തം കെട്ട ചെക്കനായിട്ട് വരികയാണ്. ഷി ബൈ സ്റ്റാമ്പ്സ് ആൻഡ് മണി ഓർഡർ. സ്റ്റാമ്പുകളും മണി ഓർഡറുകളും സ്വീകരിച്ചു. ബെർട്ടെ ബിഹേവ്സ് ബാഡ്ലി. വളരെ നാണക്കേടായിട്ടാണ് ആ പയ്യൻ അവിടെ പെരുമാറുന്നത്. യൂസസ് പുവർ ഗ്രാമർ. പിന്നെ ആൻഡ് ആസ് റിപ്പീറ്റഡ്ലി ഫോർ ടോയ് എഞ്ചിൻ ആൻഡ് ഐസ്ക്രീം. അവർക്ക് വേണ്ടത് ഒരു ടോയ് എഞ്ചിനും ഐസ്ക്രീമുമാണ്. ഇഗിൻസ് കോൺസ്റ്റന്റ്ലി സ്കോൾസ് ഹിം. പിന്നെയോ ക്രിയേറ്റിംഗ് അനദർ കോമിക് സിറ്റുവേഷൻ. അതാണ് അവിടുത്തെ ഒരു കോമിക് സിറ്റുവേഷൻ, അവൻ്റെ ഈ ഒരു പെരുമാറ്റം. പിന്നെ ഫോറിൻ ടൂറിസ്റ്റ്, ഇവിടെയാണ് ശരിക്കും ട്വിസ്റ്റ് വരുന്നത്. എന്താണ്? ഫോറിൻ ടൂറിസ്റ്റ് എൻറ്റേഴ്സ് ആയി ക്യാരിങ് എ ഹെവി പാർസൽ. ഒരു ഹെവി പാർസലായിട്ട് വരുന്നു. ഹി ആസ് ദ അസിസ്റ്റന്റ് ടു സെൻഡ് ദ പാർസൽ ടു ഹിസ് ഫ്രണ്ട്. ഇയാളുടെ ഫ്രണ്ടിനാണ് അയക്കാൻ പറയുന്നത്. ദ പാർസൽ ഇസ് കെയർഫുള്ളി പാക്ഡ് ആൻഡ് വെരി ഹെവി. ആ ഒരു പാർസൽ വളരെ നല്ല രീതിക്ക് കെട്ടി ഒതുക്കിയിട്ടുണ്ടായിരുന്നു. അതിന് ഭയങ്കര കനവുണ്ടായിരുന്നു. ദ ടൂറിസ്റ്റ് സീംസ് വെരി ആങ്ഷ്യസ് അബൌട്ട് ഇറ്റ്സ് സേഫ്റ്റി ആൻഡ് ആസ്ക്സ് സെവറൽ ക്വസ്റ്റ്യൻസ്. ഇയാൾ ഒരുപാട് ചോദ്യങ്ങളും ചോദിക്കും. ഒരു സസ്പീഷ്യസ് അടിക്കുന്നുണ്ട്, സസ്പീഷ്യസ് ആവുന്നുണ്ട്. വിൽ ഇറ്റ് ബി ഹാൻഡിൽ കെയർഫുള്ളി. നല്ല രീതിയിൽ ഇത് കൈകാര്യം ചെയ്യുമോ? വിൽ ഇറ്റ് ബി ഓപ്പൺ, ഇത് തുറന്ന് നോക്കുമോ? വിൽ ഇറ്റ് ബി സ്റ്റോളൻ, ഇത് മോഷ്ടിക്കപ്പെടുമോ? ഇപ്പോൾ നമ്മളൊരു സാധനം ഒരു സ്ഥലത്ത് കൊണ്ടു കൊടുക്കാൻ പോവുകയാണെങ്കിൽ ചേട്ടാ ഇത് നല്ലപോലെ നോക്കണേ, ഇതിനകത്ത് കുറച്ച് പൊട്ടുന്നതാണേ ചീറ്റുന്നതാണേ എന്ന് പറയുന്ന സമയത്ത് എന്തായിരിക്കും ഇതിനകത്തുള്ളത് എന്നുള്ളൊരു ചിന്ത എല്ലാവർക്കും വരും. അതുപോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. സസ്പീഷ്യസ് ബിഹേവിയർ മേക്സ് ദ അസിസ്റ്റന്റ് ഫീൽ അൺഈസി. ഇവൻ്റെ ഈ പെരുമാറ്റം കണ്ട സമയത്ത്, ഫോറിനറിൻ്റെ പെരുമാറ്റം, ഒന്നാമത് ഇയാൾ വരുന്നത് വലിയ കോട്ടൊക്കെ ഇട്ടുകൊണ്ടാണ്, ഗ്ലൗസൊക്കെ ഇട്ടിട്ട് വരുന്ന സമയത്ത് ഇയാളുടെ രൂപം കണ്ടിട്ട് ഇവർക്കെല്ലാം പേടി വരും. എന്നിട്ട് ഒരു അൺഈസി ലുക്കിലേക്ക് വരും. ദ സസ്പീഷ്യസ് ടിക്കിംഗ് സൗണ്ട്. അടുത്തത് ട്വിസ്റ്റാണ്. ആഫ്റ്റർ ദ ടൂറിസ്റ്റ് ലീവ്, ടൂറിസ്റ്റ് പോയ സമയത്ത് ബെറ്റെ ഹേഴ്സ് എ ടിക്കിംഗ് സൗണ്ട് ഫ്രം ദ പാർസൽ. വേറെ ആരും അല്ല കേട്ടോ, ആ ചെറിയ കുരിപ്പ് പയ്യനില്ല ചെറുത്, അവനാണ് ഈ ടിക് ടിക് സൗണ്ട് കേൾക്കുന്നത്. അതേഴ്സ് ലിസൺ കെയർഫുള്ളി ആൻഡ് കൺഫേം ദാറ്റ് ദ ടിക്കിംഗ് നോയ്സ് ഇസ് കമ്മിങ് ഫ്രം ഇൻസൈഡ് ദ പാർസൽ. ടിക് 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 സൗണ്ട് വരുന്നത് പാർസലിനകത്തുനിന്നാണെന്ന് മറ്റുള്ളവരും കൺഫേം ചെയ്തു. റിമെമ്പറിങ് ദ ന്യൂസ് പേപ്പർ സ്റ്റോറി അബൌട്ട് ദ ടൈം ബോംബ്. ടൈം ബോംബിനെ കുറിച്ചുള്ള വാർത്ത വായിച്ചതുകൊണ്ട് തന്നെ എവരി വൺ ബിഗിൻസ് ടു പാനിക്. എല്ലാവരും തന്നെ പാനിക് ആവാൻ തുടങ്ങി. ദേ സസ്പെക്ട് ദ പാർസൽ മൈറ്റ് കണ്ടെയ്ൻ എ ബോംബ്. ഈ പാർസലിനകത്ത് ഒരു ബോംബ് ഉണ്ടെന്ന് എല്ലാവരും അങ്ങോട്ട് ധരിച്ചു. പാനിക് ഇൻ ദ പോസ്റ്റ് ഓഫീസ്. പിന്നെ അവിടെ ഒരു പാനിക് സിറ്റുവേഷനാണ്. ഓക്കെ, നാടകമാണ്, കൃത്യമായിട്ട് മനസ്സിലാക്കി. റിവ്യൂ, ആപ്റ്റ്നെസ് ഓഫ് ദ ടൈറ്റിലൊക്കെ പഠിക്കണേ. ദ അസിസ്റ്റന്റ് ആൻഡ് കസ്റ്റമേഴ്സ് ബിക്കം എക്സ്ട്രീംലി ഫ്രൈറ്റൻഡ്. എല്ലാവർക്കും പേടിയായി.
പിന്നെയോ they sent Berete to bring a policeman. ഒരു പോലീസുകാരനെ കൂട്ടിക്കൊണ്ടുവരാൻ കുരിപ്പ് പയ്യനെ വിട്ടു. പീപ്പിൾ ഹൈഡ് ബിഹൈൻഡ് കൗണ്ടേഴ്സ് ആൻഡ് ഫർണിച്ചർ ടു പ്രൊട്ടക്ട് ദംസെൽസ് ഫ്രം സപ്പോസ്ഡ് എക്സ്പ്ലോഷൻ. ഇത് പൊട്ടിത്തെറിക്കുമ്പോൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, ആളുകൾ ഓരോ സ്ഥലത്ത് ഒളിച്ചു. ദ അറൈവൽ ഓഫ് ദ പോലീസ്മാൻ വന്നു. പോലീസ്മാൻ അറൈവ്സ് ടു ഇൻവെസ്റ്റിഗേറ്റ് ദ സിറ്റുവേഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടി പോലീസ്മാൻ വന്നു. He also hears the ticking sound and becomes cautious. അയാളും കുറച്ചുകൂടെ കരുതിയിരിക്കുന്നു. The assistant brings a bucket of water to prevent the bomb from exploding. ബോംബ് പൊട്ടിത്തെറിക്കുന്നതിൽ നിന്നും തടയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഓപ്പണിംഗ് ദ പാർസൽ, പിന്നെ പാർസൽ തുറക്കുകയാണ്. The policeman begins to unwrap the suspicious parcel. ഒരാൾ കൂട്ടുകാരന് വേണ്ടി അയക്കാൻ തന്നു വിട്ട പാർസൽ അയാളുടെ അനുമതി ഇല്ലാതെ അവിടെ തുറക്കുന്നു. അറ്റ് ദ മൊമെന്റ് ദ ഫോറിൻ ടൂറിസ്റ്റ് റിട്ടേൺസ് ടു കളക്ട് ദ ഫോർഗോട്ടൺ ഗ്ലൗസ്. അപ്പോൾ ഈ ഫോറിൻ ടൂറിസ്റ്റ് മറന്നു വെച്ച് അയാളുടെ ഗ്ലൗസ് എടുക്കാൻ അങ്ങോട്ട് തിരിച്ചു വരികയാണ്. ദ ഫാർമർ ഹോൾഡ്സ് ദ ടൂറിസ്റ്റ്. അപ്പോൾ ഓടി വന്നിട്ട് ഈ ഫാർമർ ഈ ടൂറിസ്റ്റിന് ടെററിസ്റ്റ് എന്നുള്ള കണക്കെ പിടിച്ചു വയ്ക്കുന്നു. ബിലീവിങ് ഹീസ് ബോംബ് സസ്പെക്ട്, ഇവൻ ബോംബ് വെച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ. ഓക്കെ, ദ പോലീസ്മാൻ ത്രോസ് പാർസൽ ഇൻ ടു ദ ബക്കറ്റ് ഓഫ് വാട്ടർ ടു സ്റ്റോപ്പ് ദ ബോംബ്. ഇയാൾ എന്ത് ചെയ്യണം, ഒരു ബക്കറ്റ് വെള്ളം എടുത്തിട്ട് പാർസലിനെ ഈ വെള്ളത്തിനകത്തോട്ട് ഇട്ടു. ദ ട്രൂത്ത് റിവീൽഡ്, പിന്നെയാണ് സത്യം തെളിയുന്നത്. എന്താ ട്വിസ്റ്റ്? When the parcel is opened, everyone discovers that it contained only a beautiful Swiss clock. അത് തുറന്ന സമയത്ത് മനസ്സിലായി അതിനകത്തൊരു ക്ലോക്കാണുള്ളത്, നല്ല മനോഹരമായ സ്വിസ് ക്ലോക്ക് ആണുള്ളത്. ദ ടിക്കിംഗ് സൗണ്ട് വാസ് ജസ്റ്റ് ദ സൗണ്ട് ഓഫ് ദ ക്ലോക്ക്. ആ ക്ലോക്കിൻ്റെ സൗണ്ടാ, നോട്ട് എ ബോംബിൻ്റെ സൗണ്ട് അല്ല. The tourist becomes extremely angry. ടൂറിസ്റ്റിന് ഇത് കേട്ടിട്ട് ആകെ ദേഷ്യം വന്നു. ബിക്കോസ് ദ ക്ലോക്ക് ഹാസ് ബീൻ ഡാമേജ്ഡ് ബൈ വാട്ടർ. വെള്ളം കാരണം ഈ ക്ലോക്ക് കേടായി. ദ ടൂറിസ്റ്റ് ആങ്കർ, പിന്നെ ഈ ടൂറിസ്റ്റിന് ദേഷ്യം വരാൻ തുടങ്ങി. ടൂറിസ്റ്റ് സേസ് ഹി ബോട്ട് ദ ക്ലോക്ക് ഓൾ വേ ഫ്രം സ്വിറ്റ്സർലാൻഡ് ആസ് എ ക്രിസ്മസ് പ്രസന്റ്. അത് സ്വിറ്റ്സർലാൻഡിൽ നിന്ന് എങ്ങാനും പൊക്കിക്കൊണ്ട് വന്നത് ഒരു ക്രിസ്മസ് സമ്മാനമായിട്ട്. സ്വിസ് സാധനങ്ങൾക്ക് നല്ല വിലയാണ്. സ്വിസ് വാച്ചുകൾക്ക് ഭയങ്കര വില, റാഡോ റോളക്സ് സാധനങ്ങളൊക്കെ ഇല്ലേ, ഈ സ്വിസ് മെയ്ഡ് വാച്ചുകൾക്ക് നല്ല വിലയുണ്ട്. അപ്പോൾ ഈ സ്വിസ്സിന് ഉണ്ടാക്കുന്ന ക്ലോക്കിന് നല്ല വിലയാണ്. ഹി ത്രെട്ടൻസ് ടു ടേക്ക് ലീഗൽ ആക്ഷൻസ് അഗൈൻസ്റ്റ് ദ പീപ്പിൾ ഇൻ ദ പോസ്റ്റ് ഓഫീസ്. എല്ലാത്തിനും ഞാൻ പോലീസിനെ കൊണ്ട് കയറ്റിക്കും, കോടതി കയറ്റിക്കും, പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചു. ഹി ആംഗ്രി ലീവ്സ് ക്രിറ്റിസൈസ് ദ പോസ്റ്റൽ സർവീസ്. അയാൾ ആകെ ദേശത്തിന് അവിടെ തെറ്റിപ്പിരിഞ്ഞ് വരും, മൊത്തം പോസ്റ്റൽ സർവീസിനെയും കുറ്റം പറഞ്ഞുകൊണ്ട്. Any assistant decision after the embarrassing incident, the assistant became frustrated with post office job. അവർക്ക് ഈ പോസ്റ്റ് ഓഫീസ് ജോലി തീരെ പിടിക്കാതാവും. She decides to leave job permanently. അവിടുന്ന് ജോബ് ക്വിറ്റ് ചെയ്തിട്ട് പോകാൻ തീരുമാനിക്കുന്നു. ഷി സേസ് ഷി വിൽ വർക്ക് ഇൻ ആൻ ആനിമൽ ക്ലിനിക് ഇൻസ്റ്റന്റ്. ഇതിലും ഭേദം ഞാൻ ഏത് മൃഗാശുപത്രിയിൽ പണിയെടുക്കുന്ന. ബിക്കോസ് ആനിമൽസ് ഡു നോട്ട് ക്രിയേറ്റ് സച്ച് ഫൂളിഷ് കൺഫ്യൂഷൻ. മൃഗങ്ങൾ ഇമ്മാതിരി മണ്ടത്തരൊന്നും കാണിക്കൂല. എൻഡ് ഓഫ് ദ പ്ലേ. കഥ എങ്ങനെ അവസാനിക്കുന്നത്? ദ പ്ലേ ആൻഡ്സ് വിത്ത് അസിസ്റ്റന്റ് ലീവിംഗ് ദ പോസ്റ്റ് ഓഫീസ്. അസിസ്റ്റന്റ് പോസ്റ്റ് ഓഫീസിലെ ജോലി മതിയാക്കി പോകുന്നു. ദ സിറ്റുവേഷൻ ഹൈലൈറ്റ്സ് ഹൗ മിസ്അണ്ടർസ്റ്റാൻഡിങ്. എന്തൊക്കെയാണ് മിസ്അണ്ടർസ്റ്റാൻഡിങ്? തെറ്റിദ്ധാരണ, ഭയം ആൻഡ് ഇമാജിനേഷൻ. നമ്മുടെ ഇതുണ്ടല്ലോ, അമിതമായ ചിന്ത ക്യാൻ ലീഡ് ടു അൺനെസസറി പാനിക്. ഇത് കാരണം അൺനെസസറി ചിന്തകൾ ഉണ്ടാക്കുന്നു എന്നുള്ള കാര്യം. അപ്പോൾ രസമുള്ളൊരു കഥയാണ്. ഇത്രയൊക്കെ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള. കുറച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ തന്നിരിക്കുന്നത്. ക്യാരക്ടർ സ്കെച്ച് നോക്കുക, റിവ്യൂ നോക്കുക, കൂടാതെ ഇത് ബേസ് ചെയ്തിട്ട് ആപ്റ്റ്നസ് ഓഫ് ദ ടൈറ്റിലും കൂടെ ഒന്ന് മക്കൾ പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും കേട്ടോ. ഇനി ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ്, വേറൊരു ചെറിയ ആ ചെക്കൻ്റെ കുരുത്തക്കേടാണ് ഈ കഥയെ പഠിക്കാനുള്ളത്. ആർ.കെ. നാരായണൻ്റെ ഒരു കഥയാട്ടോ. ഇതുപോലെ കുരുത്തക്കേടുള്ള ഒരു പയ്യൻ്റെ കഥയാണ് അടുത്ത പഠിക്കാനുള്ളത്. ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ്, കുറ്റവും ശിക്ഷയും. പേരൊക്കെ കേൾക്കുമ്പോൾ സമയത്ത് നമ്മൾ വിചാരിക്കും എന്തോ വലിയ ക്രൈമാണ്, പക്ഷേ ഇതും രസകരമായിട്ടുള്ളൊരു കഥയാണ്. ഒരു കുഞ്ഞു പയ്യൻ ഉണ്ടാക്കുന്ന കുറേ കുഴപ്പങ്ങളാണ് ഈ കഥയിൽ പഠിക്കാനുള്ളത്. ആർ.കെ. നാരായണൻ്റെ കഥയാണ് ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ്. കഥ തുടങ്ങുന്നത് എങ്ങനെയാണ്? ബിഗിനിങ് ഓഫ് ദ ലെസൺ എങ്ങനെയാണ്? The story begins during private mathematics lesson between a teacher and a young boy. ഒരു കുഞ്ഞു പയ്യനും അവൻ്റെ ടീച്ചറും തമ്മിലുള്ള സംഭാഷണം വെച്ചാണ് ആരംഭിക്കുന്നത്. ടീച്ചർ ആസ് ദ ബോയ് a simple question, ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. വാട്ട് ഈസ് 16 and 3 multiplied? 16 ഗുണം 3 എന്താണെന്ന് ചോദിക്കുന്നു. ബോയ് റിപ്പീറ്റഡ്ലി ആൻസേഴ്സ് 24, which is incorrect. ഇതാണ് തുടക്കം. The teacher suspects that boy intentionally giving the wrong answer to annoy him. ഇവന് ശരിയുത്തരം അറിഞ്ഞിട്ടും ഇവൻ ഈ ഒരു സാറിനെ ഉപദ്രവിക്കാൻ വേണ്ടി മനഃപൂർവ്വം തെറ്റുത്തരം പറയുകയാണെന്ന് ഇയാളൊരു സസ്പെക്റ്റ് ചെയ്യുക, അങ്ങ് സംശയിക്കുകയാണ്. ഇനി ടീച്ചേഴ്സിന് ഒരു ഫ്രസ്ട്രേഷൻ വരുന്നുണ്ട്. എന്തൊക്കെയാ? ദ ടീച്ചർ ബിക്കംസ് ഇൻക്രീസിംഗ്ലി ആംഗ്രി ആൻഡ് ഫ്രസ്ട്രേറ്റഡ് ബിക്കോസ് ദ ബോയ്സ് കീപ് റിപ്പീറ്റിംഗ് ദ സെയിം റോങ് ആൻസർ. ഇവൻ റിപ്പീറ്റഡ്ലി തെറ്റുത്തരം പറയുന്നത് ഇവർക്കൊരു പ്രശ്നമാണ്.
അറിയെങ്കിൽ ഈ ചെക്കന് ശരിയായ ഉത്തരം പറഞ്ഞാൽ മതി. ഈവൻ ഈ ടീച്ചർ തലവേദന പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉപദ്രവിക്കുകയാണ്. ദ ബോയ് സ്മൈൽസ് മേക്സ് ടീച്ചർ തിങ്ക് ഹീ ഈസ് ബീങ് ഡെലിബറേറ്റ്ലി ഡിസൊബീഡിയൻറ്റ്. ഇവൻ ഇത് ചെയ്തത് കൂടാതെ ഈ ടീച്ചറെ നോക്കി ചിരിക്കുകയും ചെയ്യും. ദ ടീച്ചർ വെറീസ് ബിക്കോസ് ദ ബോയ്സ് പാരൻസ് എക്സ്പെക്ട് ഹിം ടു സ്കോർ ഹൈ മാർക്സ് ആൻഡ് ഗെറ്റ് പ്രൊമോട്ടഡ് ടു നെക്സ്റ്റ് ക്ലാസ്. അപ്പോൾ ഇവനൊരു ലാളിച്ച് വളർത്തപ്പെട്ട പയ്യനാണ്. ലാളിച്ച് വളർത്തപ്പെട്ട പയ്യനായതുകൊണ്ട് തന്നെ ഇവനിങ്ങനെ താലോലിച്ച് വളർത്തി കൊണ്ടുവരാനാണ് ഇവൻ്റെ പാരൻസിന് ഇഷ്ടം. അപ്പോൾ ഇവൻ നല്ല മാർക്കോടുകൂടി പാസ്സാവണം, പഠിക്കണം എന്ന് ഇവൻ്റെ വീട്ടുകാർ ആഗ്രഹമാണ്. ഇൻ എ മൊമെൻറ്റ് ഓഫ് ആങ്കർ. പക്ഷേ ഇവൻ്റെ ഈ ശല്യം കാരണം ദ ടീച്ചർ ലോസസ് ദ കൺട്രോൾ ആൻഡ് സ്ലാപ്സ് ദ ബോയ് ഓൺ ഹിസ് ചെക്ക്. അതാണ് സഹി ഇട്ടിട്ട് അവസാനം അവൻ്റെ കവാലം പൊളക്കെ ഒന്ന് കൊടുത്ത് മുഖത്ത് നോക്കി നല്ലൊരു അടി. സഹിക്കുന്നതിനൊരു പരിധിയിൽ ഏത് ലാളിച്ച് വളർത്തിയ കുട്ടിയാണെങ്കിലും അടി കിട്ടും. പിന്നെയാണ് പ്രശ്നം തുടങ്ങുന്നത്. ദ ബോയ്സ് റിയാക്ഷൻ. അപ്പോൾ അടി കിട്ടിയ ശേഷം ദ ബോയ് ബീങ് സ്ലാപ്ഡ്, ദ ബോയ് സ്റ്റാർട്ട്സ് ക്രൈങ് ലൈവിൻ്റെ ഉറക്കെ കരയാൻ തുടങ്ങി. ഹി ത്രെറ്റൻസ് ദ ടീച്ചർ ബൈ സെയിങ് ഹി വിൽ ടെൽ ഹിസ് പാരൻസ് ആൻഡ് മദർ അബൌട്ട് ദിസ്. ഞാൻ അച്ഛനോടും അമ്മയോട് പറഞ്ഞു കൊടുക്കും എന്ന് പറഞ്ഞ് ഇവൻ കരയാൻ തുടങ്ങി. ദ ടീച്ചർ ഇമ്മീഡിയറ്റ്ലി ബിക്കംസ് ഫ്രൈറ്റൻഡ് ആൻഡ് റിഗ്രറ്റ്ഫുൾ. അടിച്ച് പോയല്ലോ എന്നുള്ളതിൽ ഇയാൾക്ക് ഭയങ്കര കുറ്റബോധവും വരാൻ തുടങ്ങി. പിന്നെ അടിച്ചല്ലോ എന്നുള്ള പേടിയും വരാൻ തുടങ്ങി. ഹി ബെഗ്സ് ദ ബോയ് നോട്ട് ടു റിപ്പോർട്ട് ദ ഇൻസിഡൻറ്റ്. മോനെ ഇത് പറയല്ലേ എന്നുള്ളൊരു കാര്യം പറഞ്ഞു. ദ ബോയ്സ് പാരൻസ്, പിന്നെ ബോയിൻ്റെ പാരൻസ് എങ്ങനെയുള്ള ആൾക്കാരാണെന്ന് നമ്മൾ പറയുന്നത് നോക്കിയാലോ. ദ ബോയ്സ് പാരൻസ് ആർ വെരി ലവിങ് ആൻഡ് ഓവർ പ്രൊട്ടക്റ്റീവ്. ഈ ചെക്കനെ ലാളിച്ച് വഷളാക്കി വെച്ചിട്ടുണ്ട്. ദേ കൺസിഡർ സൺ ആസ് എ പെർഫെക്റ്റ് ഏഞ്ചൽ. എല്ലാം തിങ്ങിയ ഒരു മാലാഖയാണെന്ന്, ഫുൾ ഓഫ് സ്വീറ്റ്നസ് ആൻഡ് ഇന്നസെൻസ്. നിഷ്കളങ്കതയും മാധുര്യവും നിറഞ്ഞ കുഞ്ഞനാണെന്നാണ് ധരിച്ചിരിക്കുന്നത്. ദേ പ്രൊവൈഡ് ഹിം വിത്ത് മെനി കംഫർട്ട് ആൻഡ് ലക്ഷറി ഇൻക്ലൂഡിങ്. ഇവൻ എന്തൊക്കെ സൗകര്യങ്ങൾ അവർ ഒരുക്കി കൊടുത്തതെന്നറിയോ? ഒരു സ്പെഷ്യൽ നഴ്സറി, വില കൂടിയ കളിപ്പാട്ടങ്ങൾ, പിന്നെയോ മിനിയേച്ചർ ഫർണിച്ചർ. അവന് മാത്രമായിട്ടുള്ള മേശയും കസേരയും, പെഡൽ മോട്ടോർ കാർ, കളിക്കാനായിട്ട് പെഡൽ മോട്ടോർ കാർ, കബോർഡ് ഫിൽഡ് വിത്ത് സ്വീറ്റ്സ് ആൻഡ് ബിസ്ക്കറ്റ്സ്. ഒരുപാട് മധുരങ്ങളും ബിസ്ക്കറ്റുകളും തിങ്ങി നിറച്ച് വെച്ചിട്ടുള്ള കബോർഡുകൾ. ദേ ബിലീവ് ഇൻ റേസിംഗ് ചൈൽഡ് വിത്ത് കംപ്ലീറ്റ് ഫ്രീഡം വിത്തൗട്ട് സ്ട്രിക്റ്റ് ഡിസിപ്ലിൻ. വലിയ കണിശമായിട്ടുള്ള സ്ട്രിക്റ്റ് ഡിസിപ്ലിൻ ഇല്ലാതെ പയ്യനെ സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് വളർത്തുന്നത്. പാരൻസ് ഐഡിയാസ് അബൌട്ട് ചൈൽഡ് സൈക്കോളജി. അപ്പം ഈ പാരൻസിൻ്റെ ചിന്ത എന്താ ഇവനെക്കുറിച്ച്? ദ ബോയ്സ് പാരൻസ് സ്ട്രോങ്ലി ബിലീവ് ഇൻ മോഡേൺ ചൈൽഡ് സൈക്കോളജി തിയറീസ്. അവർ മോഡേൺ ചൈൽഡ് സൈക്കോളജി തിയറിയിൽ വിശ്വസിക്കുന്നത് ദേ ടെൽ ദ ടീച്ചർ നോട്ട് ടു സ്കോൾഡ് ഓർ പണിഷ് ദ ചൈൽഡ്. കുഞ്ഞിനെ അടിക്കല്ലേ, തല്ലല്ലേ, ചീത്ത പറയല്ലേ എന്നാണ് പറയുന്നത് ടീച്ചറോട്. അക്കോർഡിംഗ് ടു ദം സ്ട്രിക്റ്റ് ഡിസിപ്ലിൻ മേ ഡാമേജ് ചൈൽഡ് പേഴ്സണാലിറ്റി. കുഞ്ഞിൻ്റെ പേഴ്സണാലിറ്റി, വ്യക്തിത്വത്തെ അത് ബാധിക്കുമെന്നൊരു ഭയം. ദ ഫാദർ ഹാസ് ഈവൻ റിട്ടൺ എ തീസിസ് ഓൺ സൈക്കോളജി ആൻഡ് ദ മദർസ് ഹാസ് സ്റ്റഡീഡ് ഇറ്റ് ആസ് വെൽ. അച്ഛൻ ഇതിനെക്കുറിച്ച്, കുഞ്ഞുങ്ങളുടെ സൈക്കോളജീനെ കുറിച്ചിട്ട് ഒരു തീസിസ്, ഒരു പ്രബന്ധം തയ്യാറാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതൊക്കെ എൻ്റെ അമ്മ പഠിച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു പിള്ളേരെ വളരെ ലാളിച്ച് താലോലിച്ച് വളർത്തി വെടക്കാക്കി വെച്ചിരിക്കുകയാണ് ഈ അച്ഛനും അമ്മയും. Every day they spend half an hour lecturing the teacher about these theories. എല്ലാ ദിവസവും ഈ ടീച്ചറിൻ്റെ അടുത്ത് ലെക്ചറിങ് ദ ടീച്ചർ അബൌട്ട് ദീസ് തിയറീസ്. ഈ തിയറീനെ കുറിച്ച് ഇങ്ങനെ പഠിപ്പിച്ച് വിടും. വെറുപ്പിക്കലാവും. ടീച്ചേഴ്സ് പ്രൈവറ്റ് ഒപ്പീനിയൻ. ഇനി ടീച്ചർക്കുള്ള അഭിപ്രായം എന്താ നോക്കണം. Although the teachers pretends to agree with the parents പറയുന്നത് ശരിയാണെന്ന് അഭിനയിച്ച് അംഗീകരിക്കും. He actually believes the boys need strict discipline. ഇവർക്കറിയാം ഈ ചെക്കന് നല്ല പെടയുടെ കുറവുണ്ടെന്ന്. ഇൻ ഹിസ് ഒപ്പീനിയൻ, ഇയാളുടെ അഭിപ്രായത്തിൽ, the boy behaves like a little gorilla rather than a well behaved child. ഇവൻ ലിറ്റിൽ ഏഞ്ചൽ ഒന്നല്ല, ഇവൻ ഗൊറില്ല ആൾക്കുരങ്ങാണ്. than a well behaved child. ഒരു കുഞ്ഞനല്ല, ഇവൻ കൊരങ്ങനാണെന്ന് പറയുന്നു. ടീച്ചിങ് ദ ബോയ് ഈസ് എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് ഫോർ ഹിം. ഇവനെ കൊണ്ട് തലവേദനയാണെന്നാണ് പറയുന്നത്. ദേ ഓൺലി റിലീഫ് ദ ടീച്ചർ ഗെറ്റ്സ് ഹിസ് സാലറി ഓഫ് 30 rupees റിസീവ്സ് എ മന്ത്. മാസാമാസം കിട്ടുന്ന 30 രൂപ ശമ്പളമാണ് ഇവരുടെ ഏക ആശ്വാസം. എന്നിട്ടോ ദ ടീച്ചർ ട്രൈസ് ടു കം ദ വേ. പിന്നെ കഥയിലേക്ക് തിരിച്ചു വരിക. ഒരു അടി കൊടുത്തല്ലോ, അപ്പം എന്നെ ഈ കുട്ടീനെ സമാധാനിപ്പിച്ചില്ലെങ്കിൽ മാസം കിട്ടുന്ന 30 രൂപ പോകും. മോനെ, അന്നത്തെ 30 എന്ന് പറഞ്ഞാൽ ഇന്ന് 30,000-ൻ്റെ പവറാ. ആഫ്റ്റർ സ്ലാപ്പിംഗ് ദ ബോയ്, കുഞ്ഞനെ തല്ലിയ ശേഷം ദ ടീച്ചർ ട്രൈസ് വേരിയസ് വേ ടു കാം ഹിം ഡൗൺ. ഇവനെ സമാധാനിപ്പിക്കാൻ അവർ പല വഴിയും നോക്കും. ഹി ടെൽസ് ദ ബോയ് നോട്ട് ടു ക്രൈ ആൻഡ് ടു ബിഹേവ് ലൈക്ക് എ ബ്രേവ് സോൾജർ. മോനെ, കരയിലെ ധൈര്യമുള്ള പട്ടാളക്കാരനെ പോലെ പെരുമാറൂ എന്ന് പറയുന്നു. ബോയ് റിപ്ലൈസ് ഹ്യൂമറസ്ലി ദാറ്റ് സോൾജർ വുഡ് ഷൂട്ട് ഇഫ് സമ്മൺ ഹിറ്റ് ഹിം. പട്ടാളക്കാരനാണെങ്കിൽ എങ്ങാനും അയാൾ അടിച്ച അപ്പം വെടിവെക്കും. ദ ടീച്ചർ ലവ്സ് ആർട്ടിഫിഷ്യലി ടു റെഡ്യൂസ് ദ ടെൻഷൻ എന്നുള്ള അമ്മാതിരി ചിരിയൊക്കെ ഉണ്ടല്ലോ, അത് ചിരിക്കും. ആൻഡ് ദ ബോയ് സ്റ്റാർട്ട് ലാഫിങ്. ഇത് കണ്ടപ്പം ഈ ഗതികെട്ട ചിരി കാരണം കുഞ്ഞനും ചിരിക്കാൻ തുടങ്ങും. ദ ബോയ്സ് ടേക്സ് കൺട്രോൾ. പിന്നെ പയ്യൻ അങ്ങോട്ട് ഇതിൻ്റെ സിറ്റുവേഷൻ മുതലെടുക്കാൻ തുടങ്ങും. ദ ബോയ് റെഫ്യൂസ് ടു കണ്ടിന്യൂ ദ ലെസൺ ആൻഡ് ഡിമാൻഡ്സ് ദ ക്ലാസ് ബി ക്ലോസ്ഡ് ഫോർ ദി ഡേ. ഇനി ദിവസം എന്താ പറയുക, ക്ലാസ് ഒന്നും എടുക്കേണ്ട കേട്ടോ, ഇന്നത്തേക്ക് ഇത്ര മതി എന്ന് പറഞ്ഞു. വെൻ ദ ടീച്ചർ റെഫ്യൂസസ്,
ടീച്ചർ അതിനെ റെഫ്യൂസ് ചെയ്തപ്പം ദ ബോയ് അഗെയിൻ ത്രെറ്റൻസ് ടു കംപ്ലൈൻറ്റ് ടു ഹിസ് മദർ. ഇത് ഞാൻ അമ്മയോട് പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞു. ടീച്ചർ അത് സമ്മതിക്കാത്തപ്പം ദ ടീച്ചർ ബിക്കംസ് ഹെൽപ്ലെസ്. ടീച്ചർ ആകെ നിസ്സഹായമായ അവസ്ഥയിലെത്തുന്നു. ആൻഡ് ട്രൈസ് ടു പ്ലീസ് ദ ബോയ് ടു അവോയ്ഡ് ട്രബിൾ. മോനെ കുഴപ്പമൊന്നും ഉണ്ടാക്കല്ലേ എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞു. വേസ്റ്റ് പാരൻസ് അതാരാ പറഞ്ഞിട്ട് അമ്മൽ ജോയ് 219 കറക്റ്റാണ്. ഇനി ട്രെയിൻ ഗെയിം. പിന്നെ ഇയാൾ എങ്ങനെയൊക്കെയാണ് ഈ പ്രശ്നങ്ങൾ മറികടക്കുന്നതെന്നാണ് പറയുന്നത്. ഒന്ന് ട്രെയിൻ ഗെയിം. ദ ബോയ് ടേക്സ് ഔട്ട് ഹിസ് ടോയ് ട്രെയിൻ ആൻഡ് സെറ്റ് ബിഗിൻസ് ടു പ്ലേയിങ് വിത്ത് ഇറ്റ്. അവർ കളിക്കുന്ന ടോയ് ട്രെയിൻ ഉണ്ട്, അത് വെച്ച് കളിക്കുന്നു. ഹി ഓർഡേഴ്സ് ടീച്ചേഴ്സ് ടു ആക്ട് ആസ് സ്റ്റേഷൻ മാസ്റ്റർ. ഒരു സ്റ്റേഷൻ മാസ്റ്ററിനെ പോലെ ബിഹേവ് ചെയ്യാൻ പറയുന്നു. ദ ടീച്ചർ റിലക്റ്റൻ്റ്ലി ഒബൈസ്. റിലക്റ്റൻ്റ്ലി എന്ന് വെച്ചാൽ താല്പര്യമില്ലാതെ അംഗീകരിക്കുന്നു. ദ ബോയ് ഇൻസ്ട്രക്ട്സ് ഹിം ടു ബ്ലോ ദ വിസിൽ മുഴക്കാനും അനൗൺസ് ദ അറൈവൽ ഓഫ് ട്രെയിൻ. യാത്രയാൻ കൃപയാൻ ധ്യാൻ ദിജിയെ, ഗാഡി നമ്പർ എന്നൊക്കെ പറഞ്ഞ് ട്രെയിൻ എത്തിച്ചേർന്നതായി അറിയിക്കുന്നു എന്ന് പറയുന്നതും. പിന്നെയോ സ്റ്റോപ്പ് ദ ട്രെയിൻ ഫോർ പാസഞ്ചേഴ്സ്. യാത്രക്കാർക്ക് ഇറങ്ങാനും കയറാനും വേണ്ടി ട്രെയിൻ നിർത്താനൊക്കെ പറയാണ്. ദ ടീച്ചർ ഫീൽസ് ഹ്യൂമിലിയേറ്റഡ്. വളരെയധികം അപമാനിതനായി അനുഭവപ്പെട്ടു. ബട്ട് കണ്ടിന്യൂസ് ദ ഗെയിം ടു അവോയ്ഡ് ബോയ്സ് കംപ്ലൈൻറ്റ്. കുഞ്ഞൻ ആ കംപ്ലൈൻറ്റ് പറയുന്നത് ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്യാണ് ഇയാൾ ഇതൊക്കെ സഹിക്കുകയാണ്. ദ എൻജിൻ സ്റ്റോപ്സ് വർക്കിംഗ്. പോകെ ഈ എൻജിൻ കളിക്കുന്ന എൻജിൻ കേടായി. ആഫ്റ്റർ സം ടൈം ദ ടോയ് എൻജിൻ സ്റ്റോപ്സ് വർക്കിംഗ്. ദ ബോയ് ഓർഡേഴ്സ് ദ ടീച്ചർ ടു റിപ്പയർ ദ എൻജിൻ. പഠിപ്പിക്കാൻ മാത്രം അറിയുന്ന അധ്യാപകനോട് പറയാണ് ടോയ് എൻജിൻ നന്നാക്കി കൊടുക്കാൻ. ദ ടീച്ചർ ഫീൽസ് ഹെൽപ്ലെസ്. വീണ്ടും നിസ്സഹായമായ ഒരവസ്ഥയിലെത്തി. ബിക്കോസ് ഹീസ് നോസ് നത്തിങ് അബൌട്ട് മെക്കാനിക്കൽ വർക്ക്. മെക്കാനിക്കൽ ജോലികളെക്കുറിച്ച് ഒന്നും തന്നെ ഒരു ധാരണയും ഇയാൾക്കില്ല. ഹി ബോയ് ബിഹേവ്സ് ലൈക്ക് എ ലിറ്റിൽ ടൈറൻറ്റ്. ഒരു സ്വേച്ഛാധിപതിയെ പോലെ ഡിമാൻഡിങ് ദ എൻജിൻ ബി ഫിക്സ്. മര്യാദക്ക് എൻജിൻ നന്നാക്കി തന്നില്ല, അച്ഛനോട് പറഞ്ഞു കൊടുക്കും എന്ന സിറ്റുവേഷനിലേക്ക് കാര്യങ്ങളെത്തി. അനദർ ഡിമാൻഡ്, ഒരു കഥ പറഞ്ഞു കൊടുക്കല. എന്താ പറയുന്നത്? When the teacher refuses to repair the engine, the boy demands a story instead. എൻജിൻ നന്നാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു കഥ പറഞ്ഞാ. When the teacher tries to continue the lesson, ടീച്ചർ എന്ത് ചെയ്യാണ്? കഥ പറച്ചിൽ വീണ്ടും തുടരുകയാണ്. But the boy threatens again to call his father. കഥ പറയാൻ വിസമ്മതിച്ചത് കാരണം അച്ഛനെ വിളിക്കുമെന്ന് പറയുന്നു. Finally the teacher gives in and begins telling several stories. അവസാനം ഗതികെട്ട് പല കഥയും പറയാൻ തുടങ്ങി. ദ സ്റ്റോറി അബൌട്ട് എ ബൈസൺ ആൻഡ് ടൈഗർ. കാട്ടുപോത്തിൻ്റെയും കടുവയുടെയും കഥ, ആലിബാബയും 41 കള്ളന്മാരുടെയും കഥ, അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്ക്, എല്ലാ കഥകളും പഠിപ്പിച്ചു കൊടുത്തു. പിന്നെ ദ ബോയ്സ് റൺസ് ഇൻ ദ ഗാർഡൻ. എന്നിട്ടും ഈ ചെക്കൻ നിർത്തിയില്ല. ദ ടീച്ചർ ബിക്കംസ് എക്സ്ട്രീംലി ടയേർഡ് ആഫ്റ്റർ ടെല്ലിങ് സ്റ്റോറീസ്. കഥ പറഞ്ഞതിൻ്റെ മേലെ കഥ പറഞ്ഞ് അവസാനം വയ്യാതായി. ദ ബോയ് സഡൻലി റൺസ് ഔട്ട് ഇൻ ടു ദ ഗാർഡൻ. നേരെ പയ്യനെ ഇറങ്ങി ഗാർഡനിലേക്ക് ഓടി. ദ ടീച്ചർ ചേസസ് ഹിം. ഇവൻ്റെ പിന്നാലെ ഓടി ടു പ്രിവെൻറ്റ് ഹിം ഫ്രം കംപ്ലൈനിങ് ടു ഹിസ് പാരൻസിൻ്റെ അടുത്ത് പരാതി പറയുന്നതിൽ നിന്നും ഇവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എന്താ സംഭവിക്കുന്നത്? ബോയ് റൺസ് പ്ലേഫുള്ളി അലൗൺ ദ ഗ്രൗണ്ട്. ഗാർഡനിലൂടെ ഇങ്ങനെ ഓടി. മേക്കിംഗ് ദ ടീച്ചർ ചേസ് ഹിം റിപ്പീറ്റഡ്ലി. ഓടി പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ദ ടീച്ചർ ബിക്കം എക്സോസ്റ്റഡ്. ടീച്ചർ ആകെ ക്ഷീണിച്ചു. ആൻഡ് കൊളാപ്സസ് ഓൺ ദ സ്റ്റെപ്പ്. അവിടെ തളർന്നു വീഴുകയാണ്. പാരൻ്റ് അങ്ങനെ വന്നു. അറ്റ് ദിസ് മൊമെൻറ്റ് ദ ബോയ്സ് ഫാദർ ആൻഡ് മദർ കം ഔട്ട് ഓഫ് ദ ഹൗസ്. വീട്ടിൽ നിന്നും പുറത്തേക്ക് എവിടുന്നോ പ്രത്യക്ഷപ്പെട്ടു. ദേ ആസ്ക് വാട്ട് ഈസ് ഹാപ്പനിങ്. എന്താ സംഭവിക്കുന്നതെന്ന് ഇവർ വന്ന് ചോദിക്കുന്നു. ദ ടീച്ചർ ഡിസൈഡ്സ് ദാറ്റ് ഇറ്റ് ഈസ് ബെറ്റർ ടു കൺഫെസ് ദ ട്രൂത്ത് അബൌട്ട് സ്ലാപ്പിംഗ് ദ ബോയ്. ഇതിലും ഭേദ കുഞ്ഞനെ തല്ലിയതാണെന്ന് പറയുന്നത് ഇവർ അവസാനം സമ്മതിക്കുന്നു. അപ്പോഴോ ദ ബോയ്സ്, കുട്ടിക്ക് പേടി വരികയാണ്. വെൻ ദ ഫാദർ മെൻഷൻസ് അപ്കമിങ് മാത്സ് ടെസ്റ്റ്. ഇയാൾ വന്ന പാട് വരാൻ പോകുന്ന കണക്ക് പരീക്ഷയെ കുറിച്ച് പറയുന്നു. ദ ബോയ് ബിക്കംസ് ഫ്രൈറ്റൻഡ്. കുട്ടിക്ക് ഇത് പേടിയാവുന്നു. ഹി സൈലൻ്റ്ലി സിഗ്നൽസ് ദ ടീച്ചർ നോട്ട് ടു റിവീൽ ദ ട്രൂത്ത്. സത്യം പറയല്ലേ എന്ന് ഇവൻ പയ്യനാട്ടോ കാണിക്കുന്നത്. ദ ബോയ് റിയലൈസസ് ദാറ്റ് ഇഫ് ദ ടീച്ചർ ടെൽസ് എവറിത്തിങ് ഹി മൈറ്റ് ഓൾസോ ഗെറ്റ് ഇൻ ടു ട്രബിൾ. ടീച്ചർ എല്ലാ സത്യവും തുറന്നു പറയുകയാണെങ്കിൽ താനും പെടുമെന്ന ഭയം ഈ ചെറുക്കൻ ഉണ്ടാവുകയാണ്. ഇനി റീകൺസിലേഷൻ അവർ സോൾവ് ആക്കുന്നത് എങ്ങനെയാണ്? സീങ് ദ ബോയ്സ് വെറീഡ് എക്സ്പ്രഷൻ. ഇവൻ്റെ ഈ പേടിച്ച് നിൽക്കുന്ന മുഖം കാണുന്ന സമയത്ത് ദ ടീച്ചർ ചേഞ്ചസ് ഹെർസ് ഡെസിഷൻ. ടീച്ചർ അവളുടെ ഒരു തീരുമാനം മാറ്റുകയാണ്. ഇൻസ്റ്റെഡ് ഓഫ് കൺഫെസിങ്, അങ്ങ് കൺഫസ് ചെയ്യുന്നതിൽ നല്ലത് ടീച്ചർ പറഞ്ഞത് എന്താണ്? ദ ബോയ്സ് പ്രിപ്പയറിങ് വെൽ ഫോർ ദ ടെസ്റ്റ്. ഈ ശിക്ഷ എന്താണ്? കുട്ടി നന്നായിട്ട് പരീക്ഷയ്ക്ക് ഇപ്പം പഠിക്കുന്നുണ്ടെന്നും ദേ ഹാഡ് ഫിനിഷ്ഡ് ലെസൺസ് ഏർലി ആൻഡ് വെർ പ്ലേയിങ് ദ ഗൺ. അവർ പഠിക്കാനുള്ളതൊക്കെ മുൻകൂട്ടി പഠിച്ചതുകൊണ്ട് ഇപ്പം കളിക്കുകയാണെന്നും. ദ ബോയ് ഫീൽസ് റിലീവ്ഡ് ആൻഡ് ഗ്രേറ്റ്ഫുൾ ടു ദി ടീച്ചർ. ഇവന് വളരെ ആശ്വാസമായി. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാണ്? ടീച്ചറിനോട് കുറച്ച് സ്നേഹത്തിൽ നിൽക്കുകയാണ്. കഥ അവസാനിക്കുന്നത് ടീച്ചർ പൊളൈറ്റ്ലി സേസ് ഗുഡ് നൈറ്റ് ആൻഡ് ലീവ്സ്. ടീച്ചർ വളരെ വിനയത്തോടു കൂടി ഗുഡ് നൈറ്റ് പറഞ്ഞു. അതുപോലെ ദ ടീച്ചർ ആൻഡ് ബോയ്സ് സൈലൻ്റ്ലി ഫോർഗീവ് ഈച്ച് അതർ. പരസ്പരം രണ്ടുപേരും മാപ്പ് പറയുന്നു. ദ സിറ്റുവേഷൻ സ്റ്റാൻഡ്സ് വിത്ത് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റീകൺസിലേഷൻ. വീണ്ടും ഒത്തുചേരുന്നതിൻ്റെയും തെറ്റിദ്ധാരണകൾ മാറ്റിക്കൊണ്ട് അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് എത്തിക്കൊണ്ട് ഇവർ കഥ അവസാനിപ്പിക്കുകയാണ്.
തുടക്കത്തിൽ രണ്ടുപേരും വില്ലന്മാരായിട്ട് തോന്നുമെങ്കിലും അവസാനമാകുമ്പോഴേക്കും രണ്ടുപേരും പാവടാ, നിഷ്കളങ്കരടാ, അച്ചോടാ എന്ന ഫീലിങ്ങിലേക്ക് എത്തുന്ന ഒരു കഥയാണ്. രസമുള്ളൊരു കഥയല്ലേ? ഓക്കെ, ഇനി നമുക്ക് നേരെ പഠിക്കാനുള്ളത് വെൻ എ സാപ്ലിംഗ് ഇസ് പ്ലാന്റഡ്. മക്കളെ ഒന്ന് ഫയർ ഇമോജി ഒക്കെ ഇട്ട്. നിങ്ങൾക്ക് ആകെ ചടച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. ഇംഗ്ലീഷ് പഠിക്കാനുള്ള ഉന്മേഷമൊന്നും ഒരാളുടെ അടുത്തും കാണുന്നില്ല. കുറച്ച് ഫയർ ഇമോജി ഒക്കെ തീയൊക്കെ ഇട്ട് കത്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അടുത്തടുത്ത പാഠങ്ങളിലേക്ക് പോകാമായിരുന്നു. പ്ലീസ് ഇൻട്രാക്ട് വിത്ത് അസ്. എന്താ ഇടു മക്കളെ, ഫയർ ഇമോജി ഒക്കെ ഇട്ട് കത്തിച്ചോ. പെട്ടെന്ന് തീർക്കട്ടെ നമുക്ക് പാഠഭാഗങ്ങൾ. വേണം. യെസ്, വെരി ഗുഡ്. ഓക്കെ, ഇനി നമ്മുടെ വാങ്കാരി മത്തായി എന്ന് പറയുന്ന ഒരു ആഫ്രിക്കൻ കെനിയൻ എൻവയോൺമെൻറ്റലിസ്റ്റ് ഉണ്ട്. ഇവർ നടത്തിയിട്ടുള്ള പ്രസംഗമാണ് ആക്സെപ്റ്റൻസ് ഓഫ് ദ നൊബേൽ പ്രൈസ്. നൊബേൽ സമ്മാനം കിട്ടിയ സമയത്താണ്. വാങ്കാരി മത്തായി ബിഗിൻസ് ഹെയർ സ്പീച്ച് ബൈ എക്സ്പ്രസിംഗ് ഗ്രാറ്റിറ്റ്യൂഡ് ടു നോർവേനിയൻ നോബൽ കമ്മിറ്റിക്ക് നന്ദി പറഞ്ഞ് ആരംഭിക്കുന്നു. ഷീ സേസ് ഷീ ആക്സെപ്റ്റ് ദ അവാർഡ് നോട്ട് ഓൺലി ഫോർ ഹെർസെൽഫ്, അവർക്ക് വേണ്ടി മാത്രമല്ല, ബട്ട് ഓൺ ബിഹാഫ് ഓഫ് പീപ്പിൾ ഓഫ് കെനിയയിലെ ജനങ്ങൾക്ക് വേണ്ടി കൂടിയാണ്, ആൻഡ് ആഫ്രിക്കയിലുള്ളതും ആൻഡ് ഹോൾ വേൾഡ്, ലോകത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും വേണ്ടിയാണ്. യെസ്, ഫയർ ഇമോജികൾ അവിടെ കത്തുന്നുണ്ട്, കലക്കി. ഷീ ഈസ് പ്രൗഡ് ടു ബി ദ ഫസ്റ്റ് ആഫ്രിക്കൻ വുമൺ ടു റിസീവ് ദ നോബൽ പ്രൈസ്. നോബേൽ പീസ് പ്രൈസ് ലഭിക്കുന്ന ആദ്യത്തെ ആഫ്രിക്കൻ വനിതയാണ് ഇവർ. ഷീ ഡെഡിക്കേറ്റ്സ് ദ അവാർഡ് എസ്പെഷ്യലി ടു വിമൻ, സ്ത്രീകൾക്കും, ആൻഡ് ഗേൾ ചൈൽഡ്, പെൺകുട്ടികൾക്കും, ആൻഡ് ഹോപ്പിംഗ് ഇറ്റ് വിൽ ഇൻസ്പയർ ദം ടു റേസ് ദെയർ വോയിസസ് ആൻഡ് ബിക്കം ലീഡേഴ്സ്. പെൺകുട്ടികളും സ്ത്രീകളും അവരുടെ ശബ്ദമുയർത്തി നേതാക്കന്മാരാകുമെന്ന വിശ്വാസത്തിലാണ് ഇവരിത് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ഇൻസ്പിറേഷൻ ഫ്രം ചൈൽഡ്ഹുഡ് ആൻഡ് നേച്ചർ, കുഞ്ഞുനാളിൽ ഇവരുണ്ടായ അനുഭവങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. മാധാവ് റീകോൾസ് ഹെർ childhood in rural Kenya where she lived close to nature. പ്രകൃതിയോട് ചേർന്ന് നടത്തിയ ജീവിതത്തിനെ കുറിച്ചാണ് അവർ ആരംഭിക്കുന്നത്. ഷീ ഒബ്സർവ്ഡ് ഹെൽത്തി ഫോറസ്റ്റ്, അവർ വളരെ നല്ല വനങ്ങൾ കണ്ടിരുന്നു. ക്ലീൻ സ്ട്രീം, റിച്ച് ബയോഡൈവേഴ്സിറ്റി ഡ്യൂറിങ് ഹെർ ഏർലി ലൈഫ്, തുടക്കകാലത്ത് അവർ കണ്ട കാഴ്ചകൾ ഇതൊക്കെയായിരുന്നു. ലേറ്റർ ഷീ സോ ഫോറസ്റ്റ് ബീങ് കട്ട് ഡൗൺ ആൻഡ് റീപ്ലേസ് ബൈ കൊമേഴ്ഷ്യൽ പ്ലാന്റേഷൻസ്, അവിടെയുള്ള മരങ്ങൾ വെട്ടിമാറ്റി അവിടെ നാണ്യവിളകൾ ഉണ്ടാക്കി. വിച്ച് ഡാമേജ് ബയോഡൈവേഴ്സിറ്റി, അവിടുത്തെ മൊത്തം ബയോഡൈവേഴ്സിറ്റി അത് ബാധിച്ചു. ആൻഡ് റെഡ്യൂസ്ഡ് വാട്ടർ കൺസർവേഷൻ, അത് കാരണം അവിടുത്തെ ജല മൊത്തത്തിൽ ഇല്ലാതായി. സി emphasize that tree play a vital role in maintaining ecological balance നിയന്ത്രിക്കുന്നതിൽ എന്തിയാണ് മരങ്ങൾക്ക് ഒരു റോൾ ഉണ്ട് എന്ന് അവർ മനസ്സിലാക്കി. ബിഗിനിങ് ദ ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ്, അവരുടെ ഏറ്റവും വലിയ പരിപാടിയായിരുന്നു ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ്. 1977 ദ മൂവ്മെൻറ്റ് എയിം ചെയ്ത കാര്യങ്ങൾ എന്ന് വെച്ചാൽ ലാക്ക് ഓഫ് ഫയർവുഡ്, അവിടെയുള്ള നമ്മുടെ വിറകുകൾ അതിനെ ഇല്ലാതാക്കുക, നല്ല ശുദ്ധജലം ഉണ്ടാക്കുക, പുവർ ന്യൂട്രീഷൻ, അവിടെ ആളുകൾക്ക് നല്ല ഭക്ഷണം എത്തിക്കുക, ലാക്ക് ഓഫ് ഷെൽട്ടർ, അവിടെയുള്ള ആളുകൾക്ക് കാര്യമായ ഷെൽട്ടർ ഒരുക്കുക, ലാക്ക് ഓഫ് ഇൻകം, വരുമാനം കൊണ്ടുവരിക. മരം നട്ടതിലൂടെ ആട്ടെ ഇവർ ഈ കാര്യങ്ങളൊക്കെ നേടുന്നത്. ഇനി ഇതിൽ സ്ത്രീകൾ എങ്ങനെയാണ് പങ്കെടുത്തത്? മെയിനി ആഫ്രിക്കൻ കമ്മ്യൂണിറ്റീസ് വിമൺ ആർ ദ മെയിൻ കെയർ ടേക്കേഴ്സ് ഓഫ് ദി ഫാമിലി. ആഫ്രിക്കൻ കമ്മ്യൂണിറ്റിയിൽ കുടുംബം നോക്കുന്ന ഉത്തരം സ്ത്രീകൾക്കാണ്. ഫാമിംഗ് ആൻഡ് കൾട്ടിവേറ്റിംഗ് ലാൻഡ്, ഫാമിങ്ങും അതുപോലെ തന്നെ നിലമുഴുത് കർഷകരായിട്ട് ജോലി ചെയ്യുന്നത്. ഫീഡിങ് ദെയർ ഫാമിലീസ്, കുടുംബം നോക്കുന്നത്. മാനേജിങ് ഹൗസ് ഹോൾഡ് റിസോഴ്സ്, വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഇവരുടെ ഉത്തരവാദിത്തമാണ്. ബിക്കോസ് ഓഫ് ദോസ് റോൾ, ഈ റോൾ ചെയ്യുന്നത് കാരണം വിമൻ ആർ ദ ഫസ്റ്റ് ടു നോട്ടീസ് എൻവയോൺമെൻറ്റൽ ഡിസ്ട്രക്ഷൻ വെൻ റിസോഴ്സ് ബിക്കം സ്കാർസ്. എന്താണ് സ്കാർസ് ആവുന്നത്? മരം മുറിക്കുന്നത് കൊണ്ടാണ് ഒരുപാട് എൻവയോൺമെൻറ്റൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും അതുപോലെ തന്നെ റിസോഴ്സുകൾ നഷ്ടപ്പെടുന്നതെന്ന് ഇവർ മനസ്സിലാക്കി. പ്രോബ്ലംസ് കോസ്ഡ് ബൈ കൊമേഴ്ഷ്യൽ ഫാമിംഗ്, കൂടാതെ കൊമേഴ്ഷ്യൽ ഫാമിംഗ് കാരണം ഉണ്ടാകുന്ന നാണ്യവിള കൃഷി കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ട്രഡീഷണൽ ഹൗസ് ഹോൾഡ് ഫുഡ് ക്രോപ്സ് ഓർ റീപ്ലേസ്ഡ് ബൈ ഫാമിംഗ് ഫോർ എക്സ്പോർട്ടിന് വേണ്ടി, അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. എന്ത് ചെയ്യാണ്? കുഡ് നോട്ട് ഗ്രോ ഇനഫ് ഫുഡ് ഫോർ ദംസെൽഫ്, അവർക്ക് കഴിക്കാൻ വേണ്ട ഭക്ഷണം കിട്ടാതായി. ഫാർമേഴ്സ് ഡിപ്പെൻഡ് ഓൺ ദ ഇൻ്റർനാഷണൽ ട്രേഡ് വിച്ച് കൺട്രോൾഡ് പ്രൈസസ്. സ്മോൾ ഫാർമേഴ്സ് ഡിഡ് നോട്ട് ഗെറ്റ് ഫെയർ ഓർ സ്റ്റേബിൾ ഇൻകം, കാര്യമായ വരുമാനം ലഭിച്ചില്ല. ആസ് എ റിസൾട്ട്, അത് കാരണത്താൽ വിമൻ കുഡ് നോട്ട് മീറ്റ് ദെയർ ബേസിക് നീഡ്സ്, സ്ത്രീകൾക്ക് അവരുടെ ബേസിക് നീഡ് എത്തുന്നില്ല. ആൻഡ് ഫാമിലി റെസ്പോൺസിബിലിറ്റി, അവരുടെ ഉത്തരവാദിത്തങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല. ലിങ്ക് ബിറ്റ്വീൻ എൻവയോൺമെൻറ്റ് ആൻഡ് ഹ്യൂമൻ ലൈഫ്, പരിസ്ഥിതിയും മനുഷ്യജീവനും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് എന്നാണ് പറയുന്നത്. മാതാ റിയലൈസ് ദാറ്റ് ഡിസ്ട്രോയിങ് എൻവയോൺമെൻറ്റ് ഹാം ഹ്യൂമൻ ലൈഫ്, ഇങ്ങനെ നമ്മുടെ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നത് വഴി എന്തൊക്കെ സംഭവിക്കുന്നു? പോവേർട്ടി, ദാരിദ്ര്യമുണ്ടാകുന്നു. സ്കാർസിറ്റി ഓഫ് റിസോഴ്സുകൾ, വിഭവങ്ങൾ നഷ്ടമാകുന്നു. കോൺഫ്ലിക്റ്റ് എമംഗ് കമ്മ്യൂണിറ്റീസ്, നമ്മുടെ സൊസൈറ്റീൻ്റെ ഉള്ളിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ വരുന്നു. ഇഫ് ദ എൻവയോൺമെൻറ്റ് മിസ്മാനേജ്ഡ് ഓർ എക്സ്പ്ലോയിറ്റഡ്, നമ്മളുടെ എൻവയോൺമെൻറ്റിനെ, പരിസ്ഥിതിയെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനെ ചൂഷണം ചെയ്തു കഴിഞ്ഞാൽ ഇറ്റ് എഫക്ട്സ് ബോത്ത് പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ ജനറേഷൻ, ഇപ്പോൾ ഉള്ള തലമുറയും വരും തലമുറയും ബാധിക്കുന്നു.
ഇനി ഈ പ്രശ്നം എങ്ങനെ മറികടക്കാമെന്ന് അവർ പറയുന്നത് ട്രീ ആസ് എ സൊല്യൂഷൻ, ട്രീ പ്ലാന്റിംഗ് ആസ് എ സൊല്യൂഷൻ. The tree planting became a simple and effective solution to this problem. മരങ്ങൾ നട്ടുപിടിപ്പിച്ചാൽ മതി. It was chosen because it is easy to do. അത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പിന്നെ പ്രാക്ടിക്കൽ ഫോർ റൂറൽ കമ്മ്യൂണിറ്റീസ്, റൂറൽ കമ്മ്യൂണിറ്റിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അത് കാരണം പെട്ടെന്ന് റിസൾട്ടും ഉണ്ടാകും. ത്രൂ ദ മൂവ്മെൻറ്റ് ഓവർ 30 million trees were planted. ഏകദേശം 300 million മരങ്ങളാണ് ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ് വഴി നട്ടുപിടിപ്പിച്ചത്. 30 million, 300 അല്ല, 30 million, 30 million, 300 അല്ല, 30 million. ബെനിഫിറ്റ്സ് ഓഫ് ട്രീ പ്ലാന്റിങ് എന്തൊക്കെയാണ്? ഒന്ന്, ആവശ്യത്തിനുള്ള ഭക്ഷണം നൽകി, അതുപോലെ തന്നെ വിറക് നൽകി. 2, തണൽ നൽകി, വരുമാനം നൽകി. 3, കുഞ്ഞുങ്ങൾക്ക് സപ്പോർട്ടായിരുന്നു, വിദ്യാഭ്യാസത്തിന്, ക്രിയേറ്റ് എംപ്ലോയ്മെൻറ്റ്, തൊഴിൽ നൽകി. സോയിൽ ഫെർട്ടിലിറ്റിയും വാട്ടർ റിസോഴ്സും എന്ത് ചെയ്തു? തിരിച്ചു പിടിച്ചു. എൻവയോൺമെൻറ്റൽ അവയർനെസ് ആൻഡ് സോഷ്യൽ ചേഞ്ച്, അതാണ് അടുത്ത മാറ്റങ്ങൾ പറയുന്നത്. അറ്റ് ഫസ്റ്റ് പീപ്പിൾ ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് കണക്ഷൻ ബിറ്റ്വീൻ എൻവയോൺമെൻറ്റ് ഡാമേജ് ആൻഡ് പോവർട്ടി. പരിസ്ഥിതി നശിക്കുമ്പോൾ ദാരിദ്ര്യം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നതിനെ പറ്റി ജനങ്ങൾക്കറിയില്ലായിരുന്നു. പിന്നെ അവർ തിരിച്ചറിഞ്ഞു ഡീഫോറസ്റ്റേഷൻ, മരങ്ങൾ മുറിക്കുന്നത് കാരണം എക്കോസിസ്റ്റങ്ങൾ മൊത്തം നശിക്കുന്നുണ്ട്. പിന്നെയോ ക്ലൈമറ്റ് ഇൻസ്റ്റെബിലിറ്റി, നമ്മളുടെ കാലാവസ്ഥയിൽ ഒരുപാട് വ്യതിയാനങ്ങൾ സംഭവിക്കുന്നു. സോയിൽ ആൻഡ് വാട്ടർ കണ്ടാമിനേഷൻ വേഴ്സൺ ലിവിങ് കണ്ടീഷൻ, അവിടുത്തെ മണ്ണ് നശിക്കാൻ തുടങ്ങിയതും അതുപോലെ തന്നെ വെള്ളം കേടാവാൻ തുടങ്ങിയതും പ്രശ്നമാക്കി. These problems often lead to extreme poverty and social unrest. ഇത് കാരണം ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായി. ട്രീ ആസ് എ സിംബൽ ഓഫ് ഡെമോക്രസി, പിന്നീട് മരങ്ങളുടെ ഡെമോക്രസിയുടെ അടയാളമായി കാണിക്കാൻ തുടങ്ങി. ദ മൂവ്മെൻറ്റ് ഇവഞ്ച്വലി എക്സ്പാൻഡ് ബിയോണ്ട് എൻവയോൺമെൻറ്റൽ വർക്ക്. Mada discovered that good environment management requires democratic governance. Citizens were encouraged to oppose abuse of power, corruption, environmental mismanagement. ഇത് നേരെ അന്നത്തെ ഭരണകൂടത്തിനെതിരെയുള്ള ഒരു സമരമായി മാറി. പിന്നെ ട്രീ ആസ് എ സിംബൽ ഓഫ് പീസ്, സമാധാനത്തിൻ്റെ മരവുമായി എന്താ ബന്ധം? ട്രീ ഓൾസോ ബിക്കം സിംബൽ ഓഫ് പീസ് ആൻഡ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ. ഇൻ ആഫ്രിക്കൻ ട്രഡീഷൻ എൽഡേഴ്സ് യൂസ് സ്റ്റാഫ് മെയ്ഡ് ഫ്രം ദ തിഗി ട്രീ ടു സെറ്റിൽ ഡിസ്പ്യൂട്ട്സ്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ സമയത്ത് ഇത്തരത്തിലുള്ള മരങ്ങളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. വെൻ പ്ലേസ് ബിറ്റ്വീൻ ഫൈറ്റിംഗ് ഗ്രൂപ്പ്സ്, അടി ഉണ്ടാക്കുന്ന സമൂഹത്തിന് ഇടയിൽ, ഇറ്റ് സിഗ്നൽ ദം ടു സ്റ്റോപ്പ് ഫൈറ്റിംഗ് ആൻഡ് സീക്ക് റെക്കൺസിലിയേഷൻ. നമുക്ക് എന്ത് ചെയ്യാം? പ്രശ്നങ്ങൾ സോൾവ് ആക്കാം, സമാധാനത്തോടുകൂടി സംസാരിക്കാം. ദിസ് കൾച്ചർ പ്രാക്ടീസ് പ്രൊമോട്ടഡ് പീസ് ആൻഡ് റെസ്പെക്ട് ഫോർ നേച്ചർ. ഈ ഒരു കൾച്ചർ കാരണം എന്താണ്? കുറച്ചൊരു പ്രൊമോഷൻ നമ്മുടെ സമൂഹത്തിന് ലഭിച്ചു. നീഡ് ഫോർ എ ചേഞ്ച് ഇൻ ഹ്യൂമൻ തിങ്കിങ്, നമ്മുടെ ഹ്യൂമൻ തിങ്കിങ്, മനുഷ്യൻ്റെ ചിന്തയിൽ മാറ്റങ്ങൾ വരുത്തി. ഈവൺ ആഫ്റ്റർ 30 years, 30 വർഷം കഴിഞ്ഞപ്പോൾ എൻവയോൺമെൻറ്റൽ ഡിസ്ട്രക്ഷൻ കണ്ടിന്യൂസ് വേൾഡ് വൈഡ്. ലോകമാകമാനം എൻവയോൺമെൻറ്റലിൻ്റെ ഡിസ്ട്രക്ഷൻ സംഭവിച്ചു. ഹ്യൂമാനിറ്റി മസ്റ്റ് ചേഞ്ച് ഇറ്റ്സ് മൈൻഡ് സെറ്റ് ടു പ്രൊട്ടക്ട് എർത്ത്സ് ലൈഫ് സപ്പോർട്ട് സിസ്റ്റം. പീപ്പിൾ മസ്റ്റ് ഹെൽപ്പ് ഹീൽ ദ പ്ലാൻ ദംസെൽഫ്. പിന്നെയോ പീപ്പിൾ ബിലോങ് ടു ലാർജർ ഫാമിലിയുടെ കാര്യം അവർ പറയുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് പറയുന്നത് 2 കാര്യങ്ങൾ, സമാധാനവും ഡെവലപ്മെൻറ്റിനെ കുറിച്ച് അവർ പറയുന്നുണ്ട്. മെസ്സേജ് ടു വേൾഡ് ലീഡേഴ്സ് ആൻഡ് യൂത്ത്. എന്തൊക്കെയാണ് പറയുന്നത്? ഷീ അർജസ് വേൾഡ് ലീഡേഴ്സ് ടു എക്സ്പാൻഡ് ഡെമോക്രാറ്റിക് ഫ്രീഡം, build fair and just societies. She encourages young people use their energy and creativity, work for stable, sustainable future. She tells them they are hope and future of the world എന്ന് പറഞ്ഞു. അവസാനം അവരുടെ പ്രസംഗം അവസാനിപ്പിക്കുന്നത് കുഞ്ഞു കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ടാണ്. ഷീ കോൾസ് ഹ്യൂമാനിറ്റി ടു റിസ്റ്റോർ നേച്ചർ ബൈ ബിൽഡ് എൻവയോൺമെൻറ്റ്. മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നത് വഴി നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കാൻ പറ്റും, അതുകൊണ്ട് ഭാവി തന്നെ നമുക്ക് നിലനിർത്താൻ പറ്റും. പിന്നെ ഇതിന് പ്രധാന തീം എന്താ? പ്ലാന്റിംഗ് ട്രീസ്, പ്രൊട്ടക്റ്റിംഗ് ദ എൻവയോൺമെൻറ്റ് ക്യാൻ എംപവർ കമ്മ്യൂണിറ്റീസ്, പ്രൊമോട്ട് ഡെമോക്രസി, ബ്രിങ് പീസ് ആൻഡ് എൻഷുർ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ ഫോർ ദി നെക്സ്റ്റ് ജനറേഷൻ. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാണ് അവർ അവസാനിപ്പിക്കുന്നത്. ഓക്കെ, ഒറ്റ സെക്കൻഡ് മക്കളെ. ഓക്കെ, ഇനി നമുക്ക് ദീദി, ചേച്ചിയുടെ കഥ പഠിക്കാണ്ട്. ദീദി വളരെ രസകരമായിട്ടുള്ളൊരു കഥയാണ്. ഇതൊരു ബയോഗ്രഫി റൈറ്റിംഗ് ആണ്, അതായത് അവരുടെ ജീവിതാനുഭവങ്ങൾ ചേർത്ത് പറയുന്ന ഒരു കഥ മാത്രമാണ്. ഓക്കെ, എന്താ ഇതിൽ പറയുന്നത്? ദീദി എന്ന് പറയുന്നത് നമ്മുടെ ഷാഹീൻ മിസ്ത്രീനെയാണ്. ഷാഹീൻ മിസ്ത്രീനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പ്രൊഫൈൽ റൈറ്റിംഗ് ചിലപ്പം ചോദിച്ചേക്കാം. അപ്പോൾ അതൊന്ന് പഠിച്ചു വെച്ചേക്കണേ. അതിലെന്തൊക്കെയാണ് പറയുന്നത്? ഇവർ ആക്ച്വലി വളരെ സമ്പത്തുള്ള കുടുംബത്തിൽ ജനിച്ച ആളാണ്. അവർക്ക് എല്ലാവിധ സുഖ സൗകര്യങ്ങളോടും ജീവിക്കാമായിരുന്നു. പക്ഷേ അവർ തിരഞ്ഞെടുത്ത ജീവിതം എന്ന് പറയുന്നത്
സാധാരണക്കാരായിട്ടുള്ള ബോംബെയിലെ തെരുവുകളിൽ ധാരാവിയിലും താമസിക്കുന്ന ആളുകൾക്ക്, ചേരികൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ആളുകൾക്ക് കുറച്ച് ബെറ്റർ ജീവിതം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നോക്കിയാലോ എന്തൊക്കെയായിരുന്നു ഇവരുടെ കുഞ്ഞുനാളിലെ സ്വപ്നങ്ങൾ. The chapters begins with short-term poem written Shahin Mystery during her childhood. എന്നിട്ട് the poem expresses desire to reach higher goals of life, symbolize touching rainbow എന്നൊക്കെ പറഞ്ഞ് അവർ ആദ്യകാലത്തെ കുഞ്ഞുനാളിലെ കാര്യങ്ങളൊക്കെ പറയാണ്. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്, അവരുടെ ജക്കാർത്തയിലെ ജീവിതമാണ് പറയുന്നത്. In 1983 ഷാഹിൻ lived with her family in ജക്കാർത്തയിലായിരുന്നു ജീവിച്ചിരുന്നത്. ഇൻഡോനേഷ്യ in a comfortable colonial house, വളരെ സമ്പന്നമായൊരു കുടുംബത്തിലാണ് ജീവിച്ചിരുന്നത്. ദെൻ ആ സമയത്ത് അവർക്കെല്ലാം ഉണ്ടായിരുന്നു. ഹെർ ലൈഫ് വാസ് പ്ലസൻറ്റ്, സെക്യൂർ, ബട്ട് എവറിത്തിങ് ചേഞ്ച് വെൻ ഷീ വിസിറ്റഡ് ഓർഫനേജ് ഇൻ ദ സിറ്റി. എന്നാൽ അവരുടെ നാട്ടിലുള്ള ഒരു ഓർഫനേജ് വിസിറ്റ് ചെയ്തതോടെയാണ് കാര്യങ്ങൾ മാറുന്നത്. ദ വിസിറ്റ് മെയ്ഡ് എ ഡീപ്പ് ഇമോഷണൽ ഇമ്പാക്റ്റ് ഓൺ ഹെർ. ഇവരിലൊരു വലിയ മാറ്റം വരുത്തിയിട്ടുണ്ടായിരുന്നു. ഷീ റിമെമ്പേഴ്സ് സീയിങ് ക്രൈയിങ് ചിൽഡ്രൻ. ആ ഓർഫനേജിൽ എന്തൊക്കെ കണ്ടു? ക്രൈയിങ് ചിൽഡ്രൻ, കരയുന്ന കുഞ്ഞുങ്ങളെ കണ്ടു. ലാഫിങ് ചിൽഡ്രൻ, ചിരിക്കുന്ന കുഞ്ഞുങ്ങളെ കണ്ടു. നിശബ്ദരായ പിള്ളേരെ കണ്ടു. ആർത്ത് കരയുന്ന കുട്ടികളെ കണ്ടു. എന്നിട്ട് എന്ത് ചെയ്യാണ്, ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ മുന്നോട്ട് വരികയാണ്. എഡ്യൂക്കേഷൻ ഇൻ ഡിഫറെൻറ്റ് കൺട്രീസ്. ഇവർ പല സ്ഥലത്തായിട്ടാണ് വിദ്യാഭ്യാസം നേടിയത്. ഏതൊക്കെ രാജ്യങ്ങളാണ്? ഫ്രഞ്ച്, ബ്രിട്ടീഷ്, അമേരിക്കൻ, ഇൻ്റർനാഷണൽ സ്കൂളൊക്കെ ആയിട്ട് പഠിച്ചിട്ടുള്ള ഒരാളാണ്. ഇവരുടെ അച്ഛൻ ഒരു ബാങ്കറൊക്കെ ആയിരുന്നു കേട്ടോ. ഇത് ഞാൻ വളരെ സ്പീഡിൽ വിടുന്നത് എന്താ വെച്ചാൽ ഇത് നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. എന്നിട്ടോ ഇനി സോഷ്യൽ ഇൻഇക്വാലിറ്റി തിരിച്ചറിഞ്ഞ് ഇവർ പ്രവർത്തിക്കുകയാണ്. ഡ്യൂറിങ് സമ്മർ, വേനൽക്കാലത്തെ വെക്കേഷൻസ് ഇൻ ഇന്ത്യ, ഷാഹിൻ വളണ്ടിയർഡ് ദ ഹാപ്പി ഹോം ആൻഡ് സ്കൂൾ ഫോർ ബ്ലൈൻഡ് ഇൻ മുംബൈ. മുംബൈയിൽ ഇവർ വെക്കേഷന് വരുന്ന സമയത്ത് ഇതൊക്കെ കണ്ടു. ഷി ഒബ്സർവ്ഡ് ഹൗ ബ്ലൈൻഡ് ചിൽഡ്രൻ കോൺഫിഡൻ്റ്ലി പ്ലേഡ് ആൻഡ് സ്റ്റഡീഡ് വിച്ച് ഇൻസ്പയർഡ് ഹെർ. കണ്ണു കാണാത്ത കുട്ടികൾ വളരെ ആത്മവിശ്വാസത്തോടുകൂടി പെരുമാറുന്നതും ഒക്കെ അവരെ വളരെയധികം അത്ഭുതപ്പെടുത്തി. ദിസ് എക്സ്പീരിയൻസ് ഹെൽപ്ഡ് ഹെർ റിയലൈസ് ദാറ്റ് ട്രൂ ബ്യൂട്ടി ആൻഡ് സ്ട്രെങ്ത് കം ഫ്രം ഇന്നർ എബിലിറ്റീസ്. നമ്മുടെ ഉള്ളിലെ അന്തർലീനമായിട്ടുള്ള കഴിവുകളിൽ നിന്നാണ് ഇതെല്ലാം പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ അവർ വേറൊരു കാര്യം ശ്രദ്ധിച്ചു. പുവർ ചിൽഡ്രൻ ബെഗ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഭക്ഷണം വേസ്റ്റ് ആവുന്നുണ്ട്, ഒരുപാട് കുടുംബങ്ങൾ ഭക്ഷണത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്. ഇങ്ങനെ ഒരു സോഷ്യൽ ഇനീക്വാലിറ്റി, സാമൂഹികമായ അസമത്വം ഉണ്ടെന്ന് ഇവർ മനസ്സിലാക്കി. ഷീ റിയലൈസ് ദാറ്റ് പീപ്പിൾ ലിവ് സെക്കൻഡ് മക്കളെ realized that the people lived in very different conditions within the same city. Slums of Mumbai are symbol of this inequality. ഒരു സമൂഹത്തിൽ തന്നെ സോഷ്യൽ ഇനീക്വലായിട്ട് ജീവിക്കുന്ന ആളുകളെ കുറിച്ച് അവിടെ പറയുന്നത്. ഡിസ്പാരിറ്റി, വെരി ഗുഡ്. അതിൽ പ്രധാന സ്ഥലം മുംബൈയാണ്. ഇനി 1989 ഒരു ട്വിസ്റ്റ് നടക്കുകയാണ്. ആ സമയത്ത് ഇവർ മുംബൈ വിസിറ്റ് ചെയ്യുന്നു. ആ സമയത്ത് അവർക്ക് കുറച്ചും കൂടെ ആഴത്തിലൊരു ചിന്ത വരികയാണ്. എന്താണ്? ഡിസിഷൻ ടു സ്റ്റേ ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ തന്നെ നിൽക്കണം. ആഫ്റ്റർ ദിസ് റിയലൈസേഷൻ ഷാഹിൻ മിസ്ട്രി ഫെൽ ദാറ്റ് ഇന്ത്യ കുഡ് ബിക്കം ഹെർ ഹോം ആൻഡ് പ്ലേസ് വെർ ഷീ കുഡ് ക്രിയേറ്റ് റിയൽ ചേഞ്ച്. ഇന്ത്യയിൽ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് അവരാഗ്രഹിക്കുന്ന ജീവിതം സാധ്യമാക്കാം. അവരാഗ്രഹിക്കുന്ന ഒരു സ്വപ്നം ഉണ്ടല്ലോ, അത് സ്വന്തമാക്കാൻ വേണ്ടി അങ്ങനെ അവരെന്ത് ചെയ്യാണ്, ഇന്ത്യയിൽ തന്നെ നിൽക്കാൻ തീരുമാനിച്ച് പൂർണ്ണമായും മുംബൈയിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പാരൻ്റ് ആദ്യം തന്നെ ഇതിനന്ന് സമ്മതിക്കുന്നത്. അവർ 2 കണ്ടീഷൻ മുന്നോട്ട് വെച്ചു. എന്താണ്? ഷി മസ്റ്റ് സെക്യൂർ അഡ്മിഷൻ ഇൻ എ ഗുഡ് അണ്ടർ ഗ്രാജുവേറ്റ് കോളേജ് ഇൻ മുംബൈ. മുംബൈയിലെ നല്ലൊരു കോളേജിൽ അഡ്മിഷൻ എടുക്കണം. പിന്നെയോ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ഹെർ സ്റ്റഡീസ്, വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം ഷുഡ് ഗോ അബ്രോഡ് ഫോർ ഗ്രാജുവേറ്റ് ഡിഗ്രി, ഉയർന്ന വിദ്യാഭ്യാസത്തിന് വിദേശത്ത് പോകണം. എന്നിട്ട് ഇവർ സെൻറ്റ് സേവിയേഴ്സ് അഡ്മിഷൻ കിട്ടുകയാണ്. അപ്പം എന്താണ്, ആദ്യം തന്നെ അഡ്മിഷൻ ഒന്നും കിട്ടുന്നില്ല, അഡ്മിഷൻ ഓൾറെഡി കഴിഞ്ഞു. ആ സമയത്ത് ഇവർ നൈസായിട്ട് നമ്മുടെ ഫാദർ ഡിക്രൂസ് ഉണ്ട്, ഫാദർ ഡിക്രൂസ് അവിടുത്തെ പ്രിൻസിപ്പാളാണ്. പ്രിൻസിപ്പാളിനെ കണ്ട ശേഷം അവിടെ അഡ്മിഷൻ എടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അണ്ടർസ്റ്റാൻഡിങ് ഇന്ത്യ ബിയോണ്ട് ക്ലാസ് റൂം. പിന്നെ അവർക്ക് മനസ്സിലായി ക്ലാസ്സിലിരുന്ന് പഠിച്ചുകൊണ്ടൊന്നും ഇന്ത്യയെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ അവരെന്ത് ചെയ്തു, ഷഹീൻ സൂൺ റിയലൈസ് അക്കാഡമിക് സിസ്റ്റം മാറ്റണം. സോ ഷീ ബിഗാൻ വാക്കിംഗ് അറൗണ്ട് ദ സിറ്റി ഒബ്സർവിങ് പീപ്പിൾ ആൻഡ് ദെയർ ലൈഫ് സ്റ്റൈൽ. അവിടെയുള്ള ആളുകളുടെ ജീവിതം മൊത്തം പഠിക്കാൻ വേണ്ടി അവർ പുറത്തിറങ്ങുന്നു. ഡ്യൂറിങ് ദീസ് എക്സ്പ്ലോറേഷൻസ് ഷീ എൻറ്റേർഡ് എ ലാർജ് സ്ലം ഏരിയ. അവരൊരു 10,000-ഓളം ആളുകൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഒരു സ്ലമ്മിലേക്ക് വന്നു. ദ സ്ലം കണ്ടീഷൻ വാസ് എക്സ്ട്രീംലി ഡിഫിക്കൽട്ട്. അവിടെയുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? നോ റണ്ണിങ് വാട്ടർ, ജലമില്ല. പിന്നെയോ വേസ്റ്റ് ഡിസ്പോസൽ സിസ്റ്റം മര്യാദയ്ക്ക് പ്രവർത്തിക്കുന്നില്ല. ഓൺലി 6 സ്മോൾ ടോയ്ലറ്റ് ഷെയർഡ് ബൈ തൗസൻഡ്സ് ഓഫ് പീപ്പിൾ. 1000-ഓളം ആളുണ്ട്, 6 ടോയ്ലറ്റ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ വെച്ച് അവർ സന്ധ്യയെ പരിചയപ്പെടുന്നുണ്ടായിരുന്നു. സന്ധ്യയെ പരിചയപ്പെട്ടപ്പോൾ എന്താണ്, 18 വയസ്സുകാരി പെൺകുട്ടിയാണ്. ഷീ സ്പോക്ക് നോ ഇംഗ്ലീഷ് ആൻഡ് ഷാഹിൻ സ്പോക്ക് നോ ഹിന്ദി. അവർക്ക് ഹിന്ദിയും അറിയില്ല,
ഈ പെൺകുട്ടിക്ക് ഇംഗ്ലീഷും അറിയില്ല. പക്ഷേ എന്താ അവരുടെ ജസ്റ്റസ് പെരുമാറ്റത്തിലൂടെ പരസ്പരം മനസ്സിലാക്കി. സന്ധ്യ വെൽക്കം ഷാഹീൻ ഇൻ ടു ഹെർ ടൈനി ഹോം. കുഞ്ഞു വീട്ടിലേക്ക് കൊണ്ടുവന്നു. വിച്ച് വാസ് സ്മോളർ ദാൻ ബാത്റൂം ഷാഹീൻ ഹൗസ്. ഷാഹീൻ്റെ വീട്ടിലെ ബാത്റൂമിനേക്കാൾ ചെറുതായിരുന്നു ആ കുട്ടിയുടെ വീട്. എന്നിട്ടോ ദിസ് ഷോഡ് ഹ്യൂജ് ഡിഫറൻസ് ബിറ്റ്വീൻ ദെയർ ലൈഫ് സ്റ്റൈൽ. ഇവരുടെ ജീവിത രീതിയിലെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കുന്നു. അവിടെ വെച്ച് അവർ ഇൻഫോർമൽ വിദ്യാഭ്യാസം ആരംഭിക്കുന്നു. ബിക്കമിങ് ദീദി. അവിടെയുള്ള ആളുകളെല്ലാം ഇവർ പഠിപ്പിക്കാൻ തുടങ്ങുകയാണ്. എന്നിട്ട് എന്ത് സംഭവിച്ചു? തൻ്റെ കോളേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഇവർ ഈ സ്ലമ്മിലേക്ക് വന്നിട്ട് അവിടെയുള്ള ആൾക്കാരെ പഠിപ്പിക്കും. അങ്ങനെ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് അവസാനം തീരുമാനിച്ചു ആകാംക്ഷ എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ ആരംഭിക്കാം. ഓക്കെ, അങ്ങനെ 1991 ആകാശ വരുന്നു. ആകാശയിലോട്ട് ആകാംക്ഷ. ഇന്ത്യ ഹാഡ് പീപ്പിൾ വില്ലിങ് ടു ടീച്ച്. ഇന്ത്യയിൽ പഠിപ്പിക്കാൻ താല്പര്യമുള്ള ആളുകളുണ്ട്. അതുപോലെ തന്നെ ആവശ്യമുള്ള ക്ലാസ് റൂമുകൾ കിട്ടുകയാണെങ്കിലും കുട്ടികളെ പഠിപ്പിക്കാനുള്ള റിസോഴ്സുകൾ കിട്ടുകയാണെങ്കിലും എല്ലാം ചെയ്യാൻ പറ്റും. അങ്ങനെ പിന്നെ അവർ ക്ലാസ് റൂമുകൾ തപ്പുകയാണ്. 20ഓളം സ്കൂളുകൾ അവർ ചെന്ന് അന്വേഷിച്ചു. പക്ഷേ പറ്റിയില്ല. അവസാനം കൊളാബയിലുള്ള ഒരു സ്കൂൾ സമ്മതിക്കുകയാണ്. അപ്പോൾ ഇവർ പറയുന്ന കാര്യങ്ങൾ എന്താ വെച്ചാൽ ഈ ദരിദ്രരായ പിള്ളേരെ പഠിപ്പിക്കുന്നതുകൊണ്ട് അത്ര വലിയ കാര്യമല്ല. പിന്നെന്താ പറയുന്നത്, ചില ആളുകൾക്ക് അസുഖങ്ങൾ പരത്തുന്നത് വളരെ പേടിയുള്ളൊരു കാര്യമാണ്. പിന്നെയോ ഈ ദരിദ്രരായിട്ടുള്ള കുട്ടികൾ വരുന്നതിന് അവരുടെ ബാങ്കിൾസൊക്കെ ഉരഞ്ഞ് അവിടെ മേശയുടെ മേലെയൊക്കെ കലകൾ വീഴുന്നുള്ള സ്ട്രെയിഞ്ച് അഭിപ്രായങ്ങൾ വരെ പറഞ്ഞു. പക്ഷേ അവസാനം കൊളാബയിലെ ഒരു സ്കൂളിൽ കിട്ടുകയാണ്. ഓക്കെ, ഗ്രോത്ത് ഓഫ് ആകാംക്ഷ. ഇനി ആകാംക്ഷ എങ്ങനെയാണ് വളർന്നതിനെ കുറിച്ചാണ് പറയുന്നത്. സെക്കൻഡ് മക്കളെ, അവർ ഇംഗ്ലീഷ്, മാത്സ്, പിന്നെ വാല്യൂസ്, മൂല്യങ്ങൾ, പിന്നെ അന്തസ്സോടുകൂടി ജീവിക്കാനും ആത്മവിശ്വാസത്തോടുകൂടി ജീവിക്കാനുമാണ് അവർ പഠിപ്പിച്ചത്. ആകാംക്ഷ കുട്ടികൾക്കെല്ലാം ഒരു നല്ല സ്ഥലമായിരുന്നു. ഇപ്പം നിലവിൽ ആകാംക്ഷ ഏകദേശം 3500ഓളം കുട്ടികളുള്ള ഒരു 6 സ്കൂളിലും 58 ലേണിംഗ് സെൻ്ററായിട്ട് പടർന്ന് നിൽക്കുന്ന ഒരു ഓർഗനൈസേഷനായിട്ട് മാറി. ഓക്കെ, ഇത്ര മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ഇതൊരു കഥ പോലെ പഠിക്കേണ്ട ചാപ്റ്ററൊന്നുമില്ല. ഇവരെന്താ ചെയ്തതെന്നുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഓക്കെ, ഇനി ഹവർ ഓഫ് ട്രൂത്ത്. അത് നല്ല രസമുള്ളൊരു കഥയാണ്. മിസ് ഇപ്പോൾ വരും കേട്ടോ. അതിലെന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? ഇതുപോലെ തന്നെ ബാൽഡ്വിൻ എന്ന് പറയുന്ന ഒരാളുടെ ഫാമിലിയിൽ നടക്കുന്ന കാര്യമാണ്. അയാളുടെ സ്മോൾ കോട്ടേജിൽ നടക്കുകയാണ്. അവരുടെ ഫാമിലി മെമ്പർ മാർത്ത, സണ്ണ് ജോൺസൺ, ഈവ് ഡോട്ടർ, ഇവരെല്ലാവരും ബാൽഡ്വിൻ ഹെഡ് ഓഫ് ദ ഫാമിലിയെ കാത്തിരിക്കുകയാണ്. റോബർട്ട് ബാൽഡ്വിൻ ആരാണ്? ജോൺ ഗ്രഷാം എന്ന് പറയുന്ന ഒരാളുടെ ബാങ്കിലെ അസിസ്റ്റൻ്റാണ്. അവിടെയുള്ള ബാങ്ക് തകർന്നു പോയി. കാരണം അയാൾ ഒരുപാട് ഫിനാൻഷ്യൽ തട്ടിപ്പുകൾ നടത്തിയതായിരുന്നു. ദർ ഇസ് ടെൻഷൻ ഇൻ ദ ഹൗസ്. അത് കാരണം അവിടെ മൊത്തം ടെൻഷൻ, ഒരു ഉത്തേജകജനകമായ നിമിഷങ്ങളിലേക്ക് എത്തുകയാണ്. റോബർട്ട് ഹാസ് കോൾ ഗ്രഷാം ബിഫോർ ദ കോർട്ട് ട്രയൽ. കോടതിയിൽ ട്രയൽ എടുക്കുന്നതിന് മുമ്പേ ഗ്രഷാം റോബർട്ടിനെ വിളിക്കുകയാണ്. ഓക്കെ, ഇത് അടുത്തൊരു കഥയാണ്. പെട്ടെന്ന് വായിച്ചു തരാം. താങ്ക് യു റോഷൻ. ഈ ബാങ്ക് സ്കാൻഡലിനെ കുറിച്ച് കുടുംബത്തിൻ്റെ പേടി എന്താണെന്ന് നോക്കുക. ഞാൻ വളരെ സ്പീഡിൽ വിടുന്നത് വെച്ചാൽ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. നമ്മൾ മോഡൽ എക്സാമിനൊക്കെ പഠിച്ചുകൊണ്ടാണ് ഞാൻ കുറച്ച് സ്പീഡിൽ വിടുന്നത്. ഒന്നുകൂടെ കേട്ടിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാക്കിയാൽ തീർക്കാൻ പറ്റുന്നത് കേട്ടോ. Martha and Eve discusses the arrest of Mr. John Gresham, the bank owner. ബാങ്ക് ഓണറായിട്ടുള്ള ഗ്രഷാമിൻ്റെ ഇയാൾ പിടിച്ചതാണ് മാർത്തയും ഈവും സംസാരിക്കുന്നത്. ന്യൂസ് പേപ്പേഴ്സ് ഹാവ് റിപ്പോർട്ട് ഗ്രഷാം മിസ്യൂസ് ദ ബാങ്ക് ഫണ്ട്. ബാങ്കിലെ പണം ഇയാൾ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. റോബർട്ട് ബാൽഡ്വിൻ ഇസ് ദ ഓൺലി പേഴ്സൺ ഹൂ നോസ് ദ ട്രൂത്ത് ആൻഡ് വിൽ ടെസ്റ്റിഫൈ ഇൻ കോർട്ട്. ഈ കാര്യം അറിയുന്നത് ആകെ റോബർട്ട് ബാൽഡ്വിൻ മാത്രമാണ്. എന്നിട്ടോ ഈവ് വണ്ടേഴ്സ് വൈ ഗ്രഷാം വാണ്ടഡ് ടു മീറ്റ് ഹെർ ഫാദർ. ഗ്രഷാമിന് എന്തിനായിരിക്കും അച്ഛനെ മീറ്റ് ചെയ്യേണ്ടതെന്നുള്ളൊരു കാര്യത്തിൽ അവൾ ടെൻഷൻ അടിക്കുന്നുണ്ട്. ബാൽഡ്വിൻ ടെസ്റ്റിഫൈ അഗേൻസ്റ്റ് ഹിം. സിൻസ് ബാൽഡ്വിൻ എന്ത് ചെയ്യാണ്, ഇതിന് വേണ്ടിയിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയല്ലേ, ടെസ്റ്റിഫൈക്ക് വേണ്ടിയിട്ട് ബാൽഡ്വിൻ. മാർത്ത ഡിഫൻസ് ഹർ ഹസ്ബൻഡ് ക്യാരക്ടർ സൈൻസ് ഹി ഹാസ് ഓൾവേസ് ബീൻ ഹോണസ്റ്റ് ആൻഡ് ലോയൽ. മാർത്ത പറയാണ് തൻ്റെ ഹസ്ബൻഡ് വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ഒരാളാണ്, സത്യസന്ധനായിട്ടുള്ള ഒരാളാണെന്ന് പറയുന്നു. ജോൺസ് ഡിസ്കഷൻ അബൌട്ട് ബാങ്ക് ഫെയിലിയർ. എന്തൊക്കെയാണ് പറയുന്നത്? ജോൺ ടെൽസ് ദറ്റ് ഫാമിലി ദറ്റ് ഈവൻ ബാങ്ക് എംപ്ലോയീസ് വർ ഷോക്ഡ് ബൈ ദ സഡൻ കൊളാപ്സ്. He mentioned that people suspect Baldwin knew about his wrongdoing because he was close to Gresham. Martha insists that her husband never knowingly did anything wrong. അപ്പോൾ എല്ലാവരും ഇയാളെ സസ്പീഷ്യസ് ആയിട്ട് നോക്കുക നമ്മുടെ ബാൽഡ്വിനെ. അപ്പോൾ എന്താണ് ഭാര്യ പറയണം, എൻ്റെ ഭർത്താവ് അങ്ങനെയൊന്നും ചെയ്യില്ല. ഷി ബിലീവ്സ് റോബർട്ട് ഓൺലി ഡിസ്കവർ ദ ട്രൂത്ത് ഷോർട്ട്ലി ബിഫോർ ബാങ്ക് ക്ലോസ്. ഈ ബാങ്ക് അടയ്ക്കുന്നതിന് തൊട്ട് മുമ്പ് മാത്രമേ ഇങ്ങനെ ഒരു ഫ്രോഡ് പരിപാടി നടന്നത് ഇയാൾ അറിയുന്നുള്ളൂ. എന്നിട്ടോ റോബർട്ട് ബാൽഡ്വിൻ റിട്ടേൺ ഹോം. നേരെ റോബർട്ട് ബാൽഡ്വിൻ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന മൊത്തം ഒരു ചെറിയ ട്വിസ്റ്റ് സംഭവിക്കുകയാണ്. റോബർട്ട് അറൈവ്സ് ഹോം ആൻഡ് ഫാമിലി ഇമ്മീഡിയറ്റ്ലി ആസ്ക് ഹിം വാട്ട് ഹാപ്പൻ ഡ്യൂറിങ് മീറ്റിംഗ് ഇൻ ഗ്രഷാം. ഗ്രഷാമായിട്ട് മീറ്റ് ചെയ്ത സമയത്ത് എന്താ സംഭവിച്ചെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ റോബർട്ട് പറഞ്ഞു കൊടുക്കും, ഹി ഡിസ്കവർ ദ മിസ്യൂസ് ഓഫ് ബാങ്ക്
misuse of bank funds just one day before crash. ബാങ്ക് പൊളിയുന്നതിൻ്റെ തൊട്ട് മുമ്പാണ് ഇയാൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞത്. He forced Gresham to close the bank to prevent further damage. ഇനി പൊളിയാതിരിക്കാൻ വേണ്ടി ബാങ്ക് അടയ്ക്കുന്നതാണ് നല്ലത് പറഞ്ഞു. However, Gresham is now facing trial. ഇപ്പം ഗ്രഷാം എന്ത് ചെയ്യാണ്? ട്രയൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടോ ആൻഡ് റോബർട്ട് ഈസ് ദ കീ വിറ്റ്നസ് അഗെയിൻസ്റ്റ് ഹിം. ഇതിനെതിരെ റോബർട്ടാണ് കീ വിറ്റ്നസ് ആയിട്ടുള്ളത്. ഗ്രഷാംസ് ഓഫർ ആൻഡ് അറ്റംപ്റ്റഡ് ബ്രൈബ്. ഇനി ഒരു ട്വിസ്റ്റ് സംഭവിക്കുകയാണ്. എന്താണ്? റോബർട്ട് റിവീൽസ് ദാറ്റ് ഗ്രഷാം ആസ്ക്ഡ് ഹിം ടു ഹെൽപ്പ് എസ്കേപ്പ് പണിഷ്മെൻറ്റ്. ഈ ഒരു പണിഷ്മെൻറ്റിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി സഹായിക്കണം. ഇൻസ്റ്റെഡ് ഓഫ് ലൈ ചെയ്യുന്നതിന് പകരം ഗ്രഷാം ആസ് ബാൽവിൻ ടു പ്രിറ്റൻഡ് ഹി ഡസ് നോട്ട് റിമെമ്പർ സർട്ടൻ ഫാക്ട്സ് ഇൻ കോർട്ട്. ചില കാര്യങ്ങൾ അറിയില്ല എന്ന് കോടതിയിൽ പറയണമെന്ന് പറഞ്ഞു. ദിസ് വുഡ് അലൗ ഗ്രഷാം ടു അവോയ്ഡ് കൺവിക്ഷൻ. അങ്ങനെയാണെങ്കിൽ കുറ്റം വാളിയാകുന്നതിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റും. ഇൻ റിട്ടേൺ ഗ്രഷാം ഓഫേർഡ് ഏകദേശം $100,000 പറയുന്നത് കോമ്പൻസേഷൻ. റോബർട്ട് പ്രൗഡ്ലി സ്റ്റേറ്റ്സ് ദാറ്റ് ഹി റെഫ്യൂസ് ദ ഓഫർ ഇമ്മീഡിയറ്റ്ലി. പക്ഷേ ഇയാൾ വളരെ അഭിമാനത്തോട് പറയുന്ന സത്യസന്ധനായിട്ടുള്ള ആൾ, ഞാൻ ആ ഓഫർ സ്വീകരിച്ചിട്ടില്ല എന്ന്. ബാൽവിൻ സ്ട്രോങ് മോറൽ സ്റ്റാൻഡേർഡ്, അയാളുടെ ധാർമ്മികമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തം. അപ്പോൾ ഇയാളുടെ ക്യാരക്ടർ സ്കെച്ച് എന്തായാലും ചോദിക്കാൻ സാധ്യതയുണ്ട്, പഠിച്ചു വെച്ചേക്കണേ. എന്തൊക്കെയാണ് പറയുന്നത്? റോബർട്ട് എക്സ്പ്ലെയിൻസ് ടെല്ലിംഗ് ദാറ്റ് ഐ ഡോണ്ട് റിമെമ്പർ വുഡ് ബി ദ സെയിം ആസ് ലൈങ്. എനിക്കറിയില്ല എന്ന് പറയുന്നത് പോലും നുണ പറയുന്നതിന് തുല്യമാണെന്നാകുക. ഹി സേസ് ദാറ്റ് കൺസൈൻസ് ആൻഡ് ഹോണസ്റ്റി വുഡ് നോട്ട് അലൗ ഹിം ടു ഡു സച്ച് എ തിങ്. ഇങ്ങനൊരു കാര്യം ചെയ്യാൻ തൻ്റെ മനസാക്ഷി പോലും സമ്മതിക്കില്ല. ഹി വാല്യൂസ് ഹിസ് ഓണർ ആൻഡ് ഇൻറ്റഗ്രിറ്റി മോർ ദാൻ മണി. മണിയേക്കാൾ കൂടുതൽ, സമ്പത്തിനേക്കാൾ കൂടുതൽ എനിക്ക് എന്തുണ്ട്? എൻ്റെ ഓണറും ഇൻറ്റഗ്രിറ്റിയും ആണ്. ഹി ഓൾസോ സേസ് ദാറ്റ് ഹി വാണ്ട്സ് ടു ഗോ ഹിസ് ഗ്രേവ് വിത്ത് ക്ലിയർ കോൺഷ്യസ്. എനിക്ക് മരിക്കുകയാണെങ്കിലും വളരെ അന്തസ്സോടുകൂടി മരിക്കണം എന്നാണ് പറയുന്നത്. ഫാമിലി ബിഗിൻസ് ടു പെർസ്വേഡ് ബാൽവിൻ. പക്ഷേ ഫാമിലി ബാൽവിനെ നിർബന്ധിക്കുകയാണ്. എന്ത്? Okay. Surprising, the family members start encouraging him to reconsider. John says that crime is only a technical mistake because depositors will not lose money. ജോൺ പറയുകയാണ് അതൊരു താൽക്കാലികമായിട്ടുള്ള പ്രശ്നമാണ്, പൈസ നിക്ഷേപിച്ച ആളുകളുടെ കാശൊന്നും പോവില്ല. ഈ worries that people might blame Baldwin for sending an old friend to jail. പിന്നെയോ മാർത്ത റിമൈൻസ് ഗ്രഷാം ഹാഡ് ഓൾവേസ് ബീൻ കൈൻഡ് ടു ഹിം. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഫാമിലി മെമ്പേഴ്സ് ഇയാളെ ഇങ്ങനെ പറഞ്ഞ് നിർബന്ധിക്കുകയാണ്. ദേ ഓൾസോ ഹൈലൈറ്റ് ദ ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഓഫ് ആക്സെപ്റ്റിംഗ് ദ മണി. ആ പണം കിട്ടിക്കഴിഞ്ഞാൽ കിട്ടാൻ പോണ ഗുണങ്ങളെക്കുറിച്ചും പറയുന്നു. അങ്ങനെ ഒരു സൈഡിൽ പണം, ഒരു സൈഡിൽ മനസാക്ഷി എന്നുള്ള കാര്യം വന്ന സമയത്ത് ഫിനാൻഷ്യൽ പ്രഷർ ഓൺ ബാൾഡ്വിൻ. എന്നിട്ട് ഫാമിലി പോയിന്റ്സ് ഔട്ട് ദാറ്റ് തിങ് റോബർട്ട് ഇസ് കറൻ്റ്ലി അൺഎംപ്ലോയ്ഡ് ബിക്കോസ് ദ ബാങ്ക് ഈസ് ക്ലോസ്ഡ്. ബാങ്ക് അടച്ചത് കാരണം ഇപ്പോൾ തനിക്ക് ജോലിയില്ലല്ലോ. ജോൺ ഏൺസ് $30 a week which is not enough സപ്പോർട്ട് ദ ഫാമിലി. ആകെ ആഴ്ചയിൽ $30 മാത്രം കിട്ടുന്ന ഒരാൾക്ക് ഇനി കുടുംബം നോക്കാൻ പറ്റില്ലല്ലോ. ഈ എത്രയും വലിയൊരു എമൗണ്ട് എന്ത് ചെയ്യാണ് ഇയാൾക്ക് ഒരു ഭാവിയിലേക്ക് വലിയൊരു സെക്യൂർ ആക്കും. ദേ സജസ്റ്റ് ഇഫ് ഗ്രഷാം ഇസ് ഫ്രീഡ് ഹി മൈറ്റ് ഓഫർ ബാൽഡ്വിൻ പാർട്ട്ണർഷിപ്പ് ഇൻ ദ ബിസിനസ്. ഗ്രഷാം ഇവിടുന്ന് പുറത്തിറങ്ങുകയാണെങ്കിൽ എന്ത് ചെയ്യും? തൻ്റെ ബാങ്കിൻ്റെ പാർട്ട്ണറാക്കുക എന്ന് പറയാണ്. പിന്നെ ബാൽഡ്വിൻ ഉണ്ടാകുന്ന മാനസിക സംഘർഷങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അതെന്തൊക്കെയാണ്? റോബർട്ട് ഫീൽസ് ഡീപ്ലി ഹേർട്ട് ആൻഡ് ഡിസപ്പോയിൻറ്റഡ് ബൈ ഹിസ് ഫാമിലി ആറ്റിറ്റ്യൂഡ്. കുടുംബത്തിൻ്റെ പെരുമാറ്റത്തിൽ ഇയാൾക്ക് വളരെയധികം സങ്കടമുണ്ട്. ഹി അക്യൂസസ് ദം ഓഫ് അബാൻഡനിങ് മോറൽ വാല്യൂസ് ഫോർ മണി. പണത്തിന് വേണ്ടി തൻ്റെ സത്യസന്ധത കളയാൻ ഇയാൾ തയ്യാറായിരുന്നില്ല. ഇഫ് ഹി ആക്സെപ്റ്റ് ദ മണി ഹി വുഡ് ബി ഡൂയിങ് ഡിസ്ഹോണറബിൾ ആക്ട്. അയാളൊരു അന്തസ്സില്ലാത്ത പണി ചെയ്യുന്നു എന്ന് ചിന്ത വരികയാണ്. ദെയർ സോൾസ് വുഡ് ബി മോറലി കറപ്റ്റഡ്. തൻ്റെ ആത്മാവിന് എന്ത് ചെയ്യാണ്? ഒരു നിത്യശാന്തി കിട്ടാതെ അല്ലെങ്കിൽ ആത്മാവിനോടൊരു തെറ്റ് ചെയ്യുന്ന പോലെ തോന്നുകയാണ്. ഡെസ്പൈറ്റ് ദിസ് ഫാമിലി കണ്ടിന്യൂസ് പ്രഷർ ചെയ്യും ഇൻഡയറക്ട്ലി. പൈസ വാങ്ങുന്ന കുടുംബം ഇങ്ങനെ വെറുപ്പിക്കുകയാണ്. ബാൾഡ്വിൻ ഓൾമോസ്റ്റ് ബ്രേക്ക് ഡൗൺ. അയാൾ ആകെ തകർന്നു പോവുകയാണ്. അത് ഇനീഷ്യലി റിഫ്യൂസ് ബ്രൈബ് പാർട്ട്ലി ബിക്കോസ് ഹി ഫിയർഡ് എ ഫാമിലി റിയാക്ഷൻ. അയാൾ ആദ്യം പൈസ ഒന്നും വാങ്ങാൻ തയ്യാറായിരുന്നില്ല. വെൻ ദ ഫാമിലി ഷോസ് വില്ലിങ്സ് ടു ആക്സെപ്റ്റ് ദ മണി ബാൾഡ്വിൻ ബിക്കംസ് ഡീപ്ലി ഡിസ്ട്രസ്ഡ്. പൈസ വാങ്ങുന്ന വീട്ടുകാരിങ്ങനെ പറയുന്നത് ഇയാളെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിച്ചു. The moment becomes his true hour of truth where his values are tested. ഈ ഒരു സമയത്താണ് ഇയാളുടെ വാല്യൂസ് എല്ലാം ചോദ്യം ചെയ്യപ്പെടുന്നത്. ഈ സമയത്താണ് മിസ്റ്റർ മാർഷൽ അങ്ങോട്ട് എത്തപ്പെടുന്നത്. Suddenly Mr. Marshall, the president of the Third National Bank, arrives. Family becomes nervous because Baldwin is scheduled to testify in the court next day. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? അൺഎക്സ്പെക്റ്റഡ് ഗുഡ് ന്യൂസ് അവർ അറിയാണ്. മിസ്റ്റർ മാർഷൽ അനൗൺസ് സർപ്രൈസിംഗ് ന്യൂസ്. എന്താണ് പറയുന്നത്? We met John Gresham earlier that Gresham told him that bribe he offered Baldwin, he knew Baldwin would never accept such an offer. ഇത് ഇയാൾക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കി. ബാൽഡ്വിൻ അങ്ങനെയുള്ള ബ്രൈബിനൊന്നും കൂട്ടു നിൽക്കില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഗ്രഷാം അവസാനം കൺഫസ് ചെയ്യാണ്. ബിക്കോസ് ഓഫ് ബാൽഡ്വിൻ അൺഷേക്കബിൾ ഹോണസ്റ്റി. ഇയാളുടെ സത്യസന്ധമായിട്ടുള്ള നിലപാട് കാരണം ഗ്രഷാം
കോടതിയിൽ കുറ്റമേറ്റ് പറഞ്ഞു. ഈ പ്രിഫർഡ് കൺഫസിംഗ് റാദർ ദാൻ ഫേസിംഗ് ബാൽഡ്വിൻ ട്രൂത്ത്ഫുൾ ടെസ്റ്റിമണി ഇൻ ദ കോർട്ട്. കുറ്റമേറ്റ് പറയുന്നതാണ് മറ്റേതിനേക്കാൾ ഭേദമെന്ന് ഇയാൾക്ക് മനസ്സിലായി. അവസാനം ഈ ബാൽഡ്വിൻ്റെ ഓണർ റെക്കഗ്നൈസ് ചെയ്യപ്പെടാം. മിസ്റ്റർ മാർഷൽ പ്രൈസസ് ബാൽഡ്വിൻസ് മോറൽ ഇൻറ്റഗ്രിറ്റി ആൻഡ് ഓണസ്റ്റി. ഇയാളുടെ സത്യസന്ധതയിൽ വളരെ സന്തുഷ്ടനാവുകയാണ്. ഹി ഓഫേഴ്സ് ബാൽഡ്വിൻ റെസ്പെക്റ്റബിൾ ജോബ് ഇൻ തേർഡ് നാഷണൽ ബാങ്കിൽ ജോലി ഏർപ്പാട് കൊടുക്കുകയാണ്. ഹി ഷോസ് ദാറ്റ് ഹോണസ്റ്റ് ആൻഡ് ലിമിറ്റ്ലി ബ്രിങ്സ് റെസ്പെക്റ്റ് ആൻഡ് റിവാർഡ്. ഹോണസ്റ്റി കാരണം എന്താണ്? റെസ്പെക്റ്റും റിവാർഡും ഉണ്ടാകുന്നു. ഇമോഷണൽ എൻഡിങ് എങ്ങനെയാണ്? ദ ഫാമിലി റിയലൈസസ് ദെയർ മിസ്റ്റേക്ക് ആൻഡ് മോറൽ. കുടുംബം ഇങ്ങനെ ഇയാളെ വെറുപ്പിച്ചല്ലോ, അതിൽ കുടുംബത്തിന് തെറ്റിദ്ധാരണ ഉണ്ടായി എന്നുള്ള മനസ്സിലാകുന്നു. ദേ ഫീൽ അഷെയിംഡ് ഓഫ് ദംസെൽഫ് ഫോർ ട്രൈയിങ് പെർസ്യൂഡ് ബാൽഡ്വിൻ. ബാൽഡ്വിനെ ഇങ്ങനെ നിർബന്ധിച്ചാൽ അവർക്കും വളരെ കുറ്റബോധം ഉണ്ടായി. പിന്നെ അവസാനം ബാൽഡ്വിൻ കരയുകയാണ്. പിന്നെ മാർത്ത ആൻഡ് മാർഷൽ സ്റ്റോപ്പ് റേസിംഗ് ബിക്കോസ് ഇമോഷണൽ മൊമെൻറ്റ് ഇസ് ടു ഇൻറ്റൻസ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കഥ അവസാനിക്കുകയാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു കഥയാണ്. ക്യാരക്ടർ സ്കെച്ച് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന, റിവ്യൂ എക്സ്പെക്റ്റ് ചെയ്യാം, മാപ്നെസ് ഓഫ് ദ ടൈറ്റിൽ എല്ലാം എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ചാപ്റ്ററാണ്. ചിലപ്പോൾ നിങ്ങളോട് റൈറ്റപ്പ് വരെ ചോദിക്കും. കാരണം ഹോണസ്റ്റി എന്ന് പറയുന്ന കാര്യം ഫേസ് ചെയ്തിട്ടല്ലേ ഇയാൾക്ക് ലൈഫിൽ ഇങ്ങനെ ഒരുപാട് സ്ട്രഗിൾ വേണ്ടി വരുന്നത്. സോ അതും നിങ്ങളൊന്ന് നോക്കി വയ്ക്കാം. ഓക്കെ, A story in another story. Yes, very good. ഇനി കിട്ടില്ല കഥ, നമ്മുടെ ഫേവറേറ്റ് കഥ അമിഗോ ബ്രദേഴ്സ്. നോക്കിയാലോ, അമിഗോ ബ്രദേഴ്സ് കിട്ടില്ല കഥയാണ്. നോക്കൂ, ദ സ്റ്റോറി ഈസ് അബൌട്ട് ആന്റോണിയോ ക്രൂസ് ആൻഡ് ഫെലിക്സ് വർഗാസ്, 2 17-year-old boys. ഇവരെന്താ, ദേ ലിവ് ഇൻ ലോവർ ഈസ്റ്റ് സൈഡ് ഓഫ് ദ മാൻഹാട്ടൻ, ന്യൂയോർക്ക്. വി ഹാവ് known each other for since childhood. 2 കൂട്ടുകാരന്മാരുടെ കഥ കഴിഞ്ഞ് പഠിക്കാൻ പോകുന്നത് അമിഗോ ബ്രദേഴ്സ്. their friendship is extremely strong. ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് ഭയങ്കര അടിപൊളിയാണ്. ആന്റോണി, ഇവർ വ്യത്യാസം ഇങ്ങനെ, ആന്റോണി ഇസ് ഫെയർ ആൻഡ് ടോൾ ആൻഡ് തിങ്. ആന്റോണി കുറച്ച് വെളുത്ത നിറക്കാരനും പൊക്കക്കാരനും അതുപോലെ തന്നെ കുറച്ച് മെലിഞ്ഞവനുമാണ്. ഫെലിക്സ് കുറച്ച് ഇരുണ്ടതാണ്, അതുപോലെ തന്നെ കുറച്ച് പൊക്കം കുറവാണ്, പക്ഷേ ഭയങ്കര കരുത്തനാണ്. ഡെസ്പൈറ്റ് ദി ഡിഫറൻസസ് ദേ ഷെയർ എ ഡീപ് ബോണ്ട് ആൻഡ് സെയിം ഡ്രീം. ഇവരെല്ലാം ഒരേ സ്വപ്നം മുന്നോട്ട് കണ്ടുപോകുന്ന ആൾക്കാരാണ്. ഇവരുടെ കോമൺ ഡ്രീം എന്താണെന്ന് അറിയോ? അവർക്ക് വേൾഡ് ലൈറ്റ് വെയ്റ്റ് ബോക്സിംഗ് ചാമ്പ്യന്മാരാവണം. അതാണ് ഇവരുടെ സ്വപ്നം. അതിനുവേണ്ടി അവർ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാ ദിവസവും ബോയ്സ് ക്ലബ്ബിൽ പോയിട്ട് അവർ പ്രാക്ടീസ് ചെയ്യും. പിന്നെ ഈസ്റ്റ് റിവറിൻ്റെ ഡ്രൈവിലൂടെ അവർ നിരന്തരം ഓടും. പിന്നെ ഡെയിലി അവർ നമ്മുടെ ബോക്സിംഗ് വർക്കൗട്ടൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ അവരെങ്ങനെയാണ് പിന്നെ ശത്രുക്കളല്ല ആക്ച്വലി അവരൊരു എതിരാളികളായി മാറുകയാണ്. ആഫ്റ്റർ സെവറൽ എലിമിനേഷൻ മാച്ചസ് ദ ബോത്ത് ബോയ്സ് റീച്ച് ഡിവിഷൻ ഫൈനൽസ്. ഇവർ ജയിക്കാൻ വേണ്ടി പോവാണല്ലോ. അപ്പോൾ ആ സമയത്തൊരു ബോക്സിംഗ് മത്സരത്തിൻ്റെ പങ്കെടുക്കുകയാണ്. അവസാനം ദേ ആർ ഇൻഫോംഡ് ദാറ്റ് ദേ മസ്റ്റ് ഫൈറ്റ് ഈച്ച് അതർ ഇൻ ദ ഫൈനൽ മാച്ച്. ഫൈനൽ മാച്ചിൽ പരസ്പരം 2 പേരുമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിയുണ്ടാക്കാൻ പോകണമെന്ന് പറഞ്ഞു. ദ വിന്നേഴ്സ് വിൽ റെപ്രസെൻറ്റ് ബോയ്സ് ക്ലബ് ഇൻ ദ ഗോൾഡൻ ഗ്ലൗസ് ചാമ്പ്യൻഷിപ്പ് ടൂർണമെൻറ്റ്. ഈ ബോയ്സ് ക്ലബിൻ്റെ ഈ ഗോൾഡൻ ഗ്ലൗസ് ചാമ്പ്യൻഷിപ്പിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പോണത് ഈ മത്സരത്തിലെ വിജയി ആയിരിക്കും. ഓൾദോ ദേ കണ്ടിന്യൂ ദർ ഡെയിലി റുട്ടീൻസ് ടുഗദർ, ദേ ഫീൽ ഇമോഷണൽ ഡിസ്റ്റൻസ് ഗ്രോയിങ് ബിറ്റ്വീൻ ദം. അവർ പരസ്പരം പ്രാക്ടീസ് ചെയ്യെങ്കിലും അവർക്ക് എന്ത് ചെയ്യാണ്, ഇടയിലൊരു ഇമോഷണൽ ഡിസ്റ്റൻസ് ഉണ്ടാക്കി കൊണ്ടുവരുന്നത്. ദ ഇമോഷണൽ ടെൻഷൻസ് വിൽ ഡിസ്ക്രൈബ്ഡ് ആസ് വാൾ റൈസിംഗ് ബിറ്റ്വീൻ ദം. ഇവർക്കിടയിൽ സൗഹൃദങ്ങൾക്കിടയിൽ അവർ വളർത്തി കൊണ്ടുവരുന്ന ഒരു വാളായിട്ട് അനുഭവപ്പെടുകയാണ്. ഡിസിഷൻ ടു സെപ്പറേറ്റ് ബിഫോർ ദ ഫൈറ്റ്. എന്താണ്, വൺ മോർണിംഗ് ഡ്യൂറിംഗ് ദിയർ ട്രെയിനിങ് റൺ ദേ ഡിസ്കസ് ദിയർ ഫീലിംഗ്സ് അബൌട്ട് ദ അപ്കമിംഗ് ഫൈറ്റ്. ബോത്ത് അഡ്മിറ്റ് ദാറ്റ് ഡിഫിക്കൽട്ട് ടു ഫൈറ്റ് എ ക്ലോസ് ഫ്രണ്ട്. കൂട്ടുകാരനായിട്ട് ഇടിക്കുക എന്ന് പറയുന്നത് അവർക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. ഹൗവർ ദേ അഗ്രി ദാറ്റ് റിംഗ് ദേ മസ്റ്റ് ഫൈറ്റ് സീരിയസ്ലി ആൻഡ് ഫെയർലി. ബോക്സിംഗ് റിംഗിൽ അവർ അടിപൊളിയായിട്ട് തന്നെ ബോക്സ് ചെയ്യണമെന്ന് തീരുമാനിച്ചു. ദേ പ്രോമിസ് നോട്ട് ടു ഹോൾഡ് ബാക്ക് പഞ്ചസ്. പഞ്ചുകളൊന്നും പിൻവലിക്കേണ്ടതില്ല. ടു ഗീവ് ദർ ബെസ്റ്റ് എഫർട്ട്. ഏറ്റവും അടിപൊളിയായിട്ടാണ് ബോക്സ് ചെയ്യണമെന്ന് അവർ തീരുമാനിക്കുന്നുണ്ട്. ടു പ്രിപ്പയർ മെൻ്റലി ഫെലിക്സ് ഡിസൈഡ് ടു സ്റ്റേ വിത്ത് ഓൺ ലൂസ് ആൻഡ് ബ്രോങ്സ് അൺടിൽ ദ ഫൈറ്റ്. ദ ഫൈറ്റ് ഫ്രണ്ട്സ് സെപ്പറേറ്റ് ടെമ്പറലി പ്ലാനിങ് ടു മീറ്റ് അഗെയിൻ ഓൺലി ഓൺ ദ ഡേ ഓഫ് ദ ഫൈറ്റ്. ഇനി ബോക്സിങ്ങിൻ്റെ അന്ന് കാണാമെന്ന് പറഞ്ഞ് ഇവർ വേർപിരിയാണ്. ഫൈറ്റിന് തൊട്ട് മുന്നായിട്ട് ഇവരുടെ ചിന്തകൾ പോകുന്നത് എന്തൊക്കെയാണ്? ഓൺ ദ നൈറ്റ് ബിഫോർ ദ ഫൈറ്റ് both boys feel nervous. 2 പേർക്കും ഒരു നെർവസ്നെസ് ഉണ്ട്. Antonio spends time on the roof of his building. He worries about how fight affect their friendship. Felix എന്ത് ചെയ്യാൻ ചിന്തിക്കുന്നത്, ബോക്സിംഗ് മൂവി കാണുകയാണ്. എക്സൈറ്റ്മെൻറ്റ് ആൻഡ് ടെൻഷൻ അവർക്കിടയിലുണ്ടാകും. ബോത്ത് ഫ്രണ്ട്സ് പ്രേ ഫോർ എ ക്വിക്ക് ആൻഡ് ക്ലീൻ നോക്കൗട്ട്. പെട്ടെന്ന് തന്നെ മത്സരം അവസാനിച്ചാൽ മതി എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇൻ ദ ഫസ്റ്റ് റൗണ്ട് ഹോപ്പിംഗ് ടു അവോയ്ഡ് ഹർട്ടിങ് ഈച്ച് അതർ ടു മച്ച്. പരസ്പരം കൂടുതൽ പരിക്കുകളൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ മത്സരം അവസാനിക്കണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ്. ഫൈറ്റ് നടക്കുന്ന എന്താ, ഫൈറ്റ് ബിക്കംസ് മേജർ ഇവൻറ്റ് ഇൻ ദ നൈബർഹുഡ്. പോസ്റ്റേഴ്സ് അനൗൺസിംഗ് ദ മാച്ച് ആർ ഡിസ്പ്ലേഡ് എവരിവെയർ. എല്ലായിടത്തും ഇതിൻ്റെ പരസ്യമുണ്ട്. ദ ബോക്സിംഗ് മാച്ച് ടേക്സ് പ്ലേസ് ഇൻ ടോംകിൻ സ്ക്വയറിലാണ് പരിപാടി നടക്കുന്നത്. മെനി പീപ്പിൾ ഗ്യാദർ ടു വാച്ച് ഫൈറ്റ്. ഒരുപാട് പേര് ഈ ഒരു ഫൈറ്റ് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. സപ്പോർട്ടേഴ്സ് എസ്കോട്ട് പിന്നെ
many people gather to watch. Both are well respected and popular. ഈ രണ്ട് പയ്യന്മാരും എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. സപ്പോർട്ടേഴ്സ് എസ്കോർട്ട് ബോത്ത് ഫൈറ്റേഴ്സ് ടു റിംഗ് അമിഡ് ലൗഡ് ചെയറിംഗ്. അങ്ങനെ വളരെ ഉത്സാഹത്തോടു കൂടി ഇവരെ ക്ഷണിക്കുകയാണ്. ദ ബിഗിനിങ് ഓഫ് ദ മാച്ച്, മത്സരം തുടങ്ങിയ സമയത്ത് എന്താ, ദ അനൗൺസർ ഇൻട്രൊഡ്യൂസസ് ഓഫ് ഫൈറ്റേഴ്സ് ആൻഡ് റിമൈൻഡ് ദ ഓഡിയൻസ് ദാറ്റ് ദർ ക്യാൻ ബി നോ ഡ്രോ ഉണ്ടാവാൻ പാടില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഗ്രാമർ ക്ലാസ്സിൽ കേട്ടോ, ഇന്ന് മൊത്തം ചാപ്റ്ററും തീർക്കുകയാണ്. ഓക്കെ, the referee explains the rule to ask the fighters to shake hands. കൈ കൊടുക്കാൻ പറഞ്ഞു. പിന്നെ Antonio and Felix respectfully touch gloves and return to their corners. അവരുടെ മത്സരം തുടങ്ങി. ഫസ്റ്റ് റൗണ്ടിൽ എന്താണ്, ഫെലിക്സ് begins fight aggressively with strong punches. Antonio counters with fast and accurate left jab. പിന്നെ ബോത്ത് ഫൈറ്റേഴ്സ് ഷോ ഗ്രേറ്റ് സ്കിൽ ആൻഡ് ഡിറ്റർമിനേഷൻ. അവസാനം എന്താണ്, ദെയർ ഫ്രണ്ട്ഷിപ്പ് ഡസ് നോട്ട് വീക്കൻ ദെയർ എഫേർട്ട്, ദേ ഫൈറ്റ് സീരിയസ്ലി ആൻഡ് ഫിയർസ്ലി. അപ്പോൾ രണ്ട് പേരും ഇടിച്ച സ്റ്റൈൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ, എന്നിട്ട് സെക്കൻഡ് റൗണ്ടിലേക്ക് എത്തി. അത് കുറച്ചുകൂടെ ഇൻറ്റൻസ് ആയിരുന്നു. ഫെലിക്സ് അറ്റാക്സ് ആന്റോണിയോ, പവർഫുൾ പഞ്ചസ് ഓൺ ദ ബോഡി. ആന്റോണിയോ റെസ്പോൺസ് വിത്ത് ക്വിക്ക് ആൻഡ് പ്രിസൈസ് സ്ട്രൈക്സ് ടു ഫെലിക്സ് ഹെഡ്. ബോത്ത് ഫൈറ്റേഴ്സ് ആർ ഹേർട്ട് ബട്ട് റെഫ്യൂസ് ടു ഗിവ്. രണ്ട് പേർക്കും നല്ല വേദനയിലും വിട്ടുകൊടുക്കാൻ രണ്ടുപേരും തയ്യാറായില്ല. ക്രൗഡ് ബിക്കംസ് എക്സ്ട്രീംലി എക്സൈറ്റഡ് ആൻഡ് ത്രില്ലിംഗ് മാച്ച്. അവസാന ഘട്ടത്തിലേക്ക് കാര്യങ്ങളെത്തി. ഫൈനൽ റൗണ്ടിൽ എന്താ സംഭവിക്കുന്നത്, ദ ഫൈനൽ റൗണ്ട് വിൽ ഡിസൈഡ് ദ വിന്നർ ആൻഡ് ദർ ഇസ് നോ പോസിബിലിറ്റി ഓഫ് ഡ്രോ ഉണ്ടാവാൻ പാടേയില്ല. ദ ബോത്ത് ഫൈറ്റേഴ്സ് അറ്റാക്സ് ഓൺ ഈച്ച് അതർ വിത്ത് ഫുൾ സ്ട്രെങ്ത്. വളരെ കരുത്തോടുകൂടി അവർ ഫൈറ്റ് ചെയ്യാണ്. ദ എക്സ്ചേഞ്ച് പവർഫുൾ പഞ്ചസ് വിത്തൗട്ട് ബാക്കിംഗ് ഡൗൺ. വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അവസാനം ഈവൻ ദ ബെൽ ആഫ്റ്റർ ദേ കണ്ടിന്യൂഡ് ഫൈറ്റിംഗ് ദർ എക്സൈറ്റ്മെൻറ്റ്. ആവേശത്തോടുകൂടി ബെല്ലടിച്ചിട്ട് ഇവർ ഫൈറ്റ് ചെയ്ത് തന്നെ പോവാണ്. ദ റെഫറി അവസാനം വരുന്നത്, റെഫറി ആൻഡ് ദ ട്രെയിനേഴ്സ് ഫൈനലി സെപ്പറേറ്റ് ദ എക്സോസ്റ്റഡ് ഫൈനൽ. ക്ഷീണിച്ചു മാറിയിട്ടുള്ള ഈ ബോക്സർമാരെ അവർ മാറ്റുകയാണ്. ഓൺസ് ദേ റിക്കവർ ദർ സെൻസസ്, ആന്റോണിയോ ആൻഡ് ഫെലിക്സ് റഷ് ടുവേർഡ്സ് ആൻഡ് ഈച്ച് അതർ എംബ്രേസ് വാംലി. അവസാനം ക്ഷീണമൊക്കെ മാറിയ സമയത്ത് പരസ്പരം കെട്ടിപ്പിടിക്കുകയാണ്. ദ ക്രൗഡ് ഫസ്റ്റ് ബിക്കം വറീഡ് അബൌട്ട് ദർ ആൻഡ് ദെൻ cheers loudly. ആദ്യം ഇവരെല്ലാവരും എന്ത് ചെയ്യാണ്, ഒന്ന് പേടിച്ചു. പക്ഷേ ഇവർ പിന്നീട് cheer ചെയ്യാണ്. their embrace shows that their friendship is stronger than competition. ഇവരുടെ സൗഹൃദത്തിന്, ഇവരുടെ സൗഹൃദ ബോക്സിങ്ങിനേക്കാൾ വിലമതിപ്പുള്ളതാണ്. ഫ്രണ്ട്ഷിപ്പ് above victory before the announcer declare the winner. ഈ വിന്നർ ആരാണെന്ന് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ബോത്ത് ബോയ്സ് ലീവ് ദ റിംഗ് ടുഗദർ. തോളോട് തോൾ കൈയിട്ട് അവരങ്ങ് പോയി. ഫോർ ദം ഫ്രണ്ട്ഷിപ്പ് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ് ആൻഡ് വിക്ടറി ഓർ ഫെയിം. ഇവരെ സംബന്ധിച്ചിടത്തോളം സൗഹൃദമാണ് വലുത്, വിജയമല്ല. ദേ റിയലൈസ് നോ മാറ്റർ ഹു വിൻസ് ദേ വിൽ ഓൾവേസ് റെസ്പെക്ട് ആൻഡ് സപ്പോർട്ട് ഈച്ച് അതർ. ആര് തന്നെ ജയിച്ചാലും പരസ്പരം സപ്പോർട്ട് ചെയ്യും എന്നുള്ള കാര്യം ഇവർ പറഞ്ഞുകൊണ്ട് രണ്ട് ബ്രദേഴ്സും അങ്ങോട്ട് പോവുകയാണ്. ഓക്കെ, ഇനി ഹൊറഗല്ലു നമുക്ക് നോക്കാനുണ്ട്. ഒറ്റ സെക്കൻഡ് മക്കളെ. ഹരിജ മിസ്സിനെ ഒന്ന് വിളിച്ചിട്ട് പോരെ. യെസ് മക്കളെ, ഇനി നമുക്ക് ഹൊറഗല്ലു ചാപ്റ്റർ 3 ചാപ്റ്റർ നോക്കാനുണ്ട്. 3 ചാപ്റ്റർ കൂടെ നമുക്ക് നോക്കാനുണ്ട്. ഹരിജ മിസ്സ് ഇപ്പം നിങ്ങളുടെ ലൈവിൽ ജോയിൻ ചെയ്യുന്നതാണ്. പോയിട്ടില്ല, സാറിന് പോയിട്ടില്ല. ഈ ചാപ്റ്ററുകൾ സാറ് ഹരിജ മിസ്സിൻ്റെ പാർട്ടി കഴിഞ്ഞിട്ട് വന്നെടുക്കാൻ, കാരണം എനിക്ക് വേറൊരു ക്ലാസ്സിൽ ഇപ്പോൾ ലൈവ് എടുക്കാനുണ്ട്. അപ്പം ആ ചെറിയൊരു ബ്രേക്ക് എടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നിങ്ങളുടെ ഹരിജ മിസ്സിൻ്റെ ചാപ്റ്ററൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൊറഗല്ലു, പിന്നെ നമ്മുടെ ഇതൊക്കെയാണ് ഇനി നോക്കാനുള്ളത്. മാച്ച് ബോക്സും 3 L's ഓഫ് ദ വിമൻ എംപവർമെൻറ്റ് മാത്രമേ നമുക്ക് ഇനി നോക്കാനുള്ളൂ. അതും കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പോവാം. ഓക്കെ, ഹരിജ മിസ് ആണ് അടുത്ത് ഇവിടെ ജോയിൻ ചെയ്യാൻ പോണത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഹരിജ മിസ്സിന് വേണ്ടി പെട്ടെന്ന് റെഡി ആയിക്കോളൂ. മിസ് ഇപ്പം എത്തുന്നതായിരിക്കും കേട്ടോ. ഓക്കെ.
മിസ് എത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളുടെ നാട്ടുകാരെ മിസ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, മിസ് വേറൊരു ലൈവിലായിരുന്നു, അവിടെ നിന്ന് ഓടി വരുന്നതാണ്. 8 സെക്കൻഡ് മിസ്സിനൊന്ന് വലുതാക്കട്ടെ. ഓക്കെ, അപ്പോൾ ഫുൾ ഓൺ എനർജറ്റിക് ആയിട്ടാണോ, ഫുൾ ഓൺ പവറിലാണോ എൻ്റെ കുട്ടികളിരിക്കുന്നത്? വേഗം തന്നെ ചാറ്റ് ബോക്സിൽ ഒന്ന് റെഡി എന്ന് പറയാം. നമ്മളിതാ മിസ്സിന് കൂടുതലും പോയിംസ് ആണ് എടുക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ മിസ്സിൻ്റെ ചാപ്റ്റേഴ്സ് ഒരു ചാപ്റ്ററേ വരുന്നുള്ളൂ മിസ്സിന്, അത് കഴിഞ്ഞിട്ട് പോയിംസ് ആണ് എടുക്കാനുള്ളത് കേട്ടോ കൂടുതൽ. അപ്പോൾ ആരും ഇങ്ങോട്ട് പോണ്ട. മുടി കൊള്ളില്ല. എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഒരാളടുത്ത് ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുക? ഓക്കെ, 1 സെക്കൻഡ് മിസ് ഒന്ന് മൈക്കൊക്കെ വെക്കട്ടെ കേട്ടോ. മിസ് ഒരു സോങ് ഞങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യും. ഞാനിപ്പോൾ മറ്റേ സില്ല് നമ്മുടെ എമ്മച്ചാറ് ഷാഫിക്ക അതാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നത് കേട്ടോ. അർജുൻസാർ പഴത്തിലേക്ക് ഇട്ടിട്ട് പോയിക്കുന്നു. ഓക്കെ, നമുക്ക് നമ്മുടെ ചാപ്റ്ററൊക്കെ നോട്ടൊക്കെ എടുക്കട്ടെ കേട്ടോ മിസ്സ്. ഒന്ന് നോട്ടൊക്കെ എടുക്കട്ടെ കേട്ടോ മിസ്സ്. റെഡി? അപ്പോൾ നമ്മുടെ ഐപാഡ് മിസ്സ് ഒന്ന് കണ്ണടയ്ക്കുന്നുണ്ട്, നിങ്ങളും ഒന്ന് കണ്ണടയ്ക്കുക. ഒറ്റ സെക്കൻഡ് കേട്ടോ, 1 സെക്കൻഡ്. ഒന്ന് നോട്ട് ലോഡ് ചെയ്യട്ടെ. അപ്പോൾ വേഗം എടുത്ത് പോകും കേട്ടോ. ഇനി അധികം നേരമൊന്നുമില്ല. നിങ്ങൾ കുറേ നേരം ഇരുന്ന് കഷ്ടപ്പെടേണ്ടി വരില്ല. അതെ 6ാം ക്ലാസ് ലൈവിൽ നിന്ന് ഓടി വന്നയാട്ടോ. അവിടെ ഉണ്ടായിരുന്നോ? ഡീറ്റെയിൽ ആയിട്ട് പറയണേ എന്ന് പറഞ്ഞു. ഓക്കെ, നിങ്ങൾ ഇരിക്കാൻ റെഡിയാണ്? അങ്ങനെയാണെങ്കിൽ വേണ്ട. മിസ്സിൻ്റെ വോയിസ് മാറിയില്ലേ മിസ്സേ? കുറേ ലൈവ് എടുത്തിട്ട് മിസ്സിൻ്റെ സൗണ്ട് ഇപ്പോൾ ഏതാണെന്നുള്ളത് മിസ്സ് മറന്നു വീഴാം. മിസ്സിൻ്റെ ആ ഒരു സ്വീറ്റ് ആയിട്ടുള്ള വോയിസൊക്കെ മിസ്സ് മറന്നുപോയി. ഓക്കെ, തുടങ്ങാം അല്ലേ? ഓക്കെ, തുടങ്ങാം. അപ്പോൾ അതിന് മുമ്പായിട്ട് മിസ് എടുക്കാൻ പോകുന്ന പോർഷൻസ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ അല്ലേ? റെഡി? ഇപ്പോൾ ബ്ലാക്കാണ് മിസ്സിൻ്റെ സ്ലൈഡ് കേട്ടോ. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഈസ് ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ നിങ്ങൾ എപ്പോഴോ പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ണിന് പ്രശ്നമാവുന്നു, അതുകൊണ്ടാണ് മിസ് ബ്ലാക്കിൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ, റെഡി. ബ്ലാക്ക് സ്ക്രീൻ ആക്കാൻ നോക്കി ആക്കിയിട്ടുണ്ട് കേട്ടോ. റെഡിയാണ്? നിങ്ങൾ റെഡിയാണല്ലോ? ഇത്രയും പോർഷൻസ് ആണ് മിസ്സിന് എടുക്കാനുള്ളത്. 3 വീൽഡ് റെവല്യൂഷൻ മിസ് വേഗം എടുക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ അല്ല അത്. സ്റ്റാമർ, എനി വുമൺ, മെൻഡിങ് വാൾ, റൈസ്, ദിസ് ഈസ് ഗോയിങ് ടു ഹേർട്ട് അ ജസ്റ്റ് എലിജിബിൾ. ഓക്കെ, ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് മിസ്സിന് എടുക്കാനുള്ളത് കേട്ടോ. റെഡിയാണ്? നിങ്ങൾ എല്ലാവരും റെഡി ആണെങ്കിൽ മിസ് റെഡിയാണ്. സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. 3 വീൽഡ് റെവല്യൂഷൻ എന്നുള്ള ചാപ്റ്റർ ആണ് ആദ്യം തന്നെ കേട്ടോ. ഓക്കെ, യെസ്. ഇത് ആരെ പറ്റിയുള്ള ചാപ്റ്റർ ആണെന്ന് ഒന്ന് ചാറ്റ് ബോക്സിൽ പറഞ്ഞേ. ഇത് ആരെ പറ്റിയിട്ടുള്ള ചാപ്റ്റർ ആണ് കുട്ടന്മാരെ? ഷുട്ടുമണീസ് ഒന്ന് വേഗം പറഞ്ഞേ. ഓക്കെ അല്ലേ? റെഡി. ആരെ പറ്റിയിട്ടുള്ള ചാപ്റ്ററാ? ഷോർട്ട് നോട്ട്. ഇതിൻ്റെ നോട്ടൊക്കെ അയക്കുന്നുണ്ട് കേട്ടോ മിസ്. ക്ലാസ് കഴിഞ്ഞിട്ടായിരിക്കും അയക്കുന്നുണ്ടാവുക. ഓക്കെ, നിങ്ങൾ ടെലഗ്രാമിൽ ആ ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്യണേ. ഓക്കെ, റെഡി? എന്നെ പറ്റിയാണോ? അല്ല, എന്നെ പറ്റിയിട്ടല്ല. എന്നെ പറ്റിയാണോ? അല്ലല്ല. ഇർഫാൻ ആലം. യെസ്, വെരി ഗുഡ്. ഇർഫാൻ ആലത്തിനെ പറ്റിയിട്ടുള്ള ചാപ്റ്റർ ആണ് അല്ലേ? ഓക്കെ, നമുക്ക് നോക്കാം. സമ്മറിയാണ് നോക്കുന്നത് നമ്മൾ. A young entrepreneur developed the idea of empowering rickshaw pullers by helping them sell products and earn through advertisements. Okay, yes, ഒരു young entrepreneur. നോക്കി ആൾ വരികയാണ്. ആൾക്കൊരു ഐഡിയ ഉണ്ട്. എന്താണ് ഐഡിയ? for empowering rickshaw pullers. rickshaw pullers-നെ empower ചെയ്യുക. എങ്ങനെ? by helping them sell products and earn through advertisements. ഓക്കെ, അവരെ ഹെൽപ്പ് ചെയ്യുക, കുറേ പ്രൊഡക്ട്സ് വിൽക്കാൻ വേണ്ടിയിട്ടും അതിൽ നിന്ന് അഡ്വർടൈസ്മെന്റ്സ് കൊടുത്തുകൊണ്ട് അതിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക, അവരെ എംപവർ ചെയ്യുക എന്നുള്ള ഒരു ഐഡിയയോട് ഒരു യങ് ഓൺട്രപ്രണർ വരാണ്. അതാണ് ഇർഫാൻ ആലം. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഫൗണ്ടഡ് സമ്മാൻ ടു പ്രൊവൈഡ് ലോൺസ്, ഇൻഷുറൻസ് ആൻഡ് യൂണിഫോംസ് ടു റിക്ഷാ പുള്ളേഴ്സ്, enabling them to own vehicles. ഓക്കെ, അങ്ങനെ അദ്ദേഹം എന്താണ് നേരെ പോയിട്ട് ഈ ഒരു സമ്മാനം ഉണ്ടാക്കുകയല്ല ചെയ്തത് അല്ലേ? അദ്ദേഹം ഒരു പ്രോഗ്രാമിലൊക്കെ ബിസിനസ് ബാസിഗർ എന്നുള്ള പ്രോഗ്രാമിലേക്കൊക്കെ പോകുന്നുണ്ട്. ഓക്കെ, വെള്ളം കുടിക്കും. താങ്ക് യു സോ മച്ച് മക്കളെ, ഈ ഒരു കൺസിഡറേഷൻ, ഈ ഒരു കൺസേൺ ഒക്കെ നന്ദി കേട്ടോ. ഓക്കെ,
സമ്മാൻ എന്നുള്ള ഒരു ഫൗണ്ടേഷൻ അല്ലെ, ആ ഒരു ഇതിലേക്ക് കടക്കാണ്. അതിൽ നിന്ന് ഈ ആൾക്കാർക്ക് നമ്മുടെ റിക്ഷ പിള്ളേഴ്സിന് ലോൺസ് കൊടുക്കും, ഇൻഷുറൻസ് ഉണ്ട്, അതുപോലെ യൂണിഫോംസും, അവർക്ക് മൊത്തത്തിൽ ഡിഗ്നിറ്റിയോട് ജീവിക്കാൻ വേണ്ടി, സൊസൈറ്റിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. ഇത് മാത്രമല്ല ചെയ്യുന്നത്, നമുക്ക് പറയാം. അപ്പോൾ റിക്ഷ പിള്ളേഴ്സിന് ഇതൊക്കെ കൊടുക്കുന്നു. അങ്ങനെ അവർക്ക് വെഹിക്കിൾസ്, അവർക്ക് സ്വന്തമായിട്ട് ആ ഒരു ഓട്ടോ അല്ലെങ്കിൽ ആ റിക്ഷ അവരുടെ സ്വന്തമായിട്ട് കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇംപ്രൂവ് ദർ ഇൻകം ആൻഡ് ഡിഗ്നിറ്റി വൈൽ പ്രൊമോട്ടിംഗ് സോഷ്യൽ ഇൻക്ലൂഷൻ. അവരുടെ ഇൻകമും അതുപോലെ തന്നെ ഡിഗ്നിറ്റിയും എന്താണ്, പ്രൊമോട്ട് ചെയ്യാണ്. എങ്ങനെ? സോഷ്യൽ ഇൻക്ലൂഷൻ പ്രൊമോട്ട് ചെയ്യുന്നതിലൂടെ. സോഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ഈ പറഞ്ഞ റിക്ഷ പിള്ളേഴ്സിന് അത്രയ്ക്ക് സോഷ്യൽ സ്റ്റാറ്റസ് നോക്കുമ്പോൾ ഇവർ നല്ല രീതിയിലല്ല കിടക്കുന്നത്. മീൻസ് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് ഇവർ റിക്ഷ പിള്ളേഴ്സ് ആണല്ലോ, ഇവർക്ക് വേറെ ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല, ഇവർ വലിയ ഫൈനാൻഷ്യൽ സെറ്റപ്പ് ഒന്നുമില്ല. അപ്പോൾ അവരെ ഇനേബിൾ ചെയ്യാണ്, അവർക്ക് പൈസയും ഇൻകമും അതുപോലെ ഡിഗ്നിറ്റിയും കൊടുക്കാൻ. ഓക്കെ, പൈസയും കൊടുക്കുന്നു, അതുപോലെ തന്നെ പൈസയ്ക്കുള്ള വരുമാനത്തിനുള്ള വഴിയും കൊടുക്കുന്നു. അതുപോലെ തന്നെ എന്താണ് മക്കളെ പറയുന്നത്? ഡിഗ്നിറ്റി എന്ന് വെച്ചാൽ എന്താ? അന്തസ്സോട് കൂടെ ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ. യെസ്, ഇനി എന്താ പറയുന്നത്? ദ ഇനിഷ്യേറ്റീവ് ബിക്കേം പ്രോഫിറ്റബിൾ. ഈ ഒരു ഇനിഷ്യേറ്റീവ്, അതായത് സമ്മാൻ എന്ന് പറയുന്ന ഈ ഒരു ഐഡിയ ഉണ്ടല്ലോ, ഈ പദ്ധതി, അതെന്താ മിസ് 6ാം ക്ലാസ്സിൽ നിന്ന് ഓടി വരുന്ന കേട്ടോ. യെസ്, ഓക്കെ, യെസ്, പ്രോഫിറ്റബിൾ ആക്കുന്നു. അതുപോലെ തന്നെ എന്താ പ്രോഫിറ്റബിൾ ആയി അത് ഗെയിൻ ഗ്ലോബൽ റെക്കഗ്നിഷൻ. ഓക്കെ, അങ്ങോളം ഇങ്ങോളുമുള്ള ആളുകളൊക്കെ അതിനെ തിരിച്ചറിയാനായിട്ട് കാരണമാകുന്നു. ഇൻസ്പയർഡ് യൂത്ത് ടു വ്യൂ ഓൺട്രപ്രണർഷിപ്പ് ആസ് എ ടൂൾ ഫോർ പോസിറ്റീവ് ചേഞ്ച്. ഓക്കെ, യൂത്തിനൊക്കെ ഇൻസ്പയർ ചെയ്യാനായിട്ട് സാധിച്ചു. എന്താണ് യൂത്തിനെ ഇൻസ്പയർ ചെയ്യാന്ന് പറയാം? ഓക്കെ, യെസ്, ഇപ്പം മിസ്സിനൊക്കെ നോക്കുമ്പോൾ ബിസിനസ് ഐഡിയ എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു പേടി ഉണ്ടാവും അല്ലേ? യെസ്, അവാർഡ് തരുന്നുണ്ട്. ഓക്കെ ഓക്കെ, ആയിക്കോട്ടെ. യെസ്, അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? യെസ്, ഇൻസ്പയർ ചെയ്യാണ് യൂത്തിനൊക്കെ, അവർക്കൊരു ബിസിനസ് തുടങ്ങാനും ഇതിനൊക്കെ ആയിട്ട് ഇൻസ്പയർ ചെയ്യുന്നു. അതിന് ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്ന പോസിറ്റീവ് ചേഞ്ചസിനുള്ള ഒരു മാർഗ്ഗമായിട്ട്, ടൂളായിട്ട് മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഈ ഐഡിയ എങ്ങനെയാണ് വന്നതെന്നുള്ള കാര്യങ്ങൾ ഇനി നമ്മൾ ഫ്ലാഷ് ബാക്കിൽ പോവാണേ. അറ്റ് 17 വയസ്സുള്ള ഒരു പാൽക്കാരൻ പയ്യനല്ല, 17 വയസ്സുള്ളപ്പോഴാണ് ഈ യങ് ഓൺട്രപ്രണർ കെയിം അപ്പ് വിത്ത് ദ ഐഡിയ ഓഫ് സെല്ലിംഗ് വാട്ടർ ബോട്ടിൽസ് ഇൻ റിക്ഷാസ്. ഓക്കെ, റിക്ഷയിൽ വാട്ടർ ബോട്ടിൽസ് സെല്ല് ചെയ്യാമെന്നുള്ളൊരു ഐഡിയ ആയിട്ട് വരുന്നു. ആഫ്റ്റർ നോട്ടീസിങ് എ നീഡ് ഡ്യൂറിങ് റിക്ഷ ജേർണി. അപ്പോൾ അദ്ദേഹം റിക്ഷയിൽ പോകുമ്പോൾ വെള്ളം താഴ്ച്ചു അല്ലേ. അപ്പോൾ 17 വയസ്സുള്ളൂ. അപ്പോൾ ആളാലോചിക്കണേ, ഈ വെള്ളക്കുപ്പി കൊണ്ട് ഈ റിക്ഷ പിള്ളേഴ്സിന് കൊടുത്തു കഴിഞ്ഞാൽ, അവരിത് വിറ്റ് കഴിഞ്ഞാൽ ഈ പാസഞ്ചേഴ്സിന് വെള്ളം താഴ്ക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? റിക്ഷ പിള്ളേഴ്സിന് നേരിട്ട് വിൽക്കാൻ പറ്റും. അങ്ങനെ അതിൽ നിന്ന് പൈസ കിട്ടും എന്നുള്ള കാര്യം കണ്ടോ, ബുദ്ധിയുണ്ടല്ലേ. യെസ്, അപ്പോൾ നമ്മുടെ 17-year-old യങ് ഓൺട്രപ്രണർ ചിന്തിക്കുകയാണ് കേട്ടോ. ഫ്ലാഷ് ബാക്ക്. ഓക്കെ, യെസ്, ഇനിയോ സ്റ്റാർട്ടഡ് എ സ്മോൾ വെഞ്ചർ വിത്ത് റിക്ഷ പിള്ളേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്സ്. ഓക്കെ, അങ്ങനെ എന്താണ് ഈ സ്മോൾ വെഞ്ചർ സ്റ്റാർട്ട് ചെയ്യാണ് റിക്ഷ പിള്ളേഴ്സിൻ്റെ കൂടെ. അങ്ങനെ പ്രോഫിറ്റ്സ് ഒക്കെ അവർ തന്നെ ഷെയർ ചെയ്യണം. ഇതാണ് സ്റ്റാർട്ടിങ് കേട്ടോ. ഓക്കെ, ഇനിയോ എന്താ കഴിഞ്ഞീന ഇല്ല. ഓക്കെ, ഏർലി ഓൺട്രപ്രണറിയൽ സ്പിരിറ്റ്. ഓക്കെ, എന്താണ് ആദ്യം തന്നെ ഇങ്ങനത്തെ ഒരു ഓൺട്രപ്രണറിയൽ സ്പിരിറ്റിൽ ചില ആൾക്കാർക്ക് ഉണ്ടാവും അല്ലേ. അവർക്ക് ചെറുതിൽ തന്നെ, ഇപ്പം നിങ്ങൾക്ക് ഉണ്ടാവും കാട്ടാക്കളം ഇല്ല, പിന്നെ മോഹനൻ ചേട്ടൻ, പിന്നെ 24 വർഷം മുൻപ് മരിച്ചു പോയിട്ടുള്ള മിലിറ്ററിയിലുള്ള ചന്ദ്രൻ, ഓനെ അറിയാം, എല്ലാവരും അറിയാം കേട്ടോ മിസ്സിന്. ഓക്കെ, യെസ്, അപ്പോൾ എന്താ പറഞ്ഞത്? ഏർലി ഐഡിയ എങ്ങനെ വരുന്നവർക്ക് ചിലർക്ക് ഉണ്ടാവില്ല. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾ ചില മോഡലിങ്ങിൽ പാഷനുള്ള ആൾക്കാരുണ്ടാവും, ആക്ടിങ്ങിൽ പാഷനുള്ള ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ റൈറ്റിംഗ്, ഡ്രോയിങ്ങിൽ ആർട്ടിസ്റ്റ് ആവാൻ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവും. നമുക്ക് നേരത്തെ തന്നെ എന്തെങ്കിലും പാഷൻ, ഒരു സ്പിരിറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അതുപോലെ ഈ ഒരു കുട്ടിക്ക് 17 വയസ്സുകാരനായിട്ടുള്ള ഈ പാൽക്കാരൻ പയ്യനല്ലാത്ത ഈ കുട്ടിക്ക് ഒരു സ്പിരിറ്റ് ഉണ്ടായിരുന്നു. എന്താണ് നേരത്തെ തന്നെ ഉണ്ടായിരുന്നത്? ഇവന് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഡെവലപ്ഡ് ആൻഡ് ഇൻട്രസ്റ്റ് ഇൻ ബിസിനസ് ആൻഡ് ദ സ്റ്റോക്ക് മാർക്കറ്റ് ആസ് എ ചൈൽഡ്. കുട്ടിയായിരിക്കുമ്പോൾ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആളാണ് ആര്? നമ്മുടെ ഇർഫാൻ ആലം. ആൻഡ് ഫാമിലിയും ഫ്രണ്ട്സിനെയൊക്കെ റിക്കവർ ചെയ്യാൻ വേണ്ടി, ലോസസിൽ നിന്ന് റിക്കവർ ചെയ്യാനായിട്ടൊക്കെ ഹെൽപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം എന്നൊരു പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് ഒക്കെ 13 വയസ്സുള്ളപ്പോൾ തന്നെ അദ്ദേഹം നടത്തുന്നുണ്ട്. ബട്ട് പോസ്റ്റ് ബിസിനസ് വെഞ്ചേഴ്സ് ടു ഫോക്കസ് ഓൺ സ്റ്റഡീസ്. അപ്പോൾ പഠിക്കേണ്ട സമയത്ത് പഠിക്കണ്ടേ എന്നുള്ള ആ ഒരു സെയിം. ഓക്കെ, സ്റ്റാർ ബോയ്, ഓക്കേടാ. ഓക്കെ, യെസ്, പഠിക്കേണ്ട സമയത്ത് പഠിക്കണം എന്നാണ് ഇന്ത്യൻ പാരൻസ് പറയാം അല്ലേ. അപ്പോൾ ഇവരെന്താണ് ചെയ്തത്? പഠനത്തിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാണ്. അങ്ങനെ നോക്കിക്കേ, റിവൈവിങ് ദ റിക്ഷ ഐഡിയാസ്. നോക്കിക്കേ, പാർട്ടിസിപ്പേറ്റഡ് ഇൻ എ TV ഷോ. ഒരു TV ഷോ, ബിസിനസ് ബാസിഗർ എന്നുള്ള TV ഷോയിൽ 2006 അദ്ദേഹം പാർട്ടിസിപ്പേറ്റ് ചെയ്യാണ്. എന്താണ്? വിത്ത് എ പ്ലാൻ ടു ഓർഗനൈസ് ദ റിക്ഷ സെക്ടർ. ഈ റിക്ഷ സെക്ടർ തോന്നിയ പോലെയാണ് നടക്കുന്നത്. അപ്പോൾ അതിനെ എന്താണ് ഒന്ന് റൈറ്റർ ആൻഡ് ഡയറക്ടർ. ഓക്കെ, സന്തോഷം കേട്ടോ, നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ലെവലിലേക്ക് തന്നെ എത്തട്ടെ. നിങ്ങൾ എന്തൊക്കെ ആഗ്രഹിക്കുന്നു അതൊക്കെ ലൈഫിൽ നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് മിസ് പ്രാർത്ഥിക്കാതെ. ഓക്കെ, യെസ്, അപ്പോൾ എന്താ പറഞ്ഞത്? നമ്മൾ റിക്ഷ സെക്ടറിനൊക്കെ ഒരുമിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവർക്കൊരു ഏർണിംഗ് ഒക്കെ കിട്ടുന്ന രീതിയിലുള്ള കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ആര് ചിന്തിക്കുകയാണ്? നമ്മുടെ ഇർഫാൻ ആലം ചിന്തിക്കുകയാണ്. ഇങ്ങനത്തെ ഒരു ഐഡിയ വെച്ചിട്ടാണ് പോകുന്നത് കേട്ടോ.
Thank you so much. Thank you. Yes, okay. Propose selling advertising space on rickshaws and additional products like water, juice and newspapers. Okay, അപ്പോൾ എന്തായിരുന്നു ഐഡിയ എന്ന് പറയുന്നത്? അഡ്വർടൈസ്മെന്റ് ചെയ്യുക. ഓക്കെ, റിക്ഷയിലുള്ള സ്ഥലം ഉണ്ടല്ലോ, അവിടെ തന്നെ അഡ്വർടൈസ്മെന്റ് ഒക്കെ ചെയ്യുക. അതുപോലെ തന്നെ എന്താണ് വാട്ടർ, ഓക്കെ, വെള്ളം, ജ്യൂസ്, അതുപോലെ ന്യൂസ് പേപ്പർ, ഇങ്ങനത്തെ സാധനങ്ങൾ, വിറ്റ് പോകുന്ന സാധനങ്ങൾ റിക്ഷയിൽ വെക്കുക. ഓക്കെ, അപ്പോൾ നല്ലൊരു ഐഡിയ ആണ് അല്ലേ? അങ്ങനെ ചെയ്യാമെന്ന് പറയാണ്. അതാണ് അദ്ദേഹത്തിന്റെ ഐഡിയ എന്ന് പറഞ്ഞത് കേട്ടോ. ഇനി ബർത്ത് ഓഫ് സമ്മാൻ, എങ്ങനെയാണ് സമ്മാനിലേക്ക് എത്തുന്നത് എന്നുള്ള കാര്യം കേട്ടോ. ഓക്കെ, യെസ്, മിസ് കാണുന്നുണ്ട് ഈ മെസ്സേജസ് ഒക്കെ. ഓക്കെ, നിങ്ങളൊക്കെ പാൻ ഇന്ത്യ ഫാൻസ് ആണല്ലേ? സോറി, ഇനി ഞാൻ കൂടുതലൊന്നും പറയാൻ മുതിരുന്നില്ല. യെസ്, ഫൗണ്ടഡ് സമ്മാൻ ഇൻ 2007. ഓക്കെ, 2007 അദ്ദേഹം സമ്മാൻ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഫൗണ്ട് ചെയ്യാണ് വിത്ത് പേഴ്സണൽ സീഡ് മണി. അപ്പോൾ എന്താണ്, സ്വന്തമായിട്ടുള്ള മണി കൊണ്ടാണ് അദ്ദേഹം ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? സീഡ് മണി കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആക്ച്വലി ബിസിനസ് ബാസിക്കർ ജയിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള പൈസ അദ്ദേഹം എടുക്കുന്നില്ല, അത് അദ്ദേഹം ആക്സെപ്റ്റ് ചെയ്യുന്നില്ല അല്ലേ? കാരണം എന്താണ്, ഫ്രം ദ ഷോ ഡ്യൂ ടു ഡിഫറൻസസ് ഇൻ വിഷൻ. ഇവരുടെ വിഷനിൽ ഡിഫറൻസസ് ഉണ്ട്, നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, അതിൽ നിന്ന് കിട്ടുന്ന പൈസ വേണ്ട എന്ന് ഇർഫാൻ ആലം പറയണം. എയിം ടു എംപവർ റിക്ഷ പുള്ളേഴ്സ് ബൈ ഹെൽപ്പിംഗ് ദം ഓൺ ദർ വെഹിക്കിൾസ് ആൻഡ് ഇംപ്രൂവ് ഏർണിങ്സ്. ഓക്കെ, ഇവർക്ക് പൈസ കൂടുതൽ കിട്ടുന്ന രീതിയിലാക്കണം. അതുപോലെ തന്നെ ഈ വെഹിക്കിൾസ് ഒക്കെ ഉണ്ടല്ലോ, അത് ഇവരുടെ ഓണർഷിപ്പിൽ വരുത്തുകയും വേണം. അപ്പോൾ അത് സ്വന്തമായിട്ടല്ല റിക്ഷ പുള്ളേഴ്സിന് അവരുടെ വെഹിക്കിൾസ് ഉണ്ടാവാറില്ല. ഓക്കെ, യെസ്, അപ്പോൾ അങ്ങനത്തെ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് അദ്ദേഹം മുന്നോട്ട് വരുന്നത്. അപ്പോൾ എംപവർ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. എന്താണ് ഇദ്ദേഹത്തിന്റെ എംപവർമെന്റ് മോഡൽ എന്നുള്ള കാര്യം നോക്കാം. വെരിഫൈഡ് ആൻഡ് ട്രെയിൻഡ് റിക്ഷ പുള്ളേഴ്സ്. ഓക്കെ, വെരിഫൈഡ് ആയിട്ടുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള റിക്ഷ പുള്ളേഴ്സ്. ട്രാഫിക് റൂൾസ് അറിയണം, എറ്റിക്യൂട്ട് ഒക്കെ അറിയണം, മര്യാദകളൊക്കെ അറിയുന്ന ആളുകൾ. ഹെൽപ്പ് ദം ഗെറ്റ് ബാങ്ക് ലോൺസ്. ഓക്കെ, ബാങ്ക് ലോൺസ് ഇവർ പ്രൊവൈഡ് ചെയ്യില്ല ചെയ്യുന്നത്, അത് കിട്ടാനായിട്ട് ഇവരെ ഹെൽപ്പ് ചെയ്യുക. ടു ഓൺ റിക്ഷാസ്. ഓക്കെ, റിക്ഷാസ് സ്വന്തമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു കാര്യം, ബാങ്ക് ലോൺസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി, അത് കിട്ടാൻ വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുക. എങ്ങനെയാണ് പ്രൊവൈഡിങ്? ID കാർഡ്സ് ഉണ്ടാവും, യൂണിഫോംസ് ഉണ്ടാവും, ഇൻഷുറൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് റെക്കഗ്നിഷൻ കൊടുക്കുകയാണ് ആര്? യെസ്, നമ്മുടെ ഇർഫാൻ ആലത്തിന്റെ സമ്മാൻ എന്ന് പറയുന്ന ഫൗണ്ടേഷൻ. അത് ഒന്നാമത്തെ വലിയൊരു കാര്യമാണ് അല്ലേ? ഇനി അഡീഷണൽ റവന്യൂ ജനറേറ്റഡ് ത്രൂ അഡ്വർടൈസ്മെന്റ്സ് ആൻഡ് പ്രൊഡക്റ്റ് സെയിൽസ്. ഇവർക്ക് അഡീഷണൽ റവന്യൂ കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് എന്താണ്? അഡ്വർടൈസ്മെന്റ്സും അതുപോലെ തന്നെ പ്രൊഡക്റ്റ് സെയിൽ. ഓക്കെ, സെയിൽ കൂട്ടുക എന്നുള്ള കാര്യം കേട്ടോ. കുറേ പ്രൊഡക്ട്സ് വിൽക്കുക ഇവരെ കൊണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിന് കൂടെ അവർക്ക് സ്വന്തമായിട്ട് ഏണിങ് അല്ലെ, അതർ ദാൻ ദ റിക്ഷ ബിസിനസ്സിൽ നിന്നും അതല്ലാണ്ടുള്ള ഏണിങ് കിട്ടാണ്. ഇനിയോ ഇമ്പാക്ട് ഓഫ് സമ്മാൻ. സമ്മാൻ എന്ന് പറയുന്ന ഫൗണ്ടേഷൻ എന്താണ് അവരുടെ ഇമ്പാക്ട് എന്നുള്ളതാണ് നോക്കുന്നത് കേട്ടോ. എന്താണ്? റിക്ഷ പുള്ളേഴ്സ് ഇൻകം ഇൻക്രീസ്ഡ് ബൈ 30 to 40%. ഓക്കെ, അവരുടെ ഇൻകം എത്രയായി? 30 to 40% ഇൻക്രീസ് ആയി എന്ന് പറയുന്നത്. ഫാമിലീസ് ബെനിഫിറ്റഡ് ഫ്രം ഫ്രീ എഡ്യൂക്കേഷൻ. ഫാമിലീസ് എന്താ? ഫ്രീ എഡ്യൂക്കേഷൻ കൊടുക്കുകയാണ് ത്രൂ സമ്മാൻ ഗ്യാൻ. സമ്മാൻ ഗ്യാൻ എന്നുള്ള പദ്ധതി പ്രകാരം ഇവർക്ക് ഫ്രീ എഡ്യൂക്കേഷൻ കൊടുക്കുക. നല്ലൊരു കാര്യമാണ് അല്ലേ? പിന്നെയോ ഗേവ് റിക്ഷ പുള്ളേഴ്സ് എ സെൻസ് ഓഫ് ഡിഗ്നിറ്റി ആൻഡ് ഇൻക്ലൂഷൻ. ഈ റിക്ഷ പുള്ളേഴ്സിന് ഒരു ഡിഗ്നിറ്റിയും അന്തസ്സും അതുപോലെ തന്നെ ഇൻക്ലൂഷൻ, ഇവരൊക്കെ ഇതിലുള്ള ആളാണ് എന്നുള്ള കാര്യങ്ങൾ. യെസ്, മിസ് വേണ്ടാത്ത കമൻസ് നോക്കുന്നില്ല കേട്ടോ. മിസ് ആവശ്യമുള്ളത് മാത്രം ഇനി നോക്കുന്നില്ല. മിസ് ക്ലാസ് എടുക്കാം. ഓക്കെ, റെഡി. യെസ്, അപ്പോൾ റിക്ഷ പുള്ളേഴ്സ് എന്താണ്, അവർക്കൊരു ഡിഗ്നിറ്റിയും ഇൻക്ലൂഷനും ഒക്കെ ഫീൽ ചെയ്യിപ്പിക്കുന്നു. ഇതാണ് എംപവർമെന്റ് മോഡൽ, അതുപോലെ തന്നെ സമ്മാൻ്റെ ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത്. ഇനി സസ്റ്റൈനബിലിറ്റിയും ഇതിൻ്റെ ഗ്രോത്തും എങ്ങനെയാണെന്നുള്ള കാര്യമാണ്. ഓർഗനൈസേഷൻ ടേൺഡ് പ്രോഫിറ്റബിൾ. ഇത് പ്രോഫിറ്റബിൾ ആയിട്ട് മാറി വിത്ത് സിഗ്നിഫിക്കൻറ്റ് റവന്യൂസ് ആൻഡ് നെറ്റ് പ്രോഫിറ്റ്സ്. മനസ്സിലായോ? സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു റവന്യൂ കിട്ടി, അവർക്ക് നെറ്റ് പ്രോഫിറ്റും നന്നായിട്ട് കിട്ടുന്നുണ്ട് എന്നുള്ള രീതിയിൽ എന്താണ്, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റബിൾ ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഗ്രോത്തിന് ഒരു സ്കോപ്പ് ഉണ്ട്. സസ്റ്റൈനബിൾ ആയിട്ടാണ് പോകുന്നത്. ഓക്കെ, സസ്റ്റൈനബിലിറ്റി ഉണ്ട്. ഫോക്കസ്ഡ് ഓൺ എൻവയറമെന്റലി ഫ്രണ്ട്ലി റിക്ഷാസ്. ഓക്കെ, എൻവയറമെന്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള റിക്ഷാസ് അതിന് ഫോക്കസ് ചെയ്യാണ്. ഓൺ ആൻഡ് റിസർച്ച് ഇൻ ടു സോളാർ പവേർഡ് മോഡൽസും അവർ നോക്കുന്നുണ്ട്. ഓക്കെ, സോളാർ പവേർഡ് മോഡൽസും നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് സസ്റ്റൈനബിൾ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഇനിയോ ഗ്ലോബൽ റെക്കഗ്നിഷൻ. പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ പ്രസിഡൻഷ്യൽ ഓൺടർപ്രണർഷിപ്പ് സമ്മിറ്റ് ഇൻ ദ US-ൽ നടന്ന പ്രസിഡൻഷ്യൽ ഓൺടർപ്രണർഷിപ്പ് സമ്മിറ്റിൽ പങ്കെടുക്കുകയാണ്. ഗ്ലോബൽ റെക്കഗ്നിഷൻ. അപ്പോൾ ലോകത്തുള്ള ആളുകളൊക്കെ എന്താണ് ഇതിനെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇൻസ്പയർഡ് സിമിലർ ഇനിഷ്യേറ്റീവ്സ് ഇൻ ബംഗ്ലാദേശിലും ഇതേ ഒരു സിമിലർ ആയിട്ടുള്ള ഇനിഷ്യേറ്റീവ്സ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി മെസ്സേജ് സ്റ്റുഡൻസിന് തരുന്ന മെസ്സേജ് കേട്ടോ. എൻകറേജസ് യൂത്ത് ടു എക്സ്പ്ലോർ ഓൺടർപ്രണർഷിപ്പ് ആസ് എ കരിയർ. അവരുടെ കരിയർ ആയിട്ട് ഡോക്ടർ ആവാം,
ടീച്ചർ ആവുക, ഈ കാര്യം മാത്രമല്ല, എന്താണ് ഓൺട്രപ്രണർ ആവുക എന്നുള്ള കാര്യം കൂടെ നോക്കുക. ഓക്കെ, യെസ്. ഇനിയോ സ്ട്രെസ്സസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡ്രീമിംഗ് ബിഗ്, ടേക്കിംഗ് കാൽക്കുലേറ്റഡ് റിസ്ക് ആൻഡ് മേക്കിംഗ് മീനിങ്ഫുൾ ഇമ്പാക്ട്സ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നടത്തണമെങ്കിൽ എന്താണ്, വലിയ സ്വപ്നങ്ങൾ വേണം, അതുപോലെ തന്നെ അതിന് വേണ്ടി കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള റിസ്ക് എടുക്കാൻ റെഡി ആവണം. ഓക്കെ, അതിന് ഇത്രത്തോളം റിസ്ക് വരും, ഇങ്ങനെ ചെയ്യേണ്ടി വരും എന്നുള്ള കാൽക്കുലേറ്റഡ് റിസ്കുകൾ വേണം, അതുപോലെ തന്നെ മീനിങ് ഫുൾ ആയിട്ടുള്ള ഇമ്പാക്ട്സും വേണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റുഡൻസിന് കൊടുക്കുന്ന ആ ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഫസ്റ്റ് ഈ ചാപ്റ്റർ എന്താണ്, ഒരു ഇൻ്റർവ്യൂ ആണ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇർഫാൻ ആലത്തിൻ്റെ ഒരു ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. ഓൺട്രപ്രണറിയൽ മൈൻഡ് സെറ്റ് ഉണ്ട്, പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ഉണ്ട്, പാഷൻ ഫോർ ബിസിനസ്, ഓക്കെ, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള തിങ്കർ ആണ്, സോഷ്യൽ ഓൺട്രപ്രണർ ആണ്, ഓക്കെ, റിസ്ക് ടേക്കർ ആണ്, ബിലീഫ് ഇൻ സസ്റ്റൈനബിലിറ്റി, അതാണ് ആ ഒരു സോളാർ പവർ ആയിട്ടുള്ള മോഡൽസ് ഒക്കെ നോക്കുന്നത്, കമ്മിറ്റ്മെൻറ്റ് ടു സോഷ്യൽ ചേഞ്ച് അല്ലേ, അതായത് ബോട്ടം ഓഫ് ദ പിരമിഡ്, അതാണ് നമ്മുടെ CK പ്രഹ്ലാദ് പറഞ്ഞിട്ടുള്ള ആ ഒരു ഐഡിയനാണ് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ വിഷണറി ലീഡർ ആണെന്ന് പറയാം അല്ലേ, അദ്ദേഹം എന്താണ് പ്രീപെയ്ഡ് സൈക്കിൾ റിക്ഷാസ് ഒക്കെ കൊണ്ടുവരുന്നതിനെ പറ്റിയിട്ടും അതിൻ്റെ വർക്കിങ്ങിനെ പറ്റിയിട്ടും ഒക്കെ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ വിഷണറി ലീഡർ ആണെന്ന് പറയാം. പിന്നെ ഇൻസ്പിറേഷൻ ടു യൂത്ത് അല്ലേ, യൂത്തിനും ഒരു ഇൻസ്പയർഡ് ആവുന്ന തരത്തിലുള്ള ഒരു മോഡലായിട്ട് അദ്ദേഹം മാറുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്കൊരു ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഇർഫാൻ ആലത്തിൻ്റെ. ഓക്കെ, ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ ഈ ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കേണ്ട കാര്യം ഇതാണ് കേട്ടോ. ഈ ചാപ്റ്റർ ക്ലിയർ ആയിട്ടുള്ളവരെ എല്ലാവരും ഒന്ന് ചാറ്റ് ബോക്സിൽ പിങ്ക് ഹാർട്ട്സ് ഇടാം. ഓക്കെ, ക്ലിയർ ആണോ? ചാപ്റ്റർ ക്ലിയർ ആണെങ്കിൽ പിങ്ക് ഹാർട്ട്സ് ഇടാം. അടുത്ത് നോക്കാം കേട്ടോ. അടുത്തത് നമുക്ക് എന്താണ് നോക്കേണ്ടതെന്ന് അറിയോ? യെസ്, നോക്കാം. ഹെൽത്ത് ഒക്കെ നോക്കാം കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി പോംസിന്റെ വേൾഡിലോട്ട് കിടക്കാൻ പോവാണ്. നമ്മുടെ പോംസ്, ഓക്കെ, കവിതകൾ നോക്കാം കേട്ടോ. പറപ്പിച്ച് വിടുവാപ്പ അല്ലേ. യെസ്, വേഗം പറഞ്ഞേ. ക്ലിയർ അല്ലേ മക്കളെ? റെഡി? യെസ്, ക്ലിയർ അല്ലേ? ഓക്കെ, എനി വുമൺ റിട്ടൺ ബൈ കാതറിൻ ടൈനൻ കേട്ടോ. അടുത്ത പോംസ് ആണ് എടുക്കുന്നത് കേട്ടോ. ക്ലിയർ? യെസ്, എനി വുമൺ ആണ് നോക്കുന്നത്. എനി വുമൺ എന്ന് വെച്ചാൽ ഏത് സ്ത്രീയെ പറ്റിയിട്ടല്ലേ നമുക്കറിയാം. ക്ലാസ് കഴിയുമ്പോൾ ഒരു പാട്ട് മിസ്സിൻ്റെ മൂക്കടഞ്ഞു തുടങ്ങി. അപ്രീസിയേഷൻ ഏതിനാണ് അപ്രീസിയേഷൻ മിസ് ഇപ്പോൾ എടുത്തു തരാം, എന്നിട്ട് പറയാം കേട്ടോ. ഇനി വരുന്ന ക്ലാസ്സിലൊക്കെ നമുക്ക് എടുക്കുമ്പോൾ പറഞ്ഞുതരാം മിസ്. ഓക്കെ, പേടിക്കണ്ട, നിങ്ങൾക്ക് അഡീഷണൽ നോട്ട്സ് മിസ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഇത് ഹരിജ VH എന്നുള്ള ഇൻസ്റ്റഗ്രാം ID നോക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ട നോട്ട്സ് മിസ് ഇനി അങ്ങോട്ട് ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ, റീൽസ്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ കോമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് കോമൻറ്റ് ചെയ്താലേ കിട്ടുള്ളൂ. മിസ്സിന് പേഴ്സണൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നുണ്ടാവില്ല കേട്ടോ, കാരണം കുറേ പേർക്ക് അയക്കേണ്ടതല്ല. അപ്പോൾ മിസ് ഓരോരുത്തർക്കും ഇങ്ങനെ കുത്തിപ്പിടിച്ച് അയക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് റീലായിട്ട് ചെയ്യുന്നത് കേട്ടോ. പോയറ്റിക് ഡിവൈസ് വേണോ? മിസ് അതിന് നോട്ട്സ് ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ, അതിൻ്റെ റീൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട് മിസ്. നിങ്ങൾ നമ്മുടെ ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇൻസ്റ്റഗ്രാമിൻ്റെ നമ്മുടെ +2 ചാനലില്ലേ, അത് നോക്കിയാൽ മതി കേട്ടോ. അതിൽ ഇട്ടിട്ടുണ്ട് മിസ്, നോട്ട്സ് ഫ്രീ ആയിട്ട് കിട്ടും കേട്ടോ, നോക്കിയാൽ മതിയേ. ഓക്കെ, പാട്ട് ലാസ്റ്റ് നമുക്ക് നോക്കാം, അതേ മിസ് പറയുന്നുള്ളൂ. ഓക്കെ, ക്ലിയർ? യെസ്, നമുക്ക് ഇനി എനി വുമൻ്റെ തീം നോക്കിയ മക്കളെ. ദ തീം ഓഫ് ദിസ് പോം ഈസ് അബൌട്ട് ദ എസെൻഷ്യൽ റോൾ ഓഫ് എ വുമൺ ഇൻ ഹോൾഡിംഗ് ഹെർ ഫാമിലി ആൻഡ് ഹോം ടുഗെദർ. മനസ്സിലായോ? എന്താണ് ഒരു സ്ത്രീയുടെ സ്ഥാനം, ആ വീട് കുടുംബം മൊത്തമായിട്ട് നിലനിർത്തുന്നില്ല, സ്ത്രീയുടെ സ്ഥാനത്തിനെ പറ്റിയിട്ടാണ് നോക്കുന്നത് കേട്ടോ. ഓക്കെ, യെസ്, ഇൻസ്റ്റാഗ്രാമില്ലാത്തൊരു വിഷമിക്കേണ്ട, നമ്മൾ ഇനി വരുന്ന ക്ലാസ്സിലൊക്കെ എടുക്കാം. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുന്ന കാര്യം, സെൻട്രൽ റോൾ. ദ പോം ഹൈലൈറ്റ്സ് ദാറ്റ് എ വുമൺ ഈസ് ദ സെൻട്രൽ സപ്പോർട്ട് ഓഫ് ഹെർ ഹോം, ഹോൾഡിംഗ് എവറിത്തിങ് ടുഗെദർ. എല്ലാത്തിനെയും ഒരുമിച്ച് പിടിച്ചുകൊണ്ട് കുടുംബത്തിന് നേരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സെൻട്രൽ റോളാണ് ഒരു സ്ത്രീക്കുള്ളത് എന്നാണ് പറയുന്നത്. പിന്നെ നേർച്ചറിങ് പ്രസൻസ് അല്ലേ, അവരുടെ നേർച്ചറിങ് പ്രസൻസ് എന്ന് വെച്ചാൽ എന്താണ്, ഈ ആ കുടുംബത്തിന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് സ്ത്രീയാണ്. ദ വുമൺ പ്രൊവൈഡ്സ് വാംത്ത്, ലവ് ആൻഡ് കെയർ, മേക്കിംഗ് ദ ഹോം സേഫ് ആൻഡ് ലവിങ് പ്ലേസ് ഫോർ ഹെർ ഫാമിലി. ഫാമിലിക്ക് ഒരു സ്നേഹിക്കുന്ന അഫെക്ഷനേറ്റ് ആയിട്ടുള്ള ആ ഒരു സ്ഥലമാക്കിയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ത്രീകളാണ് അതിനെ നേർച്ചർ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഇനി പ്രൊട്ടക്ഷൻ, സംരക്ഷണം നൽകുന്നു അല്ലേ. ഷീ ആക്ട്സ് ആസ് എ പ്രൊട്ടക്ടർ, ഷീൽഡിങ് ഹെർ ഫാമിലി ഫ്രം ഹാം ആൻഡ് കീപ്പിംഗ് ദം സെക്യൂർ. അവരെ സെക്യൂർ ആക്കി നിർത്തിയിട്ട് ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഷീൽഡായിട്ട് നിൽക്കുന്നു അല്ലേ, എല്ലാത്തിൽ നിന്നും ഒരു മറയായിട്ട് അങ്ങനെ എന്താണ് ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ട് നിൽക്കുന്നു. ഇനി സാക്രിഫൈസ് ആൻഡ് ഡെഡിക്കേഷൻ. എന്താണ് സാക്രിഫൈസ് എന്ന് പറഞ്ഞാൽ, ഒരു സ്ത്രീ സാക്രിഫൈസ് ചെയ്യുന്നത് ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത് അല്ലേ. ദ പോം എംഫസൈസ് ദ വുമൻസ് dedication to her family, suggesting that without her the home would fall apart അല്ലേ. അവളില്ലെങ്കിൽ ആ വീട് വീണ് പോകും എന്ന് പറയുമ്പോൾ എന്താണ്, ആ ഒരു സ്ത്രീയുടെ ഡെഡിക്കേഷനാണ് കാണിക്കുന്നത്. ഓക്കെ, പോമിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ 6 സ്റ്റാൻസാസിലാണ് എഴുതിയിട്ടുള്ളത്, 6 സ്റ്റാൻസയാണ് എഴുതിയിട്ടുള്ളത്. ഇത് ഈ പോം എഴുതിയിട്ടുള്ള 4 lines per stanza. അതിനെയാണ് എന്താണ്
4 ലൈൻസ് ആണ് ഒരു സ്റ്റാൻസയിലുള്ളത്. ഇനി റൈം സ്കീം എന്താ വന്നിട്ടുള്ളത്? എ ബി എന്നുള്ളതാണ്. പോയറ്റിക് ഡിവൈസസ് ഏതൊക്കെയാണ്? മെറ്റഫർ ഉണ്ട്, അനഫറ ഉണ്ട്, ഇമേജറി ഉണ്ട്, പേഴ്സണിഫിക്കേഷൻ ഉണ്ട്, അലിട്രേഷൻ ഉണ്ട്, സിംബലിസം ഉണ്ട്, റെപ്പിറ്റേഷൻ ഉണ്ട്, റൈം സ്കീം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മിസ് ഇവിടെ പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ, ഒന്ന് ശ്രദ്ധിച്ചിരിക്കണേ. ഓക്കെ, യെസ്. ഇനിയോ ഇതാ നമുക്ക് നോക്കാം. ഓക്കെ, പോം എടുക്കാൻ പോവാണേ. യെസ്, ഓക്കെ. Yes, I am the pillars of the house, the keystone of the arch am I. Take me away and roof and wall would fall to ruin me utterly. Okay, ഞാനാണ് ഈ വീടിന്റെ തൂണ് എന്ന് പറയുന്ന പില്ലേഴ്സ്. ഓക്കെ, ഇതിന്റെ തൂണുകൾ ഞാനാണ്. കണ്ടോ, ഒരു സ്ത്രീ ഇത് വീട് പിടിച്ചു നിൽക്കുകയാണ്. കണ്ടോ, അയ്യോ. യെസ്, ഇത് പിടിച്ചു നിൽക്കുന്ന കണ്ടോ. യെസ്, എന്താ പറയുന്നത്? കീ സ്റ്റോൺ. അപ്പൊ ഇതിന്റെ പില്ലേഴ്സ് ആണ് ഞാൻ, ഇതിന്റെ കീ സ്റ്റോൺ ആണ് ഞാൻ. ആർച്ചിന്റെ കീ സ്റ്റോൺ എന്ന് പറയുമ്പോൾ നോക്കിയാ, ആർച്ച് ഉണ്ടെങ്കിൽ ആർച്ചിന്റെ നടുവിലായിട്ട്, ഇത് ആർച്ച് അല്ലേ, ആർച്ചിന്റെ നടുവിലായിട്ട് വെക്കുന്ന മൂലക്കല്ല്. ഓക്കെ, കല്ല് കേട്ടോ. ആർച്ചിന്റെ നടുവിലായിട്ടുള്ള കല്ലിനെയാണ് എന്ത് പറയുന്നത്? ആ ആർച്ചിന്റെ നടുവിലായിട്ടുള്ള കല്ലിനെയാണ് കീ സ്റ്റോൺ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ആർച്ചിന്റെ കീ സ്റ്റോൺ ആണ് ഞാൻ എന്നാണ് പറയുന്നത് കേട്ടോ. കീ സ്റ്റോൺ ആണ് ഞാൻ. ഇനിയോ, ടേക്ക് മീ അവേ, എന്നെ ആ കല്ല് അവിടെ നിന്ന് എടുത്ത് മാറ്റിക്കോളൂ. നിങ്ങൾ എന്നെ അവിടെ നിന്ന് എടുത്ത് മാറ്റുക. അപ്പോഴോ, ആൻഡ് റൂഫ് ആൻഡ് വാൾ വുഡ് ഫാൾ ടു മീ ruin me utterly. അപ്പം എന്നെ അവിടെ നിന്ന് നിങ്ങൾ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ഈ റൂഫും വാളൊക്കെ എന്താണ്? റൂയിൻ ചെയ്ത് നശിച്ച് താഴത്തേക്ക് വീഴും എന്നാണ് പറയുന്നത്. നശിച്ച് തകർന്നു പോകും എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, റിപ്ലൈ മിസ്. എന്താണ് റിപ്ലൈ ചെയ്യേണ്ടത്? ഇൻസ്റ്റഗ്രാം ഇല്ലാത്ത കാര്യം ഞാൻ പറഞ്ഞു. ഇല്ലാത്തവർക്ക് ഇനിയുള്ള ക്ലാസ്സിൽ നോട്ട്സ് കിട്ടുന്നുണ്ടായിരിക്കും. പിന്നെന്താണ്? മിസ് പറഞ്ഞല്ലോ, ഇതൊക്കെ നിങ്ങൾക്ക് ക്ലാസ്സിൽ തരുന്ന കാര്യം തന്നെയാണ് കേട്ടോ. ക്ലാസ്സിൽ തരുന്നത് തന്നെയാണ്. ഇനി എക്സ്ട്രാ ഉണ്ടെങ്കിൽ മാത്രം അത് പറയുന്നുണ്ടാവും കൃത്യമായിട്ട് കേട്ടോ. ഓക്കെ, ഇറ്റ്സ് മീ മനസ്സിലായെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഡ്യൂറേഷൻ ചോദിക്കുന്ന ആൾ നമ്മളിന്ന് ഡീറ്റെയിൽ ആയിട്ട് എടുത്തു പോകുന്നതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. മിസ്സിന് ഇനി എത്ര മണി വരെ എടുക്കണം? നിങ്ങൾക്ക് കുറേ നേരം ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? മിസ് ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് പോകാനെങ്കിൽ റെഡിയാണ്. നിങ്ങൾക്ക് പ്രശ്നമില്ലെങ്കിൽ മിസ് എടുത്ത് പോവാം. അല്ലെങ്കിൽ മാക്സിമം ഒരു 1 hour ആണ് മിസ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. മാക്സിമം. ഓക്കെ, മാക്സിമം ആണേ. ഓക്കെ, അപ്പം ഞാനില്ലെങ്കിൽ ഈ വീട് തകർന്നു പോകുന്നതാണ് പറയുന്നത്. ആം ദ പില്ലേഴ്സ് ഓഫ് ദ ഹൗസ് എന്ന് പറയുമ്പോൾ നോക്കിക്കേ, ഇത് എന്താണ് സംഭവം? ഇത് പില്ലറാണ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇത് മെറ്റഫർ ആണ് കേട്ടോ. ഇത് ഉദ്ദേശിക്കുന്നത് എന്താ? മെറ്റഫർ ആണ്. ഇവിടെ മെറ്റഫറിൻ്റെ എക്സാമ്പിൾ ആണ് ഇവിടെ എഴുതിയിട്ടുണ്ട് മിസ്. മെറ്റഫർ കേട്ടോ. മെറ്റഫർ ആണ് പില്ലേഴ്സ് ഓഫ് ദ ഹൗസ് എന്ന് പറയുമ്പോൾ. അതുപോലെ തന്നെ ഇമേജറി ആയിട്ട് നമുക്ക് പറയാം അല്ലേ. ഒരു വീടിന് തൂണ് എന്നൊക്കെ പറയുമ്പോൾ തൂണായിട്ട് നിൽക്കുന്നു എന്നൊക്കെ പറയുന്നത് എന്താണ്? അത് പറയുന്നത് ഇമേജറി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇനി ആയം, ഞാൻ അങ്ങനെയാണ് എന്ന് പറയുന്നു അല്ലേ. വീണ്ടും ആയം തന്നെയല്ലേ ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ആയം. അതുപോലെ തന്നെ എന്താണ്? ഇനി അടുത്ത ലൈനിലും ഇതുപോലെ തന്നെ ആയം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ആയം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന കാരണം അതിന് അനഫറ എന്ന് പറയാം. ഓക്കെ, എന്താണ്? റിപ്പീറ്റ് ചെയ്ത് വരുന്നതുകൊണ്ട് അനഫറയാണ് എന്ന് പറയാം കേട്ടോ. ബുദ്ധിമുട്ടില്ല, മുന്നോട്ട് പോകാം. ഓക്കെ, യെസ്, അങ്ങനെ ആവട്ടെ. ഓക്കെ, അനഫറ എന്ന് പറയാം. മനസ്സിലായല്ലോ? ആയാം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നു, അതുകൊണ്ട് അത് അനഫറയാണ് കേട്ടോ. ക്ലിയർ? യെസ്. അടുത്ത് നോക്കിക്കേ, ഇതിൽ വുഡ് ഫാൾ, ഞാനില്ലെങ്കിൽ ഈ വീട് തന്നെ ഇങ്ങനെ തകർന്നു പോവും എന്ന് പറയുമ്പോൾ ഓക്കെ യെസ്, അത് ഹൈപ്പർബലിയാണ്. ഓക്കെ, ഞാനില്ലെങ്കിൽ ഈ വീട് തകർന്ന് അങ്ങോട്ട് വീണ് പോകുമെന്ന് പറയുമ്പോൾ എന്താണ്? അത് ഹൈപ്പർബലി, അതായത് എക്സാജറേറ്റ് ചെയ്ത് പറയുന്നത് കേട്ടോ. ഇനി അടുത്തത് പേഴ്സണിഫിക്കേഷൻ. ശ്രദ്ധിച്ചിരിക്കണേ, പോയറ്റിക് ഡിവൈസസ് ആണ് ഇപ്പോൾ പറയുന്നത് കേട്ടോ. പോയറ്റിക് ഡിവൈസസ് ആണ് പറയുന്നത്, ശ്രദ്ധിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് കേട്ടോ. Personification എന്ന് വെച്ചാൽ എന്താണ്? The house is personified in a way that it could fall to ruin, but the woman's presence giving it human-like qualities on dependency. Okay, of dependency. Okay, ഇവിടെ എന്താണ് നമ്മൾ പറയുന്നത്? പേഴ്സണിഫിക്കേഷൻ ഉണ്ട് അല്ലേ. ഞാൻ ഈ വീടിൻ്റെ പില്ലാറാണ്. അപ്പോൾ എന്താ? അവർ ഹ്യൂമൻ തന്നെ എങ്ങനെയാണെന്ന് പറയുന്നുണ്ട് അല്ലേ. യെസ്, അപ്പോൾ അതുപോലെ തന്നെ തകർന്നു പോകും, ഞാനില്ലെങ്കിൽ തകർന്നു പോകും, ഫാൾ ടു റൂയിൻ, തകർന്നു പോകും എന്നൊക്കെ പറയുമ്പോൾ എന്താ? അത് പേഴ്സണിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, പേഴ്സണിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ സമ്മറി, ഈ ഒരു സ്റ്റാൻസിന്റെ സമ്മറിയാണ് പറഞ്ഞിട്ടുള്ളത്. ദീസ് ലൈൻസ് ഡിസ്ക്രൈബ് എ വുമൺ ആസ് ദ എസെൻഷ്യൽ സപ്പോർട്ട് ഓഫ് ഹർ ഹോം. ഷീ കമ്പയർസ് ഹെർസെൽഫ് ടു ദ പില്ലേഴ്സ് ആൻഡ് കീസ്റ്റോൺ ഓഫ് ദ ഹൗസ്, സജസ്റ്റിംഗ് ദാറ്റ് വിത്തൗട്ട് ഹർ ദ ഹൗസ് വുഡ് കൊളാപ്സ്. ഓക്കെ, ഹൗസ് അവളില്ലെങ്കിൽ കൊളാപ്സ് ആയി പോകും. ദിസ് എംഫസൈസ് ഹർ വൈറ്റൽ റോൾ ഇൻ കീപ്പിംഗ് ദ ഫാമിലി ആൻഡ് ഹോം സ്ട്രോങ് ആൻഡ് സെക്യൂർ. മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? അടുത്ത് നോക്കാം. ഐ ആം ദ ഫയർ upon the hearth, I am the light of the good sun, I am the heat that warms the earth, which else were called than a stone. Okay, അപ്പം ഞാനാണ് ഹേർത്തിലെ ചൂട് എന്ന് പറയുന്നത്, തീ എന്ന് പറയുന്നത്. ഹേർത്ത് എന്ന് വെച്ചാൽ നെരിപ്പോട്. ഇവിടെ നമ്മൾ തീ കായാനൊക്കെ ഉപയോഗിക്കുന്ന ഇങ്ങനത്തെ സാധനം ഉണ്ടല്ലോ, നെരിപ്പോട്, ഹേർത്ത്. ഇവിടെയുള്ള ചൂട്, തീ എന്ന് പറയുന്നത് ഞാനാണ്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ഫയർ ഇടുന്നത്? വീട് കത്തിച്ച് കളയാനാണോ? അല്ല, നമുക്ക് ചൂട് കിട്ടാൻ വേണ്ടി, വാം ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് തീ ഇടുന്നത് അല്ലേ. അപ്പോൾ ആ തീ ഞാനാണെന്ന് പറയുമ്പോൾ എന്താ? ആ വാംത്ത് തരുന്നത്, ആ ഒരു കംഫർട്ട്നെസ് തരുന്നത്, ആ ഒരു സേഫ്റ്റി തരുന്നത് ഞാനാണ് എന്നാണ് സ്ത്രീ പറയുന്നത്. ഐ ആം ദ ലൈറ്റ് ഓഫ് ദ ഗുഡ് സൺ, നല്ല സൂര്യൻ്റെ വെളിച്ചമാണ് ഞാൻ അല്ലേ. യെസ്, ഐ ആം ദ ഹീറ്റ് ദാറ്റ് വാംസ് ദ എർത്ത്, എർത്തിനെ ചൂടാക്കി വെക്കുന്ന ആ ഒരു വാംത്ത്, ചൂടാണ് ഞാൻ എന്ന് പറയാണ്. ഹീറ്റ് ഞാൻ. വിച്ച് എൽസ് വെർ കോൾഡ് ദാൻ എ സ്റ്റോൺ,
stone. ഇതില്ലെങ്കിലോ നമ്മുടെ earth എന്ന് പറയുന്ന കല്ലിനേക്കാളും തണുത്തുറഞ്ഞു പോകുന്ന ഒരു സാധനമാണ്. അപ്പോൾ I am the വീണ്ടും വരുന്നുണ്ട് അനഫറയാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? റിപ്പീറ്റേഷൻ ആണ്. അപ്പോൾ അത് അനഫറയാണ് കേട്ടോ. ഇനി ഫയർ അപ്പോൺ ദ earth, ലൈറ്റ് ഓഫ് ദ ഗുഡ് സൺ, ഹീറ്റ് ദാറ്റ് വാംസ് ദ earth എന്നൊക്കെ പറഞ്ഞ മെറ്റഫറാണ്. ഞാൻ ഇങ്ങനത്തെയാണ്. ശരിക്കും ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ തീയായിട്ട് തോന്നാറുണ്ടോ നമുക്ക്? സ്ത്രീനെ കാണുമ്പോൾ ഒരു ചൂട് തീ വരുന്നു അങ്ങനെ തോന്നാറുണ്ടോ? ഇല്ല. തീ ഈസ് എ ഡിഫറെന്റ് തിങ് ആൻഡ് സ്ത്രീ ഈസ് എ ഡിഫറെന്റ് തിങ് അല്ലെ? സ്ത്രീ ആൻഡ് തീ എന്ന് പറഞ്ഞ രണ്ടും ഡിഫറെന്റ് തിങ്സ് ആണ്. അപ്പോൾ ഇതിനെ ഒരുമിച്ച് കൊണ്ടുവന്നു, കമ്പയർ ചെയ്തു. രണ്ട് എക്സാക്ട്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് സാധനങ്ങളെ ഒരുമിച്ച് കൊണ്ടുവന്ന് കമ്പയർ ചെയ്തതിനാണ് എന്ത് പറയാ, മെറ്റഫർ എന്ന് പറയുന്നത്. അപ്പോൾ അതോടെ മെറ്റഫർ ആണ് കേട്ടോ. ഇനി ഇമേജറി ഉണ്ട് ഇതിൽ. ഇമേജറി എന്ന് പറയുന്നത് നോക്കിക്കേ, കല്ലിനേക്കാൾ തണുത്തത് എന്നൊക്കെ പറയുമ്പോഴും അതുപോലെ തന്നെ ഹേർത്തിലെ ചൂട് എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, അത് ഇമേജറി ആണ് കേട്ടോ. നമുക്ക് ടച്ച് ചെയ്യുന്ന ഫീൽ ചെയ്യുന്ന ഇമേജറി ആയിട്ട് പറയാം. ഓക്കെ, പിന്നെ പേഴ്സണിഫിക്കേഷൻ എന്താ? ഏർത്തിന് ഇവിടെ കോൾഡ് ദാൻ എ സ്റ്റോൺ എന്ന് പറഞ്ഞു അല്ലേ, ഒരു സ്ത്രീൻ്റെ കോൾഡ് ദാൻ എ സ്റ്റോൺ. ഓക്കെ, അപ്പോൾ എന്താണ് അവിടെ പേഴ്സണിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, വാംത്ത്, ഗിവിങ് ഹ്യൂമൻ ലൈക്ക് ക്വാളിറ്റീസ്. ഓക്കെ, വാംത്ത് കൊടുക്കുക, സ്നേഹത്തിൻ്റെ ചൂട് കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, യെസ് അത് പേഴ്സണിഫിക്കേഷൻ ആണ് കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ അനഫറ വന്നു, ഹൈപ്പബലി അല്ലേ, കോൾഡ് ദാൻ സ്റ്റോൺ. എർത്ത് എന്താണ്, കല്ലിനേക്കാൾ തണുത്തുറഞ്ഞു പോകുമെന്ന് പറയുന്നത് അല്ലേ, അത് ഹൈപ്പബലി, എക്സാജറേഷൻ ആണ് അവിടെ വരുന്നത്. അപ്പോൾ അത് എക്സാജറേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി സമ്മറി നോക്കാം. ദീസ് ലൈൻസ് ഡിസ്ക്രൈബ് ദ വുമൻ ആസ് ദ സോഴ്സ് ഓഫ് വാംത്ത് ആൻഡ് ലൈറ്റ് ഇൻ ദ ഹോം. ഷീ ഈസ് കമ്പയർഡ് ടു ദ ഫയർ ഓൺ ദ earth, the light of the sun and the heat that warms the earth, emphasizing her vital role in making our home warm and loving place. Without her everything would be cold and lifeless. Okay, അല്ലെങ്കിൽ എല്ലാം lifeless ആയിരിക്കും, cold ആയിരിക്കും എന്നാ പറയുന്നത് കേട്ടോ. അടുത്ത, at me the children warm their hands, I am the light of love alive. Okay, without me called the earth stands, nor could the precious children thrive. എന്താ പറയുന്നത്, എൻ്റെ അടുത്ത് വന്നിട്ടാണ് കുട്ടികൾ അവരുടെ കൈകൾ ചൂടാക്കുന്നത്. നമ്മൾ തീയൊക്കെ കായാനിരിക്കില്ലേ, അപ്പോൾ ചൂട് കിട്ടാൻ വേണ്ടിയിട്ട്, സ്നേഹത്തിൻ്റെ ചൂടൊക്കെ കിട്ടാൻ എൻ്റെ അടുത്തേക്കാണ് കുട്ടികൾ വരുന്നത്. ഐ എം ദ ലൈറ്റ് ഓഫ് ലവ് അലൈവ്. ജീവനോടെ ഇരിക്കുന്ന അവരുടെ സ്നേഹത്തിൻ്റെ പ്രകാശമാണ് ഞാൻ എന്ന് പറയാണ്. വിതൗട്ട് മീ ദ കോൾഡ് ഹേർട്ട് സ്റ്റോൺ സ്റ്റാൻഡ്സ്. ഓക്കെ, ഞാനില്ലെങ്കിൽ ആ നെരിപ്പോടിൻ്റെ കല്ലുകളുണ്ടല്ലോ അതെന്താണ്, കോൾഡായിട്ട് തന്നെ നിൽക്കും. അവിടെ തീയൊന്നും ഇല്ലെങ്കിൽ എന്താണ്, അത് തണുത്തിട്ടാണ് നിൽക്കുക. നോർ കുഡ് ദ പ്രഷ്യസ് ചിൽഡ്രൻ ത്രൈവ്. അപ്പോൾ ഈ പ്രഷ്യസ് ആയിട്ടുള്ള കുഞ്ഞുമക്കൾ എന്താണ്, അവർക്ക് ജീവിക്കാനായിട്ട് സാധിക്കില്ല എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഐ എം ദ എന്ന് പറയുമ്പോൾ എന്താണ്, അനഫറയാണ്. മിസ് പറഞ്ഞു. ലൈറ്റ് ഓഫ് ലവ് അലൈവ് എന്ന് പറയുന്നത് എന്താ, മെറ്റഫർ ആണ്. ഓക്കെ, ഇവിടെ എന്താണ്, സ്ത്രീനെ ലവിൻ്റെ ലൈറ്റ് ആയിട്ടാണ് പറയുന്നത്, ജീവനുള്ള ലവിൻ്റെ ലൈറ്റ് ആയിട്ട് പറയുന്നത്. ഓക്കെ, മെറ്റഫർ ആണ്. കോൾഡ് എന്ന് പറയുന്നത് പേഴ്സണിഫിക്കേഷൻ ആയിട്ട് പറയാം കേട്ടോ. ഇത് പേഴ്സണിഫിക്കേഷൻ ആയിട്ട് എടുക്കണ്ട. വിത്തൗട്ട് മീ കോൾഡ് ദ, ഇത് നിങ്ങൾ പേഴ്സണിഫിക്കേഷൻ ആയിട്ട് എടുക്കണ്ട കേട്ടോ. ഇമേജറി ഉണ്ട്, ഇതിലൊക്കെ ഇമേജറി പറയാൻ പറ്റും. ഓക്കെ, കുട്ടികൾ കൈ ചൂടാക്കുന്നതൊക്കെ പറയുന്നത് എന്താ, ഇമേജറി ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. പിന്നെ എന്താ, നോർ കുഡ് ദ പ്രഷ്യസ് ചിൽഡ്രൻ ത്രൈവ്, അവിടെ എന്താണ്, ഹൈപ്പബലിയാണ്. ഓക്കെ, ഹൈപ്പബലിയാണ് കേട്ടോ. സമ്മറി കൊടുത്തിട്ടുണ്ട്. ദീസ് ലൈൻസ് ഡിസ്ക്രൈബ് ദ വുമൻ ആസ് എ സോഴ്സ് ഓഫ് വാംത്ത്, ലവ് ആൻഡ് സെക്യൂരിറ്റി ഫോർ ഹർ ചിൽഡ്രൻ. ഷീ ഈസ് ദ ലൈറ്റ് ഓഫ് ലവ് ദാറ്റ് കീപ്സ് ദ ഹോം warm and allows the children to thrive. Without her the home would be cold and the children would not flourish. Okay, അവളില്ലെങ്കിൽ ജീവിച്ചിരിക്കാൻ വേണ്ടി കുട്ടികൾക്ക് പറ്റില്ല. And the twist that holds together the children in its sacred ring, that knot of love from whose close tether no lost child goes a wandering. ഓക്കെ, ഞാനാണ് ആ ട്വിസ്റ്റ്, അവരെയൊക്കെ ഹോൾഡ് ചെയ്യുന്ന ആ ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഞാനാണ്. ഓക്കെ, ഞാനാണ് അവരെ, ഇപ്പോൾ പല കുട്ടികളായിരിക്കും അല്ലേ, അവരൊക്കെ ഒരുമിച്ച് നിർത്തുന്നു, ആ സിബ്ലിങ്സിനൊക്കെ ഒരുമിച്ച് നിർത്തുന്നത് ഞാനാണ്. ദ ചിൽഡ്രൻ ഇൻ ഇറ്റ്സ് സാക്രഡ് റിംഗ്. ഓക്കെ, കുട്ടികളെ ഇങ്ങനെ സാക്രഡ് ആയിട്ടുള്ള ഒരു റിങ്ങിൽ, വളയത്തിലായിട്ട് നിർത്തുന്നത്, അതായത് എല്ലാവരും കൂട്ടിമുടിച്ച് കണക്ട് ചെയ്ത് നിർത്തുന്ന ആരാണ്, അമ്മയാണ്. ഓക്കെ, ദ നോട്ട് ഓഫ് ലവ്, അവരുടെ ആ ഒരു സ്നേഹത്തിൻ്റെ കെട്ട്, നോട്ട് ഫ്രം ഹൂസ് ക്ലോസ് ടു നോ ലോസ്റ്റ് ചൈൽഡ് ഗോസ് എ വാണ്ടറിങ്. ആ ഒരു കെട്ടിൻ്റെ ഉള്ളിൽ നിന്ന്, അവരുടെ ആ ഒരു റിങ്ങിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു കുട്ടി പോലും എന്താണ്, അതിൽ നിന്ന് പുറന്തള്ളിപ്പെട്ട് പോകാനായിട്ട് അല്ലെങ്കിൽ അലഞ്ഞു തിരിഞ്ഞ് പോകാനായിട്ട് സമ്മതിക്കാതെ എല്ലാവരും ഒരുമിച്ച് ക്ലോസ് ആക്കിയിട്ട് നിർത്തുന്നത് ഞാനാണ് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ആയം എന്ന് പറഞ്ഞു, അത് അനഫറയാണ്. ട്വിസ്റ്റ് ദാറ്റ് ഹോൾ ടുഗെദർ. അപ്പോൾ ടു സൗണ്ട് എന്താണ്, റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട് അല്ലേ, അതിനെന്താ പറയുക, അതിനെ പറയുന്ന പേരാണ് അലിട്രേഷൻ. ഓക്കെ, കോൺസണന്റ് സൗണ്ട്സ് റിപ്പീറ്റഡ് ആയിട്ട് വന്നു, ടു സൗണ്ട്, അത് അലിട്രേഷൻ ആണ് കേട്ടോ. ദ നോട്ട് ഓഫ് ലവ് എന്ന് പറയുന്നതും ട്വിസ്റ്റ് ദാറ്റ് ഹോൾഡ്സ് ടുഗെദർ എന്ന് പറയുന്നതും മെറ്റഫർ ആണ്. ഓക്കെ, പിന്നെ ഇതിൽ ഇമേജറി വന്നിട്ടുണ്ട്. സാക്രഡ് റിംഗ് എന്ന് പറയുന്ന ഇമേജറിയാണ്, അതുപോലെ തന്നെ നോട്ട് ഓഫ് ലവ് എന്ന് പറയുന്ന ഇമേജറിയാണ് കേട്ടോ. സിംബലിസം വന്നിട്ടുണ്ട് മക്കളെ. സാക്രഡ് റിംഗ് എന്ന് പറയുന്നത്, നോട്ട് ഓഫ് ലവ് എന്ന് പറയുന്നത് സിംബലൈസ് ചെയ്യുന്നത് അൺബ്രേക്കബിൾ ആയിട്ടുള്ള ബോണ്ട് ആൻഡ് യൂണിറ്റി വിത്തിൻ ദ ഫാമിലി. ഫാമിലിയുടെ ഉള്ളിൽ തന്നെയുള്ള അൺബ്രേക്കബിൾ ആയിട്ടുള്ള ആ ഒരു യൂണിറ്റിനെ പറ്റിയിട്ടൊക്കെയാണ് പറയുന്നത്. വിത്ത് ദ വുമൺ ആസ് ദ സെൻട്രൽ യൂണിഫൈങ് ഫോഴ്സ് ആയിട്ട് നിൽക്കുന്നു. ഓക്കെ, അത് സിംബലിസം ആണ് കേട്ടോ. ഓക്കെ, അതിന്റെ സമ്മറി എന്താണ്, ദീസ് ലൈൻസ് ഡിസ്ക്രൈബ് ദ വുമൺ ആസ് ദ ഫോഴ്സ് ദാറ്റ് കീപ്സ് ഹർ ചിൽഡ്രൻ യുണൈറ്റഡ് ആൻഡ് സെക്യൂർ. ഷീ ഈസ് കമ്പയർഡ് ടു എ ട്വിസ്റ്റ് ഓർ നോട്ട് ദാറ്റ് ബൈൻഡ്
binds them together in love, ensuring that no child is lost or goes astray. Okay. Yes, clear? Yes, Artho, I am the house from floor to roof. I deck the walls, the board I spread, I spin the curtains, warp and woof, and shake the down to be the bed. Okay, yes. അപ്പോൾ ഈ വീട് അടിമുടി ഞാൻ തന്നെയാണെന്ന് പറഞ്ഞത്. ഫ്ലോറിൽ നിന്നും റൂഫ് വരെ ഞാൻ തന്നെയാണ്. ഐ ഡെക്ക് ദ വോൾസ്, ഞാനാണ് വോൾസ് ഒക്കെ ഡെക്ക് ചെയ്യുന്നത്. ബോർഡ് ഐ സ്പ്രെഡ്. ഓക്കെ, അതുപോലെ തന്നെ ഇവർക്ക് വേണ്ട ഈ ഫ്ലോർ എല്ലാതും എന്താണ്, ഞാൻ തന്നെയാണ് ഇവിടെ വിരിഞ്ഞ് കിടക്കുന്നത്. അല്ലെങ്കിൽ ഐ സ്പിൻ ദ കർട്ടൻസ് സ്പിൻ ചെയ്യുന്നത് ഞാനാണ്. വോപ്പ് ആൻഡ് വൂഫ് എന്ന് പറയുന്ന ആ ഒരു തുന്നലിനെ പറയുന്നത് കേട്ടോ. ഇങ്ങനെ നെയ്യില്ലേ നമ്മൾ, ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, കളികൾ ഇങ്ങനെ നെയ്യുന്ന ആ കർട്ടൻസ് അത് ഞാൻ തന്നെയാണ്. ആൻഡ് ഷേക്ക് ദ ഡൗൺ ടു ബി ദർ ബെഡ്, അവർക്ക് കിടന്നുറങ്ങാനുള്ള തൂവൽ മെത്ത. ഓക്കെ, ഷേഡ് ഡൗൺ എന്ന് വെച്ചാൽ എന്താണ്, ഷേക്ക് ദ ഡൗൺ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് അവർക്ക് കിടക്കാൻ തൂവൽ മെത്ത. എൻ്റെ തന്നെ തൂവൽ വെച്ചിട്ടാണ് ഞാൻ അവർക്ക് മെത്ത ഒരുക്കുന്നത്. അപ്പോൾ എല്ലാം ചെയ്യുന്നത് എന്താണ്, ഞാൻ തന്നെ, ആ വീട് ഞാൻ തന്നെയാണെന്നാണ് ശ്രീ പറഞ്ഞത്. ഓക്കെ, ഐ എം ദ ഹൗസ് ഫ്രം ഫ്ലോർ ടു റൂഫ് എന്ന് പറയുമ്പോൾ എന്താ മെറ്റഫറാണ്. ഇതിന് വേണമെങ്കിൽ നമുക്ക് ഹൈപ്പർബലി ആയിട്ടും പറയാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ, ഐ എം എന്ന് പറയുന്നത് എനഫറ. അതുപോലെ തന്നെ ഇതിലൊക്കെ ഇമേജറി ഉണ്ട്. ഡെക്ക് ദ വാൾസ്, സ്പിൻ ദ കർട്ടൻസ്, ഷേക്ക് ദ ഡൗൺ ടു ബി ദർ ബെഡ് എന്നൊക്കെ പറഞ്ഞ് ഇമേജറി ആയിട്ടും പറയാം. അലിട്രേഷൻ വരുന്നുണ്ട്, വോപ്പ് ആൻഡ് വൂഫ്. ഓക്കെ, ഇതെന്താണ്, അലിട്രേഷൻ ആണ് കേട്ടോ, വോപ്പ് ആൻഡ് വൂഫ്. യെസ്, ഇനി പേഴ്സണിഫിക്കേഷൻ എന്താ, ഹൗസിനെ പേഴ്സണിഫൈ ചെയ്യാതേക്കാണ് അല്ലേ. ഫ്രം ഫ്ലോർ ടു റൂഫ് എന്ന് പറയുമ്പോൾ എന്താണ്, അതിൽ അവർ തന്നെയാണ് മൊത്തമായിട്ട് എന്ന് പറയുമ്പോൾ പേഴ്സണിഫിക്കേഷൻ ആയിട്ട് പറയാം. സിനക്ടക്കി വരുന്നുണ്ട്, അതായത് ഒരു പാർട്ടിനെ നമ്മൾ ഹോൾ ആയിട്ടുള്ള കാര്യത്തിന് റെപ്രസെൻറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു പാർട്ടിനെയാണ് സിനക്ടക്കി എന്ന് പറയുന്നത്. പറഞ്ഞുതരാം. പാർട്ട് ഓഫ് ദ ഹൗസ് എന്തൊക്കെയാണ്, ഫ്ലോർ, റൂഫ്, വാൾസ്. ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞില്ലേ, ആർ യൂസ് ടു റെപ്രസെൻറ്റ് ദ ഹോൾ, സിംബലൈസിങ് ഹൗ ദ വുമൺ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഓൾ ആസ്പെക്ട്സ് ഓഫ് ദ ഹോം. ഓക്കെ, ഒരു വീടിൻ്റെ എല്ലാ ആസ്പെക്ട്സും, ഒരു വീട് എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഉണ്ടാവും, ഫ്ലോർ ഉണ്ട്, റൂഫ് ഉണ്ട്, വാൾസ് ഉണ്ട് അല്ലേ. ഈ ഭാഗങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ആ വീടിനെ മൊത്തമായിട്ട് അതിനെപ്പറ്റി മൊത്തമായിട്ട് പറയുകയാണെങ്കിൽ അതെന്താണ്, സിനക്ടക്കി എന്ന് പറയാം കേട്ടോ. ഇപ്പോൾ ഒരാളുടെ ഫുട് പ്രിൻറ്റ്സ് അല്ലെങ്കിൽ ഫൂട്ട് എന്ന് പറഞ്ഞു, കാല് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, കാലെന്ന് പറയുമ്പോൾ റെപ്രസെൻറ്റ്സ് ഫോർ ദ മാൻ, ഒരു മാനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ടാണ് അവിടെ കാലെന്ന് പറഞ്ഞിട്ടുള്ളത്. അതിനെന്താ സിനക്ടക്കി എന്ന് പറയാം കേട്ടോ. ഒരു പാർട്ട് വെച്ചിട്ടൊരു മുഴുവനായിട്ടുള്ള ഹോളായിട്ടുള്ള തിങ്ങിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുവാണെങ്കിൽ അതിനെയാണ് സിനക്ടക്കി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സാമ്പിൾ ഉണ്ട്. ഈ പറഞ്ഞ പാർട്ട് എന്തൊക്കെ പാർട്ടാണ് വന്നിട്ടുള്ളത് അതൊക്കെ ഹോം ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, റെഡി? യെസ്, അപ്പോൾ സമ്മറി എന്ന് പറഞ്ഞത് ഇത്രേ ഉള്ളൂ. These lines describe the woman as the essence of the home, taking care of everything from the floor to roof. She decorates the house, sets the table, makes the curtains, and prepare the beds, showing her role in making the home warm and welcoming for her family. Okay, ഇതാണ് ഇതിൻ്റെ സമ്മറി എന്ന് പറയുന്നത് കേട്ടോ. I am the wall against all danger, the door against the wind and snow, the whom a woman led in a mango, take me not till the children grow. Okay, ഇനി എന്താ പറയുന്നത്, ഐ എം ദാറ്റ് വാൾ അഗെയിൻസ്റ്റ് ഓൾ ഡേഞ്ചർ, ഇതിന് മെറ്റഫറാണ്. ഡോർ അഗെയിൻസ്റ്റ് ദ വിൻഡ് ആൻഡ് സ്നോ, ഇതും മെറ്റഫറാണ്. ഐ എം എന്ന് പറഞ്ഞ എനഫറയാണ്. പിന്നെ ഇമേജിൽ നോക്കി, ടേക്ക് മീ നോട്ട് ടിൽ ദ ചിൽഡ്രൻ ഗ്രൂ, കുട്ടികൾ വളർന്നു വരെ എന്നെ തിരിച്ച് വിളിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അലിട്രേഷൻ നോക്കാം, ഊ എന്നുള്ള സൗണ്ട് അല്ലേ, ഓ ഹൂം വുമൺ. ഓക്കെ, ഇതൊക്കെ എന്താ, ഓ എന്നുള്ള സൗണ്ട് അല്ലേ, ഊ എന്നുള്ള സൗണ്ട്. അത് അസണൻസ് ആണ് കേട്ടോ, ഇവിടെ അസണൻസ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഇതിൽ അലിട്രേഷൻ വരുന്നത് ഏതാണ്, WWW അല്ലേ. യെസ്, വുമൺ. ഓക്കെ, ഏതെങ്കിലും വരുന്നുണ്ടോ, ഇത് അലിട്രേഷൻ കേട്ടോ. ഓക്കെ, പിന്നെ പേഴ്സണിഫിക്കേഷൻ, ദ വിൻഡ് ആൻഡ് സ്നോ ആർ പേഴ്സണിഫൈഡ് ആസ് ദ ഫോഴ്സസ് ദാറ്റ് ദ വുമൺ പ്രൊട്ടക്ട്സ് ഹെർ ഫാമിലി അഗെയിൻസ്റ്റ്. ഓക്കെ, ഫാമിലിനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുന്ന സാധനങ്ങളാണ് അല്ലേ. എന്തിൽ നിന്നൊക്കെയാണ്, വിൻഡിനെയും സ്നോയിനെയും ഒക്കെ പേഴ്സണിഫൈ ചെയ്തേക്കണം. അപ്പോൾ അവർ യുദ്ധത്തിന് വരുന്ന പോലെയാണ് അല്ലേ. അപ്പോൾ സ്ത്രീ അത് പ്രൊട്ടക്ട് ചെയ്തിട്ട് അവരുടെ കൂടെ ഒരു വാളായിട്ട് നിൽക്കുവാണ്. ഓക്കെ, അപ്പോൾ പേഴ്സണിഫിക്കേഷൻ വന്നു. അല്യൂഷൻ ഉണ്ട്. അല്യൂഷൻ എന്ന് വെച്ചാൽ നോക്കിക്കേ, ദ ഹൂം എ വുമൺ ലെഡ് ഇൻ എ മാംഗോ അല്യൂഡ്സ് ടു ദ ബിബ്ലിക്കൽ സ്റ്റോറി അല്ലേ. ജീസസ് ക്രൈസ്റ്റ് എവിടെ ജനിച്ചത്, ഒരു പുൽക്കൂട്ടിലാണ് ജനിച്ചത്. അപ്പോൾ ആ പുൽക്കൂട്ടിൽ ഒരു സ്ത്രീ നിന്നെ കിടത്തിയിട്ടുള്ളത് ഒരു പുൽക്കൂട്ടിലാണ് അല്ലേ. adding a spiritual dimension to the poem and connecting the woman's protective role to divine figure. Okay, അവരുടെ ഡിവൈൻ ഫിഗർ ആക്കിയിട്ടാണ് അവിടെ അല്യൂഷൻ എന്ന് പറഞ്ഞത് എന്താണ്, ഓൾറെഡി ഉള്ള ബിബ്ലിക്കൽ സ്റ്റോറി ഇതിനുള്ള റെഫറൻസ് വെക്കുന്നതിനാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അവിടുത്തെ അങ്ങനത്തെ ഒരു റെഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ലൈൻസ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് the woman as a protective force for her family. She is like a wall shielding her children from danger and a door keeping out of the
out the cold wind and snow. These lines also include a prayer asking not to be taken away until her children are grown, emphasizing her role in safeguarding and nurturing them. Okay, അപ്പോൾ ഇത് ലാസ്റ്റ് പറയുന്നത് എന്താണ്? ഇവരൊരു വോൾ ആണെന്ന് പറഞ്ഞു അല്ലേ, ഡേഞ്ചറിൽ നിന്നും എല്ലാ കോൾഡ് വിൻഡ് ഇതിൽ നിന്നൊക്കെ കുട്ടികളെയും എല്ലാവരും രക്ഷിക്കുന്ന ഒരു വാൾ ആണ് ഞാൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ലൈനിലെ ലാസ്റ്റ് ഒരു പ്രാർത്ഥനയും കൂടി ഉണ്ട് അല്ലേ, എന്നെ എൻ്റെ കുഞ്ഞുങ്ങൾ വളരുന്നവരെ എന്നെ അങ്ങോട്ട് വിളിക്കല്ലേ, ഞാൻ അതുവരെ ജീവിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ നോക്കണം എന്നുള്ള കാര്യം ലാസ്റ്റ് ഒരു പ്രെയർ ആയിട്ട് പറയുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ പോം. അപ്പോൾ ഇതിൻ്റെ പോയിന്റ്സ് അപ്രീസിയേഷൻ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്സ് ആണ് ഇനി ഞാൻ പറയുന്നത്. നോക്കാം കേട്ടോ. തീം എന്ന് പറയുന്നത് എന്താ നോക്കണം. ഓക്കെ, തീം എന്താ? The poem celebrates a woman's vital role in the home as a source of strength, warmth and protection. ഒരു സ്ത്രീയുടെ റോള്. മെറ്റഫേഴ്സ് എന്തൊക്കെയാണ് മെറ്റഫേഴ്സ് പറയുന്നത്? Compared to pillars, fire and wall, showing her as the foundation of her family. ഇനിയുണ്ട് അല്ലേ? യെസ്. ഇനി ഇമേജറി എന്തൊക്കെയാണ് ഇമേജറി പറയുന്നത്? സ്ട്രോങ് ഇമേജറി portrays the woman as nurturing and essential creature, a warm ക്രിയേറ്റിംഗ് എ വാം സേഫ് ഹോം ആക്കിയെടുക്കുന്ന കുറേ സാധനങ്ങൾ, നർച്ചറിങ് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ പറയുന്നുണ്ട്. അത് നമ്മൾ ഓരോന്നോരോന്നിട്ട് പഠിച്ചിട്ടുണ്ട്. ഇനി ടോൺ എന്താണ്? ലവിങ് ആയിട്ടുള്ള റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു സ്ത്രീയുടെ കോൺട്രിബ്യൂഷൻസിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ടോണാണുള്ളത്. ഓക്കെ, ഇനി പോയിന്റ്സ്. സ്ട്രക്ചർ എന്താണ്? റെഗുലർ സ്ട്രക്ചർ ആണ്. സ്റ്റെബിലിറ്റി ദ വുമൻ പ്രൊവൈഡ്സ്, അതിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. അല്യൂഷൻ വരുന്നുണ്ട്, ബിബ്ലിക്കൽ റെഫറൻസ് ആണ് ഇതിൽ വരുന്നത്. സ്പിരിച്വൽ സിഗ്നിഫിക്കൻസ് ഉണ്ടെന്നുണ്ട് വുമന്റെ റോളിന്. ഓക്കെ, വുമന്റെ റോൾ എന്ന് പറഞ്ഞാൽ ഒരു സ്പിരിച്വൽ ഒരു സംഭവം ഇട്ട് കൊടുത്തിട്ടുണ്ട്, സ്പിരിച്വൽ സിഗ്നിഫിക്കൻസ് കൊടുത്തിട്ടാണ് പറയുന്നത്. ഇനി റൈം സ്കീം എന്താണ്? എ ബി ആണ്. ആനഫറ വരുന്നുണ്ട്, I am അല്ലേ, I am എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ഒരു അപ്രീസിയേഷൻ നിങ്ങൾ എഴുതുക. ടൈറ്റിൽ കൊടുക്കണം, അപ്രീസിയേഷന് ടൈറ്റിൽ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. എങ്ങനെ എഴുതണം എന്നുള്ളത് മിസ് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. നമ്മുടെ പോയിന്റിൻ്റെ പേരും പോമിൻ്റെ പേരും ആദ്യം തന്നെ മെൻഷൻ ചെയ്തിരിക്കണം. അതിൽ തന്നെ തീം പറയണം. ദെൻ അടുത്ത പാരഗ്രാഫ് ആക്കിയിട്ട് നിങ്ങൾ സമ്മറി എഴുതുന്നു. അടുത്ത പാരഗ്രാഫായിട്ട് പോയറ്റിക് ഡിവൈസസ്, ഫിഗർ ഓഫ് സ്പീച്ച് എന്തൊക്കെയാണ് വന്നിട്ടുള്ളത് അതൊക്കെ എഴുതുന്നു. പിന്നെ നമ്മുടെ തീമും കാര്യങ്ങളൊക്കെ വേണം കേട്ടോ. ഇല്ല, ലാസ്റ്റ് നിങ്ങൾക്ക് മെസ്സേജ് പറയാം, റെലവൻസ് പറയാം പോമിൻ്റെ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് വേണം അവസാനിപ്പിക്കാൻ കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി മിസ് എല്ലാ പോയിന്റ്സും തന്ന കാരണം കൊണ്ട്, പോയിന്റ്സും തന്ന കാരണം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് വെച്ചിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ സ്കെച്ച് അർജുൻ സാറോട് ചോദിച്ചിട്ടില്ലേ? മിസ്സിന് ഒരു ചാപ്റ്റർ മാത്രമേ വരുന്നുള്ളൂ, അപ്പോൾ മിസ് അത് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി വരുന്ന ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ പറഞ്ഞുതരാം. ബിബ്ലിക്കൽ എന്ന് വെച്ചാൽ എന്താണ്? എടാ കുട്ടാ, അതായത് നമ്മുടെ ബൈബിളില്ലേ, ബൈബിള്, അതിൽ നിന്നുള്ള റെഫറൻസിനാണ് ബിബ്ലിക്കൽ എന്ന് പറഞ്ഞത് കേട്ടോ. ഓക്കെ, അതിൽ നിന്നുള്ള റെഫറൻസാണ് പറഞ്ഞത്. അതായത് മേരിയാണ് അല്ലേ നമ്മുടെ ജീസസ് ക്രൈസ്റ്റിന് എന്താ പുൽക്കൂട്ടിൽ കിടത്തതാണ് അല്ലേ, പുൽക്കൂട്ടിലല്ലേ ഉള്ളത്. അപ്പോൾ ആ ഒരു റെഫറൻസ് ആണ് ഇവിടെ പറയുന്നത്. ഓക്കെ, പുൽക്കൂട്ടിൽ നിന്നെ വളർത്തിയിട്ടുള്ള ജീസസ് ക്രൈസ്റ്റിനോട് പ്രാർത്ഥിക്കുകയാണ്, പുൽക്കൂട്ടിൽ നിന്നെ വെച്ചിട്ടുള്ള ആ ഒരു സ്ത്രീ തന്നെയാണ് നിന്നെയും പ്രസവിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ എന്താണ് അങ്ങനെ പുൽക്കൂട്ടിൽ നിന്നെ നോക്കിയത്. ഓക്കെ, അതാണ് കേട്ടോ പറയുന്നത്. ക്ലിയർ ആയോ? യെസ്, മിസ്സിൻ്റെ കണ്ണിൽ എന്തോ പോയിക്കുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത പോം എടുക്കാം. അതിന് മുമ്പായിട്ട് ഇത് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിങ്ക് ഹാർട്ട് ഇടാം. ഓക്കെ, ഇത് ക്ലിയർ ആയെങ്കിൽ പിങ്ക് ഹാർട്ട് ഇടാം കേട്ടോ. റെഡി? അടുത്ത പോമിലോട്ട് കടക്കാം. റെഡി മക്കളെ? റെഡി ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ വേഗം തന്നെ പറഞ്ഞു. എനിക്ക് മനസ്സിലാവണമെങ്കിൽ, നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് മനസ്സിലായാൽ മാത്രമേ എനിക്ക് അടുത്തേക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഓക്കെ അല്ലേ? ഓക്കെ, സ്റ്റീവ് ഇൻഹേൽ. ഓക്കെടാ, ഓക്കെ. ഐ തിങ്ക് ഞാൻ ഈ AC ഇട്ടിട്ടാണോ, ഐ ഡോണ്ട് നോ. ഷോർട്ട് ആക്കുമോ ഇതിനെയോ? ഇതിനെങ്ങനെയാടാ ഷോർട്ടാക്കുക? ഇത് ഓൾറെഡി ഷോർട്ടാക്കിയിട്ടാണ് തന്നിരിക്കുന്നത്. ഇനി ക്ലാസ് എടുക്കുന്നത് വളരെ സ്പീഡിൽ എടുക്കാനാണോ ഉദ്ദേശിക്കുന്നത്? അതായത് ഡീറ്റെയിൽ ആയിട്ട് പോകണ്ടെന്നാണോ പറയുന്നത്? കുറേ പേർക്ക് ഡീറ്റെയിൽ ആക്കണം എന്നാണ് പറഞ്ഞത്. ഫാസ്റ്റ് ആക്കുക. മിസ് ഒരു പോൾ ഇടാം. എനിക്ക് എന്തായാലും നിങ്ങൾക്ക് ആവശ്യമുള്ള പോലെ ക്ലാസ് എടുക്കുക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സോ നിങ്ങൾക്ക് ഫാസ്റ്റ് ആക്കിയിട്ട് എടുക്കണം. ഡീറ്റെയിൽ ആയിട്ട് വേണ്ടവർ യെസ് എന്നും, ഡീറ്റെയിൽ ആയിട്ട് വേണ്ട എന്നുള്ളവർ നോ എന്നും ഒന്ന് പോളിലിടണേ. മിസ് പോൾ ഇട്ടിട്ടുണ്ട് ചാറ്റ് ബോക്സിൽ. എനിക്കൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിയർ ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ആവശ്യത്തിന് എടുത്തു പോവാം. ഓക്കെ, താങ്ക് യു സോ മച്ച് കേട്ടോ. താങ്ക് യു സോ മച്ച്. യെസ് മക്കളെ, ഒന്ന് പറഞ്ഞ് ഡീറ്റെയിൽ ആയിട്ട് എടുക്കണം എന്നുള്ളവർ യെസ്സും, അല്ല എന്നുള്ളവർ നോയിലേക്കും കുത്തണേ. ചാറ്റ് ബോക്സിൽ കിടക്കുന്നുണ്ട്, നിങ്ങളുടെ പോൾ കിടക്കുന്നുണ്ട്. സ്റ്റാമർ എന്നുള്ള പോമാണ് അടുത്തത്, K സച്ചിദാനന്ദൻ. ഓക്കെ, സ്റ്റാമർ എന്ന് വെച്ചാൽ നമ്മൾ വിക്ക് അല്ലേ, മിസ് പറഞ്ഞിട്ടുണ്ട് മുമ്പ്, മിസ്സിന് ഉണ്ടായിരുന്നു വിക്ക്. അതായത് നെർവസ് ആയിപ്പോവും.
വിക്ക് വരും മിസ്സിന് പറഞ്ഞത് ചിലപ്പോൾ വീണ്ടും വീണ്ടും വരും അങ്ങനെയായിരുന്നു കേട്ടോ. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നാണ് കുറേ പേര് പറയുന്നത്. 64% കുട്ടികൾ പറയുന്നത് ഡീറ്റെയിൽ ആയിട്ട് വേണം എന്നുള്ളതാണ്. സോ മിസ് അങ്ങനെ തന്നെ കേൾക്കുന്നു, അതിനനുസരിച്ച് പോവാം കേട്ടോ. ഓക്കെ, അല്ലാത്തവരെന്ത് ചെയ്യുക, നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക, മാക്സിമം എന്തായാലും ഇരിക്കുക. നിങ്ങളുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് തന്നെയാണല്ലോ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, അത് മനസ്സിലാക്കുക കേട്ടോ. ഇനി അഥവാ കുറേ നേരം ഇരിക്കാൻ വയ്യ മിസ്സേ അങ്ങനെയൊക്കെ ഉള്ളവർ കുഴപ്പമില്ല, ഞാൻ ഒന്നും പറയുന്നില്ല, നിങ്ങളുടെ ആവശ്യമാണ്. നിങ്ങൾക്ക് എത്രത്തോളം അറിയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബോധ്യമുണ്ട്. അപ്പോൾ ചാപ്റ്റേഴ്സ് അറിയാമെങ്കിൽ കുഴപ്പമില്ല. അതല്ലെങ്കിൽ വേറൊരു ദിവസം വന്നിട്ട് 2xലോ എന്തിലാന്ന് വെച്ചിട്ട് കാണാം കേട്ടോ. റെഡി? അപ്പോൾ വല്ലാണ്ട് സ്ലോ ആക്കുന്നില്ല. മിസ്റ്റർ സച്ചിദാനന്ദനാണ് ഈ ഒരു പോം എഴുതിയിട്ടുള്ളത്. തീം എന്താണ് പറയുന്നത്? സ്റ്റാമർ എന്ന് പറഞ്ഞാൽ സ്റ്റാമറിംഗ് ഒരു നാച്ചുറൽ ആയിട്ടുള്ള മീനിങ് ഫുൾ ആയിട്ടുള്ള പാർട്ടാണ്, കമ്മ്യൂണിക്കേഷൻ്റെ ഒരു പാർട്ടാണെന്നാണ് പറയുന്നത്. റിഫ്ലക്റ്റിംഗ് ദ ബ്യൂട്ടി ആൻഡ് കോംപ്ലക്സിറ്റി ഓഫ് ഹ്യൂമൻ എക്സ്പ്രഷൻ. ഹ്യൂമൻ എക്സ്പ്രഷൻ്റെ ഒരു ബ്യൂട്ടിയും കോംപ്ലക്സിറ്റിയും കാണിക്കുന്നു. ഓക്കെ, ഇത് ഫ്രീ വേഴ്സിലാണ് എഴുതിയിട്ടുള്ളത്. എന്ന് വെച്ചാൽ എന്താണ്, അതായത് പോയിട്ടിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്പെസിഫിക് റൈം സ്കീമോ അല്ലെങ്കിൽ മീറ്ററോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. ഓക്കെ, നോ സ്പെസിഫിക് റൈം സ്കീം ആൻഡ് മീറ്റർ. ഓക്കെ, സ്റ്റാമറിങ്ങിന് കൊടുത്തിട്ടില്ല, ഫ്രീ വേഴ്സിലാണ് എഴുതിയത്. ഷോർട്ടാണ്, തോട്ട്ഫുൾ ആയിട്ടുള്ള ലൈൻസ് ആണ്. ഓക്കെ, ഷോർട്ട് ആയിട്ടുള്ള തോട്ട്ഫുൾ ആയിട്ടുള്ള ലൈൻസ് ആണ്, ഷോർട്ട് കൺസൈൻസ് ലൈൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ദെൻ റിത്തം, സ്റ്റാം ആൻഡ് സ്പീച്ചിൻ്റെ പോലെ തന്നെ ഒരു റിത്തമാണ് ഇതിന് ഫോളോ ചെയ്യുന്നത്. ഫിലോസഫിക്കൽ റിഫ്ലക്ഷൻസ് അല്ലേ, ഫിലോസഫിക്കൽ റിഫ്ലക്ഷൻസ് എന്ന് വെച്ചാൽ എന്താണ്, തത്വചിന്ത, താത്വികമായിട്ടുള്ള കാര്യങ്ങൾ, അവലോകനങ്ങളൊക്കെ ഉണ്ട്. പോം ഇസ് സ്ട്രക്ചർഡ് ആസ് എ സീരീസ് ഓഫ് റിഫ്ലക്റ്റീവ് സ്റ്റേറ്റ്മെന്റ്സ്, ചിന്തിച്ചിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് പോലെയാണ്. റെട്ടറിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. നേച്ചറൽ സിഗ്നിഫിക്കൻസ്, നമ്മുടെ സ്റ്റാമറിങ്ങിന്റെ നേച്ചറിനെ പറ്റിയും സിഗ്നിഫിക്കൻസിനെ പറ്റിയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതിയിലാണ് എഴുതിയിട്ടുള്ളത് കേട്ടോ. ഒറ്റ സെക്കൻഡ്, ടീച്ചർ പോകാൻ നല്ല രീതിയിൽ മനസ്സിലാക്കണം, പക്ഷെ ഒരുപാട് ലോങ് ആക്കണ്ട. ഓക്കെ ക്ലിയർ, മനസ്സിലായി കേട്ടോ. ഇനി ഇമേജറിയും മെറ്റഫറും. ഓക്കെ, ദ പോയിറ്റ് യൂസസ് റിച്ച് ഇമേജറിയും മെറ്റഫറൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ വേർഡ്സിൻ്റെയും മീനിങ്സിൻ്റെ ഇടയിലുള്ള സൈലൻസ് ആണ് സ്റ്റാമർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കമ്പാരിസൺ ഓഫ് സ്റ്റാമറിങ് ടു പോയട്രി ആയിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. ഡീപ്പർ മീനിങ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം അല്ലേ. സ്റ്റാമർ ഇസ് നോ ഹാൻഡിക്യാപ്പ്, ഇറ്റ് ഈസ് എ മോഡ് ഓഫ് സ്പീച്ച്. സ്റ്റാമർ ഇസ് ദ സൈലൻസ് ദാറ്റ് falls between the word and its meanings, just as lameness is the silence that falls between the word and the deed. Okay, സ്റ്റാമർ എന്ന് പറയുന്നത് ഹാൻഡിക്യാപ്പ് അല്ല എന്ന് പറയുന്നത്, അതായത് വൈകല്യമല്ല, ഇതൊരു മോഡ് ഓഫ് സ്പീച്ച് ആണെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു മോഡ് ഓഫ് സ്പീച്ച് ആണെന്നാണ് സ്റ്റാമറിംഗ് ഒരു മോഡ് ഓഫ് സ്പീച്ച് ആണെന്നാണ് പറയുന്നത്. സ്റ്റാമർ എന്ന് പറയുന്നത് സൈലൻസ് ആണ്. ഓക്കെ, സൈലൻസ് ആണെന്ന് പറയുന്നത് എന്തിൻ്റെ സൈലൻസ്? ഫാൾസ് ബിറ്റ്വീൻ വേർഡ് ആൻഡ് ദ മീനിങ്സ്. ഓക്കെ, വേർഡും അതിൻ്റെ അർത്ഥമുണ്ട് അല്ലേ, ഓരോ വാക്കുകൾക്ക് അർത്ഥമില്ലേ, അപ്പോൾ വാക്കും അർത്ഥവും തമ്മിലുള്ള ഇടയിലുള്ള സൈലൻസ്, നിശബ്ദതയാണ് സ്റ്റാമറിംഗ് എന്ന് പറയുന്നു. അതായത് ലീംനെസ്, മുടന്ത് പോലെ തന്നെ. മുടന്ത് എന്ന് വെച്ചാൽ എന്താണ്? സൈലൻസ് ദാറ്റ് ഫാൾസ് ബിറ്റ്വീൻ ദ വേർഡ് ആൻഡ് ദ ഡീഡ്. പറയുന്ന വാക്കും അതുപോലെ തന്നെ പ്രവൃത്തിയും തമ്മിലുള്ള ദൂരം, അതിന്റെ സൈലൻസിനെ എന്ത് പറയാം? ലീംനെസ്, മുടന്ത് എന്ന് പറയാം. അതുപോലെ തന്നെ അപ്പോൾ കമ്പയർ ചെയ്യണം, മുടന്തും വിക്കും ഒരുപോലെ തന്നെയാണ്. മുടന്ത് എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന ആഗ്രഹിക്കുന്ന കാര്യവും ചെയ്യുന്ന പ്രവൃത്തിയും തമ്മിൽ അല്ലെ, മുടന്നുള്ള ആൾക്ക് പതുക്കെ മുടന്തിയാണ് നടക്കാൻ പറ്റുള്ളൂ. അപ്പൊ ചെയ്യുന്ന പ്രവൃത്തി തമ്മിലുള്ളൊരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ആ സൈലൻസ്, അതിനെയാണ് ലീംനെസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് സ്റ്റാമറിംഗ് എന്ന് പറയുന്നത്. പറയുന്ന വാക്കും അതിൻ്റെ മീനിങ്ങും തമ്മിലുള്ള ആ ഒരു സൈലൻസിനെയാണ് സ്റ്റാമറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാമറിന് ഇവിടെ എന്തായിട്ട് പറഞ്ഞു? മോഡ് ഓഫ് സ്പീച്ച് ആയിട്ട് പറഞ്ഞു, അതിന് സൈലൻസ് ആയിട്ടും പറഞ്ഞു, അതിനെ മെറ്റഫറായിട്ട് പറയാൻ പറ്റില്ല, മെറ്റഫറാണ്. ഇനി ലെയിംനെസ്സുമായിട്ടും കമ്പയർ ചെയ്യുന്നുണ്ട്, ദ സെയിം വേ അത് മെറ്റഫറാണ് കേട്ടോ. ഓക്കെ, യെസ്. ഇനി ആ സമ്മറി നോക്കിക്കേ, ഇതിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ് കേട്ടോ, മിസ്സിന് വീണ്ടും അത് പറയുന്നില്ല. ഡിഡ് സ്റ്റാമർ പ്രിസീഡ് ലാംഗ്വേജ് ഓർ സക്സീഡ് ഇറ്റ്? ഇനി ഒരു ക്വസ്റ്റ്യൻ, റെട്ടറിക്കൽ ക്വസ്റ്റ്യൻ വരികയാണ്. സ്റ്റാമർ ആണോ ആദ്യം ഉണ്ടായത്, ലാംഗ്വേജ് ആണോ ആദ്യം ഉണ്ടായത്? ഈസ് ഇറ്റ് ഓൺലി എ ഡയലക്ട് ഓർ എ ലാംഗ്വേജ് ഇറ്റ് സെൽഫ്? അതൊരു ഡയലക്റ്റ്, അതൊരു ഭാഷാഭേദം മാത്രമാണോ, അല്ലെങ്കിൽ എന്താണ്? ഒരു ഡയലക്റ്റ് എന്ന് വെച്ചാൽ ഓരോ സ്ഥലത്തുണ്ടാകുന്ന ഡയലക്ട്സ്. ഓക്കെ, ഓരോ സ്ഥലത്തിനും വേറെ ഡയലക്ട്സ് ഉണ്ട്, ഭാഷാഭേദങ്ങളുണ്ട്. അതാണോ, അല്ലെങ്കിൽ ഒരു ലാംഗ്വേജ് തന്നെയാണോ, ഒരു ഭാഷ തന്നെയാണോ വിക്ക് എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. ദീസ് ക്വസ്റ്റ്യൻസ് മേക്ക് ദ ലിംഗ്വിസ്റ്റ് സ്റ്റാമർ. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലിംഗ്വിസ്റ്റിനെ വരെ, അതായത് ഭാഷാ ശാസ്ത്രജ്ഞന്മാരെ വരെ വിക്കിപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായതെന്ന് ചോദിക്കുന്ന പോലെ തന്നെയാണ് ഇത് കേട്ടോ. അപ്പോൾ ഇതെന്താണ്? റെട്ടറിക്കൽ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതൊക്കെ എന്താണ് ഇവിടെ കൊടുത്തിട്ടുള്ളതൊക്കെ റെട്ടറിക്കൽ ക്വസ്റ്റ്യൻ ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിന്റെ സമ്മറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത്രയും കാര്യമുള്ളൂ, മിസ് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ കേട്ടോ. Each time we stammer, we are offering a sacrifice to the God of meanings. When the whole people stammer becomes their mother tongue, just as it is with us now. Okay, yes. ഓരോ സമയത്തും നമ്മൾ സ്റ്റാമർ ചെയ്യുന്ന ഓരോ സമയത്തും, നമ്മൾ വിൽക്കുന്ന ഓരോ സമയത്തും നമ്മൾ ഒരു ത്യാഗം, ഒരു ബലി കഴിപ്പിക്കുകയാണ്. ഓക്കെ, we are
ഓഫറിങ് എ സാക്രിഫൈസ്, നമ്മൾ ബലി കഴിപ്പിക്കുകയാണ് ആർക്കാ? ടു ദ ഗോഡ് ഓഫ് മീനിങ്സ്. ഓക്കെ, മീനിങ്സിന്റെ അർത്ഥങ്ങളുടെ ദൈവത്തിന് നമ്മൾ ബലി കൊടുക്കുകയാണ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കുറേ ആളുകൾ, ഒരാൾ മാത്രം വിൽക്കുവാണെങ്കിൽ അത് അയാളുടെ പ്രശ്നം എന്ന് പറയും അല്ലേ. കുറേ ആളുകൾ വിൽക്കുവാണെങ്കിൽ നമ്മൾ എന്ത് പറയും? സ്റ്റാമർ തന്നെ അവരുടെ നമ്മുടെ മദർ ടങ് ആയനെ. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മളെല്ലാവരും വിക്കിയിട്ട് സംസാരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ നോർമൽ ആവും അല്ലേ, നമ്മൾ പറയും എല്ലാവരും നോർമലാന്ന് പറയും. പക്ഷേ നമ്മളൊക്കെ വിൽക്കാതെ സംസാരിക്കുമ്പോൾ ഒരാൾ വിൽക്കുമ്പോഴാണ് എന്ത് പറയുന്നത്? അത് അബ്നോർമൽ ആണെന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എല്ലാവരും ചെയ്യുന്ന കാര്യമാണെങ്കിൽ നമ്മൾ എന്ത് പറയും? അത് നമ്മുടെ മദർ ടങ് ആയേനെ, അതായത് നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന പോലെ നമ്മുടെ മദർ ടങ് ആയിട്ട് മാറിയേനെ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്താ പറയുന്നത്? Each time a person stammers, it is seen as a sacrifice to the god of meanings. When an entire group of people stammers, it evolves into their shared language or mother tongue. The poet suggests that stammering, though imperfect, can create unity and a sense of belongings. അപ്പോൾ ഈ സ്റ്റാമറിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവരും ഒരുപോലെയാണ് എന്നുള്ള ഒരു അർത്ഥം വന്ന ഒരു യൂണിറ്റി വന്നതിന് എന്ന് പറയാണ്. ദിസ് റിഫ്ലെക്ട്സ് ഹൗ ഇംപെർഫെക്ഷൻസ് ഇൻ കമ്മ്യൂണിക്കേഷൻ ക്യാൻ ക്യാരി പ്രൊഫൗണ്ട് മീനിങ്സ് ആൻഡ് കണക്ഷൻ. അപ്പോൾ ഇത് കാണിക്കുന്നത് എന്താ? ഇംപെർഫെക്ഷൻസ്, കമ്മ്യൂണിക്കേഷനിലുള്ള ഇംപെർഫെക്ഷൻസ് എങ്ങനെയാണ് ഒരു ഡീപ്പായിട്ടുള്ള മീനിങ്ങും കണക്ഷനും ആളുകളുടെ ഇടയിൽ കൊണ്ടുവരും എന്നുള്ളതിനെ പറ്റിയിട്ടും നമ്മുടെ ഹ്യൂമൻ ആറ്റിറ്റ്യൂഡിനെ പറ്റിയിട്ടാണ് കാണിക്കുന്നത്. ഹ്യൂമൻ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യമാണെങ്കിൽ നമ്മൾ ഈസി ആയിട്ട് തന്നെ ഇൻക്ലൂഡ് ചെയ്യും അല്ലേ, അതിനെ ആക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, ഇത് എല്ലാവരും ചെയ്യുന്ന കാര്യമല്ലേ, ഇതെന്താണ് കോമൺ അല്ലേ, ഇത് നാച്ചുറൽ അല്ലേ എന്ന് നമ്മൾ വിചാരിക്കും അല്ലേ. നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മൾ പറയും. പക്ഷെ നമ്മളിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരാൾ, അപ്പം നമ്മൾ അയാൾ പറയും അയാൾ ഡിഫറെൻ്റ് അല്ലേ, അയാൾക്ക് എന്തോ പ്രശ്നമുണ്ട്. പക്ഷേ അതേ ഡിഫറൻസ് നമുക്ക് എല്ലാവർക്കും ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അതിനെ അബ്നോർമൽ ആയിട്ട് കാണില്ല. അപ്പോൾ ഹ്യൂമൻ ആറ്റിറ്റ്യൂഡാണ് ഇവിടെ കാണുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഹ്യൂമൻ ആറ്റിറ്റ്യൂഡിനെ കൂടെ സെറ്ററിക്കലായിട്ട് പറയുകയാണ് ചെയ്യുന്നത്. God too must have stammered when he created man. That is why all the words of man carry different meanings. That is why everything he utters, from his prayers to his commands, stammers like poetry. Okay, അപ്പോൾ ദൈവവും മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? സ്റ്റാമർ ചെയ്തിട്ടുണ്ടാവും എന്നാണ് പറയുന്നത് കേട്ടോ. ദാറ്റ് ഈസ് വൈ, അതുകൊണ്ടാണ് ആ മനുഷ്യൻ പറയുന്ന വാക്കുകൾക്കൊക്കെ എന്താണ് ഡിഫറെൻറ്റ് മീനിങ്സ് ഉള്ളത്. അതായത് നമ്മൾ പറയുന്ന കാര്യം തന്നെ ഒരേ മീനിങ് ആണുള്ളത് അല്ല, പല പല മീനിങ് വരും ഒരു വേർഡിന്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ദൈവം നമ്മൾ സൃഷ്ടിച്ചപ്പോൾ എന്തായിട്ടുണ്ടാവും? വിക്കി പോയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും അങ്ങനെ ആ ഒരു നമ്മൾ പറയുന്ന വാക്കുകൾക്കും വേറെ വേറെ മീനിങ് വരുന്നതെന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് വൈ എവറിത്തിങ് ഹി അട്ടേഴ്സ് ഫ്രം ഹിസ് പ്രേയേഴ്സ് ടു ഹിസ് കമാൻഡ്സ് സ്റ്റാമേഴ്സ് ലൈക്ക് പോയട്രി. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ പ്രാർത്ഥനകളും നമ്മൾ കമാൻഡ് ചെയ്യുന്നത് വരെ എന്താണ്? അതുവരെ സ്റ്റാമർ ചെയ്യുന്ന ഒരു കവിതയെ പോലെ സ്റ്റാമർ ചെയ്യുന്നത്. അപ്പം നമ്മൾ മനുഷ്യന്മാരെന്താ? ഒരു ഹിപ്പോക്രാറ്റ്സ് ആണെന്ന് പറയുന്നത്. നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന ഒരു കാര്യം തന്നെ ആയിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, നമ്മുടെ സംസാരങ്ങൾക്കും നമ്മൾ ചെയ്യുന്ന ആക്ഷനും തമ്മിൽ കുറേ വ്യത്യാസങ്ങളുണ്ട്. ഓക്കെ, യെസ്. അപ്പോൾ ആ ഒരു ഹ്യൂമൻ ബീങ്സിൻ്റെ ആ ഒരു എന്താണ് സെൽഫിഷ്നെസ്, അല്ലെങ്കിൽ ആ ഒരു ഹിപ്പോക്രാറ്റിക് ആയിട്ടുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡിനെയാണ് ഇവിടെ കളിയാക്കുന്നത് കേട്ടോ. ഗോ ടു must have stammered എന്ന് പറയുമ്പോൾ അത് പേഴ്സണിഫിക്കേഷൻ ആണ്. അതുപോലെ തന്നെ ഇവിടെ സ്റ്റാമർ ലൈക്ക് പോയട്രി അല്ലേ, അത് സിമിലിയാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ദ പോയറ്റ് ഇമാജിൻസ് ദാറ്റ് ഗോഡ് മൈറ്റ് ഹാവ് സ്റ്റാമർഡ് വൈൽ ക്രിയേറ്റിംഗ് ഹ്യൂമൻസ്. ദിസ് എക്സ്പ്ലെയിൻസ് വൈ ഹ്യൂമൻ വേർഡ്സ് ക്യാരി ഡിഫറെൻറ്റ് മീനിങ്സ് ആൻഡ് ആർ ഇംപെർഫെക്റ്റ്. എവറിത്തിങ് ഹ്യൂമൻ സേ ഫ്രം പ്രേയേഴ്സ് ടു കമാൻഡ്സ് റിഫ്ലെക്ട്സ് ദിസ് സ്റ്റാമറിംഗ്. ഓക്കെ, അപ്പം നമുക്കൊക്കെ ഈ സ്റ്റാമറിംഗ് ഉണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. ദ പോയറ്റ് കമ്പയർസ് ദിസ് ഇംപെർഫെക്ഷൻ ഇൻ സ്പീച്ച് ടു ദ ബ്യൂട്ടി ഓഫ് പോയട്രി. അപ്പോൾ കവിതയെ പോലെയാണ് വിക്ക് എന്നാണ് പറയുന്നത്. കവിതയെ പോലെ തന്നെ മനോഹരമാണ് വിക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന സ്റ്റാമറിങ്ങിനെയും കൂടെ നോർമലൈസ് ചെയ്യാണ്, അതിൻ്റെ കൂടെ ബ്യൂട്ടി കണ്ടെത്താണ്. ഇംപെർഫെക്ഷൻ അല്ലെ, നമ്മൾ വാബി സാബി എന്ന് പറയും അല്ലേ, മിസ്സിൻ്റെ ഐഡിയ അതാണ്. വാബി സാബി എന്ന് വെച്ചാൽ എന്താണ്? ഒരു ജാപ്പനീസ് ടേമാണ് അല്ലേ. അത് പറയുന്നത് എന്താ? ബ്യൂട്ടി ലൈസ് ഇൻ ഇംപെർഫെക്ഷൻ. ഇംപെർഫെക്ഷനിലും ബ്യൂട്ടി ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതുപോലത്തെ ഒരു അർത്ഥമാണ് ഇവിടെ വരുന്നത് കേട്ടോ. അപ്പോൾ അപ്രീസിയേഷൻ എൻ്റെ കുട്ടികൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിന്റ്സ് ആണ്. തീം എന്താ? തീം പറയുന്നത് സ്റ്റാമറിങ് ആസ് എ നാച്ചുറൽ ആൻഡ് മീനിങ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആയിട്ടാണ് ഇതിൽ പോയിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് ഹ്യൂമൻ എക്സ്പ്രഷന് ഉള്ള ഒരു വഴിയാണ് ഈ പറയുന്ന സ്റ്റാമറിംഗ് എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി പോയറ്റിക് ഡിവൈസസ് ഏതൊക്കെയാണ്? മെറ്റഫർ യൂസ് ചെയ്തിട്ടുണ്ട്, പേഴ്സണിഫിക്കേഷൻ യൂസ് ചെയ്തിട്ടുണ്ട്, റെട്ടറിക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇമേജറി ഉണ്ട്. ഓക്കെ, പിന്നെ ഫിലോസഫിക്കൽ റിഫ്ലക്ഷൻ വരുന്നുണ്ട് അല്ലേ. എന്താണ്? പ്രൊഫൗണ്ട് ക്വസ്റ്റ്യൻസ് അബൌട്ട് ലാംഗ്വേജിനെ പറ്റി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, ഇംപെർഫെക്ഷനെ പറ്റി ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, ഡിവൈൻ ക്രിയേഷനെ പറ്റി അല്ലേ, ദൈവവും വിക്കിയിട്ടുണ്ടാവും എന്ന് പറയുന്നു. യൂണിവേഴ്സൽ പെർസ്പെക്റ്റീവ്, എല്ലാവർക്കും വിക്കുണ്ടാവുമെങ്കിൽ എന്താണ്? ഒരു കവിത പോലെ മനോഹരമാണെന്ന് പറയുന്നു. ഇനി ഫ്രീ വേഴ്സ് അല്ലേ. ഫ്രീ വേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഒറ്റ സെക്കൻഡ് മക്കളെ. ഓക്കെ, യെസ്. ഇനി എന്താണ്? യുണീക്ക് പെർസ്പെക്റ്റീവ് കേട്ടോ. യുണീക്ക് പെർസ്പെക്റ്റീവ് ഫ്രീ വേഴ്സ് സ്റ്റൈൽ. ഓക്കെ,
ഫ്രീ വേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, അതിൽ പോസസ് ഓർ നാച്ചുറൽ ഫ്ലോ ഒക്കെ ഉണ്ട്. സ്റ്റാമർ സ്പീച്ച് പോലെ തന്നെയാണ്, അതിന് റൈം സ്കീമും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, യെസ്. ഇനി എന്താണ് യുണീക്ക് പെർസ്പെക്റ്റീവ് എന്താണ് പറയുന്നത്? സ്റ്റാമറിങ് എന്ന് പറയുന്നത് റീഡിഫൈൻ ചെയ്യാണ്. സ്റ്റാമറിങ് എന്ന് പറയുന്നത് സാധാരണ ഒരു എന്താണ് ഹാൻഡിക്യാപ്പ് ആയിട്ടൊക്കെ കാണുന്നു. അപ്പോൾ അതിൽ നിന്ന് മാറിയിട്ടാണ് പോയറ്റ് കാണുന്നത്. മീനിങ്ങും കണക്ഷനും എന്താണ് പുതുതായിട്ടൊരു അർത്ഥം കണ്ടുപിടിക്കുകയാണ്. ഹ്യൂമൻ ഇംപെർഫെക്ഷനെ സെലിബ്രേറ്റ് ചെയ്യാണ് പോയറ്റ്. ഓക്കെ, യെസ്. ഇത്രയും പോയിന്റ്സ് എൻ്റെ കുട്ടികൾ എന്തായാലും അപ്രീസിയേഷനിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം കേട്ടോ. ക്ലിയർ ആണോ? ഈ പറഞ്ഞിട്ടുള്ള പോം എടുത്ത് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വേഗം തന്നെ പിങ്ക് ഹാർട്ട് കേട്ടോ. ക്ലിയർ. അടുത്ത് നമ്മുടെ ബെൻഡിങ് വോളും കൂടെ എടുത്തു കഴിഞ്ഞാൽ റൈസ് അല്ലേ, ബെൻഡിങ് വോളും റൈസും. പിന്നെ ദിസ് ഈസ് ഗോയിങ് ടു ഹേർട്ട് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ്. ഓക്കെ, നിങ്ങൾ അപ്രീസിയേഷൻ ചോദിക്കുമെന്ന് ചോദിക്കുന്നതിന് മിസ് പറയാം കേട്ടോ. നമ്മുടെ ഡിസ്കോഴ്സിൽ മിസ് എന്തായാലും അപ്രീസിയേഷനും കൂടെ വെച്ചിട്ട് ചെയ്യുന്നുണ്ടാവുക. മിസ് എടുത്തിട്ടുള്ള പോയിന്റ്സിൻ്റെ ഒക്കെ ചെയ്യുന്നുണ്ട്. അല്ലാണ്ട് നിങ്ങൾക്ക് വരുന്നത് എലാബറേറ്റ് ദ ഐഡിയ എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. 4 ലൈൻസ് തന്നിട്ട് അത് വെച്ചിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവും. കമ്പയർ ചെയ്തിട്ട് വേറൊരു പോം തന്നിട്ട് കമ്പയർ ചെയ്തിട്ട് അതിൽ നിന്ന് എഴുതാനുള്ള അപ്രീസിയേഷൻ ഉണ്ടാവും. പിന്നെയുള്ള കാര്യം എന്ന് പറയുന്നത് 4 ലൈൻസ് തന്നിട്ട് അതിൻ്റെ അപ്രീസിയേഷൻ എഴുതുക എന്നുള്ള രീതിയിൽ പോമിൻ്റെ തന്നെ അപ്രീസിയേഷനാണ് ചോദിക്കുന്നത് കേട്ടോ. അതേ രീതിയിൽ ക്വസ്റ്റ്യൻ വരുവേ. ക്ലിയർ അല്ലേ? യെസ്. അടുത്തത് ബെൻഡിങ് വോൾ കേട്ടോ. ഒറ്റ സെക്കൻഡ് മക്കളെ. ഓക്കെ, ബെൻഡിങ് വോൾ എന്നുള്ള പോമാണ്. ഇത് എഴുതിയിട്ടുള്ളത് ആരാണ്? റോബർട്ട് ഫ്രോസ്റ്റ് ആണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോമാണ്. നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ ഇതിൻ്റെ തീം നോക്കാം നമുക്ക് അല്ലേ. തീം എന്ന് പറയുമ്പോൾ എന്താണ്? The theme of mending wall explores whether the barriers we build between ourselves and others are necessary for maintaining relationships or if they actually prevent deeper understanding and connection. ഇത്രയേ ഉള്ളൂ. നമുക്ക് ഈ ഒരു ബാരിയേഴ്സിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. ഓക്കെ, അത് നെസസറി ആണോ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒറ്റ സെക്കൻഡ്. യെസ്, നമുക്ക് നോക്കാം കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ദ വാളിനൊരു സിമ്പിൾ ആയിട്ട് മിസ് അതിന് ഈ പോയിന്റ്സ് പറയാം കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കുമല്ലോ. മോഡലിന് അപ്രീസിയേഷൻ വന്നല്ലോ. അതന്നെ മിസ് പറഞ്ഞത്. നിങ്ങൾക്ക് അപ്രീസിയേഷൻ വരും എന്നാണ് മിസ് പറഞ്ഞത്. അപ്രീസിയേഷൻ വരും എന്നാണ് പറഞ്ഞത്. അത് വരുന്ന രീതികളാണ് പറഞ്ഞത്. അല്ലെങ്കിൽ 4 ലൈൻസ് തന്നിട്ട് ഇലാബറേറ്റ് ചെയ്യാൻ വരും, എന്നിട്ട് അതിൻ്റെ അപ്രീസിയേഷൻ ചോദിക്കും. അല്ലെങ്കിൽ വേറൊരു പോമും കൂടെ തന്നിട്ട് കമ്പയർ ചെയ്തിട്ടും അപ്രീസിയേഷൻ ചോദിക്കും കേട്ടോ. മിസ് അത് തന്നെയല്ലേ പറഞ്ഞത്? ഓക്കെ, ഇനി മിസ് നമ്മുടെ ചാറ്റ് നോക്കുന്നില്ല അധികം. മിസ് ഇത് പോയിന്റ്സ് എടുക്കുന്നു, എന്നിട്ട് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഓക്കെ, യെസ്. വാൾ ആസ് എ സിമ്പിൾ. വാളിന് എന്താണ് സിമ്പിൾ ആയിട്ട് പറയുന്നുണ്ട് അല്ലേ. വാൾ എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ബാരിയേഴ്സ് പീപ്പിൾ ബിൽഡ് ടു കീപ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദംസെൽസ് ആൻഡ് അതേഴ്സ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോമാണ്. അതായത് അവരവർ തമ്മിലും മറ്റുള്ള മനുഷ്യന്മാർ തമ്മിലുമുള്ള ഒരു ഡിസ്റ്റൻസ് വെക്കാനുള്ള ബാരിയേഴ്സിനെ പറ്റിയിട്ട് അല്ലേ, അതിനെ ആ ഒരു ബാരിയേഴ്സിനെയാണ് സിമ്പിളൈസ് ചെയ്യുന്നത്, റെപ്രസെന്റ് ചെയ്യുന്നത് വാൾ എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത ട്രഡീഷൻ വേഴ്സസ് ക്വസ്റ്റനിങ്. ഓക്കെ, ട്രഡീഷൻ എന്താണ്? നെയ്ബർ ബിലീവ്സ് ഇൻ കീപ്പിംഗ് ദ വാൾ ബിക്കോസ് ഓഫ് ട്രഡീഷൻ അല്ലേ. നമ്മുടെ നെയ്ബർ എന്തുകൊണ്ടാണ് ഈ ഒരു ട്രഡീഷനിൽ വിശ്വസിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ മതിൽ വെക്കണം അല്ലേ. അച്ഛൻ പറഞ്ഞു, അപ്പം അച്ഛൻ പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യം നോ, അല്ലെങ്കിൽ എന്താണ് ഒരു ട്രഡീഷൻ, അവർ ഫോളോ ചെയ്തൊരു ട്രഡീഷൻ, അത് ഫോളോ ചെയ്തിട്ടാണ് അദ്ദേഹം പറഞ്ഞ് നമുക്ക് മതിൽ വേണം. ഓക്കെ, പക്ഷേ സ്പീക്കർ ക്വസ്റ്റ്യൻ ചെയ്യാണ് എന്താണ്? ഇഫ് ഇറ്റ് ഈസ് റിയലി നെസസറി, അത് ഭയങ്കര നെസസറി ആയിട്ടുള്ള കാര്യമാണോ എന്നാണ് ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ നെയ്ബർ പറയുന്ന കാര്യം എന്താ? ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്. അപ്പോൾ ശരിക്കും നല്ല നെയ്ബേഴ്സ് ആക്കാൻ ഈ മതിലിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് സ്പീക്കർ. ഓക്കെ, യെസ്. ഇനിയോ നേച്ചറിൻ്റെ റോളിനെ പറ്റി പറയുന്നുണ്ട് അല്ലേ. സ്പ്രിങ് വരുമ്പോൾ എപ്പോഴും ഈ ഒരു പറയുന്ന വാള് എന്താണ് താഴത്തേക്ക് വീണ് പോകുന്ന, വീണ്ടും അവർ മെൻഡ് ചെയ്യേണ്ടി വരും, റിപ്പയർ ചെയ്യേണ്ടി വരും അല്ലേ. അപ്പം നേച്ചറിന് എന്താണ് ഇത് ഇഷ്ടമല്ല എന്ന് പറയുന്നത്. ഓക്കെ, നേച്ചർ സീംസ് ടു ഡിസ്ലൈക്ക് ദ വാൾ ആസ് ഇറ്റ് കോൺസ്റ്റന്റ്ലി ട്രൈസ് ടു ബ്രേക്ക് ഇറ്റ് ഡൗൺ അല്ലേ. വീണ്ടും വീണ്ടും അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാനാണ് നോക്കുന്നത്. ഹിൻറ്റിങ് ദാറ്റ് ബാരിയേഴ്സ് മേ ബി അൺനാച്ചുറൽ അല്ലേ. ശരിക്കും എന്തായിരിക്കും? ബാരിയേഴ്സ് എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ടുള്ള കാര്യമല്ല, അതുകൊണ്ടാണ് നേച്ചർ അതിനെ തകർത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള അർത്ഥം വെക്കാം. ഓക്കെ, ഇനി ഹ്യൂമൻ ഇൻട്രാക്ഷൻ ശരിക്കും പറഞ്ഞാൽ വാൾ എന്ന് പറഞ്ഞത് എന്താണ്? അവിടെ പറഞ്ഞൊരു കോൺട്രാഡിക്ടറി
ചെയ്യേണ്ട ഒരു കാര്യമാണ്. വാൾ എന്ന് പറയുന്നത് ഈസ് സപ്പോസ് ടു ഡിവൈഡ് സംതിങ് അല്ലെ, സെപ്പറേറ്റ് സംതിങ്. പക്ഷെ ഇവിടെ എന്താണ്, ഹിയർ വാൾ ബ്രിങ്സ് ദീസ് 2 പേഴ്സൺ ടുഗെദർ അല്ലെ. ഈ 2 പേഴ്സൺസിനെ ഒരുമിച്ച് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ഹ്യൂമൻ ഇൻട്രാക്ഷനുള്ള സ്റ്റേജ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സ്ഥലമായിട്ട് വാൾ മാറുന്നുണ്ട്. സോ മെൻറ്റിങ് ദ വാൾ ബ്രിങ്സ് ദ നെയ്ബേഴ്സ് ടുഗെദർ അല്ലെ. ഇതിനെ മെൻറ്റ് ചെയ്യുക, ഈ വാളിനെ നിങ്ങൾ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് വരൂ എന്നുള്ള മീനിങ് കൂടെ അവിടെ വരുന്നുണ്ട്. ബട്ട് ഇറ്റ് ഓൾസോ കീപ്സ് ദം അപ്പാർട്ട് അല്ലെ. അവർ രണ്ടുപേരും സെപ്പറേറ്റ് ആക്കിയിട്ട് നിർത്തുന്നുണ്ട്. ഷോയിങ് ദ കോംപ്ലക്സിറ്റി ഓഫ് റിലേഷൻഷിപ്പ് കാണിക്കുന്നുണ്ട് അതിൽ നിന്ന്. ഓക്കെ, ഇനി പോയിന്റിന്റെ സ്ട്രക്ചർ നോക്കാം. 45 ലൈൻസ് ആണ് വരുന്നത്. ലൈൻസ് ആർ റിലേറ്റീവ്ലി ലോങ് ആയിട്ടുള്ള ലൈൻസ് ആണ് വിത്ത് കോൺവെർസേഷണൽ ടോൺ അല്ലെ. ഒരു കോൺവെർസേഷണൽ ടോണിലാണ് എഴുതിയിട്ടുള്ളത്. മിമിക്സ് നാച്ചുറൽ സ്പീച്ച് പോലെ തന്നെയാണ് വരുന്നത്. ഇനി ഇറ്റ് ഈസ് റിട്ടൺ ഇൻ ബ്ലാങ്ക് വേഴ്സിലാണ് എഴുതിയിട്ടുള്ളത്. അതായത് നോ റൈം സ്കീം അല്ലെ, ഫ്രീ വേഴ്സിലാണ് എഴുതിയിട്ടുള്ളത്. പിന്നെ പോം സ്ട്രക്ചർ ചെയ്തിട്ടുള്ള ഒരു മോണോലോഗ് ആയിട്ടാണ്, വേർ ദ സ്പീക്കർ റിഫ്ലെക്ട്സ് ഓൺ ദ ആക്ട് ഓഫ് റിപ്പയറിംഗ് ദ വാൾ വിത്ത് ഹിസ് നെയ്ബറുമായിട്ട് ഞാൻ ആ വാൾ റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ മോണോലോഗ് എന്ന് വെച്ചാൽ തന്നെത്താനെയുള്ള സംസാരങ്ങളാണുള്ള ചിന്തകളൊക്കെയാണ് കൊണ്ടുവരുന്നത്. ഈച്ച് ലൈൻ ടിപ്പിക്കലി ഹാസ് 10 syllables. ഓക്കെ, ഇതൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതാണ്. എല്ലാ ലൈൻസിനും എന്താ 10 syllables വരുന്നുണ്ട്. ഫോളോയിങ് എ പാറ്റേൺ ഓഫ് അൺസ്ട്രെസ്ഡ് ആൻഡ് സ്ട്രെസ്ഡ് സിലബിൾസ്. ഡം 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 ഇങ്ങനത്തെ ഒരു ടോണിലാണ് വരുന്നത്. ഓക്കെ, ഇത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ലാത്തൊരു സാധനമാണ് കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ എന്തായാലും നിങ്ങൾ പഠിച്ചു വെക്കേണ്ട കാര്യമില്ല. ദ ലാക്ക് ഓഫ് സ്റ്റാൻസസ് ക്രിയേറ്റ്സ് എ സീംലെസ് ഓൺ ഗോയിങ് തോട്ട് പ്രോസസ്. ഓക്കെ, സീംലെസ് ആയിട്ടുള്ള അതിരുകളില്ലാത്ത ഒരു ഓൺ ഗോയിങ് തോട്ട് പ്രോസസ് ആയിട്ടാണ് ഇത് കൊടുക്കുന്നത്. എംഫസൈസിങ് ദ കണ്ടിന്യൂസ് നേച്ചർ ഓഫ് ദ സ്പീക്കേഴ്സ് റിഫ്ലക്ഷൻസ് ആൻഡ് റിപ്പറ്റീവ് ആക്ട് ഓഫ് മെൻഡിങ് ദ വോൾ. ഓക്കെ, ഇത് ഒരു ചിന്തകളായിട്ടല്ല, ഒരു റിഫ്ലക്റ്റീവ് തോട്ടായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ പോമിലോട്ട് വരാം. സംതിങ് that doesn't love a wall, that sends a frozen ground swell under it and spills the upper boulders in the sun and makes the gap even two can pass abreast. ഓക്കെ, അപ്പോൾ എന്തോ ഒരു കാര്യം നേച്ചറിലുണ്ട്, അതിന് വോളിന് ഇഷ്ടമല്ല എന്നാണ് ആദ്യം പറയുന്നത് അല്ലേ. അതെന്ത് ചെയ്യുന്നു, ഒരു ഫ്രോസൺ ഗ്രൗണ്ട്, ആ തണുത്ത് കിടക്കുന്ന ആ ഒരു ഗ്രൗണ്ട് എന്താണ്, മണ്ണ് കുറച്ച് മേലെ വിട്ട് വരുന്ന നനവ്, എന്നിട്ട് എന്ത് ചെയ്യുന്നു, അതിൻ്റെ അപ്പർ ബോൾഡേഴ്സ് ഇൻ ദ സണ്ണിൽ എന്താണ് ചെയ്യുന്നത്, ആ മേലെയുള്ള ഭാഗങ്ങളൊക്കെ ഇടിഞ്ഞു വീഴുന്ന രീതിയിലേക്ക് ആ വോളിനെ മാറ്റുന്നു. അപ്പോൾ സംതിങ് ഇൻ ദ നേച്ചർ ദാറ്റ് ഡസൻറ്റ് ലൈക്ക് ദിസ് വോൾ എന്നാണ് പോയിട്ട് പറഞ്ഞത് അല്ലേ. എന്തോ ഉണ്ട് നേച്ചറിൽ, അതിന് ഈ വോൾ ഇഷ്ടമല്ല എന്നാണ് പറയുന്നത്. ഇനിയോ ആൻഡ് മേക്സ് ഗ്യാപ്സ് ബിറ്റ്വീൻ ഈവൻ ടു ക്യാൻ പാസ് അബ്രസ്റ്റ്. ഓക്കെ, 2 പേർക്ക് തോളോട് തോൾ, അബ്രസ്റ്റ് എന്ന് വെച്ചാൽ ഷോൾഡർ ടു ഷോൾഡർ ആയിട്ട് 2 പേർക്ക് പാസ് ചെയ്യാൻ പറ്റുന്ന അത്രത്തോളം ഗ്യാപ്പ് ഈ ഒരു മതിലിന് ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഈ ഒരു 2 പേർക്ക് that sends a frozen ground swell എന്ന് പറയുന്നത് എൻജാംമെൻ്റ് ആണ്. അതായത് ഇവിടെ നിന്ന് അവസാനിപ്പിക്കാണ്ട് എന്താണ്, നേരെ ഇങ്ങനെ ഫ്ലോ ആയിട്ട് വരുന്നതിനെയാണ് കേട്ടോ പറയുന്നത്. കണ്ടോ, ഇവിടെ എന്തെങ്കിലും കോമയോ കുത്തോ അങ്ങനെ കൊടുത്തിട്ടുണ്ടോ, ഇല്ല, അതിൻ്റെ ബാക്കി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനാണ് എൻജാംമെൻറ്റ് എന്ന് പറയുന്നത് കേട്ടോ, എൻജാംമെൻ്റ് ആണ്. പിന്നെ സെൻഡ് സ്വെല്ല്, സിസ് സൗണ്ട് അല്ലേ, അലിട്രേഷൻ ആണ്. സിസ് സൗണ്ട് അലിട്രേഷൻ ആണ് കേട്ടോ. ഇവിടുത്തെ സിസ് സൗണ്ട് നിങ്ങൾ നോക്കണ്ട, ഇവിടുത്തെ നോക്കണ്ട കേട്ടോ മക്കളെ, ഇവിടുത്തെ നോക്കണ്ട, ഇതാണ് നോക്കേണ്ടത്. ഓക്കെ, സണ്ണിൻ്റെ സേവും സ്പിൽസിൻ്റെ സേ കേട്ടോ. ഓക്കെ, അലിട്രേഷൻ ആണ്. ഇമേജിൽ വരുന്നുണ്ട് അല്ലേ, സ്പിൽസ് ദ അപ്പർ ബോൾഡേഴ്സ് ഓഫ് ദ സൺ. സണ്ണിൻ്റെ ആ ഒരു ചൂടിൽ എന്താണ്, എല്ലാം കൂടി ഇടിഞ്ഞ് മേലെ തന്നെ ഇടിഞ്ഞ് വീഴുന്നു, അല്ലെങ്കിൽ ഫ്രോസൺ ഗ്രൗണ്ട് സ്വെല്ല് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്താ, അത് ഇമേജറി ആയിട്ട് നമുക്ക് പറയാം. അടുത്ത, ദ വർക്ക് ഓഫ് ഹണ്ടേഴ്സ് ഈസ് അനദർ തിങ്. ഐ ഹാവ് കം ആഫ്റ്റർ ദം ആൻഡ് മെയ്ഡ് റിപ്പയർ വേർ ദേ വുഡ് ഹാവ് ലെഫ്റ്റ് നോ വൺ സ്റ്റോൺ on a stall, but they would have the rabbit out of hiding to please the yelping dogs. The gaps, I mean, the work of hunters is another thing. I've come after them and made repair. ഓക്കെ, യെസ്, നോക്കിക്കേ, ദ വർക്ക് ഓഫ് ഹണ്ടേഴ്സ് അല്ലെ. അടുത്ത കാരണം എന്താണ്, ഹണ്ടേഴ്സ് വന്നിട്ട് അവരുടെ വർക്ക്, അതും ഒരു കാരണമാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ ഫ്രോസൺ ആയിട്ടുള്ള നമ്മുടെ സ്പ്രിംഗ് സീസണിൽ വരുന്ന കാര്യം പറഞ്ഞു. ഇപ്പം എന്താ, ഹണ്ടേഴ്സ് വന്നിട്ട് അവരെന്ത് ചെയ്യും, അവർ വന്നു കഴിയുമ്പോൾ ഞാൻ വീണ്ടും അത് റിപ്പയർ ചെയ്യാനായിട്ട് പോകേണ്ടതായിട്ട് വരുന്നു. കാരണം എന്താണ് ചെയ്യുന്നത്, അവർ ഓരോ സ്റ്റോണായിട്ട് ഇങ്ങനെ ഇടിഞ്ഞിടിഞ്ഞ് വീഴാണ്. ലെഫ്റ്റ് നോ വൺ സ്റ്റോൺ ഓൺ എ സ്റ്റോൺ, ഓരോ സ്റ്റോണിൻ്റെ മേലെ ഓരോ സ്റ്റോൺ അല്ലേ, അത് വീണ്ടും എന്താണ് വീണ് പോയിട്ടുണ്ടോ. കാരണം എന്താണ് അവർ ചെയ്യുന്ന കാര്യം. ഓക്കെ, ടു പ്ലീസ്, ഇവിടെ ഒരു ലൈൻ ഉണ്ട്, ടു പ്ലീസ് ദ യെൽപ്പിംഗ് ഡോഗ്സ് the gaps I mean.
ഓക്കെ യെസ് ഇവിടെ എന്താ പറയുന്നത് നോക്കിക്കേ ഞാൻ വന്ന് അത് റെഡി ആക്കേണ്ടി വരും ഓരോ സ്റ്റോണിൻ്റെ മേലെ ഓരോ സ്റ്റോൺ അല്ലേ അത് ഇങ്ങനെ ഇടിഞ്ഞു പൊടിഞ്ഞ് വീഴും ബട്ട് ദേ വുഡ് ഹാവ് ദ റാബിറ്റ് ഔട്ട് ഓഫ് ഹൈഡിങ് എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ അടിയിലിരിക്കുന്ന എല്ലാ റാബിറ്റ്സിനും നമ്മുടെ ബാർക്കിംഗ് ഡോഗ്സ് അല്ലേ ഹെൽപ്പിംഗ് ഡോഗ്സ് എന്ന് വെച്ചാൽ ബാർക്കിംഗ് ഡോഗ്സിനെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഈ മുയലുകളൊക്കെ പുറത്തേക്ക് പുകച്ച് ചാടിക്കുന്ന പോലെ ചാടിക്കാൻ വേണ്ടിയിട്ട് അവർ ഓരോ സ്റ്റോണും എന്താണ് മാറ്റി മാറ്റി ഇങ്ങനെ വന്ന് ആ മതിൽ വീണ്ടും തകരാൻ വേണ്ടിയിട്ട് കാരണമാവുന്നുണ്ട്. അപ്പോൾ ഇമേജറി വന്നിട്ടുണ്ട് ഇതിൽ ഈ പറയുന്ന ഈ ഒരു ഭാഗമൊക്കെ ഇമേജറി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഓക്കെ ഇമേജറി ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. അലിട്രേഷൻ വരുന്നുണ്ട്. അലിട്രേഷൻ എവിടെയാണ് വന്നിട്ടുള്ളത് നോക്കിക്കേ. ഓൾമോസ്റ്റ് എല്ലാ ലൈൻസിലും അലിട്രേഷൻ കാണാനായിട്ട് പറ്റും. നിങ്ങൾക്ക് തന്നെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ. ദേ വുഡ് ഹാവ് ലെഫ്റ്റ് സ്റ്റോൺ ഓക്കെ സൗണ്ട് വന്നു. ഓക്കെ യെസ് അതുപോലെ തന്നെ എൻജാംമെൻറ്റ് അതായത് ഒരു ലൈൻ അവസാനിപ്പിക്കാണ്ട് അടുത്തേക്ക് കടക്കുന്നു. ഓക്കെ അതിന് എൻജാംമെൻറ്റ് എന്ന് പറയാം കേട്ടോ. ഇവിടെ നിന്നാണ് എൻജാംമെൻറ്റ് വരുന്നത്, ഇവിടെ നിന്നല്ല. ഓക്കെ യെസ് ജെക്സ്റ്റാ പൊസിഷൻ ഉണ്ട് അതായത് കോൺട്രാസ്റ്റിംഗ് ഐഡിയാസ് നെക്സ്റ്റ് ടു ഈച്ച് അതർ. ദ ഡിസ്ട്രക്റ്റീവ് വർക്ക് ഓഫ് ഹണ്ടേഴ്സ് ഈസ് കോൺട്രാസ്റ്റഡ് വിത്ത് ദ കൺസ്ട്രക്റ്റീവ് വർക്ക് ഓഫ് ദ സ്പീക്കർ ഹു റിപ്പയർസ് ദ വാൾ. ഓക്കെ രണ്ട് കാര്യം പറഞ്ഞു അല്ലേ. ഹണ്ടേഴ്സ് വരുമ്പോൾ ഞാനിത് റിപ്പയർ ചെയ്യേണ്ടി വരും. ഹണ്ടേഴ്സ് എന്താ ചെയ്യുന്നത്? നശിപ്പിക്കുകയാണ്. ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള വർക്കാണ് അവർ ചെയ്യുന്നത് അല്ലെ, നശിപ്പിക്കുക എന്നുള്ള വർക്കാണ്. പക്ഷെ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവിടെ നമ്മുടെ പോയിട്ട് വന്നിട്ട് റിപ്പയർ ചെയ്യുക. അപ്പോൾ രണ്ടും ഉണ്ട് അല്ലേ. നശിപ്പിക്കുന്ന ഒരാൾ മറ്റേ റിപ്പയർ ചെയ്യുന്നു, ഒരാൾ നശിപ്പിക്കുന്നു മറ്റേ റിപ്പയർ ചെയ്യുന്നു. അതിനാണ് ജെക്സ്റ്റാ പൊസിഷൻ എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത് no one has seen them made or heard them made, but at spring mending time we find them here. I let my neighbor know beyond the hill, and on a day we meet to walk the line and set the wall between us once again. Okay അപ്പോൾ ആരും ഇതിനെപ്പറ്റി കേൾക്കുക പറയോ ഇതൊന്നുമില്ല, കാണേ പറയൊന്നുമില്ല. അവർക്ക് അറിയാം സ്പ്രിംഗ് സീസൺ ആകുമ്പോൾ എന്താണ് ഞങ്ങൾ ഇവിടെ മെൻഡ് ചെയ്യാൻ വരണം, റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് വരണം എന്നുള്ള കാര്യം. ഞാൻ എൻ്റെ നെയ്ബറിനെ അപ്പുറത്ത് കുറച്ച് നീങ്ങി മലയ്ക്ക് അപ്പുറത്തായിട്ട് ജീവിക്കുന്ന എൻ്റെ നെയ്ബറിനെ ഞാനിത് അറിയിക്കുന്നു. അങ്ങനെ എന്താണ് അവർ വരുന്നു, ഒരു ദിവസം അവർ മീറ്റ് ചെയ്യുന്നു, അങ്ങനെ എന്താണ് ഈ ലൈനിൽ കൂടെ നടക്കുന്നു. ആൻഡ് സെറ്റ് ദ വാൾ ബിറ്റ്വീൻ അസ് വൺസ് അഗെയിൻ. ഓക്കെ അവർ രണ്ടുപേരും എന്താണ് ഒരുമിച്ച് നടക്കുന്ന സമയമാണ് ഇപ്പോൾ മതിൽ വീണ്ടും പണിയുന്ന സമയം എന്ന് പറഞ്ഞത്. രണ്ടുപേരും അപ്പുറത്തും ഇപ്പുറത്തും നടക്കുന്നു, അവർ ഈ മതിൽ വീണ്ടും പണിയുന്നു. അപ്പോൾ ഇവിടെ നോക്കിക്കേ ഹ്യൂമൻ ഇൻട്രാക്ഷൻ വീണ്ടും വരികയാണ്. അപ്പുറത്ത് താമസിക്കുന്ന ആളാണ് അല്ലേ, ഇവർ വീണ്ടും ഈ മതിലിൻ്റെ കാര്യം പറഞ്ഞിട്ടാണ് വീണ്ടും ഒന്നിച്ച് ചേരുന്നത്. ശരിക്കും മതിൽ എന്ന് പറയുമ്പോൾ സെപ്പറേറ്റ് ചെയ്യാനുള്ള കാര്യമാണ്, പക്ഷേ ഇവിടെ ഒരുമിച്ച് വരുവാണ്. ഓക്കെ അപ്പോൾ മ് സൗണ്ട് വന്നു അലിട്രേഷൻ ആണ്. റെപ്പിറ്റീഷൻ ഉണ്ട് അല്ലേ. ഇതിൽ റെപ്പിറ്റീഷൻ എവിടെ വന്നിട്ടുള്ളത്? ആൻഡ് ഓക്കെ ഇത് റെപ്പിറ്റീഷൻ ആണെന്ന് പറയാം അല്ലേ. ആൻഡ് and ഓക്കെ റെപ്പറ്റീഷൻ ആണ് കേട്ടോ. അത് റെപ്പറ്റീഷൻ എക്സാമ്പിൾ ആണ്. സിംബലിസം വന്നിട്ടുണ്ട് സ്പ്രിംഗ് മെൻഡിങ് ടൈം. ഓക്കെ അത് സിംബലൈസസ് റിന്യൂവൽ ആൻഡ് മെയിൻറ്റെയിനിങ് റിലേഷൻഷിപ്സ് ഒക്കെ നമ്മൾ വീണ്ടും മെയിൻറ്റെയിൻ ചെയ്യുക, അത് റിന്യൂ ചെയ്യുക, അങ്ങനത്തെ ഒരു സമയമാണ് സ്പ്രിംഗ് എന്ന് പറയുന്നത്. എന്താണ് while the wall represents the boundaries between people and mending it reflects the effort to uphold those boundaries. ആ ബൗണ്ടറീസ് വീണ്ടും ഉയർത്താൻ വേണ്ടിയിട്ടുള്ള അവരുടെ രണ്ടുപേരുടെ എഫേർട്ട് ഉള്ള സമയമാണ് സ്പ്രിംഗ് സീസൺ എന്ന് പറഞ്ഞാൽ സിംബലിസം ആയിട്ട് നിൽക്കുന്നു. സ്പ്രിംഗ് സീസൺ എന്ന് വെച്ചാൽ മെൻഡിങ് ടൈം ആയിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ എൻജാംമെന്റ് എന്ന് വെച്ചാൽ എന്തായിരുന്നു നമ്മുടെ പോയിന്റ്സ് ഇതൊന്നും എൻജോയ്മെൻ്റ് ആയിട്ട് എടുക്കണ്ട കേട്ടോ. നിങ്ങൾ എൻജോയ്മെൻറ്റ് മിസ് പറയാം. ഇതാണ് എൻജോയ്മെൻറ്റ് കേട്ടോ. എന്ന് വെച്ചാൽ എന്താണ് ഇവിടെ നോക്കിയാൽ മതി. നിങ്ങളിപ്പോൾ ഇവിടെ കുത്ത് വന്നിട്ടുണ്ട് അല്ലേ, ഫുൾ സ്റ്റോപ്പ് ഒന്നും വേണ്ട. ഓക്കെ ഫുൾ സ്റ്റോപ്പ് ഒന്നും വരാത്തത് ഒന്നുമില്ല, കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോകുന്ന ലൈൻസിനെയാണ് നമ്മൾ എൻജോയ്മെൻറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇമേജറി എന്താ സ്പ്രിംഗ് മെൻഡിങ് ടൈം എന്ന് പറയുന്നത് ഇമേജറിയാണ്. ഞങ്ങൾ ആ ലൈനിൻ്റെ അപ്പുറത്തും പുറത്തുകൂടെ നടക്കുന്നു എന്ന് പറയുന്നത് എന്താണ് ഇമേജറിയാണ് കേട്ടോ. വി കീപ് ദ വാൾ ബിറ്റ്വീൻ അസ് ആസ് വി ഗോ. അപ്പം ഞങ്ങൾ നടക്കുമ്പോൾ അപ്പുറത്തും നടക്കുമ്പോൾ എന്താണ് നടുവിലായിട്ട് ഈ മതിൽ അങ്ങനെ തന്നെയുണ്ട്. ടു ഈസ് ദ ബൗൾഡേഴ്സ് ദാറ്റ് ഹാവ് ഫാളൻ ടു ഈച്ച് ആൻഡ് സം ആർ ലോവ്സ് ആൻഡ് some so nearly balls. We have to use a spell to make them balance. Stay where you are until our backs are turned. Okay yes അപ്പോൾ എന്താ പറയുന്നത് നോക്കിക്കേ. ഞങ്ങളിങ്ങനെ നടക്കുമ്പോൾ നടുവിൽ മതിലുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഓരോ ബോൾഡേഴ്സും മുകളിൽ വെക്കുന്ന ആ കല്ലുകളുണ്ടല്ലോ അത് ഓരോന്നായിട്ട് വീണ്ടും വീഴുമ്പോൾ ഞങ്ങൾ വീണ്ടും അതിലേക്ക് എടുത്തു വയ്ക്കും. അപ്പോൾ ചിലതെന്താ ലോവ്സ് ഓഫ് ബ്രെഡിൻ്റെ ആ ലോവ്സ് പോലെയാണ്, ചിലത് ശരിക്കും ബോൾസ് തന്നെയാണ്. ഓക്കെ ഉരുണ്ട് കിടക്കുന്ന ആ ബോൾസ് പോലെ തന്നെ പന്തുകൾ പോലെയാണ്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യും, ചില മന്ത്രങ്ങൾ ഉരുവിടുന്ന പോലെയാണ് ഞങ്ങളത് ബാലൻസ് ചെയ്യേണ്ടത്, വെക്കുമ്പോൾ ബാലൻസ് ചെയ്യേണ്ടത്. സ്റ്റേ വെയർ യു ആർ അൺടിൽ അവർ ബാക്സ് ആർ ടേൺഡ്. ഓക്കെ അപ്പം ഞങ്ങൾ തിരിയുന്ന നീ അവിടെ തന്നെ ഇരിക്കും, പറഞ്ഞോടത്ത് വെച്ചോടത്ത് തന്നെ ഇരിക്കും എന്നൊക്കെ കല്ലിൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണ് അവരിത് ചെയ്യുന്നത്. മന്ത്രങ്ങൾ ഉരുവിടുന്ന പോലെയാണ് അവരിത് ചെയ്യുന്നത്. അപ്പോൾ വ് സൗണ്ട് വന്നു അല്ലേ, അലിട്രേഷൻ ആണ്. ടു ഈച്ച് ദ ബൗൾഡേഴ്സ് ദാറ്റ് ഹാവ് ഫാളൻ ടു ഈച്ച് എന്ന് പറയുമ്പോൾ നോക്കിക്കേ റെപ്പിറ്റീഷൻ ആണ് ഈച്ച് കേട്ടോ. ഇനി നോക്കിക്കേ എൻജോയ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഇവിടെ എൻജോയ്മെൻ്റ് ആണ് വന്നിട്ടുള്ളത്. ദെൻ ഇമേജറി ഉണ്ട്, ലോവ്സും അതുപോലെ തന്നെ നിയർലി ബോൾസ് കേട്ടോ. ഇതിൻ്റെ മെറ്റഫർ എന്ന് പറയാം കേട്ടോ. മെറ്റഫർ ആണേ
മെറ്റഫറാണ് കേട്ടോ. ഇത് രണ്ടും മെറ്റഫറായിട്ട് പറയാം കേട്ടോ. യെസ്, മെറ്റഫറാണ്. കല്ലിന് എന്തായിട്ട് പറയുന്നത്? ലോവ്സ് ഓഫ് ബ്രെഡ്, അതുപോലെ തന്നെ ബോൾസ് എന്ന് പറഞ്ഞു. ഓക്കെ, പിന്നെ പേഴ്സണിഫിക്കേഷൻ, സ്റ്റോൺസിന് എന്താണ് പേഴ്സണിഫൈ ചെയ്തിട്ടുണ്ട് അല്ലേ? സ്റ്റോൺസിന് പേഴ്സണിഫിക്കേഷൻ ആയിട്ട് പറയാം കേട്ടോ. ഇവിടെ മിസ് എഴുതാം, പേഴ്സണിഫിക്കേഷൻ. അവരുടെ അടുത്ത് എന്താ പറയുന്നത്? അവിടെ തന്നെ ഇരിക്കും കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ എന്താണ് പറയുന്നത്? അവർക്ക് സ്വന്തമായിട്ടൊരു വില്ലുള്ള പോലെയല്ലേ പറയുന്നത്. അതുകൊണ്ട് എന്താണ് ഒരു മാജിക്കൽ പെർസ്വേഷൻ അല്ലെ, അവരവിടെ തന്നെ ഇരിക്കാൻ വേണ്ടി പറയാണ്. അപ്പോൾ അവിടെ പേഴ്സണിഫിക്കേഷൻ ആയിട്ടും പറയാൻ പറ്റും. ക്ലിയർ? യെസ്. ഇൻ യുവർ വി wear our fingers rough with handling them. Oh, just another kind of outdoor game, one on a side. It comes to a little more. There where it is we do not need the wall. Okay, അപ്പം ഞങ്ങൾ ഒരു ഔട്ട്ഡോർ ഗെയിം പോലെ, ഞങ്ങളുടെ കൈയൊക്കെ എന്താണ് അവരെ ഹാൻഡിൽ ചെയ്ത് കുറച്ച് വയ്യാണ്ടൊക്കെ ആയിട്ടുണ്ടാവും. പക്ഷേ ഇത് വേറൊരു ഔട്ട്ഡോർ ഗെയിം പോലെയാണ്. ഒരു സൈഡിലായിട്ട് ഇവർ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇറ്റ് കംസ് ടു ലിറ്റിൽ മോർ. പിന്നെ എന്താണ് വർക്കായിട്ട് വരുന്നു. ദർ വേർ ഇറ്റ് ഈസ് വി ഡു നോട്ട് നീഡ് ദ വോൾ. അപ്പോഴാണ് ഞങ്ങൾക്ക് തോന്നുന്നത് എന്താണ് വോള് വേണ്ടെന്ന് തോന്നുന്ന ഒരു സമയം അല്ലേ? വി വെയർ അവർ ഫിംഗേഴ്സ് എന്ന് പറയുമ്പോൾ വ് സൗണ്ട് വന്നു, എലിട്രേഷൻ ആണ്. റ് സൗണ്ട് വന്നിട്ടുണ്ട്, റ് ഇടയിൽ അല്ലേ? അപ്പോൾ അത് കൺസേൺസ് ആണ് കേട്ടോ. അതായത് ഇടയിലായിട്ട് കോൺസണന്റ് സൗണ്ട്സ് റിപ്പീറ്റഡ് ആയിട്ട് വരികയാണെങ്കിൽ അതിനാണ് എന്ത് പറയുക? കോൺസണൻസ് എന്ന് പറയുന്നത് കേട്ടോ. യെസ്. ഇനിയോ ഇമേജറി വരുന്നുണ്ട്. അവരുടെ കൈയൊക്കെ എന്താണ് റഫായി പോകുന്നു എന്ന് പറയുമ്പോൾ ഇമേജറി പറയാം. മെറ്റനിമി വരുന്നുണ്ട്. ഫിംഗേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ് ആ ഒരു ലേബർ അതിനാണ് പറയുന്നത് കേട്ടോ. ഫിംഗേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഞങ്ങളുടെ കൈകൾ എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അവർക്ക് തന്നെ വയ്യാണ്ടായി മൊത്തത്തിൽ. ഓക്കെ, ആ ലേബറിനെയാണ് പറയുന്നത്. മെറ്റനിമിയാണ് കേട്ടോ അത്. ഓക്കെ, ഹീസ് ഓൾ പൈൻ ആൻഡ് ഐ എം. അപ്പോഴാണ് ചോദ്യം വരുന്നത് എന്താണ്? ഞങ്ങൾക്ക് ശരിക്കും ഇത് വേണോ, ഈ വോള് വേണോ എന്നുള്ള ക്വസ്റ്റ്യൻ അപ്പോഴാണ് വരുന്നത് കേട്ടോ. യെസ്, എന്താണ്? ഹീസ് ഓൾ പൈൻ ആൻഡ് ഐ എം apple orchard. My apple trees will never get across and eat the corns under his pines. I tell him he only says good fences make good neighbors. Okay, യെസ്. അപ്പോൾ എന്താ പറയുന്നത്? എൻ്റേത് അവൻ്റേത് പൈൻ ഓർച്ചാർഡാണ്, എൻ്റേത് ആപ്പിൾ ഓർച്ചാർഡാണ്. അപ്പം ഞാൻ അവനോട് പറയുന്നുണ്ട് എൻ്റെ ആപ്പിൾസ് ഒരിക്കലും അങ്ങോട്ട് വന്നിട്ട് നിൻ്റെ പൈൻ്റെ കോൺ, അതിൻ്റെ ഇടയിൽ വരുന്ന കോൺ ഉണ്ടല്ലോ അതൊന്നും തിന്നത്തൊന്നുമില്ല. ഞാൻ അവനടുത്ത് പറയേണ്ട ആവശ്യമുണ്ടോ നമുക്ക് എന്ന് ചോദിക്കും. പക്ഷെ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഗുഡ് ഫെൻസസ്, നല്ല ഗുഡ് അയൽക്കാരെ ഉണ്ടാക്കുന്നു എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓൾ പൈൻ ആപ്പിൾ ഓർച്ചാർഡ് എന്നൊക്കെ പറയുന്നത് എന്താണ്? ജക്സ്റ്റാ പൊസിഷനാണ്. അതായത് കറക്റ്റ്ലി നമ്മൾ ആ ഒരു സെൻറ്റൻസ് ഗ്രാമാറ്റിക്കലി നമ്മൾ ചെയ്യുമ്പോൾ എന്താണ്? അവനുള്ളത് പൈൻ ഓർച്ചാർഡാണ്, എനിക്കുള്ളത് ആപ്പിൾ ഓർച്ചാർഡാണെന്നാണ് പറയുന്നത് അല്ലേ? പക്ഷെ അതെന്താണ് തോന്നുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ പൈൻ ആപ്പിൾ ഓർച്ചാർഡ്, ഐ ആം പൈൻ ഓർച്ചാർഡ്, സോറി ഐ ആം ആപ്പിൾ ഓർച്ചാർഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലേ? ഐ ഹാവ് എന്നൊന്നല്ല പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് ജക്സ്റ്റാ പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് പറയുന്നത് കേട്ടോ. പിന്നെ മൈ ആപ്പിൾ ട്രീസ് വിൽ നെവർ ഗെറ്റ് അക്രോസ് എന്ന് പറയുമ്പോൾ എന്താണ്? അത് പേഴ്സണിഫിക്കേഷൻ ആയിട്ട് പറയാം. ഓക്കെ, പേഴ്സണിഫിക്കേഷൻ ആയിട്ട് പറയാം. പേഴ്സണിഫിക്കേഷൻ, എൻ്റെ ആപ്പിൾ ട്രീസ് അങ്ങോട്ട് പോവില്ല എന്ന് പറയുമ്പോൾ എന്താ? പേഴ്സണിഫിക്കേഷൻ ആയിട്ട് പറയാൻ പറ്റും കേട്ടോ. ഓക്കെ, യെസ്. ഇനി ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ? അത് റെപ്പിറ്റീഷനാണ്. ഓക്കെ, റെപ്പിറ്റീഷനാണ്. മെറ്റഫർ ഉണ്ട്. ഹീസ് ഓൾ പൈൻ ആൻഡ് ഐ എം ആപ്പിൾ ഓർച്ചാർഡ് എന്ന് പറയുന്ന ഒരു മെറ്റഫറാണ്. ദാറ്റ് റെപ്രസെൻറ്റ്സ് ദ ഫണ്ടമെന്റൽ ഡിഫറൻസസ് ബിറ്റ്വീൻ ദ സ്പീക്കർ ആൻഡ് ഹിസ് നെയ്ബർ. സ്പീക്കറിൻ്റെയും നെയ്ബറിൻ്റെയും ഇടയിലുള്ള ഡിഫറൻസിനെ കാണിക്കാമെന്നാണ് ഈ പറയുന്നത് കേട്ടോ. അപ്പോൾ അത് മെറ്റഫറാണ്. മെറ്റഫറായിട്ടും നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്ത, ബിഫോർ ഐ ബിൽഡ് എ വാൾ ഐ വുഡ് ആസ്ക് ടു നോ what I was walling in or walling out, and to whom I was like to give offense. Something that doesn't love a wall, that wants it down. I could say else to him. ഓക്കെ, അപ്പം ഞാൻ ഈ ഒരു വേൾ പണിയുന്നതിന് മുമ്പ് എനിക്ക് ചോദിക്കാനുള്ളത്, എനിക്ക് അറിയാനുള്ളത് എന്താണ്? ഞാൻ എന്തിനെയാണ് മതിൽ കെട്ടി ഉള്ളിലേക്ക് ആക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ എന്തിനാണ് മതിൽ കെട്ടി പുറത്തേക്ക് ആക്കുന്നത്? ആൻഡ് ടു ഹൂം ഐ വുഡ് ലൈക്ക് ടു ഗിവ് ഒഫെൻസ്. ആരെയാണ് ഞാൻ കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ വിഷമിപ്പിച്ചുകൊണ്ട് ഞാൻ അവരുടെ അടുത്ത് വിരോധം കാണിക്കുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ സംതിങ് that doesn't love a wall, that wants it down. അപ്പോൾ ആരോ ഉണ്ട്, എന്തോ ഒരു ശക്തി ഉണ്ട് ഈ മതിൽ ഇഷ്ടപ്പെടാത്തത്, അതുകൊണ്ടാണ് ഈ മതിൽ ഇങ്ങനെ തകർന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ അവനോട് പറയും. ഞാൻ പറയുന്നത് എന്താണ്? ചാത്തന്മാരായിരിക്കാം, ചിലപ്പോൾ എൽസ് ആയിരിക്കാം, അവർക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് അവരിങ്ങനെ തന്നെ തകർത്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ അവനോട് പറയും. ബിഫോർ I built a wall I asked to know. Okay, അപ്പോൾ ഞാൻ എന്താണ്? സോറി, ഇത് നമ്മളെടുത്താണ് അല്ലേ? യെസ്, വാട്ട് ഐ വാസ് ഇൻ ഓർ ഔട്ട് എന്നൊക്കെ പറഞ്ഞ റെട്ടറിക്കൽ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈ ക്വസ്റ്റ്യൻ ഒക്കെ എന്താണ്? റെട്ടറിക്കൽ ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഇവിടെ സംതിങ് that doesn't love a wall. ഓക്കെ, ഒരു മതിൽ ഇഷ്ടമില്ലാത്ത എന്തോ ഒരു കാര്യമുണ്ട് എന്നുള്ള കാര്യം.
യെസ്, അപ്പോൾ അത് പേഴ്സണിഫിക്കേഷൻ ആണ്. ദാറ്റ് വാണ്ട്സ് ഇറ്റ് ഡൗൺ എന്ന് പറയുന്ന എൽസ്. ഓക്കെ, യെസ്, ഇതിൽ റെപ്പറ്റീഷൻ വരുന്നുണ്ട്. വാളിംഗ് എന്നുള്ള വേർഡ് കേട്ടോ. പിന്നെ മെറ്റഫർ ഉണ്ട്. ദ എൻറ്റയർ കോൺസെപ്റ്റ് ഓഫ് വാളിംഗ് ഇൻ ഓർ വാളിംഗ് ഔട്ട് സെർവ്സ് ആസ് എ മെറ്റഫർ ഫോർ ദ ബ്രോഡർ ഐഡിയ ഓഫ് ക്രിയേറ്റിംഗ് ഇമോഷണൽ ഓർ സോഷ്യൽ ബൗണ്ടറീസ്. ഓക്കെ, അപ്പോൾ ഒരു എൻറ്റയർ കോൺസെപ്റ്റ് വാളിംഗ് ഇൻ ഓർ വാളിംഗ് ഔട്ട് എന്ന് പറയുന്ന മെറ്റഫറായിട്ടും പറയാൻ പറ്റും. ബ്രോഡർ ഐഡിയ ഓഫ് ക്രിയേറ്റിംഗ് ഇമോഷണൽ സോഷ്യൽ ബൗണ്ടറീസ് കേട്ടോ. ഓക്കെ, യെസ്, ഞാൻ എന്തിനെയൊക്കെയാണ് സോഷ്യലി എന്തിനെ മാറ്റി വെക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ കേട്ടോ. റെഡി. ഓക്കെ, but it is not else exactly, and I would rather he said it for himself. I see him there, bringing a stout grasped firmly by the top in each hand like an all-stout savage armed. He moves in darkness as it seems to me. Okay, yes, പക്ഷേ അത് എൽസ് അല്ല, ചാത്തന്മാരല്ല എന്നുള്ളത് ക്ലിയർലി അറിയാം. പക്ഷെ ഞാൻ എന്താണ് അവനോട് പറയുന്നത് ഇങ്ങനെയാണ്, ഐ സീ ഹിം ദർ ബ്രിങ്ങിങ്. അപ്പം ഞാൻ കാണുന്നുണ്ട് അവൻ എന്താണ് വലിയൊരു സ്റ്റോണും പിടിച്ചുകൊണ്ട് വരുന്നുണ്ട് ടോപ്പിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ കൈകളിലും, ലൈക്ക് എൻ ഓൾഡ് സ്റ്റോൺ സാവേജ് ആം. ഓക്കെ, ഒരു ശിലായുഗത്തെ മനുഷ്യൻ, സാവേജ് ഇങ്ങനെ വരുന്ന ഒരു അത്രത്തോളം പരുക്കനുള്ള കൈകളിൽ ഈ കല്ലുകൾ എടുത്ത് വരുന്ന പോലെയാണിത്. ഹി മൂവ്സ് ഇൻ ഡാർക്ക്നെസ് ആസ് ഇറ്റ് സീംസ് ടു മീ. അപ്പോൾ എനിക്ക് തോന്നുന്നു അവൻ ഇരുട്ടിലാണ് കല്ലുകളും കൊണ്ടുവരുന്നത് എന്നാണ്. അപ്പോൾ ഇവിടെ പറയുന്ന ഇരുട്ട് എന്ന് പറയുന്നത് എന്താ, നമുക്ക് കാണാൻ പറ്റുന്ന ഇരുട്ടിനെയല്ല പറയുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്ന അയാളുടെ ഒരു പഴയ ചിന്ത അല്ലേ, പഴയ ചിന്ത. ഓക്കെ, അപ്പോൾ ബ്രിങ്ങിങ് എ സ്റ്റോൺ ഗ്രാസ്പ്ഡ് ഫേംലി ബൈ ദ ടോപ്പ് എന്നൊക്കെ പറയുമ്പോൾ ഇൻ ഈച്ച് ഹാൻഡ് എന്ന് പറയുമ്പോൾ അത് ഇമേജറി ആയിട്ട് പറയാം. സിമിലി ഉണ്ട് അല്ലേ, ലൈക്ക് എൻ ഓൾഡ് സ്റ്റോൺ സാവേജ് ആബ്ഡ് എന്ന് പറയുമ്പോൾ സിമിലി ഉണ്ട്. പേഴ്സണിഫിക്കേഷൻ എന്താണ്, എൽസിനെ പേഴ്സണിഫൈ ചെയ്യുന്നുണ്ട്. നാച്ചുറൽ ഫോഴ്സിനെയാണ് ഇവിടെ എൽസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ മെറ്റഫർ ഉണ്ട്. മെറ്റഫർ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ട് മക്കളെ. ദ ഡാർക്ക്നെസ് റെപ്രസെൻറ്റ്സ് ഇഗ്നറൻസ് കേട്ടോ. ഇഗ്നറൻസിനെയാണ്, അറിവില്ലായ്മ അല്ലെങ്കിൽ ലാക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, സജസ്റ്റിംഗ് ദാറ്റ് ദ നെയ്ബർ ഫോളോസ് ദ ട്രഡീഷൻ ഓഫ് മെൻഡിങ് ദ വോൾ വിത്തൗട്ട് ക്വസ്റ്റ്യനിങ് ഇറ്റ്സ് പേർപ്പസ്. അത് എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നതെന്ന് പോലും ചോദിക്കാണ്ട് നമ്മുടെ നെയ്ബർ എന്ത് ചെയ്യണം, വീണ്ടും അതിൽ പണിതുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ഒരു അറിവില്ലായ്മ അല്ലെങ്കിൽ ലാക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, അതിനെയാണ് ഇവിടെ ഡാർക്ക്നെസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ഡാർക്ക്നെസ് എന്ന് പറയുന്നത് എന്താണ്, അവിടുത്തെ അറിവില്ലായ്മേനെയാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, നോട്ട് ഓഫ് വുഡ്സ് ഓൺലി ദ ആൻഡ് ദ ഷെയ്ഡ് ഓഫ് ട്രീസ്. ഹി വിൽ നോട്ട് ഗോ ബിഹൈൻഡ് ഹിസ് ഫാദർ സെയിങ് ആൻഡ് ഹി ലൈക്സ് ഹാവിംഗ് തോട്ട് ഓഫ് ഇറ്റ് സോ വെൽ. ഹി സേസ് അഗെയിൻ ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്. ഓക്കെ, അപ്പോൾ എന്താണ് ശരിക്കും പറഞ്ഞാൽ എന്താണ്, നോട്ട് ഓഫ് വുഡ്സ് ഓൺലി ആൻഡ് ദ ഷെയ്ഡ് ഓഫ് ട്രീസ്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫാദറിൻ്റെ ആ സെയിങ്, ഓക്കെ, ഒന്നും ചിന്തിക്കാതെ അല്ലെ, ഒരു ലാക്ക് ഓഫ് പർപ്പസ് ഒന്നും ഇല്ലാതെയാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഫാദറിൻ്റെ സെയിങ്ങുമായിട്ട് അദ്ദേഹം മുന്നോട്ട് പോവാണ്. അദ്ദേഹത്തിന് അതിന് ക്വസ്റ്റ്യൻ ചെയ്യണമെന്നില്ല. ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഓക്കെ, നോട്ട് ഓഫ് വുഡ്സ് ഷെയ്ഡ് ഓഫ് ട്രീസ് എന്ന് പറയുന്നത് എന്താണ്, ഇമേജറി ആണ് കേട്ടോ. പിന്നെ റെപ്പറ്റീഷൻ വരുന്നുണ്ട്. ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ് എന്ന് പറയുന്നത്. സിംബലിസം ഉണ്ട്. ഷെയ്ഡ് ഓഫ് ട്രീസ് എന്ന് പറയുന്നത് ഇവിടെ ട്രഡീഷൻ ആൻഡ് ഇൻഫ്ലുവൻസ് ഓഫ് ദ പാസ്റ്റ്. ഓക്കെ, ഷെയ്ഡിലാണെന്ന് പറയുമ്പോൾ ഇവിടെ ഡാർക്ക്നെസ്സിനെ പറയുന്നതാണ് അല്ലേ. അപ്പോൾ ഷെയ്ഡ് ഓഫ് ട്രീസ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന ട്രഡീഷൻ, ആ ഒരു പാസ്റ്റിൻ്റെ ഇൻഫ്ലുവൻസ് ആണ് കേട്ടോ പറയുന്നത്. ഓക്കെ, യെസ്, അപ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ അപ്രീസിയേഷൻ നോക്കേണ്ട കാര്യങ്ങൾ. തീം എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്, ബൗണ്ടറീസ്, ട്രഡീഷൻ, ഹ്യൂമൻ റിലേഷൻഷിപ്സ്, അതുപോലെ തന്നെ നീഡ് ഫോർ ബാരിയേഴ്സ് അല്ലേ, ബിറ്റ്വീൻ പീപ്പിളിൻ്റെ ഇടയിൽ ബാരിയേഴ്സ് വേണോ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. പിന്നെ സിംബലിസം വരുന്നുണ്ട്. സിംബലിസം എന്ന് വെച്ചാൽ എന്താണ്, വാള് സിംബലൈസ് ചെയ്യുന്നുണ്ട്. ഫിസിക്കൽ ആൻഡ് എമോഷണൽ ബൗണ്ടറീസ് വി മെയിൻറ്റെയിൻ ആൻഡ് ദ ആനുവൽ മെൻഡിങ് റിപ്രസെൻറ്റ്സ് ദ എഫോർട്ട് ടു അപ്ഹോൾഡ് ദീസ് സെപ്പറേഷൻസ്. ഈ സെപ്പറേഷൻസിനെ തന്നെ അപ്ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു മെൻഡിങ് ആണ് ഇവിടെ പറയുന്നത്. ക്യാരക്ടർ കോൺട്രാസ്റ്റ് ഉണ്ട് അല്ലേ, രണ്ടുപേരും വേറെ ആൾക്കാരാണ്. ഓക്കെ, സ്പീക്കറെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് അത് വേണോ വോള് എന്നാണ് ചോദിക്കുന്നത്. നെയ്ബർ പറഞ്ഞ ട്രഡീഷന് വിത്തൗട്ട് ക്വസ്റ്റ്യൻ ഒന്നില്ലാണ്ട് അതിനെ മുഴുവനായിട്ട് എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് ആറ്റിറ്റ്യൂഡ്സ് ആണ് ചേഞ്ചും ട്രഡീഷനും തമ്മിലുള്ള ആറ്റിറ്റ്യൂഡ്സ് ആണ് കാണിക്കുന്നത്. ഇനി ഇമേജ് വരുന്നുണ്ട് അല്ലേ, എന്തൊക്കെ റൂറൽ സെറ്റിംഗ് അത് കാണിക്കുന്നുണ്ട്. പിന്നെ എന്താണ്, പോയറ്റിക് ഡിവൈസസ് എന്തൊക്കെയാണ്, മെറ്റഫർ ഉണ്ട്, സിംബലിസം ഉണ്ട്, ഐറണി ഉണ്ട്, റെപ്പറ്റീഷൻ. ഐറണി എന്ന് പറഞ്ഞ ഇതാണ് ശരിക്കും വാൾ റെപ്രസെന്റ് സെപ്പറേഷൻ അല്ലെ, സെപ്പറേഷനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. പക്ഷേ ഹിയർ വി ക്യാൻ സീ ദ മെൻഡിങ് ഓഫ് ദ വാൾ അല്ലെ. മെൻഡിങ് എന്ന് പറഞ്ഞ വാൾ അത് എന്താ, ബ്രിങ്സ് ടുഗെദർ ദീസ് പീപ്പിൾ ടുഗെദർ. ഓക്കെ, ബ്രിങ്സ് ദ പീപ്പിൾ ടുഗെദർ. ഇവിടെ എന്താണ്, മെൻഡ് ചെയ്യുക എന്നുള്ള പ്രവൃത്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇവരെ തിരിച്ച് കൊണ്ടുവരാണ്. ആര്, വോൾസ് കൊണ്ടുവരാണ്, വോള് കൊണ്ടുവരാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഐറണി എന്ന് പറയുന്നത് കേട്ടോ. അവിടെ സ്ട്രക്ചർ എന്താണ്, ബ്ലാങ്ക് വോയ്സ് ആണ്. ഒരു നാച്ചുറൽ കോൺവെർസേഷൻ ഫ്ലോ കൊടുക്കുന്നുണ്ട്. ഓക്കെ, സ്പീക്കറിൻ്റെ ഇൻട്രോസ്പെക്ഷൻ അല്ലേ. യെസ്, അപ്പോൾ അദ്ദേഹത്തിന് ഉള്ളിൽ പോകുന്ന കാര്യങ്ങളാണ് ഈ ഒരു ലൈൻസിലൂടെ കാണുന്നത്. ഓക്കെ, അതാണ് ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ അപ്രീസിയേഷൻ മിസ് ഇതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ കൊടുത്തിട്ടുള്ള പോയറ്റിക് ഡിവൈസസ് ഒക്കെ വെച്ചിട്ട് വേണം നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ടോ. ഇത് ക്ലിയർ ആണെങ്കിൽ പിങ്ക് ഹാർട്ട് കേട്ടോ. ക്ലിയർ ആണോ? ഈ ഒരു പോമിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് ഇതുപോലെ തന്നെ വരും കേട്ടോ. ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണോ? ക്ലിയർ?
10:30 ആകുമോ? മിസ് എന്തായാലും ഇപ്പോൾ മിസ്സിന് ഇനി 2 പോംസ് അല്ലേ ഉള്ളൂ. ഇതിൽ റൈസ് വേഗം എടുത്തു തരും, അതുപോലെ തന്നെ ദിസ് ഈസ് ഗോയിങ് ടു ഹേർട്ട് ജസ്റ്റ് ലിറ്റിൽ ബിറ്റ് വേഗം തരും കേട്ടോ, വളരെ പെട്ടെന്ന് തന്നെ തരും. അത് കഴിഞ്ഞിട്ട് അജിത് സാറിൻ്റെ കുറച്ച് പോർഷൻസ് കൂടി ഉണ്ടെന്നല്ലേ പറഞ്ഞത്, അതും കൂടെ ആകുമ്പോൾ എന്തായാലും 10:30 മാക്സിമം കണ്ടോ നിങ്ങൾ, 10:30 മാക്സിമം കേട്ടോ. ക്ലിയർ അല്ലേ? വേഗം പറഞ്ഞേ, മെൻഡിങ് വോൾ ക്ലിയർ ആണോ? വേഗം തന്നെ പിങ്ക് ഹാർട്ട്സ് ഇടാം. റെഡി? അത് കഴിഞ്ഞിട്ട് വേണം മിസ്സിന് അടുത്ത് എടുക്കാൻ കേട്ടോ. റൈസ്, ഓക്കെ, ചെമ്മനം ചാക്കോ എഴുതിയിട്ടില്ല, റൈസ് എന്നുള്ള പോമാണ്. വേഗാവട്ടെ. ക്ലിയർ? എന്താടാ സ്റ്റിഫായിട്ടിരിക്കുന്നതെന്നോ? ഒന്നുമില്ല മിസ്സിന്, ആക്ച്വലി മിസ്സിന് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. ഓക്കെ, മിസ്സിന് ഈ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് വേണം ഹോസ്പിറ്റലിൽ പോയിട്ടൊന്ന് കിടക്കാൻ. യെസ്, ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പോം ഒരു പ്രത്യേക പോം ആയതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. ദിസ് ഈസ് ഗോയിങ് ടു ഹേർട്ട് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ്. ഓക്കെ, കുഞ്ഞു ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. അതായത് നമ്മുടെ പോയറ്റിക് ഡിവൈസസ് ഒക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. പോയറ്റിക് ഡിവൈസസ് അതുപോലെ തന്നെ എലാബറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. 10:30 കഴിഞ്ഞ് പോകുന്നു. അച്ചോ, യെസ്, വേഗം നോക്കാം കേട്ടോ. ചെമ്മനം ചാക്കോന്റെ തീം എന്താണെന്നൊക്കെ വേഗം നോക്കാം, എന്നിട്ട് വേഗം വായിച്ചു പോയി മിസ്. കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ദ നൊസ്റ്റാൾജിക് പാസ്റ്റ് ഓഫ് ട്രഡീഷണൽ റൈസ് ഫാമിംഗ് ആൻഡ് ദ ഹാർഷ് റിയാലിറ്റീസ് ഓഫ് മോഡേൺ ഇൻഡസ്ട്രിയലൈസേഷൻ. ഇത് നിങ്ങൾക്ക് പഠിക്കാനൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ, ഇത്രയും തന്നെയുള്ളൂ. രണ്ടും തമ്മിലുള്ള ഒരു കോൺട്രാസ്റ്റ് ആണ് പറയുന്നത് അല്ലേ. പോമിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താ, ഫ്രീ വേഴ്സിലാണ് എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ എന്താണ്, പാസ്റ്റ് കാണിക്കുന്നുണ്ട് അല്ലേ. പാസ്റ്റ് എന്താ, കുറേ വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വരികയാണ്. ഒരു നൊസ്റ്റാൾജിക് പിക്ചറൊക്കെയാണ് ആളുടെ മനസ്സിലുള്ളത്. ട്രഡീഷണൽ റൈസ് ഫാമിംഗ്, ഫാമിലി ഇൻട്രാക്ഷൻസ്, ഇതൊക്കെ അല്ലേ. പ്രസന്റിൽ എന്താ പറയുന്നത്, ഷിഫ്റ്റ് ടു മോഡേൺ റിയാലിറ്റീസ്. ഓക്കെ, ഡെപിക്റ്റ് ചെയ്തിരിക്കുന്നു. ചേഞ്ചസ് ഒക്കെ കാണിക്കുന്നുണ്ട്. ലാൻഡ്സ്കേപ്പിൽ റബ്ബർ പ്ലാന്റേഷൻസ് ഒക്കെ റീപ്ലേസ് ചെയ്യുന്നു. നമ്മുടെ മെഷീനറി, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയലൈസേഷൻ ഇമ്പാക്ട്, ഇതൊക്കെയാണ് കൊടുക്കുന്നത്. ഓക്കെ, യെസ്. ഇനിയോ ഈ പോം കുറേ വിവിഡ് ഇമേജറി, കോൺട്രാസ്റ്റിംഗ് സെറ്റിംഗ്സ്, കോൺവെർസേഷണൽ ടോൺ ആണ് ഉള്ളത്. ഒരു ഇമോഷണൽ ലോസ് ഉണ്ട് അല്ലേ, മോഡേണൈസേഷൻ കൊണ്ടുള്ള ഇമോഷണൽ ലോസിനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കേട്ടോ. സമ്മറിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സമ്മറി നിങ്ങൾ വായിച്ചു നോക്കണേ. I came home at the end of 4 years of research in North India, having earned a doctoral degree and generous prize for my work on making toys with husk. Bored with eating chapatis day after day, I'm eager to eat a meal of atigra rice. It will be the planting season when I get there, and my father, his handloom dhoti stained with yellow mud, excited about the waters of the Varanganal canal, will greet me from the fields below our house amidst the shout of ploughing with several oxen. അപ്പോൾ തിരിച്ചു വരുമ്പോഴുള്ള കാഴ്ചകൾ എന്തൊക്കെയായിരിക്കും കാണുന്നതെന്നാണ് പറയുന്നത് അല്ലേ. തിരിച്ചു വരികയാണ് നോർത്ത് ഇന്ത്യയിൽ നിന്ന് റിസർച്ച് ഒക്കെ കഴിഞ്ഞിട്ട് ഡോക്ടറൽ ഡിഗ്രി ഒക്കെ കിട്ടിയിട്ട് എന്തിനാണ് ചകിരി വെച്ചിട്ട് എന്തൊക്കെ ടോയ്സ് ഉണ്ടാക്കുന്നത്, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ടയേർഡ് ആയിട്ടുണ്ട്, ചപ്പാത്തി തന്നെ കഴിച്ചു. അപ്പോൾ വീട്ടിൽ പോയിട്ട് വേണം അത്തിക്കിട്ട് റൈസ് കൂട്ടി ചോറ് തിന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് പ്ലാന്റിങ് സീസൺ ആയിരിക്കും അല്ലേ, ഞാറ് നടുന്ന സീസൺ ആയിരിക്കും നാട്ടിൽ നിന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഫാദർ എന്ത് ചെയ്യായിരിക്കും, ഹാൻഡ്ലൂം ധോത്തിയൊക്കെ കൊടുത്ത് ചെളിയിൽ ഇറങ്ങി നിൽക്കുകയായിരിക്കും ഈ ഒരു കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട്. കനാലിലുള്ള വെള്ളമൊക്കെ അതിനെ പറ്റിയൊക്കെ എക്സൈറ്റഡ് ആയിട്ട് അങ്ങനെ നിൽക്കുമായിരിക്കും അച്ഛൻ. അതുപോലെ അച്ഛൻ എന്നെ കാണുമ്പോൾ എന്താണ്, ആ ഫീൽഡിൽ നിന്ന് എന്നെ ഗ്രീറ്റ് ചെയ്തിട്ട് വരും. അദ്ദേഹം ഉഴുന്നുണ്ടാവുന്ന ആ ഒരു കാളകളുടെ കൂടെ ഉഴുന്നുണ്ടായിരിക്കും, ആ ഒരു തിരക്കിലായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ആ ഒരു തിരക്കിലായിരിക്കും അദ്ദേഹം എന്നെ ഗ്രീറ്റ് ചെയ്യുന്നുണ്ടാവുക. ഈ സീനൊക്കെ നെറേറ്ററിൻ്റെ ഒരു നെസ്റ്റാൾജിയും റൂറൽ റൂട്ട്സിനോടുള്ള കണക്ഷനാണ് കാണിക്കുന്നത് കേട്ടോ. ദ oxen will stop when they see me walking with my suitcase, and my father, without smiling the smile slowly forming on his lips, will call from the field, and when did you start from the ഓക്കെ യെസ്. അപ്പോൾ അച്ഛൻ എന്താ കാളകളൊക്കെ എന്നെ കാണുമ്പോൾ നിൽക്കും അല്ലേ, ആളെ കാണുമ്പോൾ അപ്പോൾ സൂട്ട് കേസും കൊണ്ട് ഞാൻ അങ്ങനെ വരുന്നുണ്ടാവും. അച്ഛൻ എന്നെ കണ്ടിട്ട് അവിടെ ചിരി പതുക്കെ വന്നിട്ടുള്ള ചിരി, ചുണ്ടിലുള്ള ചിരി സ്റ്റോപ്പ് ചെയ്തിട്ട് ചോദിക്കുന്നുണ്ടാവും, നീ എന്നാണ് എപ്പോഴാണ് അവിടെ നിന്ന് ഇറങ്ങിയെന്നൊക്കെ ചോദിക്കില്ലേ. മൈ ലിറ്റിൽ ബ്രദർ ക്യാരിങ് ദ ടെൻഡർ സാപ്ലിങ്സ്. അപ്പോൾ കുഞ്ഞു തൈകളൊക്കെ പിടിച്ചുകൊണ്ട് എൻ്റെ കുഞ്ഞനിയൻ ഓക്കെ അവനെന്ത് ചെയ്യും, പ്ലാന്റഡ് ഇൻ ദ ഫീൽഡ്, ടു ബി പ്ലാന്റഡ് ഇൻ ദ ഫീൽഡ് വേർ ദ പ്ലാഫിംഗ് ഈസ് ഡൺ. ഓക്കെ, അപ്പോൾ ഉഴുത് കഴിയുമ്പോൾ നടേണ്ട ഞാറൊക്കെ പിടിച്ചിട്ട് അവൻ നിൽക്കുന്നുണ്ടാവും. വിൽ റൺ വെൻ ഹി സീസ് മീ, എന്നെ കാണുമ്പോൾ ഓടി വരും, എന്നിട്ട് കോൾ ഔട്ട് വിത്തിൻ short of the house, mother brothers arrived. Okay, ചേട്ടൻ വന്നു എന്ന് ഒക്കെ വിളിച്ച് പറയുമെന്നാണ് പറയുന്നത് കേട്ടോ. Walking cautiously along the deck so as not to upset the basket full of seed. I'll reach home in good time at last, just as my mother drains the well-cooked rice. Oh train, will you run a little faster? Let me get home quickly and eat my fill. The bus stops on the road across from the house. When I left this place,
palm thatched houses could be seen in the distance on the right, but now there is nothing except for trees. How the place has changed. Okay, yes, അപ്പം എന്താണ്, the narrator walks cautiously along a narrow path, like എന്ന് വെച്ചാൽ ആ ചെറിയൊരു വഴിയിലെ to avoid disturbing baskets full of seeds. ഓക്കെ, വരമ്പിൽ കൂടെ ശ്രദ്ധിച്ചിട്ടാണ്, കാരണം വിത്തൊക്കെ വെച്ചിട്ടുണ്ട്, അങ്ങോട്ടൊന്നും മറിഞ്ഞൊന്നും പോകണ്ടെന്ന് വെച്ചാൽ ശ്രദ്ധിച്ചാണ് നടക്കുന്നത്. He hopes to reach the home in time. കറക്റ്റ് ടൈമിൽ തന്നെ എത്താം. അമ്മ എന്ത് ചെയ്യുന്നുണ്ടാവും, ഈ ചോറ്, നല്ല ചോറ് ഇങ്ങനെ ഒഴിച്ചിങ്ങനെ വെക്കുന്നുണ്ടാവും. narrator wishes the train. അപ്പം narrator ഇപ്പോൾ ട്രെയിനിലാണുള്ളത്. ആൾ വീണ്ടും പറയണേ, ട്രെയിൻ ഒന്ന് പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ എനിക്ക് വേഗം വീട്ടിൽ പോയിട്ട് ചോറ് തിന്നായിരുന്നു എന്ന് പറയണം. അപ്പോൾ ഡ്രൈവിംഗ്, അപ്പോൾ അറൈവിംഗ്, എത്തിക്കഴിയുമ്പോൾ എന്താ അദ്ദേഹം ശ്രദ്ധിക്കുന്നത്, ലാൻഡ്സ്കേപ്പ് ഒക്കെ ആകെ മാറിയിട്ടുണ്ട്. പാം താച്ച്ഡ്, ഓല വെച്ചിട്ടുള്ള വീടുകളൊക്കെ ആയിരുന്നു അന്നുണ്ടായിരുന്നത്. ഇപ്പോൾ അവിടെ എന്താണ്, ട്രീസ് മാത്രമേ ഉള്ളൂ. അപ്പം നരേറ്റർ വിചാരിക്കണോ, ഈ പ്ലേസ് ഒക്കെ എത്ര മാറിപ്പോയിരിക്കുന്നു. റബ്ബർ പ്ലാന്റ്സ് ട്വൈസ് മൈ ഹൈറ്റ് നൗ സ്റ്റാൻഡ് ഇൻ റോസ് അറൌണ്ട് മീ ഓൺ ദ റിഡ്ജ് വേർ മോഡാൻ ആൻഡ് വെള്ളാരൻ used to be sown and confuse my path as I walk home. There is no bustle of men below, no shouts of ploughing, and when I look, the whole field is planted over with the archnut palms, and in the corner along the canal stand the dealwood trees. Okay, ഡെൽവുഡ് ട്രീസ്. അപ്പോൾ പിന്നെ കാണുന്ന കാഴ്ചകളെ പറ്റി എന്തൊക്കെ പറഞ്ഞാൽ, ഒബ്സർവ് ടാൾ റബ്ബർ പ്ലാന്റ്സ് അല്ല, അദ്ദേഹത്തിനൊക്കെ ഇരട്ടി ഉയരത്തിലുള്ള റബ്ബർ പ്ലാന്റ്സ് കാണുന്നുണ്ട്. നൗ ഗ്രോയിങ് ഇൻ നീറ്റ് റോസ്, കറക്റ്റ് വരിയായിട്ട് വളരുന്നു. ട്രഡീഷണൽ ക്രോപ്സ്, മോഡേണും അതുപോലെ തന്നെ വെള്ളാരനൊക്കെ ഒരിക്കൽ നട്ടിരുന്ന ആ പാടത്താണ് ഇപ്പം നിറയെ എന്ത് നിൽക്കുന്ന റബ്ബർ പ്ലാന്റ്സ് നിൽക്കുന്നത്. റബ്ബർ പ്ലാന്റേഷൻസ് കൺഫ്യൂസ് ഹിസ് പാത്ത് ആസ് ഹി വാക്സ് ടുവേർഡ്സ് ഹോം. വീട്ടിലേക്ക് നടക്കുമ്പോൾ റബ്ബർ പ്ലാന്റേഷൻ കാരണം കൂടെ അവൻ്റെ വഴിയൊക്കെ തെറ്റി പോകുന്നുണ്ട്. സിംബലൈസിങ് എ ലോസ് ഓഫ് ഫെമിലിയറിറ്റി, അല്ലേ, അതിലെ നമുക്കൊരു പരിചിതമായിട്ടുള്ളൊരു വഴി നഷ്ടപ്പെട്ടു പോകുന്ന അതിനെ സിംബലൈസ് ചെയ്യുന്ന ഒരു ഭാഗമാണിത്. ദ ബസ്ലിംഗ് ആക്ടിവിറ്റി ഓഫ് മെൻ പ്ലവിംഗ് ദ ഫീൽഡ്സ് ഷൗട്ടിംഗ് ഈസ് ആബ്സെന്റ്. അപ്പോൾ മനുഷ്യന്മാരെ ഈ ഉഴുന്നുണ്ടായിരുന്നത്, ഒഴുക അല്ലേ, യെസ്. അപ്പോൾ ആ ഒരു ആക്ടിവിറ്റി ഉണ്ടാകുമ്പോൾ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറയ്ക്ക് സൗണ്ട് ഒക്കെ ഉണ്ടാവും അല്ലേ, അതൊന്നും കേൾക്കുന്നില്ല, ഒച്ചപ്പാടും ബഹളമൊന്നും കേൾക്കുന്നില്ല. ദ ഫീൽഡ്സ് ഹാവ് ബീൻ റിപ്ലേസ്ഡ് വിത്ത് ആർക്കനൈറ്റ് പാംസ് ആൻഡ് ഡെൽവുഡ് ട്രീസ് അലോങ് ദ കനാൽ. ഓക്കെ, കനാലിൻ്റെ അടുത്തായിട്ട് പുതിയ ട്രീസും കാര്യങ്ങളൊക്കെയാണ്, അടയ്ക്കാമരം, കവുങ്ങൊക്കെയാണ് കാണുന്നത്. ദ സീൻ റിഫ്ലെക്ട്സ് ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ട്രഡീഷണൽ ഫാം ലാൻഡ് ഇൻ ടു മോഡേൺ പ്ലാന്റേഷൻസ് ഹൈലൈറ്റിംഗ് ദ ലോസ് ഓഫ് കൾച്ചറൽ ആൻഡ് അഗ്രികൾച്ചറൽ ഹെറിറ്റേജ്. ഇതിൻ്റെയൊക്കെ റീപ്ലേസ് ചെയ്യുന്നു, ട്രാൻസ്ഫോർമേഷനാണ് കാണിക്കുന്നത് അല്ലേ. ഐ എൻഡ് ദ ഹൗസ് ബിയോണ്ട് ദ സദേൺ വിങ് മൈ ഫാദേഴ്സ് വാച്ചിങ് ദം ഫിക്സ് up the machine for making rubber sheets. How happy and contented the look on his face. My mother says with obvious pride, son, we have stopped working on all the rice. It was quite inconvenient. The farmers gained nothing. Only fools turned to rice farming for grain. This is better money, what good times. The government gives rice to those who don't have paddy fields. Okay, അപ്പോൾ അച്ഛൻ ഇപ്പം എന്താണ്, ഹാപ്പി ആയിട്ടുണ്ട് അല്ലേ. കാരണം എന്താണ്, the narrator enters the house and notices his father near the southern wing. His father is joyfully watching the repair of a machine and used for making rubber sheets. ഉണ്ടാക്കുന്ന ഒരു മെഷീനുള്ള റിപ്പയർ വർക്കിലാണ്. അപ്പോൾ അദ്ദേഹം ഹാപ്പിയാണ്, കണ്ടന്റ് ആണ് എന്നുള്ള പുതിയ സംരംഭത്തിൽ. ഓക്കെ, he explains that they have stopped rice farming as it was inconvenient and unprofitable. അതുകൊണ്ട് ഞങ്ങൾ നിർത്തിയെന്ന് പറയണം. Father praises rubber farming as more lucrative and appreciates government schemes that provide rice to those without paddy fields. Okay, paddy fields ഉണ്ടായിട്ട് ഒരു കാര്യമില്ല എന്നുള്ള കാര്യം അച്ഛൻ പറയാൻ. ഗവൺമെൻറ്റിൻ്റെ സ്കീമൊക്കെ എന്താണ്, റബ്ബർ പ്ലാന്റേഷന് വേണ്ടി കൂടുതൽ പൈസയൊക്കെ ഇവർക്ക് മുടക്കുന്നുണ്ട്, സ്കീമൊക്കെ വന്നിട്ടുണ്ട് നല്ലത് എന്ന് പറയുന്നത്. ദ സീൻസ് ഹൈലൈറ്റ്സ് ഷിഫ്റ്റ് ഫ്രം ട്രഡീഷണൽ ഫാമിംഗ് ടു മോഡേൺ പ്രാക്ടീസസ് ഡ്രിവൻ ബൈ ഫൈനാൻഷ്യൽ ഗെയിൻസ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ഷിഫ്റ്റാണ് കാണിക്കുന്നത് കേട്ടോ. മൈ ലിറ്റിൽ ബ്രദർ റൺസ് ടു മീറ്റ് മീ ഐ ഈഗർ ടു ഹാവ് എ ഫുൾ ഓഫ് മീൽസ് ഓഫ് അത്തിഗിര റൈസ്. ഹി ഈസ് ക്യാരിങ് ദ റേഷൻസ് ഫോർ ദ ഹോൾ ഹൗസ് ഹോൾഡ്സ്. He trips over something and scatters the wheat all over the yard. Above us, a ship of the sky rose northwards, drowning my brother's loud cries. The chief ministers off like an arrow to the center to clamor for more grains, now flying high above the crushed crops, now growing tall like the trees. Since no one here promotes the farming of rice, can we get some husk from the center too, or to make toys with it? I don't know. Okay, yes. അപ്പോൾ അത് എന്താണ്, ഐറണിക്കൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നു. നരേറ്റർ ലിറ്റിൽ ബ്രദർ ഓടി വരുന്നുണ്ട്. എന്താണ് കയ്യിലുള്ളത്, റേഷനാണ് അല്ലേ. ഹൗസ് ഹോൾഡിനുള്ള ഫുൾ റേഷനൊക്കെ പിടിച്ചിട്ടാണ് വരുന്നത്. അവൻ എന്തോ തട്ടി വീഴുന്നു. അങ്ങനെ കയ്യിൽ നിന്ന് വീഴുമ്പോൾ എന്താണ്, നിറയെ വീറ്റാണ് വീഴുന്നല്ലേ. യെസ്, അപ്പോഴാണ് നമ്മുടെ നെറേറ്റർ നോക്കിയത് വീറ്റ് ആണല്ലോ എന്നുള്ള കാര്യം. യെസ്, മിസ് ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ. യെസ്, എ പ്ലെയിൻ ഫ്ലൈസ് ഓവർ ഹെഡ്. അവിടെ സ്കൈൻ്റെ ഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്ലെയിൻ ആണ് അല്ലേ. പ്ലെയിൻ പോകുന്നു എന്ന് പറഞ്ഞു. ഡ്രോണിങ് ഔട്ട് ദ ബ്രദേഴ്സ് ക്രൈ. അവൻ്റെ ക്രൈ മുക്കിക്കൊണ്ട്, അതായത് ബ്രദർ കരയുന്ന ഇപ്പോൾ കേൾക്കുന്നില്ല, അത് സൗണ്ടാണ് കേൾക്കുന്നത്. പ്ലെയിൻ പോകുന്നത് സിംബലൈസിങ് മോഡേൺ പ്രോഗ്രസ്. ഓക്കെ, അതാണ് കാണിക്കുന്നത്. പ്ലെയിൻ ക്യാരീസ് ദ ചീഫ് മിനിസ്റ്റർ. ചീഫ് മിനിസ്റ്റർ എന്താണ്, നമ്മുടെ
കൂടുതൽ ഗ്രെയിൻസ് ചോദിച്ചുകൊണ്ട് വീറ്റ് കൂടുതൽ വേണമെന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റിന് കുറേ വീറ്റ് ഇനിയും വേണം ഞങ്ങളുടെ സംസ്ഥാനത്തിന് ചോദിച്ചിട്ട് എവിടേക്ക് പോവാണ്, സെൻറ്ററിലോട്ട് പോവാണ്. അപ്പോൾ ക്യാഷ് ക്രോപ്സ് ഇപ്പോൾ ടോൾ ട്രീസ് ഒക്കെ എന്താണ് നമ്മുടെ ലാൻഡ്സ്കേപ്പിനെ ഡോമിനേറ്റ് ചെയ്യുന്നു, റീപ്ലേസിങ് ട്രഡീഷണൽ റൈസ് ഫാമിംഗ്. ഓക്കെ, ട്രഡീഷണൽ റൈസ് ഫാമിങ്ങിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട്. ഞാൻ ഐറണിക്കലി വണ്ടർ ചെയ്യാണ്, ഇനി ചകിരിയും സെൻറ്റർ തരുമോ നമുക്ക് സെൻട്രൽ ഗവൺമെൻറ് നമുക്ക് തരുമോ ടോയ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സെൻസ് ഓഫ് ലോസ് ആണ് അവിടെ കാണിക്കുന്നത്, ഐറണിയും. ഓക്കെ, നമ്മുടെ റൈസ് കൾച്ചർ ഇതൊക്കെ പോയി എന്നുള്ള ഒരു ഐറണിയും കാണിക്കുകയാണ്. ഓക്കെ, എല്ലാതും നമുക്ക് അങ്ങനെ കടം വാങ്ങാൻ പറ്റുമോ, ഇല്ലല്ലോ എന്നുള്ള കാര്യമാണ് ലാസ്റ്റ് മനസ്സിലാക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അപ്രീസിയേഷൻ എഴുതുന്ന പോയിന്റ്സ് പറഞ്ഞുതരാം മിസ്. തീം എന്താണ് തീം എന്ന് പറയുന്നത്? ഇതിൻ്റെ തീം എന്ന് പറയുന്നത് ട്രാൻസ്ഫോർമേഷൻ ആണ് ഓഫ് റൂറൽ ലൈഫ് അല്ലേ, ഹൈലൈറ്റിംഗ് ദ ഷിഫ്റ്റ് ഫ്രം ട്രഡീഷണൽ റൈസ് ഫാമിംഗ് ടു മോഡേൺ ക്യാഷ് ക്രോപ്പ് പ്ലാന്റേഷൻസ് ആൻഡ് ഇറ്റ്സ് സോഷ്യോ എക്കണോമിക് ഇംപ്ലിക്കേഷൻസും ആണ് ഇതിൻ്റെ തീം എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഇമേജറി എന്താണ്? ഇമേജറി എന്ന് പറയുന്നത് കുറേ ഇമേജറീസ് ഉണ്ട് ആക്ച്വലി. വിവിഡ് ഡിസ്ക്രിപ്ഷൻസ് ഓഫ് ലഷ് റൈസ് ഫീൽഡ്സ്, അതുപോലെ ബസ്ലിംഗ് റൂറൽ ലൈഫ് കാണിക്കുന്നുണ്ട്, റീപ്ലേസ്മെൻറ്റ് ബൈ റബ്ബർ ആൻഡ് ആർക്കനട്ട് പ്ലാന്റേഷൻസ്. ഓക്കെ, ഇതൊക്കെ പറയുന്നുണ്ട്. വിഷ്വൽ കോൺട്രാസ്റ്റ് കാണിക്കുന്നുണ്ട്, പാസ്റ്റും പ്രസൻറ്റും തമ്മിലുള്ള വിഷ്വൽ കോൺട്രാസ്റ്റ് കാണിക്കുന്നുണ്ട്. പിന്നെ കൾച്ചറൽ റിഫ്ലക്ഷൻ വരുന്നുണ്ട് അല്ലേ, അതായത് എസെൻസ് ഓഫ് കേരളാസ് അഗ്രേറിയൻ ട്രഡീഷൻസ് ഷോയിങ് ഹൗ കൾച്ചർ പ്രാക്ടീസസ് ആർ ബീങ് ഓവർഷാഡോഡ് ബൈ ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് മോഡേണൈസേഷൻ. അതാണ് കൾച്ചറൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ സിംബലിസം വരുന്നുണ്ട്. സിംബലിസം എന്ന് പറയുമ്പോൾ എയർപ്ലെയിൻ, ടോൾ ക്രാഷ് ക്രോപ്സ്, റബ്ബർ പ്ലാന്റേഷൻസ്, ഇതൊക്കെ കാണിക്കുന്നത് എന്താണ്? പ്രോഗ്രസും ലോസുമാണ് കേട്ടോ. ഓക്കെ, ഡെവലപ്മെൻറ്റിൻ്റെ ആ ഒരു ഡ്യുവാലിറ്റി, രണ്ട് വശങ്ങളുണ്ട് ഡെവലപ്മെൻറ്റിൻ്റെ, അതാണ് കാണിക്കുന്നത്. ഇനി കോൺട്രാസ്റ്റ് എന്താണ്? ജക്സ്റ്റാർ പൊസിഷൻ ഓഫ് ദ ഹസിലിംഗ് വൈബ്രൻറ്റ് ഫാസ്റ്റ് വിത്ത് ക്വയറ്റ് പ്രോഫിറ്റ് ഡ്രിവൻ പ്രസൻറ്റ് എഫക്റ്റീവ്ലി കൺവേസ് ദ പോംസ് സെൻട്രൽ മെസ്സേജ്. ഓക്കെ, കോൺട്രാസ്റ്റ് എന്താണ്? അദ്ദേഹത്തിൻ്റെ ഇമാജിനേഷനും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു നൊസ്റ്റാൾജിയും അതുപോലെ റിയാലിറ്റിയും തമ്മിലുള്ള കോൺട്രാസ്റ്റ് ആണ് ഇവിടെ കാണിക്കുന്നത്. അതിൻ്റെ ഒരു ജക്സ്റ്റാ പൊസിഷൻ അല്ലെ, ബസിലിംഗ് ആയിട്ടുള്ള വൈബ്രൻറ്റ് പാസ്റ്റും ഇപ്പോൾ ക്വയറ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് കിട്ടുന്ന ആ ഒരു ഇല്ല ഒരെണ്ണം കൂടെ ഉള്ളൂ. ഓക്കെ, യെസ്, അതാണ് എൻ്റെ കറക്റ്റ് സെൻട്രൽ മെസ്സേജ് എന്ന് പറഞ്ഞത്. ഒറ്റ സെക്കൻഡ് യെസ്. ഇനി ലാംഗ്വേജ് എന്താണ്? ലാംഗ്വേജ് സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജ് ആണ്. പോയിഗ്നന്റ് ലാംഗ്വേജ് എൻഷുവേഴ്സ് ആക്സസിബിലിറ്റി വൈൽ ഡെലിവറിങ് പ്രൊഫൗണ്ട് ആയിട്ടുള്ള ഡീപ്പായിട്ടുള്ള മീനിങ്സും കാര്യങ്ങളും, എക്കണോമിക് ഷിഫ്റ്റ്, ട്രാൻസ്ഫോർമേഷൻ ഇതൊക്കെ കാണിക്കാൻ പറ്റുന്ന ലാംഗ്വേജ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഐറണി എന്താണ്? ഫാദറിൻ്റെ പ്രൈഡ് അല്ലേ, അബാൻഡനിങ് റിച്ച് റൈസ് ഫാമിങ് അബാൻഡൻ ചെയ്തിട്ട് ക്യാഷ് ക്രോപ്സ് വളർത്തുന്നതിനും ഗവൺമെൻറ്റിൻ്റെ ആ ഒരു ഗ്രെയിൻ ഡിസ്ട്രിബ്യൂഷൻ അണ്ടർലൈൻ ദ ഐറണി ഓഫ് പ്രോഗ്രസ്. ഓക്കെ, പ്രോഗ്രസിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ഐറണിയാണ് കാണിക്കുന്നത് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ക്ലിയർ ആയെങ്കിൽ വേഗം തന്നെ പിങ്ക് ഹാർട്ട്സ് ഇട്ടോ. ഇനി നമ്മുടെ ഒരു ലാസ്റ്റത്തെ ചാപ്റ്ററിലോട്ടാണ് പോകുന്നത് കേട്ടോ. വേഗം തന്നെ പിങ്ക് ഹാർട്ട്സ് ഇട്ടോ മക്കളെ. ക്ലിയർ ആണോ? നെക്സ്റ്റ് പോവാണേ, ഒറ്റ സെക്കൻഡ്. യെസ്, ഓക്കെ മക്കളെ, നോക്കാം അല്ലേ. ജോക്കറാണോന്നോ? ദിസ് ഈസ് ഗോയിങ് ടു ഹേർട്ട് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ് എന്നുള്ള പോമാണ്. ഒക്ടൻ നാഷാണ് എഴുതിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ചും കൂടെ ഒരു എന്താ പറയുക, ഇതിൻ്റെ സമ്മറി നമുക്ക് നോക്കാം. ഓക്കെ, കുറച്ച് വലിയ പോമാണ് സ്റ്റിൽ. അതിൻ്റെ കുഞ്ഞ് സമ്മറി മാത്രം മിസ് നോക്കുന്നുള്ളൂ കേട്ടോ. ഓക്കെ, നമുക്ക് വേഗം നോക്കാം. റെഡി? അതിന് മുമ്പായിട്ട് ഒറ്റ സെക്കൻഡ് നമ്മുടെ ഓക്കെ മിസ്സിന് ചാർജറിൻ്റെ ആവശ്യമുണ്ട് ആക്ച്വലി. വേഗം നോക്കാം കേട്ടോ. ഓക്കെ, അപ്പം ഒരു ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ടുള്ള ഒരാളല്ലേ,
യെസ് അവിടെ നിന്നുള്ള ഒരു സംഭവമാണ്. വൺ തിങ് ഐ ലൈക്ക് ലെസ് ദാൻ മോസ്റ്റ് തിങ്സ് ഈസ് സിറ്റിംഗ് ഇൻ എ ഡെന്റിസ്റ്റ് ചെയർ വിത്ത് മൈ മൗത്ത് വൈഡ് ഓപ്പൺ ആൻഡ് ദാറ്റ് ഐ വിൽ നെവർ ഹാവ് ടു ഡു ഇറ്റ് അഗെയിൻ ഈസ് എ ഹോപ്പ് ദാറ്റ് ഐ എം അഗെയിൻസ്റ്റ് ഹോപ്പൻ because some tortures are physical and some are mental, but the one that is both dental. It is hard to be self-possessed with your jaw digging into your chest. Okay, അപ്പോൾ ആദ്യം പറയുന്നത് എന്താണ്, എനിക്ക് ഏറ്റവും എന്താ പറയുക ഒരു ഡിഗ്നിറ്റിക്ക് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഡെന്റിസ്റ്റിൻ്റെ ചെയറിൽ എൻ്റെ വായ തുറന്നിരിക്കുക എന്നുള്ള കാര്യമാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യം. ആൻഡ് ദാറ്റ് ഐ വിൽ നെവർ ഹാവ് ടു ഡു ഇറ്റ് അഗെയിൻ. അല്ലേ, ഞാൻ ഹോപ്പ് ചെയ്യുന്ന വീണ്ടും എനിക്ക് ചെയ്യരുത് എന്നും ഞാൻ ഇനി പ്രതീക്ഷിക്കാൻ പോലും ഞാൻ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണിത്. ടൈം നോക്കുന്നുണ്ടോ? മിസ്സിൻ്റെ ഫോൺ ഓഫായിപ്പോയി. ഓക്കെ, മിസ്സിന് നമ്മുടെ ചാർജറിൻ്റെ ആവശ്യമുണ്ട്. ഒറ്റ സെക്കൻഡ്, മിസ് ഒന്ന് ചാർജർ കിട്ടുമോ എന്നുള്ളത് നോക്കട്ടെ കേട്ടോ. ഇവിടെ ആരുമില്ല എന്ന് തോന്നുന്നു. മിസ് വേഗം തന്നെ നോക്കിയിട്ട് വരാം കേട്ടോ. എങ്ങോട്ടും പോലെ മിസ് വന്നിട്ട് ഇത് വേഗം കഴിഞ്ഞിട്ട് വേഗം തന്നെ നമുക്ക് അർജുൻ സാറിനെ വിളിക്കാം കേട്ടോ. അപ്പോൾ 10:30 ആണ് മിസ് പറഞ്ഞ ടൈം. ആ സമയത്ത് തന്നെ തീർക്കും കേട്ടോ. റെഡി? യെസ്, ഇപ്പോൾ വേഗം എടുക്കാം കേട്ടോ. ചാർജ് ആക്കുന്നുണ്ട്. റെഡി. ഓക്കെ, യെസ്. ഇനി എന്താണ്, ബിക്കോസ് സം ടോർച്ചേഴ്സ് ആർ ഫിസിക്കൽ ആൻഡ് സം ആർ മെൻറ്റൽ. അല്ലേ, ചില ടോർച്ചേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ചിലത് ഫിസിക്കൽ ആയിട്ടുള്ള ടോർച്ചർ ഉണ്ട്, ചിലത് മെൻറ്റൽ ആയിട്ടുള്ള ടോർച്ചർ ഉണ്ട്. ഇത് രണ്ടും കൂടിയിട്ടുള്ളതാണ് ഡെന്റൽ ടോർച്ചർ എന്നാണ് പേഷ്യൻ്റ് പറയുന്നത്. ഇറ്റ് ഈസ് ഹാർഡ് ടു ബി സെൽഫ് പൊസസ്ഡ് വിത്ത് യുവർ ജോ ഡിഗിങ് ഇൻ ടു യുവർ ചെസ്റ്റ്. അപ്പോൾ എന്താണ്, നമ്മുടെ ചെസ്റ്റ് വായ തുറന്നിരിക്കുമ്പോൾ എന്താണ്, നമ്മുടെ ചെസ്റ്റിൻ്റെ അത്രയും തന്നെ എന്താണ് ജോ ഇങ്ങനെ തുറന്നിട്ടാണ് ഇരിക്കുക. അല്ലേ, ആ സമയത്ത് എന്താണ് നമുക്ക് സെൽഫ് പൊസസ്ഡ് ആയിട്ട് നമ്മൾ നല്ല രീതിയിൽ ഇരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ടൈം എന്തായാലും 10 മണിയുണ്ട്. 10:30 ക്ലാസ് തീരുന്നുണ്ടാവും കേട്ടോ. 10 മണിന്ന് പറയുമ്പോൾ എന്തായാലും മിസ്സിൻ്റെ പോർഷൻ ഇതും കൂടെ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് അർജുൻ സാർ എടുക്കും. സാറിന് കുറേ പോർഷൻസ് ഒന്നും ഉണ്ടാവില്ലല്ലോ, കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ അതും കൂടെ കഴിയുമ്പോൾ ക്ലാസ് തീരുവേ. Okay, so hard to retain your calm when your fingernails are making serious alterations in your lifeline or love line or some other important line in your palm. Okay, yes. അപ്പോൾ നമ്മൾ എന്തായിരിക്കും ആ സമയത്ത് ചെയ്യുന്നുണ്ടാവുക, ഫുള്ളി നമ്മൾ എന്താ പറയുക ചിന്തയിലായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും നമ്മൾ കാം ആയിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. ആ സമയത്ത് ഭയങ്കര കാം ആയിട്ടിരിക്കുക എന്ന് പറയുന്നത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം കുറേ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയാണ്, വായം തുറന്ന് ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലേ. സോ ഹാർഡ് ടു ഗിവ് യുവർ യൂഷ്വൽ എഫക്റ്റ് ഓഫ് ചിയറി benignity when you know your position is one of the 2 or 3 in life most lacking in dignity. Okay, അപ്പോൾ എന്താണ്, നിങ്ങളുടെ ഡിഗ്നിറ്റി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ എന്താ, നമുക്ക് ആ ഒരു ചിയറി ആയിട്ടുള്ള അങ്ങനത്തെ ഒരു നേച്ചർ നമുക്ക് വരില്ല എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, and your mouth is like a section of roads that is being worked on, and it is all cluttered up with stone crushers and concrete mixers and drills and steam rollers, and there isn't a nerve in your head that you aren't being worked on. Okay, yes. അപ്പോൾ നമ്മുടെ വായന എന്തുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുകയാണ്, ഒരു റോഡ് പണി നടക്കുന്ന ആ ഒരു സെക്ഷൻ ആയിട്ടാണ് പറഞ്ഞത്. അതിൻ്റെ ഉള്ളിൽ എന്താ, മിക്സേഴ്സ് ഉണ്ട്, ക്ലട്ടേർഡ് ആയിട്ട് ഇരിക്കണം, ഹെവി ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ കൊണ്ട് ബിസി ആയിട്ടിരിക്കണം വായിൽ. സ്റ്റോൺ ക്രഷേഴ്സും കോൺക്രീറ്റ് മിക്സേഴ്സും അവിടെ ഡ്രിൽസ് ഒക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സ്റ്റീം റോളേഴ്സ് ഒക്കെ. ആൻഡ് അവിടെ എന്താണ്, നമ്മുടെ തലയിൽ ഒരു നെർവ് പോലും യു ആർ ബീയിങ് വർക്ക്ഡ് ഓൺ. നിങ്ങൾക്ക് ഫീൽ ചെയ്യാത്ത ഒരു നെർവ് പോലില്ല, അതായത് എല്ലാം ഫീൽ ചെയ്യുന്നുണ്ട്, വായിൽ നിറയെ ഇങ്ങനെയാണ്. ടൈം എടുത്തോ കുഴപ്പമില്ല. ഓക്കെടാ. സം പീപ്പിൾ ആർ അൺഫോർച്ചുനേറ്റ് ഇനഫ് ടു ബി
strung up by thumbs and others have things done to their gums. Okay, ചിലർക്ക് എന്താണ് പല പല അവസ്ഥകളാണ് അല്ലേ അവിടെ നിന്ന്. ചിലർക്ക് ഗംസിനായിരിക്കും പ്രശ്നം, ചിലർക്ക് എന്താണ് വേറെ പ്രശ്നങ്ങളാണ് വായിൽ. അപ്പോൾ ആൻഡ് യുവർ ടീത്ത് ആർ സപ്പോസ് ടു ബി ബീങ് പോളിഷ്. ചിലപ്പോൾ എന്താ പല്ല് പോളിഷ് ചെയ്യായിരിക്കും, ബട്ട് യു ഹാവ് റീസൺസ് ടു ബിലീവ് ദേ ആർ ബീങ് ഡെമോളിഷ്ഡ് ആൻഡ് സർക്കംസ്റ്റാൻസസ്. പക്ഷെ നമുക്ക് തോന്നുന്നത് അത് നശിപ്പിച്ചുകൊണ്ടിരിക്കാന്നാണ് നമുക്ക് തോന്നുന്നത് അല്ലേ. വായിൽ നിന്ന് ഡ്രിൽസ് നമ്മൾ പല്ല് ക്ലീൻ ചെയ്യുമ്പോൾ ഒരു സൗണ്ടൊക്കെ കേൾക്കും, നമ്മൾ ചെയ്യുന്നത് തകർത്തുകൊണ്ടിരിക്കണം. ആൻഡ് ദ സർക്കംസ്റ്റാൻസസ് ദാറ്റ് ആഡ്സ് മോസ്റ്റ് ടു യുവർ ടെറർ ഈസ് ദാറ്റ് ഇറ്റ് ഈസ് ഓൾ ഡൺ വിത്ത് എ മിറർ. അപ്പം നമുക്ക് ഏറ്റവും പേടി തോന്നുന്നത് ഇതൊക്കെ ഒരു മിറർ വെച്ചിട്ടാണ് ചെയ്യുന്നതെന്നുള്ള കാര്യമാണ്. ബിക്കോസ് ദ ഡെന്റിസ്റ്റ് മേ ബി bear, or as Romans used to say, only they were referring to a feminine bear when they said it as Ursa. But all the same, how can you be sure when he takes his crowbar in one hand and mirror in the other, he won't get mixed up the way you do when you try to tie a bow tie with the aid of a mirror and forget that it left its right and vice versa. Okay, അപ്പോൾ ഇവിടെ വീണ്ടും എന്താണ് കുറച്ച് റെഫറൻസ് പറയുന്നുണ്ട്. അതായത് ഡെന്റിസ്റ്റ് പറയുന്നത് എന്താണ്, ഡെന്റിസ്റ്റ് ഇതൊക്കെ ചെയ്യുന്ന മിറർ വെച്ചിട്ടാണ് പറഞ്ഞത് അല്ലെ, ക്രോബാറൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്ന പോലെയാണ്. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാലോ എന്നുള്ള പേടികളൊക്കെ പറയുന്നത്. നമ്മളിതിന് സമ്മറി വായിക്കും കേട്ടോ. ആൻഡ് ദെൻ അറ്റ് ലാസ്റ്റ് ഹി സേസ് ദാറ്റ് വിൽ ബി ഓൾ ബട്ട് ഇറ്റ് ഇസ് ബിക്കോസ് ഹി ദെൻ കോട്ട്സ് യുവർ മൗത്ത് ഫ്രം സെല്ലർ ടു റൂഫ് വിത്ത് സംതിങ് ദാറ്റ് ഐ സസ്പെക്ട് ഈസ് ജനറലി യൂസ് ടു പുട്ട് അ ഷൈൻ ഓൺ ഹോഴ്സ് ഹൂഫ്. ഓക്കെ, അപ്പോൾ ആ പ്രൊഡക്ട്സിനെ പറ്റിയിട്ടാണ് പിന്നെ പറയുന്നത്. അത് ഷൈൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഹോഴ്സിൻ്റെ ഹൂഫിനൊക്കെ ഇടുന്ന, അതായത് നമ്മുടെ കുളമ്പ് അല്ലെ, ഇതിന് വേണ്ടിയിട്ട് ഇടുന്ന സാധനം പോലെ എന്തോ സാധനങ്ങളൊക്കെ നമ്മുടെ റൂഫിൽ നിന്ന് അവരെന്ത് ചെയ്യും, സെല്ലാർ ടു റൂഫ് എന്ന് വെച്ചാൽ മേലെ വായൻ്റെ മേലെ മുതൽ റൂഫ് വരെ, താഴെ മുതൽ റൂഫ് വരെ നമ്മൾ എന്താ കോട്ട് ചെയ്യും എന്ന് പറയാം. ഇതൊക്കെ കഴിഞ്ഞു എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ആൻഡ് യു ടോട്ട് ടു യുവർ ഫീറ്റ് ആൻഡ് തിങ്ക് വി വിൽ well it is all over and now and after all it was only this once and he says come back in 3 months. Okay, അപ്പോൾ നമ്മൾ വിചാരിക്കും കഴിഞ്ഞല്ലോ എന്നൊക്കെ സമാധാനത്തിലിരിക്കുന്ന സമയത്താണ് വീണ്ടും വരേണ്ട കാര്യം പറയുന്ന ഉണ്ടാവാം. and this of it as is I think the most vicious circle that though even sentenced that man has to go continually to the dentist to keep his teeth in good condition when the chief reason he wants his teeth is in good condition is so that he won't have to go to the dentist. അപ്പോൾ ഒരു ഐറണി എന്താണുള്ളത്, അതായത് നമുക്ക് നമ്മുടെ പല്ല് നന്നായിട്ടിരിക്കണം എന്നാണ് ആഗ്രഹം, അതിനുവേണ്ടി നമ്മൾ ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോകുന്നു. ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പല്ല് നന്നായിട്ട് നോക്കും വേണം അല്ലേ. രണ്ടും എന്താണ്, പല്ല് നന്നായിട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മൾ പല്ല് നന്നായിട്ടിരിക്കണം, അപ്പോൾ നമുക്ക് ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോകേണ്ടി വരില്ല. ഇനി പല്ല് നന്നായിട്ടിരിക്കാനും നമ്മൾ ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോകേണ്ടി വരും എന്നുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ പോം ഹ്യൂമറസ്ലി ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഫിയർ ആൻഡ് ഡിസ്കംഫർട്ട് ഓഫ് വിസിറ്റിംഗ് എ ഡെന്റിസ്റ്റ് എന്നുള്ള കാര്യമാണ്. ദ സ്പീക്കർ ഡിസ്ലൈക്സ് സിറ്റിംഗ് ഇൻ ദ ഡെന്റിസ്റ്റ് ചെയർ with their mouth wide open. Okay, they compare dental treatment to both physical and mental torture. The process feels undignified and painful, making it hard to stay calm. The speaker compares their mouth to a road under construction filled with noisy tools like drills and mixers. They fear that their teeth, instead of being polished, are actually being destroyed. The use of a mirror adds to their worry, as the dentist might get confused, just like when someone tries to tie a bow tie while looking in a mirror. Okay, yes, അപ്പോൾ എന്താണ് മാറിപ്പോലെ അതൊക്കെ പറഞ്ഞിട്ട് പേടിക്കുന്നുണ്ട്. ആഫ്റ്റർ എൻജോയിങ് ദ പെയിൻഫുൾ ട്രീറ്റ്മെൻറ്റ് ദ സ്പീക്കർ ഫീൽസ് റിലീവ്ഡ് തിങ്കിങ് ഇറ്റ് ഈസ് ഓവർ. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഒക്കെ സഹിച്ച് കഴിയുമ്പോൾ സ്പീക്കർ വിചാരിക്കുന്നു ഓക്കെ കഴിഞ്ഞല്ലോ എന്ന് വിചാരിക്കുകയാണ്. ഹൗവർ ദ ഡെന്റിസ്റ്റ് ആക്ച്വലി ask them to return in 3 months. Okay, വീണ്ടും വരണം 3 months കഴിഞ്ഞിട്ട് വരണം എന്ന് പറയുന്നു. This creates a never ending cycle. ഇതൊരു never ending cycle ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോവാണ്. People go to the dentist to keep their teeth healthy, but the main reason for having healthy teeth is to avoid visiting the dentist. Okay, അപ്പോൾ ശരിക്കും എന്താണ് പറയുന്നത്, നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത് അല്ലേ, പക്ഷേ ഇവിടെ എന്താണ് വീണ്ടും പോകാൻ പറയുന്നു. അപ്പോൾ ശരിക്കും ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോകാനുള്ള പേടി കൊണ്ടാണ് ഹെൽത്തി ആയിട്ട് നമ്മുടെ ടീത്ത് നമ്മൾ നോക്കേണ്ടി വരുന്നത് എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ മക്കളെ? യെസ്, അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്, ഒന്നുമില്ല, നിങ്ങൾക്ക് വായിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇനി ബാക്കിയുള്ള പോർഷൻസ് നമ്മൾ താങ്ക് യു സോ മച്ച്. ഓക്കെ, ബാക്കിയുള്ള പോർഷൻസ് അർജുൻ സാർ എടുക്കുന്നുണ്ടായിരിക്കും. നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ കണ്ടിട്ട് നമ്മൾ ഡിസ്കോഴ്സ് പഠിക്കുന്നുണ്ടാവും, ദെൻ നമ്മൾ ഗ്രാമർ പഠിക്കുന്നു, അത് കഴിഞ്ഞിട്ട് നമ്മുടെ മെഗാ മാരത്തോൺ ഉണ്ടോ, ഇങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്. ഷുവർ ക്വസ്റ്റൻസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ മിസ്സിൻ്റെ ഫോൺ ഓഫായി പോയി എന്നുള്ള കാര്യം നിങ്ങളെ അറിയിച്ചിരുന്നല്ലോ. മിസ് ഒന്ന് ചെന്ന് നോക്കട്ടെ കേട്ടോ, അർജുൻ സാറിനെ വേഗം ഒന്ന് വിളിച്ചിട്ട് വരാം. ഓക്കെ, അപ്പോൾ ബാക്കി എല്ലാവരും അർജുൻ സാറിനെ വെൽക്കം ചെയ്തുകൊണ്ട് ഒന്നും കൂടെ നമ്മുടെ ചാറ്റ് ബോക്സിൽ ഫയർ ഇമോജിസ് ഇടാം കേട്ടോ. യൂസ്
യെസ് യെസ് ഓക്കെ സാറിനെ വിളിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ ഇനി പാട്ട് പാടാനോ? അയ്യോ പാട്ട് പാടണമെങ്കിൽ തന്നെ മിസ്സിന് ഫോണില്ല കയ്യിൽ. മിസ്സ് പറഞ്ഞില്ലേ ഫോണേ ഓഫായി പോയിന്ന്. ഓക്കെ എപ്പോൾ തീരും വേഗം എത്തും കേട്ടോ. വേഗം സാറ് വന്നിട്ട് വേഗം പോർഷൻസ് എടുക്കുന്നുണ്ടാവും. ഓക്കെ അപ്പം മിസ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് ഓൾറെഡി ചാപ്റ്റേഴ്സൊക്കെ തന്നിട്ടുണ്ട്, സാർ എടുത്ത് തന്നിട്ടുണ്ടല്ലോ അല്ലോ. ഓക്കെ യെസ്. അപ്പോൾ മാച്ച് ബോക്സിൽ നിന്ന് എപ്പോഴും ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാറുണ്ട്. ദെൻ ഹൊറഗലൂന്ന് നറേഷൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ദെൻ നിങ്ങൾക്ക് വരുന്നത് അമിഗോ ബ്രദേഴ്സ്, ഇതും നറേഷൻ ചോദിക്കും. ദെൻ യെസ് നമ്മുടെ ഒരു പ്ലേ ഉണ്ടല്ലോ റോബർട്ട് ബാൽവിൻ്റെ ഒരു ചാപ്റ്റർ. ഓക്കെ യെസ് അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ചോദിക്കാറുള്ളത് റോബർട്ട് ബാൽവിൻ്റെ ആ ഒരു ക്യാരക്ടർ സ്കെച്ച് ഏറ്റവും കൂടുതൽ ചോദിക്കാറുണ്ട് കേട്ടോ. നിങ്ങൾക്കല്ലേ ഉള്ളത്. മിസ് ഇങ്ങനെ മാറിപ്പോവും മിസ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും. റെഡി? മാച്ച് ബോക്സിൽ നിന്ന് ലെറ്റർ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ യെസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ചോദിക്കാനായിട്ടും ചാൻസ് ഉള്ളത്. റെഡി? കഴിഞ്ഞിട്ടില്ല, ക്ലാസ് കഴിഞ്ഞിട്ടില്ല. അർജുൻ സാർ ഇപ്പോൾ വരും കേട്ടോ. ഓക്കെ റെഡി റെഡി റെഡി? ഓക്കെ 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 ഒറ്റ സെക്കൻഡ് മക്കളെ. ഓക്കെ സാർ ഇപ്പോൾ വരുവേ. റെഡി? അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ സ്കെച്ച് നിങ്ങൾ ചോദിക്കുന്നുണ്ടല്ലേ. ക്യാരക്ടർ സ്കെച്ച് ആ ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാനുള്ളതല്ലേ റോബർട്ട് ബാൽവിൻ? യെസ് ഒന്ന് പറഞ്ഞേ മക്കളെ, റോബർട്ട് ബാൽവിൻ നിങ്ങൾക്ക് പഠിക്കാനുള്ളതല്ലേ എന്ന് ഒന്ന് പറഞ്ഞേ. യെസ് അല്ലേ 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 അല്ലേ? യെസ് അപ്പോൾ അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അജിത്തും നോമിത്തിയൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. യെസ് അപ്പോൾ ദാ സാർ എത്തിയിട്ടുണ്ട്. ഇനി സാറ് ബാക്കിയുള്ളത് നോക്കും. ഓക്കെ മിസ്സ് ദാ സാറിന് മൈക്ക് കൈമാറാണ് കേട്ടോ. റെഡി? ഹലോ മക്കളെ, യെസ് കുറച്ച് ക്ലാസ്സിൻ്റെ ഇടയിൽ കൂടെ ഞാൻ പോയി എടുത്ത് തീർത്തിട്ട് വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട്. സോ ലൈവിൽ ഇപ്പോഴും ആൾക്കാരുണ്ടല്ലോ, അടിപൊളി കൊള്ളാൻ കിടലൻ കാര്യമാണ്. യെസ് ഓക്കെ എല്ലാവരും റെഡിയല്ലേ? നമുക്ക് ബാക്കി നിർത്തിവെച്ച ഒരു 3 ചാപ്റ്റർ കൂടെ വളരെ പെട്ടെന്ന് സാറ് പഠിപ്പിച്ചു തരാം കേട്ടോ. വളരെ സിമ്പിൾ ചാപ്റ്ററുകളാണ്. അതിവേഗം ബഹദൂർ ആ ചാപ്റ്റർ കൂടെ നമ്മൾ പഠിച്ച് സെറ്റാക്കാം. അത് ഹൊറേഗല്ലു ആണ്. ഹൊറേഗല്ലു എഴുതിയിട്ടുള്ളത് നമ്മുടെ സ്വന്തം സുധാമൂർത്തിയാണ് കേട്ടോ. സുധാമൂർത്തി എഴുതിയിട്ടുള്ള ഒരു രസമുള്ള ഒരു കഥയാണ് ഹൊറേഗല്ലു എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? ആദ്യം അവരുടെ കുഞ്ഞുനാളിലെ കാര്യങ്ങൾ അവർ ഓർക്കുകയാണ്. ഇൻ ദ സെൻറ്റർ ഓഫ് ദ വില്ലേജ് അവിടെ ഒരു വലിയ മരത്തിൻ്റെ കീഴിലൊരു കല്ലിൻ്റെ മേശ പോലെ ഒരു കാര്യം ഉണ്ടായിരുന്നു. അവിടെ ആണ് അതിനെയാണ് ഹൊറേഗല്ലു എന്ന് വിളിച്ചിരുന്നത്. അവിടെയുള്ള ആളുകളുടെ മെയിൻ പർപ്പസ് എന്താ? ഈ ഹൊറേഗല്ലുവിൽ വന്നിട്ട് സിറ്റ് ആൻഡ് റെസ്റ്റ് ആഫ്റ്റർ ലോങ് ജേർണീസ്. ഒരുപാട് യാത്ര സാറിന് ചെറുതാക്കാനോ കുറച്ച് വലുപ്പത്തിലൊക്കെ നിന്നോട്ടെ. സ്ക്രീന് കാണുന്നില്ലേ? ഞാനൊത്തിരി നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് വല്ല കുഴപ്പമുണ്ടോ? ഓക്കെ പോരെ, ഇപ്പം റെഡി ആയില്ലേ? ഓൾറൈറ്റ്. അപ്പം അങ്ങനെയുള്ള അവിടെ ഇരിക്കും ആളുകൾ. പിന്നെ ഈ ഹൊറഗല്ലുവിൻ്റെ മേലിരുന്നാണ് ആളുകൾ കഥ പറയുന്നത്. അവിടെ ഇരുന്ന് അവർ വാർത്തകളൊക്കെ പറയും. ഓക്കെ അവിടെ അടുത്ത് കൂൾ വാട്ടർ ഒരു വലിയ പോട്ടിൽ വെച്ചിട്ടുണ്ടോ. അപ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ വന്നിരുന്നിട്ട് അവിടുന്ന് അവരുടെ ഭാരമൊക്കെ ഇറക്കി വെച്ച് ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞിരിക്കും. ഓക്കെ അപ്പം ഇതിൽ ആദറിൻ്റെ ഗ്രാൻഡ് ഫാദറും ഹൊറഗല്ലും തമ്മിലൊരു ബന്ധമുണ്ട്. അവിടെ ഗ്രാൻഡ് ഫാദർ റിട്ടയർഡ് സ്കൂൾ ടീച്ചറാണ്. അദ്ദേഹം വന്നിട്ട് ഈ മരത്തിൻ്റെ അടിയിലിരിക്കും. എന്നിട്ട് അവിടെയുള്ള ആളുകളോടൊക്കെ സംസാരിക്കും. അപ്പോൾ ആളുകൾക്ക് വിഷമം പറയാൻ പറ്റിയ ഒരാളായിരുന്നു ഇദ്ദേഹം. പിന്നെ ട്രാവലേഴ്സ് വന്നു കഴിഞ്ഞിട്ട് അവരെന്ത് ചെയ്യും? അവരുടെ ബേർഡനൊക്കെ അവിടെ ഇറക്കി വെക്കും. അതുപോലെ ആ ഹൊറഗല്ലൂനാണ് ആളുകൾ വെള്ളം കുടിക്കാൻ മുഖം കഴുകുന്നതും അവിടെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യും. അപ്പോൾ ഒരുപാട് പേരുടെ ഭാരം ഇറക്കി വെക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ശരിക്കും ഈ ഹൊറഗല്ലു. ഓക്കെ അങ്ങനെയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാണ്? ഇയാൾ കഥയൊക്കെ പറഞ്ഞു കൊടുത്ത് ഇവരുടെ പ്രശ്നങ്ങളൊക്കെ കേട്ട് ഒരുപാട് സൊല്യൂഷൻസൊക്കെ കൊടുക്കുമായിരുന്നു ഇവരുടെ മുത്തച്ഛൻ. ഇനി നമ്മൾ നേരെ പോണത് എങ്ങോട്ടാണ്? ഒരു മുംബൈയിലോട്ടാണ്. മുംബൈയിൽ പോയിട്ട് എന്താ പറയുന്നത്? മുംബൈയിൽ അവിടെ രത്ന എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ഈ രത്നയുടെ അടുത്ത് വന്നിട്ടാണ് ആളുകൾ മുഴുവൻ സഹായം ചോദിക്കുക. എന്ന് വെച്ചാൽ
എന്തൊക്കെയാണ്? രത്ന എക്സ്പ്ലെയിൻ ദാറ്റ് ഷീ ഡിഡ് നോട്ട് സോൾവ് ദെയർ പ്രോബ്ലംസ്, ഇൻസ്റ്റെഡ് ദേ ലിസൺ ടു ദം പേഷ്യൻ്റ് ആൻഡ് സിമ്പത്തിക്കലി. ആളുകൾ വന്നിട്ട് ഇവരുടെ വിഷമങ്ങൾ പറയുന്ന സമയത്ത് ആ സ്ത്രീ അവർക്ക് സൊല്യൂഷൻ അല്ല കൊടുക്കുക, അവർ പറയുന്നത് മുഴുവൻ ഇരുന്ന് കേൾക്കും. അങ്ങനെ ആളുകൾ കേൾക്കാൻ ഒരാളുണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ്, ആളുകളുടെ വെറീസ്, സങ്കടങ്ങൾ കുറേയൊക്കെ മാറും. ഓക്കെ, അപ്പം അത് പ്രകാരം എന്താണ് ഇമ്പോർട്ടൻസ് ഓഫ് ട്രസ്റ്റ് ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റിയാണ് പറയുന്നത്. രത്ന ഒരിക്കലും മറ്റുള്ളവരുടെ സീക്രട്ടോ പ്രോബ്ലംസോ വേറെ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ട്രസ്റ്റ് ഭയങ്കര പ്രശ്നമായിരുന്നു അവർക്ക്. ട്രസ്റ്റ് എന്നുള്ള കാര്യം അവരെന്നും നിലനിർത്താൻ ശ്രമിച്ചിരുന്നു. ബിക്കോസ് ഓഫ് ദ പീപ്പിൾ ട്രസ്റ്റഡ് ഹെർ, ആളുകൾ ഇവരെ വിശ്വസിച്ച കാരണം അവരെന്ത് ചെയ്യാണ്, ഫെൽറ്റ് ഫ്രീ ടു സ്പീക്ക് ഓപ്പൺലി അബൌട്ട് ദിസ് സ്ട്രഗിൾസ്. ആളുകൾ അവരുടെ ബുദ്ധിമുട്ടുകൾ മുഴുവൻ ഇവരോട് പറഞ്ഞിരുന്നു. കണക്ഷൻ ബിറ്റ്വീൻ രത്ന ആൻഡ് ഹൊറഗല്ലു. രത്ന എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ ഹൊറഗല്ലു എന്ന് പറയുന്നത്. ആളുകൾക്ക് അവരുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഇറക്കി വെക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണ് ഇവർ ഹൊറഗല്ലുവിനെ പറയുന്നത്. സോ ഈ കഥേൻ്റെ വാല്യൂ എന്താണ്? നൈദർ രത്ന നോർ ഗ്രാൻഡ് ഫാദർ വാസ് റിച്ച് ഓർ ഫേമസ്. ഇവർ രണ്ടുപേരും സമ്പന്നരോ വലിയ പ്രസിദ്ധരായിട്ടുള്ള ആൾക്കാർ, ബട്ട് ദേ പെർഫോം ഗ്രേറ്റ് സോഷ്യൽ സർവീസ്. അവർ വലിയൊരു സാമൂഹ്യ സേവനമാണ് നൽകിയിരുന്നത്. ദേ ഹെൽപ്പ് പീപ്പിൾ ടു റിലൈവ് ദെയർ ഇമോഷൻസ് ബർഡൻ. ആളുകൾക്ക് അവരുടെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഇറക്കി വെക്കാൻ. ഇപ്പം മുത്തശ്ശൻ്റെ കേസിലാണെങ്കിൽ മുത്തശ്ശൻ്റെ അവിടെ ഒരു ഹൊറഗല്ലൂരിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആളുകൾ വന്നിട്ട് ഒരുപാട് കഥകളൊക്കെ പറഞ്ഞ് ഇയാളോട് സമയം ചെലവഴിക്കും. ഈ സ്ത്രീയും അതുപോലെ തന്നെ എല്ലാവരും വന്നിട്ട് ഇവരോടാണ് സങ്കടങ്ങൾ പറയുന്നത്. ദ ഓഥർ കൺക്ലൂഡ്സ് ദാറ്റ് സച്ച് പീപ്പിൾ മേക്ക് ദ വേൾഡ് എ ബെറ്റർ പ്ലേസ്. ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ലോകം വേറൊരു നിലയിലേക്ക് എത്തുകയുള്ളൂ. ഇവിടെയും നിങ്ങൾക്ക് ക്യാരക്ടർ സ്കെച്ചൊക്കെ പഠിക്കാവുന്നതാണ് കേട്ടോ, റിവ്യൂ ഒക്കെ പഠിക്കാം. ഓക്കെ, ഈ ചാപ്റ്റർ വളരെ സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്. ഇതുപോലെ ഒരു ചാപ്റ്റർ കൂടെ നമുക്ക് പഠിക്കാണ്ട് മാച്ച് ബോക്സ്. ഇതൊരു തീ കഥയാണ് മക്കളെ, ഒരു കിടിലൻ തീ കഥയാണ്. ആശാപൂർണ ദേവി എഴുതിയിട്ടുള്ള മാച്ച് ബോക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഇതിലെന്താ പറയുന്നത്? ഇൻട്രൊഡക്ഷൻ, വിമൻ കമ്പയർഡ് ടു മാച്ച് ബോക്സസ്. സ്ത്രീകളെല്ലാം കൂടായിട്ടാണ് പരിഗണിച്ചിരിക്കുന്നത്. ഓദർ ബിഗിൻസ് ബൈ കമ്പയറിംഗ് വിമൻ ടു മാച്ച് ബോക്സസ്. എന്താണ്, ഒരു മാച്ച് ബോക്സിന് എപ്പോഴും അതിനകത്ത് ഒരു വെടിമരുന്നുണ്ടാവില്ല, അതിനെ കത്തിക്കാൻ പറ്റും. പക്ഷേ അത് എപ്പോഴും അടുക്കളയിലാണെങ്കിലും കിച്ചണിലാണെങ്കിലും ബെഡ്റൂമിലാണെങ്കിലും സൈലൻ്റ് ആയിട്ടായിരിക്കും. ഇതുപോലെ തന്നെയാണ് സ്ത്രീകളുടെ ഉള്ളിൽ അപാരമായ കരുത്തുണ്ട്, അപാരമായ ദേഷ്യമുണ്ട്, അവരുടെ ഉള്ളിൽ തന്നെ ഒരു പവറുണ്ട്. പക്ഷേ അവരെന്ത് ചെയ്യാണ്, സാമൂഹ്യ സാഹചര്യങ്ങൾ കാരണം മിണ്ടാതിരിക്കുകയാണ്. ദ സ്റ്റോറി ഇല്ലസ്ട്രേറ്റ് ദിസ് ഐഡിയ ത്രൂ ലൈഫ് ഓഫ് നോമിതയുടെ ജീവിതം വഴിയാണ് പറയുന്നത്. ഓക്കെ, ഒരു ജോയിൻറ്റ് ഫാമിലിയിൽ കല്യാണം കഴിച്ച നോമിത. അപ്പോൾ നോമിതയുടെ കഥ എന്താണെന്ന് വെച്ചാൽ നോമിതയ്ക്ക് ഒരു ലെറ്റർ കിട്ടുകയാണ്. എന്താ കിട്ടുന്നത്? one Sunday Nomita prepares to give Ajit clothes to washerman. While checking his pocket, he finds crumbled envelope addressed to her. ഇവൾക്ക് വന്നിട്ടുള്ള ഒരു കത്ത് കിട്ടുകയാണ്. She realizes the letter arrived 3 days early. 3 ദിവസം മുന്നേ വന്ന കത്താണിത്. But Ajit had opened it and it kept hidden in his pocket. കത്ത് ഇയാൾ എന്ത് ചെയ്യാണ്, ഒളിപ്പിച്ച് വെക്കുക ചെയ്തിരുന്നത്. This makes her extremely angry. അവൾക്ക് ഭയങ്കര ദേഷ്യം വന്നു. Because Ajit regularly opens and reads her letters before giving to them her. ഇത് അവൾക്ക് കൊടുക്കുന്നതിന് മുമ്പേ ഈ അജിത്ത് എല്ലാ ദിവസവും എടുത്ത് വായിക്കാറുണ്ട്. Nomita feels that this is not a mistake but a deliberate act of control. ഇത് മനഃപൂർവ്വം ചെയ്യുന്ന ഒരു പ്രവൃത്തി തന്നെയാണ്, അല്ലാതെ അറിയാതെ പറ്റിപ്പോയതൊന്നുമല്ല. അജിത്സ് ഹാബിറ്റ് ഓഫ് ഓപ്പണിംഗ് നോമിതാസ് ലെറ്റർ ഇത് സ്ഥിരമാണ്. അജിത്ത് യൂഷ്വലി ലോഫ്സ് ഓഫ് ഹർ ഹാങ്കർ ആൻഡ് സ്കോൾസ് ഹെർ ടു അവോയ്ഡ് ദ ആർഗ്യുമെൻറ്റ്. അപ്പം എന്നും ഇതിനെക്കുറിച്ചൊരു ചോദ്യം ചെയ്യലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവൻ പരിഹസിച്ച് വിടുക എന്നല്ലാതെ അത് തെറ്റായ കാര്യം. അല്ലെങ്കിൽ ഒരാളെ കത്തെടുത്ത് വായിക്കുക എന്ന് പറയുന്നത് മോശമായിട്ടുള്ള കാര്യമാണ്. പിന്നെയോ ഇനി നോമിതയുടെ അമ്മയുടെ ഞാൻ നിഴലായി മാറുന്നു നിൻ കണ്ണിൽ ചേരുന്നതിന് ധാരത് പാട്ടൊക്കെ പാടുന്ന മെസ്സിയോ, പാട്ട് പാടുന്ന മെസ്സിക്ക് ഇപ്പം പഴയ കളിയൊന്നുമില്ലേ, കളിയില്ലാത്ത മെസ്സി. നോമിതയുടെ അമ്മയുടെ ലെറ്റർ എന്താണ്? അവരുടെ വീട്ടിലെ ദാരിദ്ര്യം പറഞ്ഞുകൊണ്ടാണ് മിക്ക സമയത്തും പറയും. എന്തൊക്കെയാണ് പറയുക? ജീവിതത്തിലെ ഫിനാൻഷ്യൽ സ്ട്രഗിളുകൾ, അതുപോലെ തന്നെ വീടിൻ്റെ മേൽക്കൂര പൊളിഞ്ഞത്, പിന്നെ കുറച്ച് കാശൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് നോമിതയുടെ അമ്മയുടെ ലെറ്ററൊക്കെ വരാറുണ്ടായിരുന്നത്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് അജിത്ത് എന്നും ഇവരെ പരിഹസിക്കുമായിരുന്നു. അപ്പം അജിത്തിന് ഈ മദർലിനോട് അമ്മായി അമ്മയോട് ഒരു പരിഹാസത്തിലാണ് പെരുമാറുന്നത്. അജിത്ത് എന്നും നോമിതയുടെ അമ്മയെ പരിഹസിക്കും. ദിസ് ബിഹേവിയർ ഹ്യൂമിലേറ്റ്സ് നോമിത ആൻഡ് മേക്ക് ഹർ ഫീൽ ഗിൽറ്റി അബൌട്ട് ഹർ പൂർ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്. അപ്പം ഇത് കാരണം ഇവർക്ക് ഒരു എന്താ പറയുക, ജോലിയില്ലാത്തൊരു സ്ത്രീയാണ് എന്നുള്ള ചിന്ത എന്നും ഇവർക്ക്, അതുപോലെ തന്നെ ദാരിദ്ര്യം പിടിച്ച വീട്ടിൽ നിന്നാണ് വരുന്നത് എന്നുള്ള ഒരു ചിന്ത എന്നും ഇവർക്കൊരു പ്രശ്നമായിരുന്നു. ഒറ്റ സെക്കൻഡ് മക്കളെ. പിന്നെ അല്ല കാവ്യ മനോജ്. Because of his Nomita had once asked her mother notes and postcard hoping to secretly send money herself. അപ്പോൾ ഇങ്ങനെ കത്ത് ഈ അപമാനം സഹിക്കാൻ വേണ്ട അവസാനം നോമിത പറഞ്ഞിട്ടുണ്ടായിരുന്നു കാശ് ചോദിച്ചുകൊണ്ട് ഇനി കത്തുകളൊന്നും അയക്കരുതെന്ന്. അപ്പോൾ അവസാനം നമ്മുടെ അജിത്തും നോമിതയും തമ്മിൽ അടിയാവും. അപ്പോൾ എന്താണ്,
അജിത്ത് എന്നും ഈ ഒരു കത്ത് വായിക്കുന്നതിൻ്റെ പേരിൽ പ്രശ്നമാവുകയാണ്. അങ്ങനെ നോമിതയെ അയാൾ ഭയങ്കരമായിട്ട് കളിയാക്കും. അവസാനം കോറൽ അവർ തമ്മിലുള്ള പ്രശ്നം കുറച്ച് വഷളാവുകയാണ്. അജിത്ത് ലോസസ് ഹിസ് പേഷ്യൻസ് ആൻഡ് ഇൻസൾട്ട് നോമിത ആൻഡ് ഹെർ പുവർ ബാക്ക്ഗ്രൗണ്ട്. അവളുടെ ദാരിദ്ര്യം പറഞ്ഞുകൊണ്ട് കളിയാക്കി. ഹി മോക്സ് ഹെർ മദർ സജസ്റ്റ് ദാറ്റ് നോമിന ഫാമിലി ഈസ് ഗ്രീഡി ഫോർ മണി. നോമിതയുടെ കുടുംബത്തിന് പണത്തിനോട് ആർത്തിയുള്ളവരാണെന്നും ദ ആർഗ്യുമെൻറ്റ് ബിക്കംസ് വെരി ഇൻറ്റൻസ് ആൻഡ് ഇമോഷണൽ. ഇത് വളരെ വൈകാരികമായ ഒരു സംഭവമായി മാറി. അജിത്ത് ചാലഞ്ചസ് ആർ ആസ്കിങ് വാട്ട് ഷീ ക്യാൻ പോസിബിളി ഡു അഗെയിൻസ്റ്റ് ഹിം. ഇതിനെതിരെ എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കും. നോമിതയുടെ ഷോക്കിംഗ് ആക്ഷനാണ് ഞെട്ടിക്കുന്നത്. ഇൻ എ സഡൻ ബസ്റ്റ് ഓഫ് anger, നോമിത grabs അജിത്ത് മാച്ച് ബോക്സ് ഫ്രോം ദ ടേബിൾ. ഷീ ലൈറ്റ്സ് മാച്ച് സ്റ്റിക്സ് ആൻഡ് സെറ്റ് എൻഡ് ഓഫ് ഹെർ സാരി ഓൺ ഫയർ. പെട്ടെന്ന് എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ഇവൾ എന്ത് ചെയ്തു, തീപ്പെട്ടി എടുത്തിട്ട് സാരിക്ക് തീ കൊടുത്ത്. ദ ഷോക്കിംഗ് ആക്ട് ഫ്രൈറ്റൻസ് അജിത്ത്. ഇത് അജിത്തിന് ഭയങ്കര പേടിയായി. ഹി ക്വിക്സ്ലി പുട്ട് ഔട്ട് ദ ഫയർ വിത്ത് ഹിസ് ഹാൻഡ്സ്. ഇയാൾ പേടിച്ച് പെട്ടെന്ന് തന്നെ, പേടിക്കോടൽ തന്നെ, വെറും ഡയലോഗ് മാത്രമേ ഉള്ളൂ. ഫോർ ദ ഫസ്റ്റ് ടൈം ഹി ബിക്കംസ് എഫ്രൈഡ് ഓഫ് നോമിത ആങ്കർ. ഇത് കാരണം നോമിതയുടെ ദേഷ്യത്തിൽ ഇയാൾ ആകെ പേടിച്ചുവാണ്. ഇൻട്രസ്റ്റ് വിത്ത് ഫാമിലി മെമ്പേഴ്സ്. ഇതിൻ്റെ ഇടയിൽ ഫാമിലി മെമ്പേഴ്സ് ഇടപെടുന്നുണ്ട്. അറ്റ് ദാറ്റ് മൊമെൻറ്റ് നോമിതാസ് നീസ് റീനി എൻറ്റേഴ്സ് ദ റൂം and asks about washerman waiting downstairs. Nomita immediately controls her emotion, behaves calmly. She goes down downstairs and to continue her household duties. Okay, എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഇവൾ ഇങ്ങനെ ചെയ്തു. ഓക്കെ, എല്ലാവരും ഇവളെ പരിഹസിക്കുമായിരുന്നു. അവസാനം one sister-in-law notices the burnt end of the നോമിത സാരി. അപ്പോൾ നോമിതയുടെ കത്തിപ്പോയ സാരി നോക്കിയിട്ടുണ്ടായിരുന്നു. നോമിത quickly makes up an excuse saying she accidentally burned it while she lifting a hot pot from the stove. അടുപ്പിൽ നിന്നും ഒരു ചൂടുള്ള പാത്രം എടുക്കുമ്പോൾ കത്തിപ്പോയതാണെന്ന് പറഞ്ഞത്. She hides the truth and continues doing household work as if nothing happened. ഒന്നും സംഭവിക്കാത്ത പോലെ തന്നെ ഇവൾ പ്രവർത്തിച്ചു. നോമിതയുടെ സൈലൻസ് സ്ട്രഗിലൂടെ പറഞ്ഞു. Even though she is called a queen in her village because of her wealthy marriage, her reality is very different. അവൾ വളരെ ദരിദ്രയായിട്ടുള്ള ഒരു സ്ത്രീയാണ്. അപ്പോൾ ഈ മാച്ച് ബോക്സ് എന്നത് എന്താ സിംബലൈസ് ചെയ്യുന്നത്? ദ ഓദർ റിട്ടേൺസ് ടു ദ മാച്ച് ബോക്സ് കമ്പാരിസൺ. വെൻ വിമൻ പോസസ് പവർ, anger and strength like gunpowder inside a matchbox. However, they are rarely used that power to challenge injustice or destroy the false image of men's generosity. സ്ത്രീകളെ ഇവിടെ ഒരു തീപ്പെട്ടിയായിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, സ്ത്രീകളുടെ ഉള്ളിൽ അപാരമായ കരുത്തും കഴിവും ദേഷ്യമൊക്കെ ഉണ്ട്. അത് അവർ സൈലൻ്റ്ലി നിൽക്കുന്നതുകൊണ്ട് അങ്ങനെ നിലനിന്ന് പോവുകയാണെന്നാണ് പറയുന്നത്. സ്റ്റോറി എൻഡ്സ് വിത്ത് ദ മെസ്സേജ് ദാറ്റ് വുമൻ സപ്രസ് ദെയർ ഓൺ സ്ട്രെങ്ത്. സ്ത്രീകൾ അവരുടെ കരുത്ത് അടിച്ചമർത്തി നിൽക്കുകയാണ്. ഇൻസ്റ്റഡ് യൂസിങ് ടു ഫൈറ്റ് ഓപ്പറേഷൻ. ഈ എതിർക്കുന്നതിനെതിരെ അവർ ഒരുമിച്ച് സംസാരിക്കാതെ തടഞ്ഞു നിർത്തുകയാണ്. ഓക്കെ, ക്ലിയർ. ഇനി ഒരു സിമ്പിൾ ചാപ്റ്റർ ഉണ്ട്, 3 L's ഓഫ് ദി എംപവർമെൻറ്റ്. അതും കൂടെ നമുക്ക് നോക്കിയാലോ. ഇതിനകത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മാത്രമേ നോക്കാനുള്ളൂ. ഒറ്റ സെക്കൻഡ് മക്കളെ. ഓക്കെ, ഓൾ റൈറ്റ്. ഇത് സ്പീക്കർ ബിഗിൻസ് അഡ്രസ്സിങ് ചാലഞ്ച് ഓഫ് 21st സെഞ്ച്വറി. എന്തൊക്കെയാണ് സ്ത്രീകളുടെ 3 L'കളെ കുറിച്ചാണ് നമ്മുടെ ക്രിസ്റ്റീൻ ലാഗ്രേഡ് പറയുന്നത്. ഒന്നാമത്തത് ഏതാ? ലേണിംഗ്, ദ ഫൗണ്ടേഷൻ ഓഫ് എംപവർമെൻറ്റ്. അറിവ് സ്വന്തമാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. എഡ്യൂക്കേഷൻ ദ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ടുവേർഡ് എംപവറിംഗ് വുമൺ. ലേണിംഗ് ഹെൽപ്സ് വിമൻ ഗെയിൻ നോളജ്, കോൺഫിഡൻസ് ആൻഡ് ഇൻഡിപെൻഡൻസ്. എഡ്യൂക്കേഷൻ എനേബിൾസ് വിമൻ ടു ബ്രേക്ക് ഫ്രീ സോഷ്യൽ restrictions and discrimination. This especially important in developing countries where girls often face barriers on education. ഇത്രയും കാര്യങ്ങളാണ് അവർ പറയുന്നത്. ഓക്കെ, ഇതിൽ പറയുന്നത് ലാഗ്രേഡ് കോട്ട്സ് ആഫ്രിക്കൻ പവർ. ഇഫ് യു എഡ്യൂക്കേറ്റ് എ ബോയ്, നിങ്ങളൊരു ആൺകുട്ടിയെ പഠിപ്പിക്കുകയാണെങ്കിൽ യു ആർ ട്രെയിൻ എ മാൻ, നിങ്ങളൊരു പുരുഷനെ ട്രെയിൻ ചെയ്യുകയാണ്. ഇഫ് യു എഡ്യൂക്കേറ്റ് എ ഗേൾ, നിങ്ങളൊരു പെൺകുട്ടിയെ പഠിപ്പിക്കുകയാണെങ്കിൽ നിങ്ങളൊരു വില്ലേജിനെ, ഒരു ഗ്രാമത്തിനെ തന്നെ ട്രെയിൻ ചെയ്യുകയാണ്. ദിസ് മീൻസ് ദാറ്റ് എഡ്യൂക്കേറ്റിംഗ് വിമൻ ബെനിഫിറ്റ്സ് എൻറ്റയർ കമ്മ്യൂണിറ്റീസ്. ഒരു പെൺകുട്ടിയെ പഠിപ്പിച്ചാൽ അത്രയും നല്ല കാര്യമാണ്. അപ്പോൾ ഒന്നാമത്തത് ലേണിംഗ് ആണ്. രണ്ടാമത്തത് ലേബർ, പാർട്ടിസിപ്പേഷൻ ഇൻ ദ വർക്ക് ഫോഴ്സ്. അതിലെന്താ പറയുന്നത്? സെക്കൻഡ് ഫാക്ടർ എംപവർമെൻറ്റ് ഈസ് ലേബർ, വിച്ച് മീൻസ് വിമൻസ് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഇൻ വർക്ക് ആൻഡ് എക്കണോമിക് ആക്ടിവിറ്റീസ്. ഓക്കെ, ഇത് പ്രകാരം ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, എൻഷുവർ ഫെയർ പ്രോപ്പർട്ടി ആൻഡ് ഇൻഹെറിറ്റൻസ് റൈറ്റ് ഫോർ വിമൻ. സ്വത്തവകാശം സ്ത്രീകൾക്ക് നൽകുക. രണ്ടാമത്തെ, പ്രൊമോട്ട് എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് കെയർ ഫോർ വിമൻ. സ്ത്രീകൾക്ക് ആരോഗ്യ പരിരക്ഷയും അതുപോലെ തന്നെ വിദ്യാഭ്യാസവും നൽകുക. പ്രൊവൈഡ് ബെറ്റർ ആക്സസ് ടു ക്രെഡിറ്റ് ആൻഡ് ഫിനാൻഷ്യൽ റിസോഴ്സ്. കടം കൊടുക്കുന്നതും അതുപോലെ തന്നെ മറ്റ് സാമ്പത്തികമായ ഇടപാടുകൾക്ക് സ്ത്രീകൾക്ക് കുറച്ചുകൂടെ അവസരങ്ങൾ ഒരുക്കുക. അപ്പോൾ രണ്ടാമത്തത് എന്താണ്? ജോലി ഉണ്ടാവുക എന്നുള്ളതാണ്. ദീസ് മെഷേഴ്സ് വിൽ ഹെൽപ്പ് വിമൻ ഗെയിൻ എക്കണോമിക് ഇൻഡിപെൻഡൻസ്. ഇങ്ങനെ ചെയ്താൽ അവർക്ക് സാമ്പത്തികമായ ഒരു ഉന്നതി ഉണ്ടാവും ആൻഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റിയും കിട്ടും. ഇനി മൂന്നാമത്തത് ലീഡർഷിപ്പാണ്, നേതൃത്വം. ലേണിംഗ്, ലേബർ, ലീഡർഷിപ്പ്. മൂന്നാമത്തെ അതിൽ എന്തൊക്കെയാണ് പറയുന്നത്? ലീഡർഷിപ്പാണ് വേണ്ടത്. ദർ ഇസ് സ്റ്റിൽ ലിമിറ്റഡ് റെപ്രസെൻറ്റേഷൻ ഓഫ് വിമൻ ഇൻ ലീഡർഷിപ്പ് റോൾ ഇൻ പൊളിറ്റിക്സ്, ബിസിനസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. എല്ലാ കാര്യവും നോക്കും. ബിസിനസ്സിൽ എത്ര സക്സസ്ഫുൾ ബിസിനസ് വുമണുകളുണ്ട്? നമ്മുടെ നാട്ടിൽ കുറവാണ്. രാഷ്ട്രീയത്തിലാണെങ്കിലും അല്ലേ, ഇത്രയും വർഷമായിട്ട് കേരളത്തിൽ ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല. ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ചാൽ ഇതുവരെ ഒരൊറ്റ വനിതാ പ്രധാനമന്ത്രി മാത്രമേ നമുക്ക് ഉണ്ടായിട്ടുള്ളൂ. അപ്പം അത് ആരുടെ
കുറച്ച് പ്രശ്നങ്ങളാണ്. അത് നമ്മൾ കാര്യമായിട്ട് അവസരം കൊടുക്കാത്തതുകൊണ്ട് തന്നെയല്ലേ. രണ്ടാമത്തെ എന്താണ്, വിമൻ ലീഡേഴ്സ് ടെൻഡ് ടു മേക്ക് ഡിസിഷൻ ബേസ്ഡ് ഓൺ, സ്ത്രീകൾക്ക് ലീഡർഷിപ്പ് കൊടുക്കുകയാണെങ്കിൽ കോൺഷ്യസ് ആൻഡ് കോപ്പറേഷൻ, കുറച്ചുകൂടെ സഹകരണ മനോഭാവത്തോടുകൂടി പ്രവർത്തിക്കാൻ പറ്റും. ഇൻക്ലൂഷൻ ആൻഡ് കമ്പാഷൻ, എല്ലാവരും ചേർത്ത് നിർത്താൻ പറ്റും. പിന്നെ ലോങ് ടേം സസ്റ്റൈനബിലിറ്റി, ദീർഘകാലാടിസ്ഥാനത്തിൽ സുസ്ഥിര വികസനം, പ്രശ്നങ്ങളൊന്നുമില്ലാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും. ഹവർ മെനി വുമൻ ലാക്ക് കോൺഫിഡൻസ് ഡെസ്പൈറ്റ് ദെയർ എബിലിറ്റീസ്, കഴിവുണ്ടായിട്ടും ആത്മവിശ്വാസമില്ലാത്ത എത്രയോ സ്ത്രീകളുണ്ട്. വിമൻ മസ്റ്റ് ചേഞ്ച് ദെയർ മൈൻഡ് സെറ്റ് ആൻഡ് ബിലീവ് ദെയർ ഓൺ കമ്പീറ്റൻസ്, ഈ ചിന്തയൊക്കെ മാറ്റണം സ്ത്രീകൾ. ഓക്കെ, ദേ ഷുഡ് ബി വില്ലിംഗ് ടു റിസ്ക് ആൻഡ് സ്റ്റെപ്പ് ഔട്ട് സൈഡ് ദർ കംഫർട്ട് സോൺ, അവരുടെ കംഫർട്ട് സോണിന് പുറത്തേക്ക് സ്ത്രീകൾ വരണം. ഇനി സ്ത്രീകൾ നേരിടുന്ന വെല്ലുവിളികൾ, ഞാൻ വിചാരിച്ചു 6ാം ക്ലാസ് ആണെന്ന്, ഞാൻ ഇപ്പോൾ അവിടുത്തെ വന്നിട്ടേ ഉള്ളൂ. സ്ത്രീകൾ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ഈവൻ ടാലൻറ്റഡ് ആൻഡ് ഡിറ്റർമിൻഡ് വിമൻ കണ്ടിന്യൂ ടു ഫേസ് മെനി സോഷ്യൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബാരിയേഴ്സ്. ബേസിക് എഡ്യൂക്കേഷൻ ഫോർ ഗേൾസ് ഇൻ വില്ലേജ്, അവർ നേരിടുന്ന ഒന്നാമത്തെ പ്രശ്നം വെച്ചാൽ കാര്യമായ വിദ്യാഭ്യാസം ലഭിക്കുന്നില്ല. ഹൈ ലെവൽ എക്സിക്യൂട്ടീവ് പൊസിഷൻസ് ഇൻ ബിസിനസ്, ഈ രണ്ടും അവർ നേരിടുന്ന വലിയ പ്രശ്നമാണ്. ഇനി നമുക്കിത് എങ്ങനെയാണ് മാറ്റുക? ഒറ്റ കാര്യം നോക്കിയാൽ മതി. 3 L's, ലേണിംഗ്, ലേബർ, ലീഡർഷിപ്പ് ആർ 3 key pillars for achieving this goal. ഈ ഒരു ലക്ഷ്യത്തിൽ എത്താൻ നിങ്ങൾ പെൺകുട്ടികളെ പഠിപ്പിക്കൂ, അവരെ ജോലിക്ക് വിടൂ, അവരെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരും. ഈ 3 കാര്യങ്ങൾ ചെയ്യുക. ഷീ ആൻഡ് എ പവർഫുൾ മെസ്സേജ്. എന്താണ്? ഇഫ് വിമൻ ഡെയർ ടു മേക്ക് എ ഡിഫറൻസ്, ഒരു വ്യത്യാസം അല്ലെങ്കിൽ മാറ്റം വരുത്താൻ സ്ത്രീകൾ ധൈര്യം കാണിക്കുകയാണ്. ദെയർ എഫേർട്സ് വിൽ ബ്രിങ് മീനിങ്ഫുൾ ചേഞ്ച് ടു ദ വേൾഡ്, അവരുടെ ശ്രമങ്ങൾ ഈ ലോകത്ത് അർത്ഥവത്തായ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് കഥ അങ്ങ് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ കഥ കഴിയുന്നില്ല. നമുക്ക് ജെയ് ആൻഡ് കീമിൻ്റെ ക്രാഷ് ബാച്ചും അതുപോലെ തന്നെ നീറ്റ് ക്രാഷ് ബാച്ചും എല്ലാം ഉണ്ട്. ഇപ്പം തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ, മാർച്ച് 25 മുമ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വലിയൊരു പ്രൈസ് ഡിഫറൻസിന് നിങ്ങൾക്ക് ബാച്ചിൽ മെമ്പർ ആവാൻ പറ്റും. ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മാത്രം മതി. മാർച്ച് 28 ബാച്ച് ആരംഭിക്കുന്നത്. അപ്പം ഇപ്പോഴും +2 കഴിഞ്ഞിട്ട് അടുത്ത കോഴ്സും കാര്യങ്ങളൊക്കെ ചിന്തിച്ച് നിൽക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള ബാച്ചുകളാണിത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ്. ഡിസ്കോഴ്സുകളായിട്ട് നാളെ ഞങ്ങൾ വരുന്നതാണ്. അപ്പം അടിപൊളിയായിട്ട് ഡിസ്കോഴ്സിലൂടെ പഠിക്കുക. ഇപ്പോൾ കഥകളൊക്കെ ഏകദേശം നിങ്ങൾക്ക് അറിയാലോ അല്ലേ, കഴിഞ്ഞൊരു വർഷമായിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. പിന്നെ നമ്മൾ മോഡൽ എക്സാമിന് അത്യാവശ്യം നല്ലോണം എല്ലാം പ്രിപ്പയർ ചെയ്ത ആളുകളാണ്. അതുകൊണ്ട് തന്നെ വലിയ ടെൻഷനൊന്നുമില്ല, സീനൊന്നുമില്ല. നമുക്ക് വരാൻ പോണ കാര്യങ്ങളും കൂടെ നാളത്തെ പ്രിപ്പറേഷനും കൂടെ നോക്കിക്കഴിഞ്ഞാൽ നല്ല ഡിഫറൻസിൽ മാർക്ക് ഉണ്ടാക്കാൻ പറ്റും. നാളത്തെ ലൈവിൽ നിങ്ങൾ കൂട്ടുകാരെയൊക്കെ കൂട്ടി വരിക കേട്ടോ. മാക്സിമം നമ്മൾ ക്വസ്റ്റ്യൻസ് നാളെ ചെയ്യുന്നതാണ്. വരാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നോക്കും. മക്കളെ, നമുക്ക് നല്ല മാർക്കിൽ പാസ്സാണല്ലോ. നമ്മൾ അവസാനത്തെ ഒരു ശ്രമമല്ലേ ഇത്. പല സ്ഥലങ്ങളിൽ വെച്ച് നിങ്ങൾ പരിഹാസം നേരിടേണ്ടി വന്നിട്ടുണ്ടാവും. അതിനൊക്കെ ഒരു മറുപടി കൊടുക്കാൻ കിട്ടുന്നൊരു അവസരമാണിത്. നാളത്തെ ഒരു ലൈവ് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. നാളത്തെ ലൈവിൽ നിങ്ങളുടെ ഡിസ്കോഴ്സുകൾ പഠിപ്പിച്ചു തരാണ്. ഇംഗ്ലീഷ് അറിയില്ല, ഇംഗ്ലീഷിൽ മാർക്കില്ല, ഇംഗ്ലീഷിൽ മാർക്ക് കുറഞ്ഞതുകൊണ്ട് പരിഹാസം നേരിടേണ്ടി വന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ അതെല്ലാം മാറ്റാൻ കിട്ടുന്ന ഒരു സുവർണ്ണ അവസരമാണ്. അതുകൊണ്ട് മക്കളെ, നാളത്തെ ലൈവിൽ മക്കളെല്ലാവരും ജോയിൻ ചെയ്യുക. റെഡിയല്ലേ മക്കളെ? അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞുകൊണ്ട് സാർ ഇന്നത്തെ ലൈവ് അതിവേഗം ബഹുദൂരം വൈൻഡപ്പ് ചെയ്യാണ്. തൽക്കാലം നമുക്കിടയിൽ ഒരു താൽക്കാലിക വിരാമം. ബൈ.